Good day everybody. നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ ZEOTS-3 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് 45 ക്വസ്റ്റ്യൻസ്. So let us start with the discussion. Question number 1. The British naturalist who developed or co-developed the theory of natural selection and evolution with Charles Darwin was. Charles Darwin 1858 ജൂലൈ മാസം 1-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ലോകത്തിന് സമർപ്പിച്ചത്. എന്നാൽ ഈ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് ഡാർവിൻ വാലസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. കാരണം ഡാർവിൻ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ മലൈ ആർച്ചിപ്പലാഗോ എന്ന് പറയുന്ന പ്രദേശത്ത്, അതായത് ഇന്നത്തെ ഇന്തോനേഷ്യ, മലേഷ്യ, ബ്രൂണൈ മുതലായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മലൈ ആർച്ചിപ്പലാഗോ എന്നുള്ള പ്രദേശത്ത് സ്വതന്ത്രമായിട്ട് എവല്യൂഷനെക്കുറിച്ച് ഗവേഷണം നടത്തിയ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആൽഫ്രഡ് റസൽ വാലസ്. ആൽഫ്രഡ് റസൽ വാലസും ചാൾസ് ഡാർവിനും ഒരേ കൺക്ലൂഷനിലെത്തി, എവല്യൂഷൻ നടക്കുന്നത് നാച്ചുറൽ സെലക്ഷൻ വഴിയാണെന്ന്. പക്ഷേ ഇവർ പരസ്പരം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. സ്വതന്ത്രമായിട്ട് രണ്ട് ഭാഗങ്ങളിൽ ഗവേഷണം നടത്തിയ ഇവർ രണ്ടുപേരും ഒരേ കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഡാർവിനും വാലസും സംയുക്തമായിട്ടാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ലോകത്തിന് സമർപ്പിച്ചത്. അതുകൊണ്ട് Alfred Russel Wallace co-developed the theory of natural selection and evolution with Charles Darwin. റസൽ വാലസും ഒരു ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 statements are given. Find the incorrect one. All life forms were in water environment only. പ്രിമിറ്റീവ് ലൈഫ് ഉണ്ടായത് വാട്ടർ എൻവയോൺമെൻറ്റിലാണ്. ബിക്കോസ് വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ ഒറിജിൻ ഓഫ് ലൈഫ്. നിയമമനുസരിച്ച് ആസ് എ ബയോളജിക്കൽ റൂൾ ഓൾ ലൈഫ് ക്യാൻ ഡെവലപ്പ് ഓൺലി ഇൻ വാട്ടർ. വി ഓൾസോ, മനുഷ്യനും ഡെവലപ്പ് ചെയ്യുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു വാട്ടറി എൻവയോൺമെൻറ്റിലാണ്. ലൈഫ് ക്യാൻ എറൈസ് ഓൺലി ഇൻ എ വാട്ടറി മീഡിയം. അതുകൊണ്ട് all life forms were in water environment only. The most essential requirement for the origin of life was the presence of water. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തത്, the first form of life arose slowly from non-living forms. അതും ശരിയാണ്. അതാണ് abiogenetic theory of ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ പറയുന്നത്. അതും ശരി. The first non-cellular forms of life would have been giant molecules of RNA, proteins and polysaccharides. First non-cellular life forms എന്ന് പറയുന്നത് RNAയും പ്രോട്ടീൻസും പോളിസാക്കറൈഡും കലർന്ന, അല്ലെങ്കിൽ അത് കൂട്ടായ്മയായിട്ട് ചേർന്ന ജയൻറ്റ് മോളിക്കുലാർ ഫോംസ് ആയിരുന്നു. അതും ശരിയാണ്. The first non-cellular life forms could have originated 3 million years back. അവിടെയാണ് തെറ്റിയത്. 3 million അല്ല, അവിടെ വരേണ്ടത് 3 billion ആണ്. പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതാണ്. 3 million അല്ല, 3 billion എന്ന് പറഞ്ഞാൽ 3000 മില്യൺ. അപ്പോൾ ഒന്നുകിൽ 3 billion എന്ന് എഴുതണം, അല്ലെങ്കിൽ 3000 മില്യൺ എന്ന് എഴുതണം. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്. ഡ്രമാറ്റിക് ചേഞ്ചസ് ഇൻ അലീലിക് ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ഡിറൈവ്ഡ് ഫ്രം സ്മോൾ ബാൻഡ്സ് ഓഫ് കൊളണൈസേഴ്സ് ടു എ ന്യൂ ഹാബിറ്ററ്റ് ഈസ് കോൾഡ്. നമുക്കറിയാം, ഒരു ലാർജ് പോപ്പുലേഷൻ, ഇതൊരു ലാർജ് പോപ്പുലേഷനാണ്. ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് ഏതാനും ഇൻഡിവിജ്വൽസ് ഒരു സ്മോൾ പോപ്പുലേഷൻ ഉണ്ടായി, സ്മോൾ ഫൗണ്ടർ പോപ്പുലേഷൻ ഉണ്ടായി. അപ്പോൾ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും
ഡ്രിഫ്റ്റ് ചെയ്ത് മാറിയ ഒരു സ്മോൾ ഫൗണ്ടർ പോപ്പുലേഷൻ. സ്മോൾ ഫൗണ്ടർ പോപ്പുലേഷനിൽ അംഗസംഖ്യ വളരെ കുറവായിരിക്കും. 10, 15, 20 ഇൻഡിവിജ്വൽസേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളൊരു പോപ്പുലേഷനിൽ നടക്കുന്നത് നാച്ചുറൽ സെലക്ഷൻ അല്ല, പിന്നെയോ ജനറ്റിക് ഡ്രിഫ്റ്റാണ്. ഇവിടെ നടക്കുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റാണ് നടക്കുന്നത്. അങ്ങനെ ജനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ ഫലമായിട്ട് സ്മോൾ ഫൗണ്ടർ പോപ്പുലേഷനിൽ അലീലിക് ഫ്രീക്വൻസി പാടെ മാറും ഈ പോപ്പുലേഷനിൽ നിന്ന്. ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു പുതിയ പോപ്പുലേഷൻ, ഒരു ന്യൂ ലാർജ് പോപ്പുലേഷൻ. അപ്പോൾ ഈ ഫൗണ്ടർ പോപ്പുലേഷനിൽ നിന്നുണ്ടാകുന്ന ഒരു പുതിയ ലാർജ് പോപ്പുലേഷൻ്റെ അലീലിക് ഫ്രീക്വൻസി ഈ ഒറിജിനൽ പോപ്പുലേഷൻ്റെ അലീലിക് ഫ്രീക്വൻസിയുമായിട്ട് പ്രകടമായ വ്യത്യാസം കാണും. എന്തുകൊണ്ട്? ഈ സ്മോൾ ഫൗണ്ടർ പോപ്പുലേഷനിൽ നടന്ന ജനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ ഫലമായിട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടർ എഫക്റ്റ്. അപ്പോൾ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ന്യൂ പോപ്പുലേഷൻ വിത്ത് ആൻ എൻറ്റയർലി ഡിഫറൻറ്റ് അലീലിക് ഫ്രീക്വൻസി starting from a small founder population that has drifted from a large parental population. അതാണ് ഫൗണ്ടർ എഫക്റ്റ്. ഫൗണ്ടർ എഫക്റ്റ് എന്തുകൊണ്ട് നടക്കുന്നു? അത് ജനറ്റിക് ഡ്രിഫ്റ്റ് കൊണ്ടാണ്. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേര് ഫൗണ്ടർ എഫക്റ്റ്. ഫൗണ്ടർ എഫക്റ്റ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്മോൾ ഫൗണ്ടർ പോപ്പുലേഷനിൽ നടന്ന ജനറ്റിക് ഡ്രിഫ്റ്റ് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ആൻസർ ഫൗണ്ടർ എഫക്റ്റാണ്. Variations within a species are most likely the result of. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? ദ റോ മെറ്റീരിയൽസ് ഫോർ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഈസ് ഹെറിഡിറ്ററി വേരിയേഷൻ അല്ലെങ്കിൽ ഹെറിറ്റബിൾ വേരിയേഷൻസ്. ഹെറിറ്റബിൾ വേരിയേഷൻസ് ആർ ദ റോ മെറ്റീരിയൽസ് ഫോർ എവല്യൂഷൻ. ഒരു പോപ്പുലേഷനിൽ ഹെറിറ്റബിൾ അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പോപ്പുലേഷനിൽ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഒരിക്കലും നടക്കത്തില്ല എന്ന് ചാൾസ് ഡാർവിൻ പറഞ്ഞു. അപ്പോൾ ഹെറിഡിറ്റി, ഇത് ഹെറിഡിറ്റിയാണിവിടെ. അപ്പോൾ ഹെറിഡിറ്റിയും വേരിയേഷനുമാണ് നാച്ചുറൽ സെലക്ഷൻ്റെ അടിസ്ഥാനമായ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചാൾസ് ഡാർവിന് ഹെറിഡിറ്റി എങ്ങനെ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഡാർവിൻ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി. അതാണ് ഡാർവിന് പറ്റിയ ഒന്നാമത്തെ ഡ്രോബാക്ക്. രണ്ടാമത്, പോപ്പുലേഷനിൽ വേരിയേഷൻസ് ഉണ്ട് എന്ന് ഡാർവിൻ പറഞ്ഞു. പക്ഷേ ആ വേരിയേഷൻസ് ആ പോപ്പുലേഷനിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഡാർവിന് പറയാൻ സാധിച്ചില്ല. സോ ഡാർവിൻ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി. മെക്കാനിസം ഓഫ് ഹെറിഡിറ്റിയെക്കുറിച്ചും വേരിയേഷൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയാത്തിടത്തോളം കാലം ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അപൂർണമാണ്. ഡാർവിന് ശേഷം വന്നുള്ളവരാണ് പിന്നീട് ഇതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തത്. ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്ന കാലത്ത് ജനറ്റിക്സ് എന്നൊരു ശാസ്ത്രശാഖയില്ല. അതുകൊണ്ട് ഡാർവിനെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. കാരണം ജനറ്റിക്സ് എന്നൊരു ബ്രാഞ്ച് ഓഫ് ബയോളജി ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചാൾസ് ഡാർവിന് മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കാഞ്ഞതിന് ഡാർവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഡാർവിൻ മരിച്ചതിന് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോൾ ഡാർവിൻ ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങൾക്കും പിന്നീട് വന്നവർ ഉത്തരം കൊടുത്തു. അവർ വേരിയേഷൻസ് എങ്ങനെ പോപ്പുലേഷനിൽ ഉണ്ടാകുന്നു, മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല. നോ ഇൻഡിവിജ്വൽസ് ഓഫ് എ ഗിവൺ പോപ്പുലേഷൻസ് ഡു നോട്ട് ലുക്ക് ദ സെയിം എക്സെപ്റ്റ് ഫോർ ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഐഡൻറ്റിക്കൽ ട്വിൻസ് ഒഴിച്ച് ഒരിക്കലും ഒരു പോപ്പുലേഷനിലെ രണ്ട് ഇൻഡിവിജ്വൽസ് ഒരിക്കലും ഒരുപോലെ ഇരിക്കത്തില്ല. ഒരേ മാതാപിതാക്കളുടെ 5 മക്കളെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നില്ല വേരിയേഷൻസ്. എന്തുകൊണ്ട് ഈ വേരിയേഷൻസ്? ഡാർവിൻ ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഒരു പോപ്പുലേഷനിൽ, ഒരു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷനിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ്? മ്യൂട്ടേഷൻസ് ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ.
മ്യൂട്ടേഷൻ പുതിയ അലീൽസ് പോപ്പുലേഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പുതിയ വേരിയേഷൻസ് ഉണ്ടാകും. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഗ്യാമിറ്റോജെനിസിസ് നടക്കും. ആ ഗ്യാമിറ്റോജെനിസിസിൻ്റെ സമയത്ത് നടക്കുന്ന ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ. അപ്പോൾ ഒരു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷനിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഗ്യാമിറ്റോജെനിസിസ്. അതാണ് ഹ്യൂമൻ പോപ്പുലേഷനിൽ ഒരിക്കലും രണ്ടുപേരും ഒരുപോലെ ഇരിക്കാത്തതിൻ്റെ കാര്യം മ്യൂട്ടേഷൻ കൊണ്ടല്ല, അത് ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ മൈക്രോ ഓർഗാനിസംസിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് മ്യൂട്ടേഷൻ കൊണ്ടാണ്. ബാക്ടീരിയയെ പോലുള്ള മൈക്രോബിയൽ പോപ്പുലേഷൻസിലെ ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് മ്യൂട്ടേഷൻ കൊണ്ടാണെങ്കിൽ ഹ്യൂമൻ പോപ്പുലേഷനെ പോലുള്ള ഹയർ ഓർഗാനിസംസിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ ഉണ്ടാകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണ്ടാണ്. സോ ദി ആൻസർ ഈസ് 2. അടുത്തത്, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ബിഗ് ബാങ് തിയറി അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഇത് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദി എർത്ത് വാസ് സപ്പോസ് ടു ഹാവ് ബീൻ ഫോംഡ് അബൌട്ട് 4.5 ബില്യൺ ഇയേഴ്സ് ബാക്ക്. ശരിയാണ്, എർത്തിൻ്റെ ഏജാണ്. ലൈഫ് അപ്പിയേർഡ് 500 ബില്യൺ ഇയേഴ്സ് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് എർത്ത്. അവിടെയാണ് തെറ്റ്. 500 മില്യൺ ഇയേഴ്സ് എന്നാണ്. 500 മില്യൺ ആണ് അവിടെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0.5 ബില്യൺ എന്ന് പറയാം. ഒന്നുകിൽ നമ്മൾ 0.5 ബില്യൺ എന്ന് പറയണം, അല്ലെങ്കിൽ 500 മില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ഈസ് ഈക്വൽ ടു 100 ക്രോർസ് ആണ്. അല്ലെങ്കിൽ 1 ബില്യൺ ഈസ് ഈക്വൽ ടു 1000 മില്യൺ ആണ്. ഇപ്പോൾ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അത് ക്രോർസ്, 100 കോടി എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായിട്ട് 450 കോടി വർഷമായി. ഭൂമി ഉണ്ടായിട്ട് 450 കോടി വർഷമായി. അതിൽ 50 കോടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ലൈഫ് അപ്പിയർ ചെയ്തത്. അപ്പോൾ 500 മില്യൺ എന്ന് പറയണം. 500 മില്യൺ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ റെഡ്യൂസിങ് ആയിരുന്നു. എന്തുകൊണ്ട്? ദർ വാസ് നോ ഓക്സിജൻ, ദർ വാസ് നോ ഫ്രീ മോളിക്കുലർ ഓക്സിജൻ. ഓക്സിജൻ കോമ്പൗണ്ട് സ്റ്റേറ്റിലായിരുന്നു. സോ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ വാസ് എ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ബിക്കോസ് ദർ വാസ് നോ ഫ്രീ മോളിക്കുലർ ഓക്സിജൻ. വൈ ഡിഡ് സ്റ്റാൻലി മില്ലർ കണ്ടക്ട് എ സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെൻറ്റ്? 1953 സ്റ്റാൻലി മില്ലർ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബയോകെമിസ്റ്റായ സ്റ്റാൻലി മില്ലർ ഒരു സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെൻ്റ് നടത്തി. അദ്ദേഹം മീഥൈൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ ഈ 4 ഗ്യാസസിനെയും ഒരു ചേംബറിനകത്താക്കിയിട്ട് ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അമൈനോ ആസിഡ്സ് അദ്ദേഹത്തിന് ലഭിച്ചു. എന്തിനാണ് സ്റ്റാൻലി മില്ലർ ഈ സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെൻ്റ് നടത്തിയത്? ഒപ്പാരിൻ്റെയും ഹാൽഡെയിൻ്റെയും എബയോജനറ്റിക് തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒപ്പാരിനും ഹാൽഡെയിനും പറഞ്ഞു ഭൂമിയിൽ ആദ്യം ഉണ്ടായത് ലിവിങ് സെൽസ് അല്ല. ലിവിങ് സെൽസ് ഉണ്ടാകുന്നതിന് മുമ്പ് നോൺ ലിവിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായി. ആദ്യം ഉണ്ടായത് സിമ്പിൾ ഓർഗാനിക് മോണോമിയേഴ്സാണ്. അതിനുശേഷം കോംപ്ലക്സ് പോളിമേഴ്സ് ഉണ്ടായി. പിന്നീട് ഈ കോംപ്ലക്സ് പോളിമേഴ്സ് കൂടിച്ചേർന്ന് മോളിക്യുലർ അഗ്രിഗേറ്റ്സ് ഉണ്ടായി. പിന്നീട് ഈ മോളിക്കുലർ അഗ്രിഗേറ്റ്സിൽ നിന്ന് സെല്ലുലാർ ഫോംസ് ഉണ്ടായി. ഇങ്ങനെ പടിപടിയായിട്ടാണ്. അപ്പോൾ ഭൂമിയിൽ ആദ്യം ലിവിങ് സെൽസ് അല്ല ഉണ്ടായത്. ലിവിങ് സെൽസ് ഉണ്ടാകുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിലെ ഇനോർഗാനിക് ഗ്യാസസ് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി കാണാം എന്ന് ഒപ്പാരനും ഹാൽഡെയിനും പറഞ്ഞൊരു ഹൈപ്പോത്തിസിസ്. എന്നാൽ അവർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിയിച്ചു ആരാണ്? to the bring proof to Oparin Haldane hypothesis. അപ്പോൾ സ്റ്റാൻലി മില്ലറുടെ പരീക്ഷണം ഒപ്പാരിൻ ഹാൽഡെയിൻ ഹൈപ്പോത്തിസിസ്, ദാറ്റ് ഈസ് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം നോൺ ലിവിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ളത് തെളിയിച്ചു. അതാണ് അതിൻ്റെ ആൻസർ. 7. Natural selection is sometimes described as survival of the fittest. Which of the following most accurately measures an organism's fitness? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഒരു പ്രയോഗമുണ്ട് ചാൾസ് ഡാർവിൻ്റെ പുസ്തകത്തിനകത്ത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്.
ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള പുസ്തകം പബ്ലിഷ് ചെയ്തത് 1859 നവംബർ മാസത്തിലാണ്. നവംബർ 22 1859 നവംബർ മാസം 22 ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ഒറിജിൻ ഓഫ് സ്പീഷീസ് ലോകത്തിൽ സമർപ്പിച്ചു, പബ്ലിഷ് ചെയ്തു. പക്ഷേ ആ പുസ്തകത്തിൽ ഒരിടത്തും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള വാക്ക് ഒരിടത്തും വരുന്നില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ചാൾസ് ഡാർവിൻ അല്ല കൊണ്ടുവന്നത്. നമ്മൾ പറയാറുണ്ട് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ലീഡ്സ് ടു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെർബർട്ട് സ്പെൻസറാണ്. ഹെർബർട്ട് സ്പെൻസർ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോളജി എന്നൊരു പുസ്തകം എഴുതി 1864 പ്രിൻസിപ്പിൾസ് ഓഫ് ബയോളജി എന്നുള്ള പുസ്തകം ഹെർബർട്ട് സ്പെൻസർ എഴുതി. അതിനകത്ത് ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഡാർവിന് ആ പദം വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 1869 അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് റിവൈസ് ചെയ്തപ്പോൾ പുതിയ പതിപ്പിൽ ചാൾസ് ഡാർവിൻ ഈ പദം ഉൾപ്പെടുത്തി. അതുകൊണ്ട് 1869 ചാൾസ് ഡാർവിൻ റിവൈസ് ചെയ്തിറക്കിയ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള പുസ്തകത്തിലാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അത് ചാൾസ് ഡാർവിൻ അല്ല ആ പദം കൊണ്ടുവന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെർബർട്ട് സ്പെൻസറാണ്. അപ്പോൾ എന്താണ് ഫിറ്റസ്റ്റ് എന്ന് ഡാർവിൻ ഉദ്ദേശിക്കുന്നത്? ഡാർവിൻ ഫിറ്റ്നസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഫിറ്റ്നസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള വാക്ക് അദ്ദേഹം കൊണ്ടുവരില്ല. എന്താണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഡാർവിൻ ഉദ്ദേശിക്കുന്നത്? ഡാർവിൻ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല. ഫിറ്റ്നസ് കൂടുതലുള്ള ഇൻഡിവിജ്വൽസ് സെലക്ട് ചെയ്യപ്പെടുന്നു, ഫിറ്റ്നസ് കുറവുള്ളവർ സെലക്ട് ചെയ്യപ്പെടുന്നില്ല, എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഡാർവിൻ ഉദ്ദേശിക്കുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ് അക്കോർഡിംഗ് ടു ഡാർവിൻ ഈസ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പോപ്പുലേഷനിൽ 4 ഇൻഡിവിജ്വൽസ് ഉണ്ട്. എയും ബിയും സിയും ഡിയും. ഒരേ സ്പീഷീസിൻ്റെ 4 വേരിയേഷൻസ് ആണ്. ഇതിൽ എയും ബിയും സിയും ഡിയും 100 എഗ്ഗ് വീതം പ്രൊഡ്യൂസ് ചെയ്യുന്നു. 100 എഗ്ഗ്. എന്നാൽ എ പ്രൊഡ്യൂസ് ചെയ്ത 100 എഗ്ഗിൽ 10 എഗ്ഗ് മാത്രമേ ഹാച്ച് ചെയ്തുള്ളൂ, ബാക്കി 90 നശിച്ചു പോയി. ബി പ്രൊഡ്യൂസ് ചെയ്ത 100 എഗ്ഗിൽ 30 എഗ്ഗ് ഹാച്ച് ചെയ്തു, 70 എണ്ണം നശിച്ചുപോയി. സി പ്രൊഡ്യൂസ് ചെയ്ത 100 എഗ്ഗിൽ 50 എണ്ണം ഹാച്ച് ചെയ്തു, ബാക്കി 50 നശിച്ചുപോയി. പക്ഷേ ഡി പ്രൊഡ്യൂസ് ചെയ്തതിൽ 90 എണ്ണം ഹാച്ച് ചെയ്തു, 10 എണ്ണമേ നശിച്ചുള്ളൂ. അപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് ഏറ്റവും കൂടുതൽ സർവൈവിങ് ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഡി ആണ്. അപ്പോൾ ഫിറ്റ്നസ് ആർക്കൂടാണ്? ഡി. അപ്പോൾ എയുടെ ഫിറ്റ്നസ് 0.1 ആണെങ്കിൽ ബിയുടെ ഫിറ്റ്നസ് 0.3 ആണ്, സിയുടെ ഫിറ്റ്നസ് 0.5 ആണ്, ഡിയുടെ ഫിറ്റ്നസ് 0.9 ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഫ്സ്പ്രിങ്ങിനെ അല്ലെങ്കിൽ പ്രോജനിയിലെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവനാണ് ഫിറ്റ്നസ് കൂടുതൽ. അപ്പോഴെന്ത് ചെയ്യുന്നു? സ്വന്തം വേരിയേഷൻസിനെ, സ്വന്തം ജീൻസിനെ അടുത്ത തലമുറയിലേക്ക് ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യാൻ കഴിവുള്ളവനാണ് ഫിറ്റ്നസ് കൂടുതൽ. അതുകൊണ്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ഇറ്റ് പ്രൊഡ്യൂസ്. ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല അവിടെ. ഫിറ്റ്നസ് ഈസ് എ മെഷർ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് എബിലിറ്റിയാണ്. അപ്പോൾ ഒരു പോപ്പുലേഷനിലെ അംഗങ്ങൾ ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിൻ്റെ കാര്യത്തിൽ ഒരുപോലെയല്ല. അവരുടെ കാര്യം ഏറ്റവും കൂടുതൽ ഓഫ്സ്പ്രിങ്ങിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഡാർവിൻ എന്താണ് നാച്ചുറൽ സെലക്ഷനെ കുറിച്ച് പറഞ്ഞത്? നാച്ചുറൽ സെലക്ഷൻ ഈസ് നത്തിങ് ബട്ട് ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ. ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ. മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഷോസ് ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ. ഒരു പോപ്പുലേഷനിലെ അംഗങ്ങളെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിൻ്റെ കാര്യത്തിൽ ഒരുപോലെയല്ല. ഈ എൻവയൺമെൻറ്റിൽ സർവൈവ് ചെയ്യാനും മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുള്ളവരാണ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്. വിങ് ഓഫ് പീജിയൻ ആൻഡ് ദ വിങ് ഓഫ് ബട്ടർഫ്ലൈ റെപ്രസെൻറ്റ്. പീജിയൻ ഒരു ബേർഡാണ്, ബട്ടർഫ്ലൈ ഈസ് ആൻ ഇൻസെക്റ്റ്.
അപ്പോൾ വ്യത്യസ്തങ്ങളായ രണ്ട് ടാക്സോണമിക് ഗ്രൂപ്പിൽ നിന്നും വരുന്നവർ എയർ എന്ന് പറയുന്ന ഒരേ മീഡിയത്തിൽ ജീവിക്കുമ്പോൾ രണ്ടു പേർക്കും പറക്കാൻ വിങ്സ് വേണം. പക്ഷേ പീജിയൻ്റെ വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മോഡിഫൈഡ് ഫോർലിംബാണ്. അതേസമയം ബട്ടർഫ്ലൈയുടെ വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ലാറ്ററൽ എക്സ്റ്റൻഷൻ ഓഫ് ക്യൂട്ടിക്കിളാണ്. ക്യൂട്ടിക്കിളിൻ്റെ മോഡിഫിക്കേഷനാണ് ബട്ടർഫ്ലൈയുടെ വിങ്. ഫോർലിംബിൻ്റെ മോഡിഫിക്കേഷനാണ് വിങ്ങിൻ്റെ. അപ്പോൾ വ്യത്യസ്തങ്ങളായ ടാക്സോണമിക് ഗ്രൂപ്പിലുള്ളവർ സിമിലർ എൻവയോൺമെൻറ്റിൽ ജീവിക്കുമ്പോൾ അവരുടെ അഡാപ്റ്റേഷൻ സിമിലർ ആയിരിക്കും. പക്ഷേ രണ്ടുപേരുടെയും ഫങ്ഷൻ ഒന്ന് തന്നെ. വിങ് ഓഫ് ബട്ടർഫ്ലൈയുടെ ഫങ്ഷനും വിങ് ഓഫ് പീജിയൻ്റെ ഫങ്ഷനും സെയിം. പക്ഷേ രണ്ടും ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. അപ്പോൾ സ്ട്രക്ചറലി ഡിസിമിലറാണ്, ഫങ്ഷണലി സിമിലറാണ്. അപ്പോൾ സ്ട്രക്ചറലി ഡിസിമിലർ, ഫങ്ഷണലി സിമിലർ. ബട്ടർഫ്ലൈയുടെ വിങ്ങും പീജിയൻ്റെ വിങ്ങും തമ്മിൽ ഫങ്ഷണലി സിമിലറാണ്. രണ്ടിൻ്റെയും ഫങ്ഷൻ പറക്കുക എന്നുള്ളതാണ്. സ്ട്രക്ചറൽ വ്യത്യാസമുണ്ട്. പീജിയൻ്റെ വിങ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ഫോർലിം, ബട്ടർഫ്ലൈയുടെ വിങ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ക്യൂട്ടിക്കൽ. സ്ട്രക്ചറൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആൻസർ അവരെന്ത് വിളിക്കും? നമ്മൾ അനലോഗസ് ഓർഗൻസ് ആണ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോഗസ് ഓർഗൻസ്. So analogous organs are structurally dissimilar but functionally similar. Homologous organs are structurally similar but functionally dissimilar. Example of evolution by natural selection. NCERT ടെക്സ്റ്റിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈസ് എവല്യൂഷൻ എ പ്രോസസ് ഓർ ദ റിസൾട്ട് ഓഫ് എ പ്രോസസ്? ടെക്സ്റ്റിനകത്ത് ഒരു പ്രത്യേക ഭാഗത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണോ റിസൾട്ട് ഓഫ് എ പ്രോസസ്സാണോ? അവിടെ എന്താണ് പറയുന്നത്? എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ് ആൻഡ് ദി എവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ്സാണ്. എന്നാൽ എവല്യൂഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ഈസ് ദ റിസൾട്ട് ഓഫ് എ പ്രോസസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ യൂണിവേഴ്സിൻ്റെ എവല്യൂഷനും എർത്തിൻ്റെ എവല്യൂഷനും നോൺ ലിവിങ് തിങ്സിൻ്റെ എവല്യൂഷനും നാച്ചുറൽ സെലക്ഷൻ വഴിയല്ല. എന്നാൽ ഭൂമിയിൽ ജീവൻ്റെ എവല്യൂഷൻ നാച്ചുറൽ സെലക്ഷൻ വഴിയാണ്. സോ എവല്യൂഷൻ ഓഫ് ദ യൂണിവേഴ്സ് ഓർ ദി എവല്യൂഷൻ ഓഫ് ദി എർത്ത് ഓർ ദി എവല്യൂഷൻ ഓഫ് ഇനാനിമേറ്റ് തിങ്സ് ഈസ് എ പ്രോസസ്, വേറാസ് ദി എവല്യൂഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ഈസ് ദ റിസൾട്ട് ഓഫ് എ പ്രോസസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ എവല്യൂഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ഈസ് ഡ്യൂ ടു നാച്ചുറൽ സെലക്ഷൻ. യൂണിവേഴ്സ് ഉണ്ടായത് നാച്ചുറൽ സെലക്ഷൻ വഴിയല്ല. ഗാലക്സീസ് ഉണ്ടായത് നാച്ചുറൽ സെലക്ഷൻ വഴിയല്ല. ഇനാനിമേറ്റ് അല്ലെങ്കിൽ നോൺ ലിവിങ് വേൾഡ് ഉണ്ടായത് നാച്ചുറൽ സെലക്ഷൻ വഴിയല്ല. പക്ഷേ ജീവൻ ഭൂമിയിൽ ഉണ്ടായത് നാച്ചുറൽ സെലക്ഷൻ വഴിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ആൻസസ്റ്റർ ഓഫ് മാൻ ഹൂ ഫോർ ദ ഫസ്റ്റ് ടൈം ഷോഡ് അപ്രൈറ്റ് പോസ്ചർ. ഹ്യൂമൻ എവല്യൂഷനിലെ ഏറ്റവും ആദ്യത്തെ സംഭവം എന്താണ്? നിവർന്ന് നിൽക്കാനുള്ള, രണ്ട് കാലിൽ നിൽക്കാനുള്ള ബൈപീഡലിസം. ബൈപീഡലിസം, ബൈപീഡലിസം ആൻഡ് അപ്രൈറ്റ് പോസ്ചർ. ബൈപീഡലിസവും രണ്ട് കാലിൽ നിൽക്കുക, കൈകൾ രണ്ടും സ്വതന്ത്രമായി, അപ്രൈറ്റ് പോസ്ചർ. ആസ്ട്രാലോപിത്തീക്കസ് അപ്രൈറ്റ് പോസ്ചറായിരുന്നു. അവർ രണ്ട് കൈകളും സ്വതന്ത്രമായിരുന്നു. അങ്ങനെ അപ്രൈറ്റ് പോസ്ചറാണ് ഹ്യൂമൻ എവല്യൂഷനിൽ ആദ്യം സംഭവിച്ചത്. പിന്നീടാണ് ക്രേനിയൽ കപ്പാസിറ്റി, ബ്രെയിനിൻ്റെ സൈസ് കൂടി, ബാക്കിയുള്ള ചേഞ്ചസ്, ഇൻ്റലിജൻസ്, ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഉണ്ടായത് പിന്നീടാണ്. അപ്പോൾ ആസ്ട്രാലോപിത്തീക്കസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 35 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ് ആസ്ട്രാലോപിത്തീക്കസ്. ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സിൽ വിഹരിച്ചിരുന്ന പകുതി മനുഷ്യനെ പോലെയും പകുതി ഏപ്പിനെ പോലെയുള്ള മാൻ ഏപ്സ് ആണവർ. അവരെ മാൻ ഏപ്സ് എന്നാണ് വിളിക്കുന്നത്. മാൻ ഏപ്സ്, ആസ്ട്രാലോപിത്തീക്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ലൂയി പാസ്റ്റർ ബൈ കെയർഫുൾ എക്സ്പെരിമെൻറ്റേഷൻ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ്. ലൂയി പാസ്റ്റർ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? സ്വാൻ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെൻ്റാണ്. സ്വാൻ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ്. എന്തിനാണ് അദ്ദേഹം ആ എക്സ്പെരിമെൻ്റ് നടത്തിയത്?
പ്രീവിയസ്ലി ഹീറ്റഡ് മീറ്റ് അല്ലെങ്കിൽ ബ്രോത്ത് അല്ലെങ്കിൽ സൂപ്പ് അത് ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിലും അദ്ദേഹം വെച്ചു, ഓപ്പൺ ഫ്ലാസ്കിലും വെച്ചു. ഓപ്പൺ ഫ്ലാസ്കിൽ വെച്ച് സ്റ്റെറിലൈസ്ഡ് ബ്രോത്തിനകത്ത് മൈക്രോബുകളുടെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ സീൽഡ് ഫ്ലാസ്കിനകത്ത് മൈക്രോബുകളുടെ സാന്നിധ്യം കണ്ടെത്തിയില്ല. അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ലൈഫ് നോൺ ലിവിങ് തിങ്സിൽ നിന്നല്ല ഉണ്ടാകുന്നത്, മറ്റൊരു ലിവിങ് തിങ്സിൽ നിന്നാണ്. ലൈഫ് ഒറിജിനേറ്റ്സ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. അതിൻ്റെ പേരാണ് തിയറി ഓഫ് ബയോജെനിസിസ്. ദെർഫോർ ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ഒരു ജീവൻ മറ്റൊരു ജീവനിൽ നിന്നേ വരത്തുള്ളൂ. സോ ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. അതിൻ്റെ പേരാണ് തിയറി ഓഫ് ബയോജെനിസിസ്. അരിസ്റ്റോട്ടിലിൻ്റെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പറയുന്നത് ഇന്നും ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നത് നോൺ ലിവിങ് തിങ്സിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് വിശ്വസിച്ചിരുന്ന, പ്രചരിപ്പിച്ചിരുന്ന സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണെന്നും ലൈഫ് മറ്റൊരു ലൈഫിൽ നിന്നേ ഉണ്ടാകുമെന്നും പറഞ്ഞത് ലൂയി പാസ്റ്ററാണ്. സോ എക്സ്പെരിമെൻ്റ് ഓഫ് ലൂയി പാസ്റ്റർ ഡിസ്പ്രൂവ്ഡ് ദ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ആൻഡ് ഹീ ഫോർമുലേറ്റഡ് എ ന്യൂ തിയറി നോൺ ആസ് ദ തിയറി ഓഫ് ബയോജെനിസിസ്. എന്നാൽ തിയറി ഓഫ് ബയോജെനിസിസ് ഭൂമിയിൽ ആദ്യം ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഉത്തരമല്ല. തിയറി ഓഫ് ബയോജെനിസിസ് ഈസ് നോട്ട് ആൻ ആൻസർ ഫോർ ദി ഒറിജിൻ ഓഫ് ലൈഫ് ഇൻ ദ പ്രിമിറ്റീവ് എർത്ത്. Question number 12. Xylophyton was an extinct vascular plant that lived in the. നമുക്കറിയാം പാലിയോസോയിക് ഇറ, പിന്നീട് വന്നതാണ് മീസോസോയിക് ഇറ, പിന്നീട് വന്നതാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സീനോസോയിക് ഇറ. പാലിയോസോയിക് ഇറ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 580 മില്യൺ ഇയേഴ്സായി. മീസോസോയിക് ഇറ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 250 മില്യൺ ഇയേഴ്സിന് മുമ്പാണ്. സീനോസോയിക് ഇറ സ്റ്റാർട്ട് ചെയ്തത് 65 മില്യൺ ഇയേഴ്സിന് മുമ്പാണ്. അപ്പോൾ പാലിയോസോയിക് ഇറയിൽ എന്ത് പ്ലാന്റ്സ് ആണ് ഉണ്ടായിരുന്നത്? പ്രിമിറ്റീവ് വാസ്കുലർ പ്ലാന്റ്സ് ഓൺലി. പ്രിമിറ്റീവ് വാസ്കുലർ പ്ലാന്റ്സ്. പാലിയോസോയിക് ഇറയിൽ പ്രിമിറ്റീവ് വാസ്കുലർ പ്ലാന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീസോസോയിക് ഇറയിൽ എന്താണ്? ജിംനോസ്പേംസ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് മാത്രം. ജിംനോസ്പേംസ്, ടെറിഡോഫൈറ്റ്സ് ഇവരൊക്കെയാണ്. എന്നാൽ സീനോസോയിക് ഇറയിലാണ് ആൻജിയോസ്പേംസ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് പാലിയോസോയിക് ഇറ ഈസ് ദ ഏജ് ഓഫ് പ്രിമിറ്റീവ് വാസ്കുലർ പ്ലാന്റ്സ്. Mesozoic era is the age of gymnosperms and pteridophytes. Cenozoic era is the age of flowering plants or angiosperms. എന്ന് പറഞ്ഞാൽ മീസോസോയിക് ഇറയിൽ ഡൈനോസേഴ്സ് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഭൂമിയിലില്ല. ഡൈനോസേഴ്സ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജുറാസിക് പീരീഡിൽ ജിംനോസ്പേംസും ഫേൺസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രിമിറ്റീവ് പ്ലാന്റിൻ്റെ ഉദാഹരണമാണ് സിലോഫൈറ്റൺ. സോ സിലോഫൈറ്റൺ ഏർലി പാലിയോസോയിക് ഇറയിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നതും ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയതുമായ ഒരു പ്രിമിറ്റീവ് വാസ്കുലർ പ്ലാന്റാണ് സിലോഫൈറ്റൺ. സിലോഫൈറ്റൺ എന്നുള്ള കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ജിംനോസ്പേംസും ടെറിഡോഫൈറ്റ്സും ആൻജിയോസ്പേംസും എല്ലാം. അപ്പോൾ ജിംനോസ്പേംസിൻ്റെയും ആൻജിയോസ്പേംസിൻ്റെയും എല്ലാം കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നത് ഈ സിലോഫൈറ്റൺ ആണ്. NCERT ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. When more individuals acquire peripheral character value at both ends of a distribution curve, it is called. നാച്ചുറൽ സെലക്ഷൻ 3 തരത്തിലുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. ഉദാഹരണമായിട്ട് ഒരു പോപ്പുലേഷനിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്,
പോപ്പുലേഷനിൽ വൈറ്റ് ഫ്ലവേഴ്സ്, വേറെ കുറേ പ്ലാന്റ്സ് റെഡ് ഫ്ലവേഴ്സാണ്. ഇവരെല്ലാം മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസാണ്. ഒരു സ്പീഷീസ് പോപ്പുലേഷനിൽ 3 തരം പൂക്കൾ, വൈറ്റ്, റെഡ്. ഇനി റെഡും വൈറ്റും ഇടകലർന്ന പിങ്ക് ഇൻ്റർമീഡിയറ്റ് ആണ്. വൈറ്റ് ഒരു എക്സ്ട്രീം, റെഡ് ഒരു എക്സ്ട്രീം, ഇതാണ് ഇൻ്റർമീഡിയറ്റ്. ഇവിടെ പിങ്കിലേക്കാണ് ഏറ്റവും കൂടുതൽ പോളിനേറ്റേഴ്സ് വരുന്നതെന്നിരിക്കട്ടെ. പിങ്കിന് ഫിറ്റ്നസ് കൂടുതലാണ്. കാരണം പോളിനേറ്റർ ബീസിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് പിങ്ക് ആണെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ പിങ്കിനെ ഫേവർ ചെയ്യും. ഇതിനെ രണ്ടും ഫിറ്റ്നസ് കുറവായതുകൊണ്ട് ഇതിൻ്റെ നമ്പർ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫീനോടൈപ്പിനെയാണ് നാച്ചുറൽ സെലക്ഷൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതെന്താണ്? അതാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. അപ്പോൾ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ഫേവേഴ്സ് ആവറേജ് ഫീനോടൈപ്സ്, ഇൻ്റർമീഡിയറ്റ് ഫീനോടൈപ്പ് അവർക്ക് ഫിറ്റ്നസ് കൂടുതൽ. ഇനി വേറൊന്ന് പറയാം. നാച്ചുറൽ സെലക്ഷൻ നോക്കുമ്പോൾ ഒരു സീസണിൽ, സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ പോളിനേറ്റേഴ്സ് വരുന്നത് വൈറ്റിലേക്കും വിൻ്റർ സീസണിൽ ഏറ്റവും കൂടുതൽ പോളിനേറ്റേഴ്സ് വരുന്ന റെഡിലാണ്. അപ്പോൾ സമ്മർ സീസൺ കഴിയുമ്പോൾ ഡയറക്ഷൻ നേരെ ഇങ്ങോട്ട് മാറും. അപ്പോൾ ഒരു സീസണിൽ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ഒരു എക്സ്ട്രീമിനെയും മറ്റൊരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ വേറൊരു എക്സ്ട്രീമിനെയും നാച്ചുറൽ സെലക്ഷൻ ഫേവർ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷണൽ സെലക്ഷൻ. അപ്പോൾ ഡയറക്ഷണൽ സെലക്ഷനിൽ ഓൺലി വൺ ഓഫ് ദി എക്സ്ട്രീംസ് ഈസ് സെലക്റ്റഡ്. 2 പെരിഫറൽ ക്യാരക്ടർ, ഇത് രണ്ടും പെരിഫറൽ ക്യാരക്ടേഴ്സാണ്. 2 പെരിഫറൽ ക്യാരക്ടേഴ്സിനെ ഒരേ സമയം ഫേവർ ചെയ്യത്തില്ല. ഒരു സീസണിൽ ഒരു പെരിഫറൽ ക്യാരക്ടർ, സീസൺ മാറുമ്പോൾ അതിൽ നിന്ന് ഡയറക്ഷൻ മറ്റേതിലേക്ക് മാറും. ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൽ അങ്ങനെയാണ്. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് നോൺ മെലാനിക് മോസിനെ ഫേവർ ചെയ്തു. ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ട് മാറി? മെലാനിക് മോസിലേക്ക് ഡയറക്ഷൻ മാറി. അതാണ് ഡയറക്ഷണൽ സെലക്ഷൻ. ഇനി വേറൊന്നുണ്ട്. നാച്ചുറൽ സെലക്ഷൻ നോക്കിയപ്പോൾ 2 പെരിഫറൽ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഫിറ്റ്നസ് ആണ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഇതിനെയും ഫേവർ ചെയ്തു, ഇതിനെയും ഫേവർ ചെയ്തു, ഇതിനെ ഫേവർ ചെയ്തില്ല. 2 പെരിഫറൽ ക്യാരക്ടേഴ്സിനെയും ഒരുപോലെ ഫേവർ ചെയ്യുകയാണെങ്കിൽ, രണ്ടിൻ്റെയും ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഷ്യോ 1:1 ആണ് പോപ്പുലേഷനെങ്കിൽ അത് ഡിസ്റപ്റ്റീവ് സെലക്ഷനാണ്. അപ്പോൾ വെൻ മോർ ഇൻഡിവിജ്വൽസ് അക്കർ, പെരിഫറൽ ക്യാരക്ടർ ഉണ്ട്. ഇതൊരു പെരിഫറൽ ക്യാരക്ടർ, ഇതൊരു പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് എടുത്താൽ ഇങ്ങനെയാണ്. ഇത് കൂടി, ഇതും കൂടി, ഇത് കുറഞ്ഞു. ഇതാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷനാണ്. Chance event that reduces frequencies values in small population called. ഒരു പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷനാണ്. പക്ഷേ നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ്സ് ഇൻ ലാർജ് പോപ്പുലേഷൻ. ലക്ഷക്കണക്കിന് ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു പോപ്പുലേഷനിൽ മാത്രമേ നാച്ചുറൽ സെലക്ഷന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്? നാച്ചുറൽ സെലക്ഷൻ ഒരു പോപ്പുലേഷനിൽ പ്രവർത്തിക്കണമെങ്കിൽ ധാരാളം വേരിയേഷൻസ് പോപ്പുലേഷനിലുണ്ടാകണം. അപ്പോൾ പോപ്പുലേഷൻ സൈസ് കൂടുമ്പോൾ വേരിയേഷൻസിൻ്റെ അളവും കൂടും. നാച്ചുറൽ സെലക്ഷന് ഭംഗിയായിട്ട് പ്രവർത്തിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു സെലക്ഷൻ നടത്തുമ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയും വേരിയേഷൻസ് കൂടുകയും ചെയ്താൽ നല്ലതിനെ സെലക്ട് ചെയ്യാം. അതേസമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ അംഗസംഖ്യ വളരെ കുറവാണെങ്കിൽ ആ സെലക്ഷൻ ഒരിക്കലും ശരിയാകണമെന്നില്ല. അതുകൊണ്ട് നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ്സ് ഇൻ ലാർജ് പോപ്പുലേഷൻ വിത്ത് എ ലോട്ട് ഓഫ് വേരിയേഷൻസ്. എന്നാൽ 10, 15, 20, 30 ഇൻഡിവിജ്വൽസ് ഉള്ള ചെറിയ പോപ്പുലേഷനിൽ 1, 2 ഇൻഡിവിജ്വൽസ് ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റിയുടെ ഫലമായിട്ട് ഇല്ലാതായാലും ആ പോപ്പുലേഷനിൽ അലീലിക് ഫ്രീക്വൻസി പെട്ടെന്ന് മാറും. അപ്പോൾ 10, 20 ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു പോപ്പുലേഷനിൽ 1, 2 ഇൻഡിവിജ്വൽസ് ഇല്ലാതായാൽ ഉണ്ടാകുന്ന അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് വളരെ പ്രകടമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അതേസമയം 3 ലക്ഷം ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു പോപ്പുലേഷനിൽ 1, 2 ഇൻഡിവിജ്വൽസ് ഇല്ലാതായാൽ ഉണ്ടാകുന്ന അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ഇൻസിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ അത് ജനറ്റിക് ഡ്രിഫ്റ്റാണ്. അപ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്
എന്താണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്? ഫ്രീക്വൻസി വളരെ വേഗം മാറ്റുന്നതിൻ്റെ പേരാണ് ഡ്രിഫ്റ്റ്. ഉദാഹരണമായിട്ട് ഡോമിനൻ്റ് എലിൻ്റെ ഫ്രീക്വൻസി പി അല്ലെങ്കിൽ ഡോമിനൻ്റ് എലിൻ്റെ ഫ്രീക്വൻസി 0.6ഉം റെസസീവ് എലിൻ്റെ ഫ്രീക്വൻസി 0.4ഉമാണ്. നാച്ചുറൽ സെലക്ഷൻ വിചാരിച്ചാൽ ഡോമിനൻ്റിൻ്റെ ഫ്രീക്വൻസി 0.6ൽ നിന്ന് 0.4ലേക്ക് പെട്ടെന്ന് മാറ്റാൻ ഒക്കത്തില്ല. പക്ഷേ ജനറ്റിക് ഡ്രിഫ്റ്റ് വിചാരിച്ചാൽ 1-2 ജനറേഷൻ കൊണ്ട് ഡോമിനൻ്റിൻ്റെ ഫ്രീക്വൻസി 0.6ൽ നിന്ന് 0.4ലേക്ക് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ചെറിയ പോപ്പുലേഷനിൽ അംഗസംഖ്യ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് 1-2 ഇൻഡിവിജ്വൽസ് ഒരു നാച്ചുറൽ കലാമിറ്റിയുടെ ഫലമായിട്ട് ഇല്ലാതായാൽ ഉണ്ടാകുന്ന അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് വളരെ പ്രകടമാണ്. അതുകൊണ്ട് ദി റാൻഡം ചേഞ്ചസ് ഇൻ ജീൻ ഫ്രീക്വൻസീസ് ഇൻ സ്മോൾ ഐസൊലേറ്റഡ് പോപ്പുലേഷൻസ് ഡ്യൂ ടു ചാൻസ്, അതിൻ്റെ പേരാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ഇത് കണ്ടുപിടിച്ചത് സീവാൾ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സീവാൾ റൈറ്റ് എഫക്റ്റ് എന്നും വിളിക്കും. സീവാൾ റൈറ്റ് എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റ് ചെറിയ പോപ്പുലേഷൻസിലാണ് സ്ട്രോങ്. പോപ്പുലേഷൻ വലുതാകുമ്പോൾ ജനറ്റിക് ഫ്രീക്വൻസിൻ്റെ ശക്തി കുറയും. അവിടെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഇൻറ്റൻസിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് inversely proportional to the population size. The strength of genetic drift is inversely proportional to population size. Population size കൂടുമ്പോൾ genetic drift weak ആവും. Population size ചെറുതാകുമ്പോൾ genetic drift strong ആവും. What is incorrect about Homo habilis? ഹ്യൂമൻ എവല്യൂഷനിലെ ഏറ്റവും ആദ്യത്തെ ഹോമോ സ്പീഷീസ് എന്ന് പറയുന്ന ഹോമോ ഹാബിലിസ്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഹ്യൂമൻ. ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്, ഇത് ശരിയാണ്. ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീങ്. ദ ബ്രെയിൻ കപ്പാസിറ്റീസ് വേർ ബിറ്റ്വീൻ 600 and ശരിയാണിത്. ദേ പ്രോബബ്ലി ഡിഡ് നോട്ട് ഈറ്റ് മീറ്റ്, അതും ശരിയാണ്. പക്ഷേ their fossils were discovered in Java in 1891. 1891 ജാവയിൽ നിന്ന് ലഭിച്ച ഫോസിൽ ഹോമോ ഹാബിലിസിൻ്റെ അല്ല, പിന്നെ ആരുടെയാണ്? ഹോമോ എറക്ടസിൻ്റെ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. 1891 ജാവ എന്നുള്ള പ്രദേശത്തു നിന്ന് ലഭിച്ച ഫോസിൽ അതിനെ പിൽക്കാലത്ത് ജാവ മാൻ എന്നറിയപ്പെടുന്നത്. ഈ ജാവ മാൻ എന്നറിയപ്പെടുന്നത് ഹോമോ ഹാബിലിസ് അല്ല, ഹോമോ എറക്ടസ് ആണ്. പൗച്ച്ഡ് മാമൽസ് ഓഫ് ഓസ്ട്രേലിയ സർവൈവ്ഡ് ആൻഡ് അഡാപ്റ്റീവ്ലി റേഡിയേറ്റഡ് ബിക്കോസ്. എന്തുകൊണ്ടാണ് മാർസൂപ്പിയൽസിൻ്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ ഓസ്ട്രേലിയയിൽ മാത്രം നടന്നത്? ലോകത്തിലെ മറ്റ് കോണ്ടിനെൻസിലൊന്നും, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, ഇവിടെ ഒന്നും മാർസൂപ്പിയൽ മാമൽസ് ഇല്ല. മാർസൂപ്പിയൽ മാമൽസിൻ്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ സംഭവിച്ചിട്ടില്ല. ഓസ്ട്രേലിയ ഈസ് എക്സ്ക്ലൂസീവ്ലി ദ ലാൻഡ് ഓഫ് മാർസൂപ്പിയൽ മാമൽസ്. കങ്കരുവിനെ പോലെയുള്ള മാർസൂപ്പിയൽ മാമൽസ് എന്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്നു? എന്താണ് അതിൻ്റെ കാരണം? 2 കാരണങ്ങളുണ്ട്. 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓസ്ട്രേലിയ മറ്റ് ലോക ഭൂഖണ്ഡങ്ങളുമായിട്ട് ലാൻഡ് കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 65 മില്യൺ ഇയേഴ്സിന് മുമ്പ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെ ഫലമായിട്ട് എന്നേക്കുമായിട്ട് ഓസ്ട്രേലിയ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു. മമേലിയൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ മമേലിയൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായത് നമ്മളെപ്പോലെയുള്ള അഡ്വാൻസ്ഡ് മാമൽസ് അല്ല, പ്രിമിറ്റീവ് മാർസൂപ്പിയൽ മാമൽസൊക്കെയാണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെ ഫലമായിട്ട് ഓസ്ട്രേലിയ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോൾ അവിടെയുള്ള മാർസൂപ്പിയൽ മാമൽസ് അവിടെ ഒറ്റപ്പെട്ടു പോയി. മറ്റ് ഭൂപ്രദേശങ്ങളിലുണ്ടായ അഡ്വാൻസ്ഡ് പ്ലാസൻ്റൽ മാമൽസിന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഓസ്ട്രേലിയയിൽ മാർസൂപ്പിയൽ മാമൽസിന് അഡ്വാൻസ്ഡ് പ്ലാസൻ്റൽ മാമൽസിൻ്റെ കോമ്പറ്റീഷൻ നേരിടേണ്ടി വന്നിട്ടില്ല. പ്ലാസൻ്റൽ മാമൽസിൻ്റെ കോമ്പറ്റീഷൻ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് മറ്റ് കോണ്ടിനെൻസിലൊക്കെ മാർസൂപ്പിയൽസ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയത്. ഓസ്ട്രേലിയയിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെ ഫലമായിട്ട് ഓസ്ട്രേലിയ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ പ്ലാസൻ്റൽ മാമൽസിന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. നോ കോമ്പറ്റീഷൻ. അതുകൊണ്ട് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം എനി അതർ പ്ലാസൻ്റൽ മാമൽ. ഓസ്ട്രേലിയയിൽ അഡ്വാൻസ്ഡ് പ്ലാസൻ്റൽ മാമൽസ് ഇല്ല. ഓസ്ട്രേലിയയിലുള്ള ഒരേ ഒരു പ്ലാസൻ്റൽ മാമൽസ് എന്ന് പറയുന്നത് റാറ്റ്സും ബാറ്റ്സുമാണ്. റാറ്റുകൾ വരുന്നതാണ് റോഡൻസ് എന്ന് വിളിക്കും.
റോഡൻസും ബാറ്റ്സും മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയയിലെ പ്ലാസൻ്റൽ മാമൽസ്. പക്ഷേ ഇന്ന് ഓസ്ട്രേലിയയിൽ മറ്റ് മാമൽസ് ഉണ്ട്. അത് മനുഷ്യൻ കൃത്രിമമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഒറിജിനൽ ഓസ്ട്രേലിയയിൽ അഡ്വാൻസ്ഡ് കാർണിവോറസ് പ്ലാസൻ്റൽ മാമൽസ് യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആണ്. വിങ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ബാറ്റ്സ് ആർ ഹോമോളോഗസ്. തെറ്റാണ്. ഇത് തെറ്റാണ്. ഹോമോളോഗസ് അല്ല, അനലോഗസ് ആണ്. ഇത് തെറ്റാണ്. വിങ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ബാറ്റ്സ് ആർ അനലോഗസ് ആണ്. വിങ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ബാറ്റ്സ് ആർ അനലോഗസ്. ഇത് ശരിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. വിങ്സ് ഓഫ് ബാറ്റ്സ് ആൻഡ് ബേർഡ്സ് ആർ ഹോമോളോഗസ് ശരിയാണ്. വിങ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ആർ അനലോഗസ് ഇതും ശരിയാണ്. അപ്പോൾ ഇൻസെക്ട്സിൻ്റെയും ബാറ്റ്സ്, ഇൻസെക്റ്റ് എന്ന് പറയുന്നത് ആർത്രോപോഡയിൽ വരുന്നതാണ്, ബാറ്റ് എന്ന് പറയുന്നത് മമേലിയൻ. വ്യത്യസ്തങ്ങളായ ടാക്സോണമിക് ഗ്രൂപ്പിലുള്ളവരാണ്. ഒരേ ഹാബിറ്ററ്റിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർക്കൊരു കൺവെർജൻ്റ് എവല്യൂഷൻ നടന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അത് അനലോഗസ് ആയത്. അതുകൊണ്ട് ഹോമോളോഗസ് തെറ്റാണ്, അനലോഗസ്. ദ കീ പോയിൻ്റ് ഇൻ ലമാർക്സ് വ്യൂ ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. 1809 ലമാർക്ക് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ലോകത്തിന് സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. രണ്ടാമത്തെ ആസ്പെക്റ്റാണ് ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. ഒരു ജീവി അതിൻ്റെ ജീവിതകാലത്ത് കോൺസ്റ്റൻറ്റ് യൂസ് കൊണ്ടോ കോൺസ്റ്റൻറ്റ് ഡിസ്യൂസ് കൊണ്ടോ നേടിയെടുക്കുന്ന സ്വഭാവങ്ങളെ അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് അദ്ദേഹം വിളിച്ചു. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് യൂസ് കൊണ്ടോ കോൺസ്റ്റൻറ്റ് ഡിസ്യൂസ് കൊണ്ടോ ജീവിതകാലത്ത് നേടിയെടുക്കുന്ന ഈ അക്വേർഡ് ക്യാരക്ടേഴ്സ് അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് എവല്യൂഷൻ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് പിൽക്കാലത്ത് തെറ്റാണെന്ന് തെളിയിച്ചു. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ട്രേറ്റ്സ്. ദ കീ പോയിൻ്റ് ഇൻ ലാമാർക്സ് തിയറി ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ് ഓർ അക്വേർഡ് ട്രേറ്റ്സ് ആണ്. ദ പ്രിമിറ്റീവ് ഫിഷ്. ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി ഇവിടെ ഒരു ഫൈലറ്റിക് ഗ്രാജുവലിസം ഉണ്ട്. എന്താണെന്നറിയാമല്ലോ? ഡാർവിൻ വിശ്വസിച്ചിരുന്ന എന്താണ്? എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണെന്നാണ്. അങ്ങനെ ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രാജുവലിസം. എന്നാൽ ഡീവ്രീസ് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഡീവ്രീസ് പറഞ്ഞത് എവല്യൂഷൻ ഒരു സ്ലോ പ്രോസസ്സ് അല്ല, സഡൻ ജംപ്സ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്, സോൾട്ടേഷൻ. അപ്പോൾ ഡാർവിൻ ബിലീവ്ഡ് ഇൻ ഫൈലറ്റിക് ഗ്രാജുവലിസം, ഡീവ്രീസ് ബിലീവ്ഡ് ഇൻ സോൾട്ടേഷൻ അല്ലെങ്കിൽ സഡൻ ജംപ്സ്. രണ്ടുപേരും തമ്മിൽ വലിയ തർക്കമായിരുന്നു. എ പ്രിമിറ്റീവ് ഫിഷ് വിത്ത് ലോബ് ഫിൻസ് കോട്ട് ഇൻ 1938 ഇൻ സൗത്ത് ആഫ്രിക്ക. ഈ ഭൂമിയിൽ ഫിഷസ് ആധിപത്യം പുലർത്തിയിരുന്ന കാലഘട്ടം ഏതാണ്? ഡിവോണിയൻ പീരിയഡ്. ഡിവോണിയൻ പീരീഡിലാണ്. ഡിവോണിയൻ പീരിയഡ് ഓഫ് പാലിയോസോയിക് ഇറ എന്ന് പറഞ്ഞാൽ ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, 300 മില്യൺ ഇയേഴ്സ് അഗോ. അപ്പോൾ 300 മില്യൺ ഇയേഴ്സ് അഗോ അല്ലെങ്കിൽ 30 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഏറ്റവും കേമന്മാരായ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ഫിഷസ് ആയിരുന്നു. അന്ന് ഭൂമിയിൽ 2 ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് 2 ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്? ഒന്ന് ലോബ് ഫിൻഡ് ഫിഷസ്, ലോബ് ഫിൻഡ് ഫിഷസ്. മറ്റൊന്ന് റേ ഫിൻഡ് ഫിഷസ്. പിന്നീട് എന്ത് സംഭവിച്ചു? ലോബ് ഫിൻഡ് ഫിഷസ് 99.99% എക്സ്റ്റിങ്ക്റ്റായി. വളരെ കുറച്ച് ലോബ് ഫിൻഡ് ഫിഷസേ ഇന്ന് ഭൂമിയിലുള്ളൂ. പക്ഷേ ഇന്ന് കാണുന്ന അഡ്വാൻസ്ഡ് ഫിഷസ് എല്ലാം റേ ഫിൻഡ് ഫിഷസ് ആണ്. നമ്മൾ കാണുന്ന മത്തി, അയല, ചൂര, നെത്തോലി, കരിമീൻ, നെമ്മീൻ എല്ലാ മോഡേൺ ഫിഷസും റേ ഫിൻഡ് ഫിഷസ് ആണ്. അപ്പോൾ റേ ഫിൻഡ് ഫിഷസ് എന്ന് പറയുന്നത് മോഡേൺ ഫിഷസും ലോബ് ഫിൻഡ് ഫിഷസ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ഫിഷസുമാണ്. മിക്കവാറും ലോബ് ഫിൻഡ് ഫിഷസ് എല്ലാം തന്നെ എക്സ്റ്റിങ്ക്റ്റായി. എന്നാൽ വളരെ ചുരുക്കം ലോബ് ഫിൻഡ് ഫിഷസേ ഇന്ന് ഭൂമിയിൽ കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സീലക്കാന്ത് എന്ന് പറയുന്ന ഫിഷ്. സീലക്കാന്ത്.
സീലക്കാന്ത് എന്ന് പറയുന്ന ലോബ് ഫിൻഡ് ഫിഷസ് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത്. എന്നാൽ 1938 സൗത്ത് ആഫ്രിക്കയിലെ ഒരു നദിയിൽ നിന്ന് ഒരു പുതിയ തരം ഫിഷിനെ ഒരാൾ കണ്ടെടുത്തു. പരിശോധിച്ചപ്പോൾ നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആണെന്ന് വിശ്വസിച്ചിരുന്ന സീലക്കാന്ത് ഫിഷാണ്. അപ്പോൾ സീലക്കാന്ത് ഫിഷ് ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് അല്ല, പക്ഷേ അത് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ലിവിങ് ഫോസിലാണ്. സീലക്കാന്ത് ഫിഷ് ഈസ് എ ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ്. മിക്കവാറും 10-15 വർഷം കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും എക്സ്റ്റിങ്ക്റ്റ് ആവും. ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് അല്ല, ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ലിവിങ് ഫോസിലാണ് സീലക്കാന്ത് ഫിഷ്. എന്ന് വെച്ചാൽ സീലക്കാന്ത് ഫിഷ് 30 കോടി വർഷമായിട്ട് ഭൂമിയിൽ ഉണ്ടെന്നർത്ഥം. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് മാമൽസ് വെർ ലൈക്ക് ഷ്രൂസ്. ട്രൂ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. വെൻ ഫസ്റ്റ് മാമൽസ് ഷ്രൂസ് ആയിരുന്നു. മോസ്റ്റ് പ്രിമിറ്റീവ് മാമേലിയൻ ഗ്രൂപ്പ് ഏതാണ്? ഇൻസെക്ടിവോർസ് ആണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ഏതാണ്? പ്രൈമേറ്റ്സ് ആണ്. ഇൻസെക്ടിവോറ എന്നുള്ള ഓർഡറിലാണ് ഷ്രൂസ് വരുന്നത്. പ്രൈമേറ്റ്സ് എന്നുള്ള ഓർഡറിലാണ് മങ്കീസും ഏപ്സും മാനും വരുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രിമിറ്റീവ് പ്ലാസൻ്റ് അല്ലെങ്കിൽ യൂത്തീറിയൻ മാമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഷ്രൂസ് ആണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് യൂത്തീറിയൻ മാമൽ ഏതാണെന്ന് വെച്ചാൽ ഹ്യൂമൻസ് ആണ്. വെൻ മാമൽസ് കെയിം ഡൗൺ റെപ്റ്റൈൽസ് ടുക്ക് ഓവർ ദി എർത്ത്. അതല്ലേ തെറ്റ്? തിരിച്ചവരുടെ വെൻ റെപ്റ്റൈൽസ് ഇത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. വെൻ റെപ്റ്റൈൽസ് കെയിം ഡൗൺ മാമൽസ് ടുക്ക് ഓവർ ദി എർത്ത്. റെപ്റ്റൈൽസിൻ്റെ ആധിപത്യം അവസാനിച്ചത് എന്നാണ്? മീസോസോയിക് ഇറ അവസാനിച്ചപ്പോൾ റെപ്റ്റൈൽസിൻ്റെ ആധിപത്യം അവസാനിച്ചു. സീനോസോയിക് ഇറ തുറന്നപ്പോൾ മാമൽസിൻ്റെ ആധിപത്യം ഉണ്ടായി. അപ്പോൾ മീസോസോയിക് ഇറ ഈസ് ദ ഏജ് ഓഫ് ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ്. സീനോസോയിക് ഇറ ഈസ് ദ ഗോൾഡൻ ഏജ് ഓഫ് മാമൽസ്. അപ്പോൾ മീസോസോയിക് ഇറയിൽ ഡൈനോസേഴ്സിനെ പോലുള്ള ജൈജാൻറ്റിക് റെപ്റ്റൈൽസ് ആയിരുന്നു ലോകം ഭരിച്ചിരുന്നത്. എന്നാൽ മീസോസോയിക് ഇറ അവസാനിച്ച് 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസേഴ്സ് എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ മാമൽസിൻ്റെ ആധിപത്യം സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് സീനോസോയിക് ഇറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സീനോസോയിക് ഇറ ഈസ് ദ ഏജ് ഓഫ് മാമൽസ്. മീസോസോയിക് ഇറ കഴിഞ്ഞുപോയത് ഇറ്റ് ഇസ് ദ ഏജ് ഓഫ് റെപ്റ്റൈൽസ്. അപ്പോൾ തിരിച്ചു വരണം. വെൻ റെപ്റ്റൈൽസ് കെയിം ഡൗൺ മാമൽസ് ടുക്ക് ഓവർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ബാക്കിയുള്ള സ്റ്റേഷൻ ഇതെല്ലാം കറക്റ്റാണ്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിൾസ് ഓഫ് ഹോമോളജി. നമ്മൾ പറഞ്ഞല്ലോ ഹോമോളജി എന്താണ്? ഹോമോളജി എന്ന് പറഞ്ഞാൽ ഫങ്ഷണലി ഡിസിമിലർ ഓർഗൻസ് ഹാവിങ് ദ സെയിം സ്ട്രക്ചർ. അല്ലെങ്കിൽ സെയിം സ്ട്രക്ചറും സെയിം ഒറിജിനുമായിരിക്കും, ബട്ട് ഫങ്ഷണലി ഡിഫറൻ്റ് ആണ്. വ്യത്യസ്തങ്ങളായ ഫങ്ഷൻസ് ചെയ്യുന്നു, പക്ഷേ സ്ട്രക്ചറലി സിമിലറാണ്. ഏതൊക്കെയാണ്? സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോയും പൊട്ടറ്റോയും അനലോഗസ് ഓർഗൻസ് ആണ്. ഇത് അനോളജിയാണ്. അനോളജി. കാരണം സ്വീറ്റ് പൊട്ടറ്റോയും പൊട്ടറ്റോയും സ്റ്റോറേജ് ഫുഡാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഒരു മോഡിഫൈഡ് റൂട്ടാണ്, പൊട്ടറ്റോ ഒരു മോഡിഫൈഡ് സ്റ്റെമ്മാണ്. അപ്പോൾ വ്യത്യാസമുണ്ട്. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ ഇതും അനലോഗസ് ഓർഗൻസ് ആണ്, അനോളജിയാണ്. ഒക്ടോപ്പസിൻ്റെ ഐ എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നല്ല ഉണ്ടാകുന്നത്. സോ ദി ഐ ഓഫ് ഒക്ടോപ്പസ് ഈസ് നോട്ട് എ മോഡിഫിക്കേഷൻ ഓഫ് ദ ബ്രെയിൻ, ബട്ട് ഐ ഓഫ് മാമൽ ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദ ബ്രെയിൻ. അതാണ് വ്യത്യാസം. ഹൈൻഡ് ലിംബ് ഓഫ് കോക്രോച്ച് ആൻഡ് ദാറ്റ് ഓഫ് ഫ്രോഗ് അതും തെറ്റാണ്. അപ്പോൾ ഇത് ആൻസർ ഇതല്ല. അപ്പോൾ ഇത് അനോളജിയാണ്. ഹൈൻഡ് ലിംബ് ഓഫ് കോക്രോച്ച് ആൻഡ് ഹൈൻഡ് ലിംബ് ഓഫ് ഫ്രോഗ് രണ്ടിൻ്റെ ഫങ്ഷൻ ഒന്നാണ്, പക്ഷേ ഇതും ആൻസർ അല്ല. ഇതും അനലോഗയാണ്. എന്നാൽ ഇത് ശരിയാണ്. ഇത് ഹോമോളഗസ് ആണ്. ടെൻഡ്രിൽ ഓഫ് കുക്കർബിറ്റ ഈസ് യൂസ്ഡ് ഫോർ ക്ലൈംബിംഗ്. തോൺ ഓഫ് ബൊഗൈൻവില്ല ഒരു ഡിഫെൻസീവ് മോർഫോളജിക്കൽ ഡിഫെൻസാണ്. രണ്ടിനും രണ്ട് ഡിഫറൻറ്റ് ഫങ്ഷനാണ്, പക്ഷേ രണ്ടും ഉണ്ടാകുന്നത് ആക്സിലറി ബഡിൽ നിന്നാണ്. സ്ട്രക്ചറലി സിമിലർ, ഫങ്ഷണലി ഡിഫറൻറ്റ്. അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ടെൻഡ്രിൽ ഓഫ് കുക്കർബിറ്റ ആൻഡ് തോൺ ഓഫ് ബൊഗൈൻവില്ല ഹോമോളോഗസ് ഓർഗൻസ് ആണ്, ബിക്കോസ് ദേ പെർഫോം ടു ഡിഫറൻറ്റ് ഫങ്ഷൻസ് ബട്ട് ദേ ആർ മോഡിഫൈഡ് ആക്സിലറി ബഡ്.
Question number 22. Production of Shetland pony, Great Dane dog and the sleek Arabian racehorse is through. So, ചാൾസ് ഡാർവിനും അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് എവിഡൻസസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട എവിഡൻസാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. പ്രകൃതിയിൽ നടക്കുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ. എന്നാൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിലും പ്ലാന്റ്സിലും നടക്കുന്ന ആർട്ടിഫിഷ്യൽ സെലക്ഷനാണ്. പ്രകൃതിയിൽ നാച്ചുറൽ സെലക്ഷനിൽ ഫിറ്റസ്റ്റിനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? നേച്ചറാണ്. പക്ഷേ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിലുമൊക്കെ ഫിറ്റസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സെലക്ഷനുമുണ്ട്, നാച്ചുറൽ സെലക്ഷനുമുണ്ട്. ഉദാഹരണമായിട്ട് ഡോഗ് എന്ന് പറയുന്ന ഒറ്റ സ്പീഷീസാണ്. ഏതാണ്? കാനിസ് ഫെമിലിയാരിസ്. ഇതാണ് ഡോഗിൻ്റെ സ്പീഷീസ്, കാനിസ് ഫെമിലിയാരിസ്. ഇതാണ് സയൻറ്റിഫിക് നെയിം ഓഫ് ഡോഗ്. പക്ഷെ നമ്മളിന്ന് കാണുന്ന അൽസേഷ്യനും പോമറേനിയനും ലാബ്രഡോറും എല്ലാം നാച്ചുറൽ സെലക്ഷൻ വഴി ഉണ്ടായതല്ല, മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് എക്സ്പെരിമെൻ്റ് വഴി സൃഷ്ടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒറൈസ സറ്റൈവ എന്ന് പറയുന്നതാണ് നെൽച്ചെടി, റൈസ് പ്ലാന്റ്. അത് ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് വഴി എത്രയോ ഡിഫറൻറ്റ് പുതിയ വെറൈറ്റീസ് നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ക്യാബേജ് എന്ന് പറയുന്നതും കോളിഫ്ലവർ എന്ന് പറയുന്നതും നാച്ചുറൽ സെലക്ഷൻ വഴി ഉണ്ടായതല്ല, മസ്റ്റാർഡ് പ്ലാന്റിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് എക്സ്പെരിമെൻ്റ് വഴി മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതാണ് കോളിഫ്ലവറും ക്യാബേജും ഒക്കെ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നാച്ചുറൽ സെലക്ഷൻ വഴി ഉണ്ടായതല്ല, മനുഷ്യനാണ് അവിടെ ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. അപ്പോൾ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. പ്രകൃതിയിൽ ഉണ്ടാകുമ്പോൾ അത് നാച്ചുറൽ സെലക്ഷൻ, നമ്മൾ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്തപ്പോൾ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി മനുഷ്യന് ഇഷ്ടമുള്ള പുതിയ സ്ട്രെയിൻസിനെ ഡെവലപ്പ് ചെയ്യിക്കാം ചുരുങ്ങിയ സമയം കൊണ്ട്. പക്ഷേ ഇത് നാച്ചുറൽ സെലക്ഷൻ വഴി പ്രകൃതി നടക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരുന്നു എന്നേ വ്യത്യാസമുള്ളൂ. രണ്ടും ഫിറ്റ്നസ്സിനെ തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. ഇൻ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് ഏജ് ഓഫ് എ ഫോസിൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഫോസിൽസിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് റേഡിയോമെട്രി. റേഡിയോമെട്രി എന്ന് പറഞ്ഞാൽ റേഡിയോ ഐസോട്ടോപ്സിൻ്റെ ഡീക്കെ ഹാഫ് ലൈഫ് അനുസരിച്ച് ഏജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് കാർബൺ 14 ഡേറ്റിംഗ് എന്ന് പറയും. കാർബണിൻ്റെ ആറ്റം എന്ന് പറയുന്ന C12 ആണെങ്കിൽ അതിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ C14 ആണ്. C14 റേഡിയോ ആക്റ്റീവ് ഡീകെ സംഭവിക്കുന്നു, C12 റേഡിയോ ആക്റ്റീവ് ഡീകെ സംഭവിക്കുന്നില്ല. അപ്പോൾ C12 റേഡിയോ ആക്റ്റീവ് ഡീകെ സംഭവിക്കുന്നതിനാണ് C12 നിന്ന് എനർജി റേഡിയേഷൻ രൂപത്തിൽ പുറത്തോട്ട് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. 1 ഗ്രാം കാർബൺ 14 റേഡിയോ ആക്റ്റീവ് ഡീകെയുടെ ഫലമായിട്ട് പകുതിയായി 0.5 ഗ്രാം ആകാൻ എടുക്കുന്ന സമയത്തെയാണ് അതിൻ്റെ ഹാഫ് ലൈഫ്. അത് ഏകദേശം 5730 വർഷത്തോളമാണ് കാർബൺ 14ൻ്റെ ഡീഹീപ്പ്. അപ്പോൾ നമുക്കൊരു ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോസിലിൻ്റെ ഒറിജിനൽ ടിഷ്യൂവിൽ എത്ര കാർബൺ 14 ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഫോസിലിൻ്റെ ഏജ് 5730 പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെയും പകുതിയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 5730 × 2. അപ്പോൾ ഇപ്പോഴെന്തുമാത്രം കാർബൺ 14 റേഡിയോ ആക്റ്റീവ് ഡീകെക്ക് ശേഷം ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ന് റേഡിയോ ആക്റ്റീവ് ഡീകെ സംഭവിച്ചു എന്നറിയാം. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ലിവിങ് വേൾഡിലെയും നോൺ ലിവിങ് വേൾഡിലെയും C12ൻ്റെയും C14 റേഷ്യോ ഈക്വൽ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിൽ C12ൻ്റെയും C14 റേഷ്യോ എത്രയാണ്? കാരണം അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ C12 ഉള്ള കാർബൺ ഡൈ ഓക്സൈഡുമുണ്ട്, C14 ഉള്ള കാർബൺ ഡൈ ഓക്സൈഡുണ്ട്. അത് ഫോട്ടോസിന്തസിസിന് പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു, നമ്മളത് കാർബൺ ഡൈ ഓക്സൈഡ് രൂപത്തിൽ റെസ്പിറേഷൻ കമ്പ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അറ്റ്മോസ്ഫറിക് റേഷ്യോ ഓഫ് C12 to C14 ലിവിങ് വേൾഡിലെ C12 C14 റേഷ്യോ സെയിം ആയിരിക്കും. പക്ഷേ ഒരു ആനിമലോ ഒരു പ്ലാന്റോ ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ആ സൈക്കിൾ നിന്നു, അപ്പോൾ ഡീകെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗിവൺ ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര C14 മിച്ചമുണ്ടെന്ന് നോക്കിയാൽ ഡീകെ എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റും. അതാണ്
decay of radioisotope. So the age is determined by the decay of radioisotope. പക്ഷേ ഹ്യൂമൻ ഫോസിൽസിൻ്റെയും ഡൈനോസേഴ്സിൻ്റെയൊക്കെ ഫോസിൽസിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ കാർബൺ-14 മതിയാകത്തില്ല. കാർബൺ-14 ഉപയോഗിച്ചു മാക്സിമം 50,000-ഓ 60,000-ഓ വർഷം പഴക്കമുള്ള ഫോസിൽസിൻ്റെ ഏജേ കണ്ടുപിടിക്കാൻ ഒക്കത്തുള്ളൂ. കാരണം അതിൻ്റെ ഹാഫ് ലൈഫ് കുറവാണ്. ഡൈനോസേഴ്സിൻ്റെയൊക്കെ ഫോസിൽസിൻ്റെ ഏജ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വേറൊരു മാർഗമുണ്ട്. അതേതാണ്? പൊട്ടാസ്യം ആർഗോൺ ഡേറ്റിംഗ്. പൊട്ടാസ്യം ആർഗോൺ ഡേറ്റിംഗ് ആണ്. കാരണം ഹാഫ് ലൈഫ് കൂടുതലുള്ള K40 ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ന്യൂ സ്പീഷീസ് മേ ഇവോൾവ് ഫ്രം ആൻ ആൻസസ്ട്രൽ സ്പീഷീസ് ത്രൂ. ഒരു പഴയ സ്പീഷീസിൽ നിന്ന് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സ്പീസിയേഷൻ. സ്പീസിയേഷൻ. ഇതിൻ്റെ പേരാണ് സ്പീസിയേഷൻ. എങ്ങനെയാണ് സ്പീസിയേഷൻ നടക്കുന്നത്? ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നാണ് ഡാർവിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. പക്ഷേ ആ പുസ്തകത്തിൽ ഒരിടത്തും സ്പീഷീസ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നുവെന്ന് ഡാർവിൻ പറഞ്ഞിട്ടേയില്ല. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നാണ്. പക്ഷേ ഡാർവിൻ ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഒറിജിൻ ഓഫ് അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണ്. സ്പീസിയേഷനെ കുറിച്ച് ഡാർവിൻ പറയുന്നില്ല. അതുകൊണ്ട് ഡാർവിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ളതിനേക്കാട്ടിലും ഒറിജിൻ ഓഫ് അഡാപ്റ്റേഷൻസ് എന്നായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഡാർവിൻ ജനശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി തൻ്റെ പുസ്തകത്തിന് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തു എന്നുള്ളതാണ് സത്യം. അവിടെ ഡാർവിൻ സ്പീസിയേഷനെ കുറിച്ച് പറയുന്നില്ല. സ്പീസിയേഷൻ ഒരു സ്പീഷീസ് പുതിയതായിട്ട് എങ്ങനെ ഉണ്ടാകുന്നു? അപ്പോഴെങ്ങനെയാണ് ഉണ്ടാകുന്നത്? എ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് എന്ത് ചെയ്തു? അതിനകത്തുള്ള കുറേ മെമ്പേഴ്സിനെ നമ്മൾ ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് മാറ്റി, വേറെ കുറേ പേരെ വേറൊരു ജോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് മാറ്റി. ഇത് ജോഗ്രാഫിക്കൽ ഏരിയ എക്സ് ആണ്, ഇത് ജോഗ്രാഫിക്കൽ ഏരിയ വൈ ആണ്. വ്യത്യസ്തങ്ങളായ രണ്ട് ജോഗ്രാഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ഹാബിറ്ററ്റ്സിലേക്ക് ഇവരെ മാറ്റി. അപ്പോൾ ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്. ഇവർ രണ്ടുപേരും മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസാണ്. പൊട്ടൻഷ്യലി അവർക്ക് വേണേൽ ബ്രീഡ് ചെയ്യാം. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ എക്സ് എന്നും വൈ എന്നും പറയുന്ന എൻവയൺമെൻറ്റൽ കണ്ടീഷൻസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർക്ക് രണ്ടുപേർക്കും മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടായി. മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടായെങ്കിലും വേണമെങ്കിൽ ഇവർക്ക് ബ്രീഡ് ചെയ്യാം. കുറേ കഴിഞ്ഞപ്പോൾ എൻവയൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അവരിൽ ജനറ്റിക് ചേഞ്ചസ് ഉണ്ടായി. കുറേ കഴിഞ്ഞപ്പോഴെന്താണ്? എക്സ് എന്ന് പറയുന്ന ജോഗ്രാഫിക്കൽ ഏരിയയിൽ ജീവിച്ചു പോന്ന ഈ എയ്ക്കും വൈ എന്ന് പറയുന്ന ജോഗ്രാഫിക്കൽ ഏരിയയിൽ ജീവിച്ചു വന്ന എയും തമ്മിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടായി. അവർക്ക് തമ്മിൽ ബ്രീഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ എക്സിൽ ജീവിച്ചു പോന്ന എയും വൈയിൽ ജീവിച്ചു പോന്ന എയും തമ്മിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടായി. അവർക്ക് പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിനെ A1 എന്നുള്ള സ്പീഷീസായിട്ടും ഇതിനെ A2 എന്നുള്ള സ്പീഷീസായിട്ടും മാറി. അപ്പോൾ എ എന്ന് പറയുന്ന സ്പീഷീസിൽ നിന്നും രണ്ട് ഡിഫറൻറ്റ് സ്പീഷീസ് ഉണ്ടാകാൻ കാരണം എന്താണ്? ജിയോഗ്രാഫിക്കൽ ഐസൊലേഷൻ. അപ്പോൾ ഒരു സ്പീഷീസിലുള്ള അംഗങ്ങളെ വ്യത്യസ്തങ്ങളായ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറേ ജനറേഷൻസ് കഴിയുമ്പോൾ അവരിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടാകുകയും അവർക്ക് പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അവരെ രണ്ട് സ്പീഷീസായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഒരു സ്പീഷീസിനെ മറ്റൊരു സ്പീഷീസിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റാത്ത. എയും ബിയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ എയ്ക്കും ബിക്കും പരസ്പരം ബ്രീഡ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അവർ 2 ഡിഫറൻറ്റ് സ്പീഷീസാണ്. അപ്പോൾ 2 ഡിഫറൻറ്റ് സ്പീഷീസ് കനോട്ട് ബ്രീഡ്, ഒരിക്കലും ബ്രീഡ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം ഇവിടെ എന്താണ്? ജിയോഗ്രാഫിക്കൽ ഐസൊലേഷൻ. ഇങ്ങനെ ജിയോഗ്രാഫിക്കൽ ഐസൊലേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്പീസിയേഷനെ വിളിക്കുന്ന പേരാണ് അലോപാട്രിക് സ്പീസിയേഷൻ. So speciation that takes place due to geographical isolation is called allopatric speciation. The most important mode of speciation allopatric speciation ആണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള പുസ്തകത്തിൽ പരാമർശിക്കുന്നതേയില്ല. ഡാർവിന് ശേഷം വന്നവരാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞത്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് എവല്യൂഷൻ? ഒരു എവല്യൂഷൻ നടക്കണമെങ്കിൽ, എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ, ഒരു പുതിയ അഡാപ്റ്റേഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടതെന്താണ്? എൻവയോൺമെൻറ്റാണ്, എൻവയോൺമെൻറ്റൽ ചേഞ്ചാണ്. ഒരു പോപ്പുലേഷൻ, ഒരു സ്പീഷീസ് പോപ്പുലേഷൻ ജീവിച്ചു പോരുന്ന എൻവയോൺമെൻറ്റിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ എവല്യൂഷൻ നടക്കത്തില്ല. ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റാണ് ആദ്യം നടക്കേണ്ടത്. അതുവരെ ജീവിച്ചു പോകുന്ന എൻവയോൺമെൻറ്റ് പെട്ടെന്ന് അങ്ങ് മാറുന്നു. എൻവയോൺമെൻറ്റ് പൊടുന്നനവെ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ആ പോപ്പുലേഷന് ആ പുതിയ എൻവയോൺമെൻറ്റ് തീരെ പിടിക്കാത്ത ഒരു എൻവയോൺമെൻറ്റായിട്ട് മാറും. ഒട്ടും പിടിക്കാത്ത ആ എൻവയോൺമെൻറ്റിനെ നമുക്ക് ഹോസ്റ്റൈൽ എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കാം. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒട്ടും പിടിക്കാത്തത്, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാത്ത, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ എല്ലാ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെൻറ്റ് ചേഞ്ച് ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻവയോൺമെൻറ്റൽ ചേഞ്ച് സംഭവിച്ചാലും ആ പോപ്പുലേഷനുള്ള ഓരോ അംഗത്തിൻ്റെ ആഗ്രഹം എന്താണ്? പുതിയ ഹോസ്റ്റൈൽ എൻവയോൺമെൻറ്റിൽ മാക്സിമം സർവൈവ് ചെയ്യുകയും മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ അംഗങ്ങളും തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള വേരിയേഷൻസ് ഉപയോഗിച്ച് പുതിയ എൻവയോൺമെൻറ്റിൽ മാക്സിമം സർവൈവ് ചെയ്യാനും മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാനും ശ്രമിക്കും. പക്ഷേ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ആരുടെയാണ്? നാച്ചുറൽ സെലക്ഷൻ. പുതിയ എൻവയോൺമെൻറ്റിൽ മാക്സിമം സർവൈവ് ചെയ്യുകയും മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുള്ളവരെ സെലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് എവല്യൂഷൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ചേഞ്ച് രണ്ട് തരത്തിലുണ്ടാകാം. പ്രകൃതിദത്തമായ നാച്ചുറലായിട്ടുണ്ടാകാം, മനുഷ്യൻ മൂലവും ഉണ്ടാകാം. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴല്ലേ മെലാനിക് മോസ് ഉണ്ടായത്, എവല്യൂഷൻ. അപ്പോൾ ആ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്ന ആരാണ്? മനുഷ്യനാണ്. ആൻറ്റിബയോട്ടിക്സ് മനുഷ്യൻ കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് മൈക്രോബുകളുടെ ഫ്രീക്വൻസി കൂടാൻ കാരണം? പെസ്റ്റിസൈഡ്സ് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടല്ലേ പെസ്റ്റിസൈഡ്സ് റെസിസ്റ്റൻറ്റ് ഫ്ലൈസിൻ്റെ എവല്യൂഷൻ നടക്കാൻ കാര്യം? അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് റെവല്യൂഷൻ നടക്കുകയും ചെയ്താൽ അതിനെ ആന്ത്രോപോജനിക് എന്ന് വിളിക്കാം. ഇതിലേതാണ് ആന്ത്രോപോജനിക്? എവല്യൂഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് മൈക്രോബ്. ബാക്കിയുള്ള 1, 3, 4 മനുഷ്യൻ കാരണമല്ല, അത് നാച്ചുറലായിട്ട് സംഭവിച്ചാണ്. 1, 3, 4 മനുഷ്യൻ കാരണമല്ല. പക്ഷേ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. ആർക്കിയോപ്റ്ററിക്സ് ഷോസ് ദ ഒറിജിൻ ഓഫ്. ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്നത് ജുറാസിക് പീരിയഡിൽ ഡൈനോസേഴ്സിനോടൊപ്പം ജീവിച്ചിരുന്ന ഒരു പ്രിമിറ്റീവ് ബേർഡാണ്. ദ ഫസ്റ്റ് ബേർഡ്, ആൻസസ്ട്രൽ ബേർഡ് എന്ന് പറയുന്നത് ആർക്കിയോപ്റ്ററിക്സ് ആണ്. എന്താണ് ആർക്കിയോപ്റ്ററിക്സിൻ്റെ പ്രത്യേകത? ആർക്കിയോപ്റ്ററിക്സ് ഈസ് എ ക്യൂറിയസ് മിക്സർ ഓഫ് റെപ്റ്റീലിയൻ ക്യാരക്ടേഴ്സ് ആൻഡ് ബേർഡ് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഏവിയൻ ക്യാരക്ടേഴ്സ്. റെപ്റ്റൈൽസിൻ്റെ സ്വഭാവങ്ങളും ബേർഡ്സിൻ്റെ സ്വഭാവങ്ങളും ഒന്നിച്ചു ചേർന്ന ഒരു പ്രത്യേകതരം ജീവിയായിരുന്നു ആർക്കിയോപ്റ്ററിക്സ്. ഉദാഹരണം പറഞ്ഞാൽ മോഡേൺ ബേർഡ്സിന് ടീത്ത് ഇല്ല. മോഡേൺ ബേർഡ്സ് ആർ വിത്തൗട്ട് ടീത്ത്. ബട്ട് ആർക്കിയോപ്റ്ററിക്സിന് റെപ്റ്റൈൽസിനെ പോലെ ടീത്ത് ഉണ്ട്. അതുകൊണ്ട് ആർക്കിയോപ്റ്ററിക്സ് ഈസ് എ ക്യൂറിയസ് മിക്സ്ചർ ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് ആർക്കിയോപ്റ്ററിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? എ മിസ്സിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഇടയിലുള്ള ഒരു ലിങ്കാണ് ആർക്കിയോപ്റ്ററിക്സ്. അതെന്ത് സൂചിപ്പിക്കുന്നു? റെപ്റ്റൈൽസ് ഫ്രം ബേർഡ്സ് ഫ്രം ആംഫീബിയൻസ് അല്ല, ബേർഡ്സ് ഫ്രം റെപ്റ്റൈൽസ്. ആർക്കിയോപ്റ്ററിക്സ് ഷോസ് ദ ഒറിജിൻ ഓഫ് ബേർഡ്സ് ഫ്രം റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സും ഉണ്ടായത്, മാമൽസും ഉണ്ടായത്. റെപ്റ്റൈൽസ്, 2 തരം റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു ഭൂമിയിൽ. ഏതൊക്കെയാണ്? സോറോപ്സിഡ് റെപ്റ്റൈൽസ്, സോറോപ്സിഡ്സ്, സിനാപ്സിഡ്സ്. സിനാപ്സിഡ് റെപ്റ്റൈൽസിൽ നിന്ന് മാമൽസ് ഉണ്ടായി, സോറോപ്സിഡ് റെപ്റ്റൈൽസിൽ നിന്ന് ബേർഡ്സ് ഉണ്ടായി. So mammals evolved from synapsid reptiles, birds evolved from sauropsid reptiles. All birds from reptiles. Question number 27. Consider the following statements. Darwin realized that there were many varieties of finches in South America. തെറ്റ്. സൗത്ത് അമേരിക്കയിൽ ആകെ ഒറ്റ വെറൈറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഏത്?
സീഡ് ഈറ്റിംഗ് വെറൈറ്റി. അപ്പോൾ ഇത് റോങ് ആണിത്, തെറ്റ്. മെനി വെറൈറ്റീസ് തെറ്റ്. ഓൺലി വൺ വെറൈറ്റി. മെനി വെറൈറ്റീസ് ഉണ്ടായിരുന്ന എവിടെയാണ്? ഗലപ്പാഗോസ് ഐലൻഡിൽ. അപ്പോൾ ഡാർവിൻ റിയലൈസ് ദാറ്റ് there were many varieties of finches in Galapagos എന്ന് പറഞ്ഞാൽ ശരിയാണ്. സൗത്ത് അമേരിക്ക തെറ്റ്. ഒറിജിനൽ ആൻസസ്ട്രൽ ഫിഞ്ച് വാസ് ഇൻസെക്ട് ഈറ്റിംഗ് അല്ല, തെറ്റ്. സീഡ് ഈറ്റിംഗ് ആണ് വേണ്ടത്, ഇത് തെറ്റ്. ആൻസസ്ട്രൽ ഫിഞ്ച് സീഡ് ഈറ്റിംഗ് ആയിരുന്നു സൗത്ത് അമേരിക്കയിലുള്ള. സൗത്ത് അമേരിക്കയിലെ സീഡ് ഈറ്റിംഗ് ആൻസസ്ട്രൽ ബേർഡ് ഗലപ്പാഗോസ് ഐലൻഡിൽ വന്നപ്പോൾ 13 സ്പീഷീസുകളായിട്ട് റേഡിയേറ്റ് ചെയ്തു. അഡാപ്റ്റേഷൻ ഓഫ് മാർസുപ്പിയൽസ് ഇൻ ഓസ്ട്രേലിയ വാസ് ഡ്യൂ ടു ജോഗ്രഫിക് ഐസൊലേഷൻ. അത് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജോഗ്രഫിക് ഐസൊലേഷൻ കൊണ്ടാണ് അത് സംഭവിച്ചത്. പ്ലാസെൻ്റൽ വൂൾഫ് ആൻഡ് ടാസ്മേനിയൻ വൂൾഫ് കൺവർജൻ്റ് എവല്യൂഷൻ, ഇത് ശരിയാണ്. പ്ലാസെൻ്റൽ വൂൾഫ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് മാമലാണ്. ടാസ്മാനിയൻ വൂൾഫ് എന്ന് പറഞ്ഞാൽ മാർസുപ്പിയൽ മാമലാണ്. ഓസ്ട്രേലിയയിലെ മാർസുപ്പിയൽ മാമൽസിന് സൗത്ത് അമേരിക്കയിലുള്ള പ്ലാസെൻ്റൽ മാമൽസുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഓസ്ട്രേലിയയിലെ ഒരു ഹാബിറ്ററ്റ് ജീവിക്കുന്ന മാർസുപ്പിയൽ മാമൽസ് സിമിലർ ഹാബിറ്ററ്റിൽ ജീവിക്കുന്ന ഒരു സൗത്ത് അമേരിക്കൻ പ്ലാസെൻ്റൽ മാമലുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ടാക്സോണമിക് ഗ്രൂപ്പിലുള്ളവർ സിമിലർ ഹാബിറ്ററ്റ്സിൽ ജീവിച്ചാൽ അവരുടെ ലൈഫ് സ്റ്റൈൽസും അഡാപ്റ്റേഷൻസും സിമിലർ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കൺവർജൻ്റ് എവല്യൂഷൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു മാർസുപ്പിയൽ മാമലാണ് സ്പോട്ടഡ് കസ്കസ്. സ്പോട്ടഡ് കസ്കസ്, എ മാർസുപ്പിയൽ മാമൽ ഓഫ് ഓസ്ട്രേലിയ. അതേസമയം മഡഗാസ്കർ എന്ന് പറയുന്ന പ്രദേശത്ത് കാണുന്ന ഒരു പ്ലാസെൻ്റൽ മാമലാണ് ലീമൂർ. ലീമൂർ ഈസ് എ പ്ലാസെൻ്റൽ മാമൽ ഓഫ് മഡഗാസ്കർ. സ്പോട്ടഡ് കസ്കസ് ഈസ് എ മാർസുപ്പിയൽ മാമൽ ഓഫ് ഓസ്ട്രേലിയ. മഡഗാസ്കറും ഓസ്ട്രേലിയയും എത്രയോ അകലെ കിടക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് സാമ്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത സ്പോട്ടഡ് കസ്കസും ലീമൂറും തമ്മിൽ മോഡ് ഓഫ് ലൈഫിൽ ഒരുപാട് സാമ്യം കാണുന്നു. എന്തുകൊണ്ടാണ്? മഡഗാസ്കറിൽ ലീമൂർ ജീവിക്കുന്ന ഹാബിറ്ററ്റും ഓസ്ട്രേലിയയിൽ സ്പോട്ടഡ് കസ്കസ് ജീവിക്കുന്ന ഹാബിറ്ററ്റും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ടാക്സോണമിക് ഗ്രൂപ്പിലുള്ളവർ സിമിലർ ഹാബിറ്ററ്റ്സ് ജീവിക്കുമ്പോൾ അവരുടെ അഡാപ്റ്റേഷൻസും ലൈഫ് സ്റ്റൈലും സിമിലർ ആയിരിക്കും. ഇതിൻ്റെ പേരാണ് കൺവർജൻ്റ് എവല്യൂഷൻ. പക്ഷേ NCERT ടെക്സ്റ്റിനകത്ത് അത് വളരെ അവ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തത വളരെ കുറവാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 3ഉം 4ഉമാണ്. 3 and 4. വാട്ട് വാസ് ദ വ്യൂ ഓഫ് ഏണസ്റ്റ് ഹെയ്ക്കൽ? ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ഉണ്ട്. എന്താണ്? റീക്യാപ്പിച്ചുലേഷൻ തിയറി അല്ലെങ്കിൽ ബയോജനറ്റിക് ലോ. അത് പറയുന്നത് ഓൺടോജനി റീക്യാപ്പിച്ചുലേറ്റ്സ് ഫൈലോജനി. ഓൺടോജനി എന്ന് പറഞ്ഞാൽ ദ ഡെവലപ്മെൻ്റൽ ഹിസ്റ്ററി ഓഫ് എ സിംഗിൾ ഓർഗാനിസം. ഫൈലോജനി എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ദി എൻ്റയർ ഗ്രൂപ്പാണ്. അപ്പോൾ embryonic stages of more advanced organisms look like the adult stages of primitive forms. ഇതാണ് അദ്ദേഹത്തിൻ്റെ വ്യൂ. ഉദാഹരണമായിട്ട് എംബ്രിയോണിക് സ്റ്റേജ് ഓഫ് ഫ്രോഗിനെ എന്ത് വിളിക്കും? ടാഡ്പോൾ. ടാഡ്പോൾ ലാർവ ഓഫ് ഫ്രോഗ്. എംബ്രിയോണിക് അല്ലെങ്കിൽ യങ്ങർ സ്റ്റേജസ് ഓഫ് ഫ്രോഗ്. ഫ്രോഗിനെക്കാട്ടിലും പ്രിമിറ്റീവ് അല്ലേ ഫിഷ്? ഫിഷ്. ടാഡ്പോൾ ഫിഷുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ദ ടാഡ്പോൾ ലാർവ ഓഫ് ഫ്രോഗ് ഈസ് എ ഫിഷ് ലൈക്ക് ലാർവ. ഫിഷിനെ പോലെ സാമ്യമുള്ള ജീവിത രീതികളുള്ള ലാർവയാണ് ടാഡ്പോൾ. സോ ദ ടാഡ്പോൾ ലാർവ ഓഫ് ഫ്രോഗ് റിസംബിൾസ് ദി ആൻസസ്ട്രൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ദി എംബ്രിയോണിക് സ്റ്റേജസ് ഓഫ് ഫ്രോഗ് റിസംബിൾസ് ദി അഡൾട്ട് സ്റ്റേജസ് ഓഫ് പ്രിമിറ്റീവ് ഫിഷ്. അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്? ഫ്രോഗ്സ് ഇവോൾഡ് ഫ്രം ഫിഷസ്. ഫ്രോഗ്സ് ഇവോൾഡ് ഫ്രം ഫിഷസ്. അതിനുള്ള തെളിവ് അദ്ദേഹം പറയുന്നതാണ് ഫ്രോഗ്സ് ഇവോൾഡ് ഫ്രം ഫിഷസ് ബിക്കോസ് ദ എംബ്രിയോ ഓഫ് ഫ്രോഗ് ലുക്സ് ലൈക്ക് എ ഫിഷ്. ദ ലാർവ ഓഫ് ഫ്രോഗ് ലുക്സ് ലൈക്ക് എ ഫിഷ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. പക്ഷേ വോൺ ബെയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അതിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്.
ഫൈലോജനി റീക്യാപിറ്റുലേഷൻ ഓണ്ടോജനിലെ നേരെ തിരിച്ചു വരണം. ഓണ്ടോജനി റീക്യാപിറ്റുലേഷനാണ്. വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ഹാവ് റിമാർക്കബിൾ ഡിഫറൻസസ് നെറ്റ് സിമിലാരിറ്റീസ് എന്ന് വേണം പറയാനായിട്ട്. എംബ്രിയോസ് നെവർ പാസസ് ത്രൂ ദി അഡർ സ്റ്റേജ്. ഇത് പറഞ്ഞത് വോൺ ബെയറാണ്. ഹേക്കലല്ല പറഞ്ഞത്, വോൺ ബെയർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത്. ഇത് ഹേക്കൽ പറഞ്ഞു, ഇത് വോൺ ബെയർ പറഞ്ഞു. രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസം. വോൺ ബെയറിൻ്റെയും ഹേക്കലിൻ്റെയും തിയറി രണ്ടും രണ്ടാണ്. വാട്ട് വാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ട്രെൻഡ് ഇൻ ദി എവല്യൂഷൻ ഓഫ് മോഡേൺ മാൻ ഹോമോസാപ്പിയൻസ്? ഹ്യൂമൻ എവല്യൂഷനിൽ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? എവല്യൂഷണറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൻസസ്ട്രൽ ഫോമിൽ നിന്ന് പടിപടിയായിട്ടൊരു എവല്യൂഷൻ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവം പ്രോഗ്രസീവായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിൻ്റെ പേരാണ് എവല്യൂഷണറി ട്രെൻഡ്. എവല്യൂഷണറി ട്രെൻഡ് ഈസ് എ പ്രോഗ്രസീവ് ഇൻക്രീസ് ഓർ എ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ എ ട്രെയ്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ ഹ്യൂമൻ എവല്യൂഷനിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് എന്നാണ് പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ ബ്രെയിൻ സൈസ്. ഹോമോ ഹാബിലിസിന് 650 cc ആയിരുന്നു ബ്രെയിൻ സൈസ് എങ്കിൽ ഹോമോ എറക്ടസ് വന്നപ്പോൾ അത് 900 cc ആയി. നിയാൻഡർത്താൽ വന്നപ്പോൾ 1400 ആയി. അപ്പോൾ ഹ്യൂമൻ എവല്യൂഷനിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ് ഗ്രാജുവൽ പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദി ക്രേനിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ സൈസ്. അതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ക്രേനിയൽ കപ്പാസിറ്റി. ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ബ്രെയിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ എവല്യൂഷനിൽ പടിപടിയായിട്ട് ബ്രെയിൻ സൈസ് ഇങ്ങനെ കൂടുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ എ ട്രെയ്റ്റ് ഓർ എ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് ട്രെൻഡ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അതിനെ എവല്യൂഷണറി ട്രെൻഡ് എന്ന് വിളിക്കും. ടു സ്പീഷീസ് ഓക്യുപ്പൈങ് ദ സെയിം ഓർ ഓവർലാപ്പിംഗ് ഏരിയ ആർ കോൾഡ്. രണ്ട് വ്യത്യസ്തങ്ങളായ സ്പീഷീസുകൾ ഒരേ ഹാബിറ്ററ്റ് ജീവിക്കുകയാണെങ്കിൽ അവരെ എന്ത് വിളിക്കും? ഉദാഹരണം ഞാൻ പറയാം. റാണ ടൈഗ്രീന എന്ന് പറയുന്ന ഫ്രോഗ്, റാണ ടൈഗ്രീന എന്ന് പറയുന്ന ഫ്രോഗും റാണ ഹെക്സാഡാക്റ്റൈല എന്ന് പറയുന്ന ഒരു ഫ്രോഗും രണ്ടും രണ്ട് സ്പീഷീസാണ്. റാണ ടൈഗ്രീന എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓഫ് ഫ്രോഗും റാണ ഹെക്സാഡാക്റ്റൈല എന്ന് പറയുന്ന സ്പീഷീസ് ഓഫ് ഫ്രോഗും രണ്ടുപേരും സെയിം പോണ്ടിലാണ് ജീവിക്കുന്നത്. സെയിം പോണ്ട്. അങ്ങനെ ഒരേ ഹാബിറ്ററ്റിൽ ജീവിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസുകളെ നമ്മൾ എന്ത് വിളിക്കും? സിംപാട്രിക് സ്പീഷീസ്. സോ സിംപാട്രിക് സ്പീഷീസ് ആർ ടു ഡിഫറെൻറ്റ് സ്പീഷീസ് ലിവിങ് ഇൻ ദ സെയിം ഹാബിറ്ററ്റ്. എന്നാൽ അലോപാട്രിക് സ്പീഷീസ് എന്താണ്? മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ലിവിങ് ഇൻ ടു ഡിഫറെൻറ്റ് ഹാബിറ്ററ്റ്. അപ്പോൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന റാണ ടൈഗ്രീനെയും കാലിഫോർണിയയിൽ ജീവിക്കുന്ന റാണ ടൈഗ്രീനെയും എന്താണ്? ഇവർ അലോപാട്രിക് സ്പീഷീസാണ്. മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസാണ്, ബട്ട് ദേ ലിവ് ഇൻ ടു ഡിഫറെൻറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയ. സോ മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ലിവിങ് ഇൻ ടു ഡിഫറെൻറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയയെ അലോപാട്രിക് സ്പീഷീസുകളെന്നും മെമ്പേഴ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് സ്പീഷീസ് ലിവിങ് ഇൻ ദ സെയിം ജിയോഗ്രാഫിക്കൽ ഏരിയ ആണെങ്കിൽ സിംപാട്രിക് സ്പീഷീസ് എന്നും വിളിക്കും. സിബ്ലിംഗ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിബ്ലിംഗ് സ്പീഷീസ് അറിയാമോ? സിബ്ലിംഗ് സ്പീഷീസ് എന്താണ്? ഈ സിബ്ലിംഗ് സ്പീഷീസ് എയും ബിയും രണ്ട് സ്പീഷീസാണ്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സ്പീഷീസാണ്. അവർക്ക് പരസ്പരം ബ്രീഡ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ എയെയും ബിയെയും കണ്ടാൽ തിരിച്ചറിയാനേ ഒക്കത്തില്ല. കണ്ടാൽ ഐഡൻറ്റിക്കൽ ട്വിൻസിനെ പോലിരിക്കും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എയും ബിയും മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ആണെന്ന് നമുക്ക് തോന്നും. അത്ര സാദൃശ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി ഉണ്ട് എയും ബിയും തമ്മിൽ. എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ. പക്ഷേ ബ്രീഡിംഗ് എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയപ്പോൾ എക്ക് ബിയുമായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എയും ബിയും ടു ഡിഫറെൻറ്റ് സ്പീഷീസാണ്. അവർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്. ഒരു സ്പീഷീസിന് മറ്റൊരു സ്പീഷീസുമായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. അപ്പോൾ ടു ഡിഫറെൻറ്റ് സ്പീഷീസ് കനോട്ട് ബ്രീഡ് ബിക്കോസ് ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. റാണ ടൈഗ്രീന cannot breed with Rana hexadactyla because they are reproductively isolated. അങ്ങനെയാണെങ്കിൽ
മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ സ്പീഷീസ് വിച്ച് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്, അവരെ വിളിക്കുന്നവരാണ് സിബ്ലിംഗ് സ്പീഷീസ്. കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ അവർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല. Because they are two different species. So morphologically identical species which are reproductively isolated, they are called sibling species. അടുത്തത്, the greatest weakness of Darwin's theory was his failure to explain. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, Darwin could not explain the sources of variation. രണ്ട് കാര്യങ്ങളാണ് ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാവുന്ന. ഒന്ന്, വേരിയേഷൻസ് പോപ്പുലേഷനിൽ എങ്ങനെ ഉണ്ടാകുന്നു. രണ്ട്, മെക്കാനിസം ഹെറിഡിറ്റി എന്താണ് ഡാർവിന് പറയാൻ സാധിച്ചിട്ടില്ല. മാച്ച് ദ ഫോളോയിങ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്താണ്? ജനറ്റിക് ഡ്രിഫ്റ്റ് റാൻഡം ബി ആണിത്. സോൾട്ടേഷൻ എന്ന് പറയുന്നതാണ്. സോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷനാണ്. ജീൻ ഫ്ലോ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ പോപ്പുലേഷൻസ്. മ്യൂട്ടേഷൻ എന്താണ്? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ ഇൻഡിവിജ്വൽ. മ്യൂട്ടേഷൻ നടക്കുന്നത് ഇൻഡിവിജ്വലുകളിലാണ്, എവല്യൂഷൻ നടക്കുന്നത് പോപ്പുലേഷനിലാണ്. മ്യൂട്ടേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഇൻഡിവിജ്വൽസ്, എവല്യൂഷൻ ടേക്സ് പ്ലേസ് ഇൻ പോപ്പുലേഷൻ. ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡാർവിൻ്റെ ഒരു കൺസെപ്റ്റാണ്. എന്താണ് ബ്രാഞ്ചിങ് ഡിസെൻറ്റ് പറയുന്നത്? ഒരു കോമൺ സ്റ്റോക്കിൽ നിന്ന് കണ്ടോ ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരും. ഇതാ ഒരു വൃക്ഷത്തിൻ്റെ പല ശാഖകളും ഒരു കോമൺ റൂട്ട് സിസ്റ്റത്തിൽ നിന്നല്ലേ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ ഒരു ആൻസസ്ട്രൽ സ്പീഷീസിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അനേകം സ്പീഷീസുകൾ ഇങ്ങനെ ഉണ്ടാകുന്നു. ഇത് ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്തിനെ കാണിക്കുന്നു? ഒരു വൃക്ഷത്തിൻ്റെ ഡിഫറൻറ്റ് ബ്രാഞ്ചസ് എല്ലാം ഒരു കോമൺ റൂട്ട് സിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ കാണുന്ന പല വ്യത്യസ്തങ്ങളായ സ്പീഷീസുകളും ഏതോ ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്ന് പറയുന്നത് കോമൺ ആൻസസ്ട്രിയാണ്. അപ്പോൾ BAEE ഇതാണ്. Question number 33. Given a population that contains genetic variation, what is the correct sequence of the following events under the influence of natural selection? എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ എന്തൊക്കെ വേണം? ആദ്യം വേണ്ടതാണ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ആണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഇതാണ് ആദ്യം ഉണ്ടാകേണ്ടത്, എൻവയോൺമെൻറ്റൽ ചേഞ്ച്. എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പുതിയ സെലക്റ്റീവ് പ്രഷർ ഉണ്ടാകുന്നു. ഇതാണ് രണ്ടാമത്. അത് കഴിഞ്ഞ് എന്തുണ്ടാകുന്നു? ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഒക്കേഴ്സ്. അപ്പോൾ 4 1 2 ഇതാണ് സീക്വൻസ്. ആദ്യം എൻവയോൺമെൻറ്റ് ചേഞ്ച് ഉണ്ടാകണം. എൻവയോൺമെൻറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്താണ്? അംഗങ്ങൾക്കൊരു സെലക്റ്റീവ് പ്രഷർ ഫീൽ ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? റിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ. ആ റിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്? അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാകുന്നു. ഇതാണ് അതിൻ്റെ സമ്മറി. ബാക്ടീരിയ ക്യാൻ അഡാപ്റ്റ് ചേഞ്ചസ് ഇൻ ദി എൻവയോൺമെൻറ്റ് ബൈ മീൻസ് ഓഫ് മ്യൂട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ലാർജ് ഹയർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷൻസിൽ മനുഷ്യനെ പോലെയോ അല്ലെങ്കിൽ ഹയർ ഓർഗാനിസത്തിൽ ലോങ് ലൈഫ് സ്പാനും സ്ലോ റീപ്രൊഡക്റ്റീവ് റേറ്റുമുള്ള ഹയർ ഫോംസിൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫോഴ്സ് ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷനാണ്. എന്നാൽ ബാക്ടീരിയൽ പോപ്പുലേഷൻസിൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫോഴ്സ് മ്യൂട്ടേഷൻ. എന്തുകൊണ്ടാണ്? ബാക്ടീരിയ ഓരോ മണിക്കൂറിലും ഡിവൈഡ് ചെയ്യുന്നു. ഫാസ്റ്റ് റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റേറ്റും ജനറേഷൻ്റെയും കുറഞ്ഞു ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മ്യൂട്ടേഷൻസിൻ്റെ ഫ്രീക്വൻസി കൂടാണ്. അപ്പോൾ ബാക്ടീരിയയിൽ ഒരു 24 മണിക്കൂർ കൊണ്ടുണ്ടാകുന്ന മ്യൂട്ടേഷൻ മനുഷ്യൻ നടക്കാൻ എത്രയോ വർഷങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് ബാക്ടീരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ മൈക്രോബിയൽ പോപ്പുലേഷൻസ് ലൈക്ക് ബാക്ടീരിയയിൽ മ്യൂട്ടേഷൻ റേറ്റ് കൂടാൻ കാരണം അവർക്ക് ദേ മൾട്ടിപ്ലൈ സോ റാപ്പിഡ്ലി. അവർ ഹൈ മൾട്ടിപ്ലിക്കേഷൻ റേറ്റുമാണ്, ഷോർട്ട് ജനറേഷൻ ടൈമാണ്. നമുക്ക് നേരെ തിരിച്ച് നമുക്ക് സ്ലോ മൾട്ടിപ്ലിക്കേഷൻ റേറ്റാണ്, ലോങ് ജനറേഷൻ ടൈമാണ്. In England, the frequency of non-melanic moths decreased after industrialization. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ്
നോൺ മെലാനിക്സ് ആയിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം മെലാനിക്സ് എന്ന് പറഞ്ഞാൽ നോൺ മെലാനിക്സ് എന്ന് വെച്ചാൽ വൈറ്റ് വിങ്ഡ്. ഇൻഡസ്ട്രിയലൈസേഷൻ മുൻപ് വൈറ്റ് വിങ്ഡ് ആയിരുന്നു. എന്തുകൊണ്ട്? വൈറ്റ് വിങ്ഡ് മോത്ത്സ് വൈറ്റ് ലൈറ്റ് ആൻഡ് കവേർഡ് ബാക്ക്ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ക്യാമോഫ്ലാഷ് പ്രിഡേറ്റർക്ക് അവരെ കണ്ടുപിടിക്കാനൊക്കത്തില്ല. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായി. ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആർക്കാണ് ക്യാമോഫ്ലാഷ്? മെലാനിക് മോസിന്. അപ്പോൾ മെലാനിക് മോസിന് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ക്യാമോഫ്ലാഷ് കിട്ടി. അപ്പോൾ പ്രിഡേറ്റർക്ക് അവരെ കണ്ടുപിടിക്കാനൊക്കത്തില്ല. പ്രിഡേറ്ററിനൊരു പ്രേയെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം. Therefore, predators will spot out a moth against a contrasting background. പ്രിഡേറ്റർ ഒരു മോത്തിനെ സ്പോട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട്. മെലാനിക് മോസിന് ആ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. മെലാനിക് മോസിൻ്റെ നിറവും കറുപ്പാണ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിറവും കറുപ്പാണ്, കോൺട്രാസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് അവരുടെ അതുകൊണ്ട് പ്രിഡേറ്റേഴ്സ് കുഡ് നോട്ട് സ്പോട്ട് ഔട്ട് മെലാനിക് മോസ് ബിക്കോസ് ക്യാമോഫ്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ഇതാണ്. In a population of 100 individuals, the frequency of recessive allele for a particular trait is 0.2. How many individuals in the population are heterozygous? വളരെ സിമ്പിളാണ്. നമുക്കറിയാം the frequency of dominant allele എത്രയാണ്? ഫ്രീക്വൻസി ഓഫ് ഡോമിനൻ്റ് അല്ലിനെ നമ്മൾ വിളിക്കുന്നത് P എന്നാണ്. ഫ്രീക്വൻസി ഓഫ് റെസസീവ് അല്ലിൽ Q ആണ്. അപ്പോൾ ഡോമിനൻ്റ് അല്ലിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അത് റെസസീവ് അല്ലിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 0.2. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 0.8. സോറി, തെറ്റിപ്പോയി. ഇതാണ് റെസസീവ്. പി എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് എല്ലിലാണ്. ക്യൂ ആണ് റെസസീവ് എല്ല്. ഇത് ഡോമിനൻ്റ് എല്ല്, ഡോമിനൻ്റ്. ഇത് റെസസീവ്. റെസസീവ് എല്ലിൻ്റെ ഫ്രീക്വൻസിയാണ് 0.2. അപ്പോൾ ഡോമിനൻ്റിൻ്റെ ഫ്രീക്വൻസി 0.8. അപ്പോൾ ഒന്ന് തന്നാൽ പറ്റും, കാരണം രണ്ടും കൂടെ വരുമ്പോൾ 0.1 വരണം. ഇതിൽ ഹെട്രോസൈഗസിൻ്റെ ഫ്രീക്വൻസി, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഹെട്രോസൈഗോട്ട്? ഹെട്രോസൈഗോട്ട്സിൻ്റെ ഫ്രീക്വൻസി 2pq ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് 2pq. p² is the frequency of homozygous dominance, q² is the frequency of homozygous recessive, 2pq is the frequency of heterozygotes. അപ്പോൾ 2pq എത്രയാണ്? 2 × 0.8 × 0.2, that is 0.32. ഇതിൽ 100 ഇൻഡിവിജ്വൽസാണ്. അപ്പോൾ 0.32 × 100, that is 32. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഫ്രീക്വൻസി 0.32. അപ്പോൾ 100 ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 32. സിമ്പിളാണ് ഇങ്ങനെയുള്ള കണ്ടുപിടിക്കുക. മില്ലർ സീൽഡ് ഹിസ് സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? മീഥൈൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. മീഥൈൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പറും ഉണ്ടായിരുന്നു. ദ മോഡേൺ ഡേ കൗണ്ടർ പാർട്ട് ഓഫ് എക്സ്റ്റിങ്ക്ട് ഡൈനോസേഴ്സ്. ഡൈനോസേഴ്സിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആരൊക്കെയാണ്? ക്രോക്കഡൈൽസ് ആൻഡ് ബേർഡ്സ്. കാരണം ക്രോക്കഡൈൽസ്, ബേർഡ്സ് ആൻഡ് ഡൈനോസേഴ്സ്, ഇവർ 3 പേരും ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്നാണ് ഉണ്ടായത്. ആരാണ്? തീക്കോഡോൺസ്. ഇതിൽ ഡൈനോസർ മാത്രം എക്സ്റ്റിങ്ക്റ്റ് ആയി. Dinosaurs, crocodiles and birds evolved from a common ancestor called Theodons that lived in the Mesozoic era. ഇതിൽ ക്രോക്കഡൈൽസും ബേർഡ്സും മാത്രം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഡൈനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി. സോ ക്രോക്കഡൈൽസ് ആൻഡ് ബേർഡ്സ് ആർ ദ ലിവിങ് കൗണ്ടർ പാർട്സ് ഓഫ് എക്സ്റ്റിങ്ക്റ്റ് ഡൈനോസേഴ്സ്. ഡാർവിൻസ് ഫിഞ്ചസ് ഷോ വൺ ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് എവല്യൂഷൻ. എന്താണ്? ഡാർവിൻസ് ഫിഞ്ചസ് ആണ് സൗത്ത് അമേരിക്കയും ഗലപ്പാഗോസ് ഐലൻഡും ജോഗ്രാഫിക്കലി ഐസൊലേറ്റഡ് ആണ്. സൗത്ത് അമേരിക്കയും ഗലപ്പാഗോസ് ഐലൻഡും ചേർന്ന് കിടക്കുകയായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ സ്പീസിയേഴ്സ് സംഭവിച്ചത്? നേരത്തെ പറഞ്ഞില്ലേ, ജോഗ്രാഫിക്കൽ ഐസൊലേഷൻ, ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസ് ആണ്. അപ്പോൾ ചാൾസ് ഡാർവിൻ ഗലപ്പാഗോസ് ഐലൻഡ് സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട ഫിഞ്ച് ബേർഡ്സിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി. 13ഓളം ഡിഫറൻറ്റ് സ്പീഷീസ് ഓഫ് ഫിഞ്ച് ബേർഡ്സിനെ അദ്ദേഹം കണ്ടു. ഓരോന്നും ഓരോ തരം ആഹാരം കഴിക്കുന്നു. അതനുസരിച്ച് അവരുടെ ബീക്കിലും മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡാർവിനൊരു കാര്യം മനസ്സിലായി.
ഗലപ്പാഗോസ് ഐലൻഡ് കടലിൻ്റെ അടിയിൽ നിന്ന് വോൾക്കാനിക് കറപ്ഷൻ വഴി ഉണ്ടായ ഒരു ഐലൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഗലപ്പാഗോസ് ഐലൻഡിലെ ബേർഡ്സ് വന്നത് തൊട്ടടുത്തുള്ള 900 കിലോമീറ്റേഴ്സ് അകലെയുള്ള സൗത്ത് അമേരിക്കയിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗലപ്പാഗോസ് ഐലൻഡിലെ 13 സ്പീഷീസ് ഓഫ് ഫിഞ്ച് ബേർഡ്സിൻ്റെ ആൻസസ്റ്റർ സൗത്ത് അമേരിക്കയിൽ കാണണം. അദ്ദേഹം സൗത്ത് അമേരിക്കയിൽ നോക്കിയപ്പോൾ അവിടെ ആകെ ഒറ്റ സ്പീഷീസേ ഉള്ളൂ, അത് സീഡ് ഈറ്റിംഗ് ആണ്. അപ്പോൾ സൗത്ത് അമേരിക്കയിലെ സീഡ് ഈറ്റിംഗ് ആൻസസ്ട്രൽ ഫിഞ്ച് ബേർഡ് ഗലപ്പാഗോസ് ഐലൻഡിൽ വന്നപ്പോൾ 13 ഡിഫറൻറ്റ് സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്തു. ജോഗ്രാഫിക്കലായി അതൊരു ബയോജിയോഗ്രാഫിക് എവിഡൻസ് ആണത്. അപ്പോൾ എവിഡൻസസ് ഓഫ് എവല്യൂഷനിൽ ഒരു ബയോജിയോഗ്രാഫിക് എവിഡൻസ് എന്ന് പറയുന്നത് ഈ ഡാർവിൻസ് ഫിഞ്ചസ് തന്നെയാണ്. 2 ആനിമൽസ് ആർ കൺസിഡർഡ് മെമ്പേഴ്സ് ഓഫ് ദി ഡിഫറൻറ്റ് സ്പീഷീസ്. പറഞ്ഞല്ലോ, 2 ആനിമൽസ് ഡിഫറൻറ്റ് സ്പീഷീസ് ആണെങ്കിൽ ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കണം. പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരൊരു സ്പീഷീസ്, പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ 2 ഡിഫറൻറ്റ് സ്പീഷീസ്. ദേ കനോട്ട് ഇൻ്റർബ്രീഡ്. ഡാർവിൻ ബിലീവ്ഡ് ദാറ്റ് എ ജിറാഫ് ഹാസ് എ ലോങ് നെക്ക്. ലമാർക്ക് പറഞ്ഞ എന്താണ്? ജിറാഫിൻ്റെ ലോങ് നെക്ക് ഉണ്ടായത് കോൺസ്റ്റൻറ്റ് യൂസ് കൊണ്ടാണ്. ഒരു ജനറേഷനിൽ ജീവിച്ചിരുന്ന ജിറാഫ് കോൺസ്റ്റൻ്റായിട്ട് അതിൻ്റെ നെക്ക് സ്ട്രെച്ച് ചെയ്തപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് കൂടി, അത് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിങ്ങനെ പല പല ജനറേഷൻ കഴിഞ്ഞപ്പോൾ കോൺസ്റ്റൻറ്റ് യൂസ് കൊണ്ടും സ്ട്രെച്ചിങ് കൊണ്ടുമാണ്. പക്ഷേ ഡാർവിൻ പറഞ്ഞത് അങ്ങനെയല്ല. ആൻസസ്ട്രൽ ജിറാഫുകളുടെ കൂട്ടത്തിൽ ഷോർട്ട് നെക്ഡ് ജിറാഫുകളായിരുന്നു കൂടുതൽ. ചുരുക്കം അവരുടെ കൂട്ടത്തിൽ ലോങ് നെക്ഡ് ജിറാഫുകൾ ഉണ്ടായിരുന്നു. ഫുഡ് സ്കേഴ്സിറ്റി വന്നപ്പോൾ ലോങ് നെക്ഡ് ജിറാഫിന് കൂടുതൽ ഫുഡ് ടോപ്പുള്ള പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ കിട്ടി. അതുകൊണ്ട് അവരുടെ ഫിറ്റ്നസ് കൂടി, അവരുടെ ഫ്രീക്വൻസി ഇങ്ങനെ ഓരോ ജനറേഷൻ കഴിഞ്ഞപ്പോൾ കൂടുതൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒറിജിനൽ പോപ്പുലേഷനിൽ മെജോറിറ്റി ഓഫ് ജിറാഫുകളും ഷോർട്ട് നെക്ഡ് ആയിരുന്നു. ചുരുക്കം ചില ജിറാഫുകൾ ലോങ് നെക്ഡ് ഉണ്ടായിരുന്നു. ലോങ് നെക്ഡ് ജിറാഫുകൾക്ക് കൂടുതൽ ഭക്ഷണം കിട്ടി, അവരുടെ ഫിറ്റ്നസ് വർദ്ധിച്ചു, അവർ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ കാലക്രമേണ ഷോർട്ട് നെക്ഡ് ജിറാഫിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു. ലോങ് നെക്ഡ് ജിറാഫിനെ നാച്ചുറൽ സെലക്ഷൻ സെലക്ട് ചെയ്തു. അതാണ് അദ്ദേഹം പറഞ്ഞത്. ദ ആൻസസ് ജിറാഫ് ഗോട്ട് മോർ ഫുഡ്. ഇതാണ് എൻ്റെ ആൻസർ. Ancestral giraffe with slightly longer neck got more food and left more surviving offspring. Differential reproduction, fitness, reproductive fitness ആണ് പറയുന്നത്. Which of the following factors is not an embodiment or natural selection? നാച്ചുറൽ സെലക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? സെലക്റ്റീവ് ബ്രീഡിംഗ് അല്ല, റാൻഡം ബ്രീഡിംഗ് ആണ് വേണ്ടത്. ഇത് തെറ്റാണ്. നോട്ടായി വെച്ചിരിക്കുന്നത് ഇവിടെ. സെലക്റ്റീവ് ഇല്ല, റാൻഡം ബ്രീഡിംഗ്. അപ്പോൾ ഇതാണ് ആൻസർ. വിച്ച് ഈസ് നോട്ട് എ ഫാക്ടർ. സെലക്റ്റീവ് ബ്രീഡിംഗ് എവിടെ നടക്കുന്നത്? ആർട്ടിഫിഷ്യൽ സെലക്ഷനാണ്. ആർട്ടിഫിഷ്യൽ സെലക്ഷനിൽ സെലക്റ്റീവ് ബ്രീഡിങ്ങും നാച്ചുറൽ സെലക്ഷനിൽ അൺറെസ്ട്രിക്റ്റഡ് ബ്രീഡിങ്ങാണ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ നടക്കണമെങ്കിൽ നോൺ സെലക്റ്റീവ് ബ്രീഡിങ്ങും, ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടക്കണമെങ്കിൽ സെലക്റ്റീവ് ബ്രീഡിങ്ങും വേണം. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. വിച്ച് ഇൻഡിവിജ്വൽസ് ഔട്ട് ബ്രീഡ് ആൻഡ് ലീവ് മോർ പ്രോജനി ദാൻ അതേഴ്സ് ഇൻ എ പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു ഡാർവിൻ? ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽസിനെ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ദോസ് ഹു ആർ ബെറ്റർ ഫിറ്റ് ഇൻ ആൻ എൻവയൺമെൻറ്റ്. ഫിറ്റ്നസ് കൂടുതലുള്ളവർ അടുത്ത ജനറേഷനിലേക്ക് കൂടുതൽ ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ദോസ് ഹു ആർ ബെറ്റർ ഫിറ്റ് ഇൻ ആൻ എൻവയൺമെൻറ്റ്. അസർഷനും റീസണുമാണ്. അസർഷൻ, ഡാർവിൻസ് ഫിഞ്ചസ് ഷോ എ വെറൈറ്റി ഓഫ് ബീക്സ് suited for eating large seeds, flying insects and cactus seeds. അപ്പോൾ ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പറയുന്ന 13ഓളം ഡിഫറൻറ്റ് സ്പീഷീസിൽ ഓരോന്നും ഓരോ ആഹാരമാണ്. ഇൻസെക്റ്റ് ഈറ്റേഴ്സ് ഉണ്ട്, സീഡ് ഈറ്റേഴ്സ് ഉണ്ട്, ലീഫ് ഈറ്റേഴ്സ് ഉണ്ട്, കാക്ടസ് ഈറ്റേഴ്സ് ഉണ്ട്, വേം ഈറ്റേഴ്സ് ഉണ്ട്. 13 തരം ഫുഡ് ഹാബിറ്റ്സും അതിനനുസരിച്ചുള്ള 13 തരം ബീഡ് മോഡിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ, ancestral seed-eating stock of Darfinch radiated out from the South American mainland to different geographical areas of Galapagos Islands where they found competitor-free new habitat. സൗത്ത് അമേരിക്കയിലുള്ള ആൻസസ്ട്രൽ സീഡ് ഈറ്റിംഗ് ബേർഡ് സ്പീഷീസ് ഗലപ്പാഗോസ് ഐലൻഡിൽ വന്നപ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ അനേകം ഹാബിറ്ററ്റുകളുണ്ടായിരുന്നു. അവരൊരു ഹാബിറ്ററ്റിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ പല ഹാബിറ്ററ്റിൽ ജീവിക്കാൻ വേണ്ടി റേഡിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ both assertion and reason are true.
അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ അസർഷനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. An extinct genus of herbivorous dinosaur that first appeared during the Cretaceous period. Cretaceous period ജീവിച്ചിരുന്ന ഫസ്റ്റ് ഏതാണ്? ട്രൈസെററ്റോപ്സ്. പെലിക്കോസോർ എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് സിനാപ്സിഡ് റെപ്റ്റൈലാണ്. ടോട്ടോറ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ മാത്രം കാണുന്ന ഒരു പ്രിമിറ്റീവ് ലിസാർഡാണ്. ഇക്തിയോസോർ എന്ന് പറയുന്നത് ജുറാസിക് പീരീഡ് ജീവിച്ചിരുന്ന ഫിഷ് ലൈക്ക് റെപ്റ്റൈലാണ്. എന്നാൽ ട്രൈസെററ്റോപ്സ് മാത്രമാണ് ഇവിടെ ഡൈനോസർ എന്ന് പറയുന്നത്. ഇതൊരു ഡൈനോസറാണ്, എക്സ്റ്റിങ്ക്ട് ഡൈനോസർ. ട്രൈസെററ്റോപ്സിന് കാണ്ടാമൃഗത്തിനെ പോലെ ഇവിടെ 3 കൊമ്പുകൾ കാണാം. 3 കൊമ്പുകൾ ട്രൈസെററ്റോപ്സ്. ടെക്സ്റ്റിനകത്ത് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ട്രൈസെററ്റോപ്സ് എ ഹെർബിവോറസ് ഡൈനോസർ. പൊതുവേ പറഞ്ഞാൽ 4 കാലിൽ നടക്കുന്ന ഡൈനോസറൊക്കെ ഹെർബിവോഴ്സും 2 കാലിൽ നടക്കുന്നവരൊക്കെ കാർണിവോഴ്സാണ്. ക്വാഡ്രൂപ്പീഡൽ ഡൈനോസേഴ്സ് വേർ ഹെർബിവോഴ്സ്, ബൈപ്പീഡൽ ഡൈനോസേഴ്സ് വേർ കാർണിവോഴ്സ്. അപ്പോൾ ട്രൈസെററ്റോപ്സ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രൂപ്പീഡൽ ഹെർബിവോറസ് ഡൈനോസർ ഡ്യൂറിങ് ദ ക്രെറ്റേഷ്യസ് പീരീഡിലാണ്. അപ്പോൾ നമ്മൾ 45 ക്വസ്റ്റ്യനുമായി എവല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. So, thank you very much. Hello my dear students, good morning to all of you. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ZEOTS ക്വസ്റ്റ്യൻസുകളാണ്. നമുക്കറിയാം ജെനറ്റിക്സിനകത്ത് 2 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, സെക്കൻഡ് വൺ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതേപോലെ അടുത്ത 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ്. ഈ 4 ചാപ്റ്റേഴ്സിനെ നമ്മൾ എൻട്രൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏകദേശം 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ വർഷവും കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി which deals with the inheritance of characters from parents to progeny or offsprings അല്ലെങ്കിൽ young ones. It is called dash and the degree by which progeny differ from their parents is called dash. ശരിയാണല്ലോ. അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് മീൻസ് ക്യാരക്ടർ ട്രാൻസ്ഫർ ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് വൺ, അല്ലെങ്കിൽ പാരൻസ് ടു ഓസ്പ്രിങ്സ് എന്നൊക്കെ പറയും. അങ്ങനെ ആ റീസംബ്ലൻസ് അതേപോലെ കാണിച്ചാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക, ഹെറിഡിറ്റി എന്നാണ് വിളിക്കുക. അതിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണിച്ചാൽ അതിന് നമ്മൾ പറയുന്ന വേരിയേഷൻ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു പ്രോജനി ഈസ് കോൾഡ് ഹെറിഡിറ്റി. ഇസ് കോൾഡ് ഹെറിഡിറ്റി. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ബൈ വിച്ച് ദ പ്രോജനി ഡിഫർ ഫ്രം ദെയർ പാരൻസ് ഈസ് കോൾഡ് വേരിയേഷൻ. അപ്പോൾ നമുക്ക് പറയാം ഈ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷനായിട്ടുള്ള ഹെറിഡിറ്റിയും വേരിയേഷനും തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്നാപ്ഡ്രാഗൺ റെഡ് ഫ്ലവർ കളർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനൻറ്റ് ഓവർ വൈറ്റ് ഇഫ് എ ക്രോസ് ബിറ്റ്വീൻ 2 plants produced 16 red is to 32 pink is to 15 white flowered plants. What are the phenotypes of the parents? അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് തന്നിട്ടുണ്ട്. ആ റേഷ്യോ എന്ന് പറയുന്നത് 16:32:15 ആണ്. ഇതിനെ നമ്മൾക്ക് പറഞ്ഞാൽ നമുക്ക് പറയാം ഇത് 1:2:1. 1:2:1 എന്ന് പറയുന്നത് ഫിനോട്ടിപ്പിക് ആൻഡ് ജിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇൻകംപ്ലീറ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റിൽ പറയണമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡോമിനൻസിൽ പറയണമോ അതല്ല ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ പറയണമോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയും, ഇതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിനകത്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു ടേം ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ കാൾക്കോറൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരുണ്ടാവണം, കാരണം അദ്ദേഹമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോയും ജിനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്, അല്ലെങ്കിൽ സെയിം ആണെന്ന് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എക്സാമ്പിൾസ് പറയണം. എന്തൊക്കെയാണ് ആ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? അത് സ്നാപ്ഡ്രാഗൺ ആവാം, ഡോഗ് ഫ്ലവർ ആവാം, അല്ലെങ്കിൽ ആൻറ്റി റൈനം മേജസ് ആവാം,
മിറാബിലസ് ജലാപ്പെ ആവാം, അല്ലെങ്കിൽ 4 o'clock ആവാം, അല്ലെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിൻ പി ആവാം. അപ്പോൾ ഇത്രയും ടേംസുകൾ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയുന്നുണ്ട്? 1:2:1 എന്ന് പറയുന്ന ഒരു റേഷ്യോ പറയുന്നുണ്ട്. ഇങ്ങനെ കിട്ടണമെങ്കിൽ അത് എന്ത് തന്നെയാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാരൻസിൻ്റെ ഓസ്പ്രിങ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓസ്പ്രിങ്സിൻ്റെ റേഷ്യോ ഇതാണെങ്കിൽ പാരൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഹെട്രോസൈഗസ് നേച്ചറിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് പറയാം ഈ 1:2:1 എന്ന് പറയുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ F2 ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പാരൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പിങ്ക് ഇൻറ്റു പിങ്ക് എന്ന് തന്നെയാണ്. ശരിയാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ എത്തിച്ചേരുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ പൈസം സറ്റൈവം. പൈസം സറ്റൈവം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഗാർഡൻ ബി ആണ്. അവൻ്റെ 2n എന്ന് പറയുന്ന 14 ആണ്. n എന്ന് പറയുന്നത് 7 ആണ്. ഇതാണ് മെൻഡലിൻ്റെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ. റൗണ്ട് സൈഡ്സ് ആർ ഡോമിനൻ്റ് ഓവർ റിങ്കിൾഡ് സൈഡ്സ്. അപ്പോൾ ഇവിടെ ഡോമിനൻ്റ് എന്ന് പറയുന്ന റൗണ്ടാണ്, അതേസമയം റെസസീവ് എന്ന് പറയുന്ന റിങ്കിൾഡ് ആണ്. പിന്നെ റൗണ്ട് സൈഡഡ് പ്ലാന്റ്സ് വാസ് ക്രോസ്ഡ് വിത്ത് റിങ്കിൾഡ് സീഡഡ് 1. 82 റൗണ്ട് സൈഡഡ് പ്രോജനീസ് ആൻഡ് 81 റിങ്കിൾഡ്. Progenies were obtained. The genotype of the parents would be. നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്താൻ പറ്റുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് എത്തിച്ചേരേണ്ടതെന്ന് പറയുന്നത് 1:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഈ 1:1 എന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണെന്ന് നമുക്കറിയാം. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ. ഇനി മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F1 എന്ന് പറയുന്ന പ്ലാന്റിനെ അല്ലെങ്കിൽ പ്രോജനിയെ നമ്മൾ ആരുമായിട്ട്? റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ F1നെ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യണം. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? RR ഇൻറ്റു സ്മാൾ ആർ. അങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ എത്തിച്ചേരുക, ആൻസറിൽ എത്തിച്ചേരുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ലോക്കസ് ഫോർ റെഡ് ഐ കളർ ഇൻ ഡ്രോസോഫില ഇസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന റെഡ് ഐ കളർ ഇൻ ഡ്രോസോഫില, ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പെറ്റേൺലി ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്സ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോസോമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ നമുക്ക് എന്താണ് ഓട്ടോസോം എന്നറിയണം, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോസോം ആൻഡ് അലോസോം. എന്താണ് ഓട്ടോസോം, എന്താണ് അലോസോം? നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇത് രണ്ടും ടൈപ്പ് ഓഫ് ക്രോമസോംസുകളാണ്. ഓട്ടോസോം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്രോമസോമാണ്, അലോസോം എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ഓട്ടോസോംസ്? നമുക്കറിയാം നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശരിയാണല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ മുഴുവൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെക്ഷുവൽ ക്യാരക്ടർ എന്നും നോൺ സെക്ഷുവൽ ക്യാരക്ടർ. ഓക്കെ, അതിൽ നോൺ സെക്ഷുവൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളിരിക്കുന്ന ക്രോമസോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോസോംസ്. അപ്പോൾ ഓട്ടോസോംസ് ആർ എ ടൈപ്പ് ഓഫ് ക്രോമസോംസ് വിച്ച് കണ്ടെയ്ൻ ജീൻസ് ദാറ്റ് കൺട്രോൾ ദ നോൺ സെക്ഷുവൽ ക്യാരക്ടർ ഓഫ് ദാറ്റ് ഓർഗാനിസം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അലോസോം? അലോസോം ഈസ് എ ടൈപ്പ് ഓഫ് ക്രോമസോം which contain genes that control sexual character and non-sexual character. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അലോസോംസിനകത്ത് സെക്ഷുവൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുമുണ്ട്, നോൺ സെക്ഷുവൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുമുണ്ട്. ക്ലിയർ ആണല്ലോ. അതിൽ അലോസോംസിനകത്ത് ഇരുന്നു കൊണ്ട് നോൺ സെക്ഷുവൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്സ് ലിങ്ക്ഡ് ജീൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ the gene which control the non-sexual character of an organism but it can present in ഏതാണ് അലോസോംസ്. ദാറ്റ് ഈസ് കാൾഡ് സെക്സ് ലിങ്ക്ഡ് ജീൻ. ക്ലിയർ? ഇത്രയും നമുക്കറിയാം. അപ്പോൾ ഓട്ടോസോംസ് എന്തായിരുന്നു അറിയാം, അലോസോം എന്തായിരുന്നു അറിയാം, എന്താണ് സെക്സ് ലിങ്ക്ഡ് ജീൻ എന്ന് പറയാം. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നത് നോൺ സെക്ഷൽ ക്യാരക്ടർ ആയിരിക്കും, പക്ഷേ അത് കാണപ്പെടുന്നത് അലോസോമിനകത്തുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നേരെ മോർഗനിലോട്ട് വരാം.
മോർഗൻ എന്താണ് ചെയ്തത്? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ, സട്ടൻ ആൻഡ് ബോവറി കൊണ്ടുവന്ന ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ എന്ത് ചെയ്തു? എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതാണ് മോർഗൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തോമസ് ഹണ്ട് മോർഗൻ. ഓക്കെ, ഇദ്ദേഹം ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ തന്നെയാണ്. അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തു, അവിടെയും എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്ത് തന്നെയാണ്? ഡ്രോസോഫില മെലാനോഗാസ്റ്റർ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈ തന്നെയാണ്. ഓക്കെ, ഇനി ഇദ്ദേഹം ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസിനകത്ത് റെസിപ്രോക്കൽ ക്രോസാണ് ചെയ്തത്. എന്താണ് റെസിപ്രോക്കൽ ക്രോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഇനി അവിടെ അദ്ദേഹം കണ്ടുപിടിച്ചു ഡ്രോസോഫിലയുടെ ഐ കളറ്, അതേപോലെ ബോഡി കളറ്, അതേപോലെ വിങ് സൈസ്. ഐ കളറ്, ബോഡി കളറ്, വിങ് സൈസ്. ഇവിടെയെല്ലാം ഇദ്ദേഹം റെസിപ്രോക്കൽ ക്രോസ് ചെയ്തപ്പോൾ റേഷ്യോ ഡിഫറൻ്റ് ആയിട്ട് കണ്ടു. അതായത് ബ്രൗൺ ബോഡിയുള്ള ആരെ എടുത്തു? മെയിലായിട്ടുള്ള ഒരു ഡ്രോസോഫില എടുക്കുന്നു. യെല്ലോ ബോഡി ഉള്ള ഫീമെയിലായിട്ടുള്ള ഡ്രോസോഫില എടുത്തു, പ്രോജനീസിൻ്റെ റേഷ്യോ എഴുതി. അതേ സ്ഥലത്ത് തന്നെ യെല്ലോ ബോഡി ഉള്ള മെയിലിനെയും ബ്രൗൺ ബോഡി ഉള്ള ഫീമെയിലിനെയും എടുത്ത് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് റേഷ്യോ മാറുന്നു. അപ്പോൾ ബോഡി കളർ സെക്സ് മാറുമ്പോൾ ബോഡി കളറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതേപോലെ തന്നെ സെക്സ് മാറുമ്പോൾ ഐ കളറിൽ ചേഞ്ച് സംഭവിക്കുന്നു. അതേപോലെ തന്നെ സെക്സ് മാറുമ്പോൾ എന്തും മാറുന്നുണ്ട്? വിങ് സൈസും മാറുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഡ്രോസോഫിലയുടെ ബോഡി കളറ്, ഐ കളറ്, വിങ് സൈസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജീൻ എവിടെ ഇരിക്കുന്നു? സെക്സ് ക്രോമസോമിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് സെക്സസ് മാറുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ക്രോസിനകത്ത് റേഷ്യോ മാറുന്നത്. മനസ്സിലായി? അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഡ്രോസോഫിലയുടെ ബോഡി കളറ്, ഐ കളർ ആൻഡ് വിങ് സൈസ് കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ ഇരിക്കുന്നത് അലോസോംസിനകത്താണ്. അങ്ങനെ സെക്സ് ലിങ്ക്ഡ് ജീൻസിനെ കണ്ടെത്തി. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാം ഡ്രോസോഫിലയുടെ ഐ കളറ്, ബോഡി കളറ്, വിങ് സൈസൊക്കെ എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് ജീൻസ് ആണെന്ന് കണ്ടെത്തി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 5. Choose the wrong statement. Distance between linked genes will be inversely proportional to strength of the linkage. Distant genes yield more non-parental combination than parentals. Closer genes may give a more parental combination and some recombinants. Tightly linked genes on the same chromosome show very few recombination. ഇതെല്ലാം തന്നെ മോർഗൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിന് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ലിങ്കേജ്, ഇൻകംപ്ലീറ്റ് ലിങ്കേജുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ സട്ടൻ ആൻഡ് ബോവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്രോമസോമിനകത്ത് ഒരുപാട് ജീനുകളുണ്ടാവും. ശരിയല്ലേ? ഈ ജീനുകളെല്ലാം ഡി എൻ എയിൽ ലീനിയറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. കാരണം സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ ആണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നതിന്. അപ്പോൾ ഒരു ഡി എൻ എക്കകത്ത് അല്ലെങ്കിൽ ഒരു ക്രോമസോമിനകത്ത് ഒരുപാട് ജീനുകളുണ്ടാവും. ആ ജീനുകളെല്ലാം ലീനിയറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുമെന്ന് ആര് പറഞ്ഞു? സട്ടൻ ആൻഡ് ബോവറി പറഞ്ഞു. ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്താണ് മോർഗൻ. ഓക്കെ, അതിനുശേഷം അവർ പറഞ്ഞത് ഒരു ക്രോമസോമിനകത്തുള്ള എല്ലാ ജീനുകളും ഫിസിക്കലി അസോസിയേറ്റഡ് ആയിരിക്കും. ശരി, ആ ഫിസിക്കൽ അസോസിയേഷൻ നമ്മൾ പറയുന്ന പേരാണ് ലിങ്കേജ്. അതുകൊണ്ട് തന്നെ ഒരു ക്രോമസോമിനകത്തുള്ള എല്ലാ ജീനുകളെയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്ക്ഡ് ജീൻസ്. All the genes present in a same chromosome is called linked genes because it is participate in linkage. ശരിയാണല്ലോ? ഓക്കെ, ഇനി പറയുന്നു ആ ജീനുകൾ, ഒരു ക്രോമസോമിനകത്തുള്ള ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ലിങ്കേജിൻ്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആവും. അപ്പോൾ അവിടെ ക്രോസിംഗ് ഓവർ റേറ്റ് കുറയുകയും റീകോംബിനൻ്റ് റേറ്റ് കുറയുകയും ചെയ്യും. അതേസമയം അത് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ്. അതേസമയം ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ ലിങ്കേജിൻ്റെ സ്ട്രെങ്ത് വീക്കാവും. അപ്പോൾ ക്രോസിംഗ് ഓവർ റേറ്റ് കൂടും. അപ്പോൾ അതനുസരിച്ചിട്ട് അവിടുത്തെ റീകോംബിനൻസും കൂടും. ശരിയാണല്ലോ? അപ്പോൾ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ റീകോംബിനൻസ് കുറവായിരിക്കും. ആ റീകോംബിനൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ പാരൻ്റൽ ടൈപ്പിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ബിലോ 2% ആണെങ്കിൽ നമ്മളതിനെ കംപ്ലീറ്റ് ലിങ്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി അതല്ല 2 to 50 വരെയാണെങ്കിൽ, 2 to 50 വരെയാണെങ്കിൽ, റീകോംബിനൻ്റ് റേഷ്യോ 2 മുതൽ 50 വരെയാണെങ്കിൽ നമ്മളതിനെ ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആയിട്ടും കൺസിഡർ ചെയ്യും. പക്ഷേ കംപ്ലീറ്റ് ലിങ്കേജിൽ നമ്മൾ പറയുന്നത് പാരൻ്റൽ ടൈപ്പിനെക്കാട്ടിയും കുറവായിരിക്കും നോൺ പാരൻ്റൽ ടൈപ്പ്. നോൺ പാരൻ്റൽ മീൻസ് റീകോംബിനൻ്റ് ടൈപ്പ്. പക്ഷേ ഇൻകംപ്ലീറ്റിൽ നമ്മൾ പറയുന്നത് റീകോംബിനൻ്റ് റേഷ്യോ കൂടുതലാണ്, പക്ഷേ ഇവിടെ വരെ അതുള്ള 50, ഒരിക്കലും പാരൻസിനെക്കാട്ടി മുകളിലോട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നു എന്നുള്ളത്. ശരിയല്ലേ?
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത്. ശരിയല്ലേ? ഡിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് വീക്കാവുന്നു എന്നാണ് പറയുന്നത്. ശരിയാണല്ലോ? ഡിസ്റ്റൻ്റ് ജീൻസ് ഈൽഡ് മോർ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് ദാൻ പാരൻ്റൽ. ഒരിക്കലും എന്ത് കൂടാം? നോൺ പാരൻ്റൽ ടൈപ്പ് കൂടാം, പക്ഷേ അതൊരിക്കലും പാരൻറ്റിനെക്കാട്ടിയും കൂടുക. കാരണം 2 to 50 വരെ മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? നോൺ പാരൻ്റൽ ടൈപ്പ് അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് വരാൻ പാടുള്ളൂ. 50 വരെ. അപ്പോൾ പാരൻറ്റിനെക്കാട്ടിയും കൂടത്തില്ല. ഓക്കെ, അതാണ് പറയാം. പക്ഷേ അതെല്ലാം നമ്മൾ പറയുന്ന കംപ്ലീറ്റ് ലിങ്കേജ് ആണെങ്കിൽ നമുക്ക് പറയാം നോൺ പാരൻ്റൽ ടൈപ്പ് കുറവായിരിക്കും, പാരൻ്റ് ടൈപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ദാൻ പാരൻ്റാണ് പ്രശ്നം. അപ്പോൾ ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. ക്ലോസർ ജീൻസ് മേ ഗിവ് മോർ പാരൻ്റൽ കോമ്പിനേഷൻ ആൻഡ് സം റീകോമ്പിനൻസ്. ശരി തന്നെയാണ്. ടൈലി ലിങ്ക്ഡ് ജീൻസ് ഓൺ ദ സെയിം ക്രോമസോം ഷോ വെരി ഫ്യൂ റീകോമ്പിനേഷൻസും ശരിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. When yellow round heterozygous pea plant are self-fertilized, the frequency of occurrence of round yellow genotype among the offsprings. Heterozygous, yellow round heterozygous. അപ്പോൾ ക്രോസ് എന്ന് പറയുന്നത് യെല്ലോ റൗണ്ട് ഹെറ്ററോസൈഗസ്. ക്യാപിറ്റൽ Y സ്മാൾ y ക്യാപിറ്റൽ R സ്മാൾ r ഇൻറ്റു ക്യാപിറ്റൽ Y സ്മാൾ y ക്യാപിറ്റൽ R സ്മാൾ r. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവരെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ള റൗണ്ടും ഹോമോസൈഗസ് ആയിട്ടുള്ള യെല്ലോയും ഇങ്ങനത്തെ എത്ര പ്രോജനീസ് കിട്ടും അല്ലെങ്കിൽ ജീനോടൈപ്പ് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഇതൊരു ഡൈഹൈബ്രിഡ് F2 അല്ലെങ്കിൽ F1 പാരൻസ് ആണെന്നും ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് F2 ജീനോടൈപ്പിക് റിസൾട്ട് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡൈഹൈബ്രിഡിൻ്റെ F2 ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണെന്നും ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1:2:4:2:1:2:1 ആണെന്നും നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആൻസർ കണ്ടത്? ഇവിടെ നമുക്ക് കിട്ടുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്ന 4 ആണ്. ഇവിടെയും കിട്ടുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്ന 4 ആണ്. അത് ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോജനീസ് എന്ന് പറയുന്ന 16 ആണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ബൈ 16 കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഇവിടുത്തെ ഈ 16 പുനറ്റ് സ്ക്വയറിൽ നമ്മൾ ഈ 16 കോളമൊക്കെ വരച്ച് കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തെന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡബിൾ ഹോമോ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ Y ക്യാപിറ്റൽ Y ക്യാപിറ്റൽ R ക്യാപിറ്റൽ R, അതല്ല എങ്കിൽ സ്മാൾ y സ്മാൾ y സ്മാൾ r എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ Y ക്യാപിറ്റൽ Y സ്മാൾ r എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മാൾ y ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഡബിൾ ഹോമോസൈഗസ് എന്നാണ് പറയുക. ഇതിൻ്റെ ആൻസർ എപ്പോഴും 1/16 ആയിരിക്കും. ശരിയല്ലേ? ഇനി നമുക്ക് പറയേണ്ട 1 ഹോമോ 1 ഹെട്രോ റേഞ്ച് ആണ്. അപ്പോൾ ക്യാപിറ്റൽ Y ക്യാപിറ്റൽ R സ്മാൾ y ക്യാപിറ്റൽ R സ്മാൾ r, അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ Y സ്മാൾ y ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y സ്മാൾ y സ്മാൾ r. ഇത് 1 ഹോമോ 1 ഹെട്രോ, ഇതെപ്പോഴും 2 ആയിരിക്കും, അല്ലെ 2/16 ആയിരിക്കും. ശരി. ഇനിയിപ്പോൾ നമുക്ക് പറയേണ്ടത് ഡബിൾ ഹെട്രോസൈഗസ് ആണ്. അതായത് ക്യാപിറ്റൽ Y സ്മാൾ y ക്യാപിറ്റൽ R സ്മാൾ r. ഇത് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 4 ആയിരിക്കും, അല്ലെങ്കിൽ 4/16 ആയിരിക്കും. ശരിയാണല്ലോ? അപ്പോൾ ഇതാണ് 1:2:1:4:2:1:2:1 എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 ഹോമോ 1 ഹെട്രോയാണ്. 1 ഹോമോ 1 ഹെട്രോ എന്ന് പറയുന്നത് എപ്പോഴും 2/16 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ 2/16 കിട്ടും. അല്ല നമ്മൾ പുനറ്റ് സ്ക്വയറോ 16 കോളൊന്നും വരയ്ക്കാൻ പോകണ്ട. ഇതായിരിക്കും F2 റിസൾട്ട് എന്ന് പറയാം. ഡബിൾ ഹോമോ ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ. 1 ഹോമോ 1 ഹെട്രോ ആണെങ്കിൽ 2 ആണ് ആൻസർ. അതല്ല ഡബിൾ ഹെട്രോ ആണെങ്കിൽ 4 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. കൺസിഡർ ദ ഫോളോയിങ്. ചൂസ് ദ ഓപ്ഷൻസ് ദാറ്റ് കണ്ടെയ്ൻ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി. ബാക്ക്ക്രോസ് ഈസ് ബിറ്റ്വീൻ F1 ആൻഡ് പാരൻറ്റ്. ശരിയാണല്ലോ? ബാക്ക്ക്രോസ് എന്ന് പറയുന്നത് F1 ഇൻറ്റു എനി വൺ ഓഫ് ദ പാരൻറ്റ്. ശരി തന്നെയാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഓർഗാനിസം ഇൻ വിച്ച് ദ അലീലിക് പെയർസ് ആർ സിമിലർ ഈസ് കാൾഡ് ഹോമോസൈഗസ്. സിമിലർ ഈസ് കാൾഡ് ഹോമോസൈഗസ് തന്നെയാണ്. അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരിക്കലും പോളിജനിക് ഇൻഹെറിറ്റൻസ് അല്ല. പോളിജനിക് ഇൻഹെറിറ്റൻസിന് നമുക്ക് വരുന്നത് സ്കിൻ കളറ്, അതല്ലെങ്കിൽ ഹൈറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, ഇൻ്റലിജൻസ് എക്സെട്ര. ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്
നമുക്ക് പറയാം ഇങ്ങനെയാണ് ഒരു എ വരുന്നതെങ്കിൽ ഇത് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളായിട്ട് പറയും. അതല്ല ഇങ്ങനെയാണ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ കാണിക്കുന്നത് എ ബി എന്ന് പറയുന്നതാണെങ്കിൽ കോ ഡോമിനൻസിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയും. പിന്നെ നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ എ എന്ന് പറയുന്നത് ഐ ബി എന്ന് പറയുന്നത് ഐ ഒ എന്ന് പറയുന്ന 3 അലീലുകളാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന മൾട്ടിപ്പിൾ അലീലിസം കാണിക്കുന്നു എന്ന് പറയാം. ഇവിടെയൊക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പ് എക്സാമ്പിളായിട്ട് വരിക. അപ്പോൾ ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അടുത്ത മെൻഡൽ സ്റ്റാർട്ടഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഇൻ പീ പ്ലാന്റ് ഇൻ ദ ഇയർ 1865. തെറ്റാണ്, 1856 ആണ് വരേണ്ടത്. അല്ലെങ്കിൽ നമുക്കറിയാം 1856 to 1863 ഇങ്ങനെ 7 വർഷങ്ങളിലാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതും റോങ് ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് എ ആൻഡ് ബി ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്ത മെൻഡൽ ഹൈബ്രൈസ്ഡ് a pure breeding yellow seed plants with pure green seed plants. All the offsprings produced yellow seeds in the plants. The allele of a yellow seeded color is. നമുക്കറിയാം 2 പേരെ ക്രോസ് ചെയ്തത് ആരെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. യെല്ലോ സീഡഡിനെയും അതേപോലെ തന്നെ പ്യുവർ ഗ്രീൻ സീഡിനെയും തമ്മിലാണ്. അപ്പോൾ സീഡ് കളറാണ് ഇവിടുത്തെ ക്യാരക്ടർ എന്ന് നമുക്കറിയാം. ട്രൈറ്റ് എന്ന് പറയുന്ന ഒന്ന് യെല്ലോയും ഒന്ന് ഗ്രീനുമാണെന്നറിയാം. അവിടെ കിട്ടിയ പ്രോജനീസ് എന്ന് പറയുന്നത് ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് യെല്ലോ സീഡ്സ്. ആൾ ദ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ യെല്ലോ സീഡ്. ഇങ്ങനെ വരണമെങ്കിൽ ഇയാളെ ഡോമിനൻ്റ്. അപ്പോൾ ഇത് ഡോമിനൻ്റ് ആയിട്ടും ഇത് റെസസീവായിട്ടും വേണം. അപ്പോൾ യെല്ലോ ഡോമിനൻസ് ഓവർ ഗ്രീൻ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം അലിയിൽ ദ യെല്ലോ സീഡ് കളർ ഈസ് ഡോമിനൻ്റ് ഓവർ ഗ്രീൻ. അതുകൊണ്ടാണ് ആൾ ആർ യെല്ലോ സീഡഡ് വരാൻ കാര്യം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. Question number 9. In a heterozygous plant for one character, the 2 types of gametes are produced. This explained on. നമുക്ക് നോക്കാം. ഇതാണ് ഹെട്രോസൈഗസ്. ഡ്യൂറിങ് ദ ഗമീറ്റ് ഫോർമേഷൻ ഡിസിമിലർ പെയേഴ്സ് ആർ സെപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ഗമീറ്റ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഗമീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മോണോഹൈബ്രിഡ് ക്രോസ് ആണെന്ന് നമുക്കറിയാം. മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് മെൻ്റൽ 2 ലാസാണ് കൊണ്ടുവന്നത്. ഒന്ന് ലൈ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തത് ലൈ ഓഫ് സെഗ്രിഗേഷൻ. ലൈ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഡിസിമിലർ പെയർ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഡോമിനൻ്റ് ചെയ്യുകയും മറ്റേ ആൾ റെസസീവായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതല്ല ഇവിടെ പറഞ്ഞേക്കുന്ന ലൈ ഓഫ് സെഗ്രിഗേഷൻ. ശരിയാണല്ലോ? അപ്പോൾ മെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് വൈയും, ഇവിടെ എക്സ് വേറെ പോകുന്നു, വൈ വേറെ പോകുന്നു. ഇവിടെയൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈ ഓഫ് സെഗ്രിഗേഷൻ തന്നെയാണ്. അപ്പോൾ ആൻസർ ഇവിടുത്തത് ലൈ ഓഫ് സെഗ്രിഗേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. മോഡിഫൈഡ് അലീൽ ഓഫ് എ ജീൻ ഈസ്. മോഡിഫൈഡ് അലീൽ ഓഫ് എ ജീൻ ഈസ്. ഇത് പറയുന്ന കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസിനകത്താണ് നമ്മൾ ഇത് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരാളെ നമ്മൾ അൺമോഡിഫൈഡ് അലീലെന്നും ഒരാളെ നമ്മൾ മോഡിഫൈഡ് അലീലെന്നും പറയും. അൺമോഡിഫൈഡ് അലീൽ എപ്പോഴും മോഡിഫൈ ചെയ്തില്ല, ആ ക്യാരക്ടർ എപ്പോഴും എക്സ്പ്രസ് ചെയ്യും. ശരിയല്ലേ? നമുക്കറിയാം ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ജീൻ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ഉണ്ടാക്കുന്നു. ആ mRNA എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ആ പ്രോട്ടീൻ്റെ കാലറി പവർ കിട്ടുമ്പോഴത്തേക്ക് എൻസൈമായിട്ട് മാറുന്നു. ആ എൻസൈം ഒരു സബ്സ്റ്റൻറ്റിനെ പ്രോഡക്റ്റ് ആക്കുന്നു. ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ക്യാരക്ടറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ ഈ ജീൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മോഡിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ക്യാരക്ടർ പുറത്തു വരും. ഇനി രണ്ടാമത്തെ മോഡിഫൈഡ് എന്ന് പറയുന്ന ആളിന് 3 കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ടെന്ന് പറയുന്നത് നോൺ ഫങ്ഷണൽ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അയാൾ ആ ക്യാരക്ടർ പുറത്ത് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയാം അയാൾ എപ്പോഴും മ്യൂട്ടേറ്റഡ് ആണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ മോഡിഫൈഡ് അലീൽസ് ആർ മ്യൂട്ടേറ്റഡ് അലീൽസ്. The gene controlling human blood group has 3 alleles, IA, IB and IO. With this, how many types of phenotypes are possible? ഇത് നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പാണ്. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതെ പഠിച്ച് വയ്ക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. കാണാതെ പഠിക്കാമെന്നല്ല, അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് ക്യാരക്ടർ ബ്ലഡ് ഗ്രൂപ്പാണ്. 2 എന്ന് പറയുന്നത് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ. ഇവിടെ ഐ ജീനാണ്, സിംഗിളാണ്. 3 അവിടുത്തെ ഫീനോടൈപ്പ്. 4 പേരാണുള്ളത്. എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് അടുത്ത ജീനോടൈപ്പാണ്, 6 പേരാണ്. IA അല്ലെങ്കിൽ IA-IO, IB അല്ലെങ്കിൽ IB-IO എന്ന് പറയുന്നത്, IA-IB എന്ന് പറയുന്നത്, IO എന്ന് പറയുന്ന 6 ജീനോടൈപ്പുകളാണുള്ളത്. പിന്നെ നമുക്കറിയേണ്ടത് ഗമീറ്റ്സ്. അവിടെ 3 ഗമീറ്റുകളാണ് വരുന്നത്. അത് IA-IB-IO എന്ന് പറയുന്ന ഗമീറ്റുകളാണ്. ശരി, ഇനിയുള്ളത് ക്രോസാണ്. എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ എയുമായിട്ട് ക്രോസ് ചെയ്യുക, എയും ബിയുമായിട്ട് ക്രോസ് ചെയ്യുക, എയും AB-യുമായിട്ട് ക്രോസ് ചെയ്യുക, എയും ഒയുമായിട്ട് ക്രോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബിയും തമ്മിൽ ക്രോസ് ചെയ്യുക, ബിയും ഒയും തമ്മിൽ ക്രോസ് ചെയ്യുക, ബിയും AB-യും തമ്മിൽ ക്രോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് AB-ആയിട്ട് ക്രോസ് ചെയ്യുക. പിന്നെ ഒയുമായിട്ട് ക്രോസ് ചെയ്യുക, ഒയും AB-ആയിട്ട് ക്രോസ് ചെയ്യുക. അങ്ങനെ 10 ക്രോസുകളും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഈസിയാണ്. അപ്പോൾ ആദ്യം പറയേണ്ടത് ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് ഫിനോടൈപ്പ്, അത് കഴിഞ്ഞിട്ട് ജീനോടൈപ്പ്, അത് കഴിഞ്ഞിട്ട് ഗമീറ്റ്സ്, അത് കഴിഞ്ഞിട്ട് ക്രോസസ്. 10 ക്രോസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫിനോടൈപ്പ് ഇസ് 4, ജീനോടൈപ്പ് ആണെങ്കിൽ 6, ഗമീറ്റ് ആണെങ്കിൽ 3 ആണ്, ജീനാണെങ്കിൽ 1 ആണ്. ഓക്കെ, മെസോളം ഡോമിനൻസ് ഉണ്ട്, കോഡോമിനൻസ് ഉണ്ട്, പ്ലിയോട്രോപ്പിസം ഉണ്ട്, പോളിജനിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. നോക്കാമല്ലോ, എന്താണ് ഡോമിനൻസ് നിങ്ങൾക്കറിയാം, എന്താണ് കോഡോമിനൻസ് എന്നറിയണം, എന്താണ് പ്ലിയോട്രോപ്പിസം അറിയണം, എന്താണ് പോളിജനിക് എന്നറിയണം. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസിമിലർ പെയർ വരുമ്പോൾ ഒരാൾ എക്സ്പ്രസ് ചെയ്യും, മറ്റേ ആൾ സപ്രസ് ചെയ്യും. കോഡോമിനൻസിനെ 2 പേരും ഈക്വലി എക്സ്പ്രസ് ചെയ്യണം. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യണം. പോളിജീൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ ഒന്നിൽ കൂടുതൽ ജീനുകൾ പങ്കെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരുമായിട്ട് റിലേറ്റ് ചെയ്യാം. ശരിയല്ലേ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോമിനൻസ്. ഇൻ എ ഹെറ്ററോസൈഗസ് ഓർഗാനിസം ഓൺലി 1 allele is expressed. അപ്പോൾ എ എന്ന് പറയുന്നതിനെ നമുക്ക് ആരുമായിട്ട് കൂട്ടുപിടിക്കാം? 2. അടുത്ത ബി, കോഡോമിനൻസ്. ഇൻ എ ഹെറ്ററോസൈഗസ് ഓർഗാനിസം ബോത്ത് ദ അലീൽസ് ആർ എക്സ്പ്രസ് ദംസെൽവ്സ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 3 ആയിട്ട് മാറും. പ്ലിയോട്രോപ്പിസം, മെനി ജീൻസ് ഗവൺ ഇൻ എ സിംഗിൾ ക്യാരക്ടർ. മെനി ജീൻസ് വരുന്ന പോളിജനിക്കലാണ്. അപ്പോൾ എ സിംഗിൾ ജീൻ ഇൻഫ്ലുവൻസസ് മെനി ക്യാരക്ടേഴ്സ്. അപ്പോൾ സി എന്ന് പറയുന്നത് 4ലോട്ട് പോകും. അങ്ങനെയാണ് ഡി എന്ന് പറയുന്നത് 1ലോട്ട് വരും. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കണ്ടെത്താൻ പറ്റും. 2 ആണ് ആൻസറായിട്ട് വരും. ക്ലിയർ ആണല്ലോ? ശരി. മൾട്ടിപ്പിൾ അലീൽസ് വിൽ ബി ലൊക്കേറ്റഡ്. അപ്പോൾ നമുക്കറിയാവുന്ന ജനറലി ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2 അലീലുകളായിരിക്കും, ഒരു ജീനായിരിക്കും. അപ്പോൾ നമ്മൾ പറയുക ഇതൊരു ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ബൈവാലൻ്റ് നേച്ചർ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു അലീൽ ഇവിടെ ഇരിക്കും, അടുത്ത അലീൽ ഇവിടെ. ഇതിനാണ് നമ്മൾ സെയിം ലോക്കസ് എന്നൊക്കെ പറയുക. ശരിയാണല്ലോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 2 അലീൽസ് ഇൻ എ സിംഗിൾ ക്യാരക്ടർ, ദാറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ അലീൽസ്. അതെവിടെ കാണുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഓൺലി ഇൻ എ പോപ്പുലേഷൻ സ്റ്റഡി. പോപ്പുലേഷനിലാണ്. ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ 2 അലീൽസ്. ശരി, ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പാണ് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന IA ഉണ്ട്, IB ഉണ്ട്, IO ഉണ്ട്. ശരിയാണല്ലോ? പക്ഷേ ഒരാളിൽ ഈ 2 അലീൽ മാത്രമേ കാണുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എടുക്കുമ്പോഴാണ് A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്, B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്, AB ഉള്ളത്, O ഉള്ളത്. അപ്പോൾ നമുക്ക് പോപ്പുലേഷനിൽ മാത്രമേ മൾട്ടിപ്പിൾ അലീൽസ് പറയാൻ പറ്റുള്ളൂ. സിംഗിൾ പേഴ്സണിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൽ നമുക്ക് എപ്പോഴും 2 അലീലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ അലീൽസ് വിൽ ബി ലൊക്കേറ്റഡ് ഇൻ at the same locus of the homologous chromosome. Answer is at the same locus. Clear? During meiosis, the alleles of a parent pair separate from each other. How many alleles of a pair will be transferred to a gamete? Gamete is haploid. അതുകൊണ്ട് തന്നെ ആൻസർ എപ്പോഴും 1 തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഗമീറ്റ് എന്ന് പറയുന്ന ഏതൊരു ഓർഗാനിസം, ഹെമീറ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഹാപ്ലോയിഡ് നേച്ചറുമായിരിക്കും. അതുകൊണ്ട് അവിടെ പാസ് ചെയ്യുന്നത് എപ്പോഴും ഒരു അലീൽ മാത്രമേ പോകാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് ആൻസർ 1 തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻ ഗിനിയ പിഗ്സ് ബ്ലാക്ക് കളർ ഈസ് ഡോമിനന്റ് ഓവർ വൈറ്റ്. വെൻ എ പ്യുവർ ബ്ലാക്ക് ഗിനി പിഗ് ഈസ് ക്രോസ്ഡ് ടു എ വൈറ്റ് വൺ, വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ ബ്ലാക്ക് F2 ഈസ് എക്സ്പെക്റ്റഡ് ടു ഹെറ്ററോസൈഗസ്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആരുമായിട്ട് ക്രോസ് ചെയ്യണം? വൈറ്റുമായിട്ട് ക്രോസ് ചെയ്യണം. വെൻ എ പ്യുവർ ബ്ലാക്ക് ഗിനി പിഗ് ഈസ് ക്രോസ്ഡ് വിത്ത് വൈറ്റ് വൺ, ദ ഫ്രാക്ഷൻസ് ഓഫ് ദ F2. അപ്പോൾ F2 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവനായിരിക്കും. ഇനി F2 എന്ന് പറയുന്നത് ഇത് F1. അപ്പോൾ F2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ F2 ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും ആൻസറായിട്ട് വരിക. ശരിയല്ലേ? ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? F2 എക്സ്പെക്റ്റഡ് ടു ഹെറ്ററോസൈഗസ് നേച്ചറാണ്.
അപ്പോൾ ഹെട്രോസൈഗസ് നേച്ചറിലുള്ള എന്തെടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ ബ്ലാക്ക് F2 എക്സ്പെക്റ്റഡ് ടു ബി ഹെട്രോസൈഗസ്. ബ്ലാക്ക് എന്ന് പറയുന്ന ടോട്ടൽ 3 കിട്ടുന്നുണ്ട്. അതിൽ ഹെട്രോസൈഗസ് നേച്ചർ എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എത്രയായിരിക്കും? ടോട്ടൽ 3 ആണ്. അതിൽ ഹെട്രോസൈഗസ് നേച്ചർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് ആൻസർ എപ്പോഴും 2/3 ആയിരിക്കും ഇവിടെ ആൻസറായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 16. എ ബോയ് ഹാസ് O blood group. വാട്ട് ഈസ് ട്രൂ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദിസ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹിസ് കേസ്? പറഞ്ഞേക്കുന്നത് ബോയ് എന്ന് പറയുന്ന O ബ്ലഡ് ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ പാരൻസ് എന്താവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം. ഹിസ് മദർ കുഡ് ബി വിത്ത് AB ആൻഡ് ദ ഫാദർ O. AB വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിന് നമുക്ക് എന്ത് കിട്ടില്ല? O ബ്ലഡ് ഗ്രൂപ്പ് കിട്ടില്ല. O കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 2 പേരും ഹെട്രോസൈഗസ് AO BO ആയിരിക്കണം, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് Aയും Bയും AO BO ഇൻറ്റു O ആയിരിക്കണം, അല്ലെങ്കിൽ O ഇൻറ്റു O ആയിരിക്കണം. അതിലേ കിട്ടുള്ളൂ. അത് നമുക്ക് ക്ലിയർ ആണ്. ഇനി നോക്കിയാൽ മതിയല്ലോ. ബോത്ത് ഹിസ് പാരൻസ് കുഡ് ബി ഹെട്രോസൈഗസ് A ഗ്രൂപ്പ്. ശരിയാവാം. അടുത്ത ഹിസ് ഫാദർ കുഡ് ബി ഹോമോസൈഗസ് B. ഹോമോസൈഗസ് B എന്ന് ഒരിക്കലും വരത്തില്ല. ഹിസ് മദർ കുഡ് ബി ഹോമോസൈഗസ് A. വരത്തില്ല. ഹോമോസൈഗസ് ആണെങ്കിൽ ഒരിക്കലും O ബ്ലഡ് ഗ്രൂപ്പ് വരാൻ ചാൻസ് ഇല്ല. ശരിയാണല്ലോ. അപ്പോൾ ആൻസർ ഇതാണ്. ഇതിന് പകരം വേണമെങ്കിൽ 2 പേരും ഇവിടെ പറഞ്ഞാൽ 2 പേരും ഹെട്രോസൈഗസ് AO BO ആവാം. A എന്നാണ് പറഞ്ഞാൽ B വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ ഒരാൾ ഹെട്രോസൈഗസ് AO BO പ്ലസ് അടുത്ത ആൾ O ആയിരിക്കണം, അല്ലെങ്കിൽ 2 പേരും O ആയിരിക്കണം. ഇവിടുത്തെ ആൻസർ എപ്പോഴും നമുക്ക് 2 തന്നെ പറയാൻ പറ്റും. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്? കോഡോമിനൻസ് ദ F1 പ്രോജനീസ് റീസംബിൾസ് ദ ബോത്ത് ദ പാരൻസ്. കോഡോമിനൻസ് ആണ്, ബോത്ത് പാരൻസ് ആണ്. ശരിയാണ്. ഇൻ ആൾ ഓർഗാൻസ് ആർ റെസ്പെക്റ്റീവ് ടു പ്ലോയിഡി ദർ ആർ 2 അലീൽസ് ഫോർ എ ജീൻ. തെറ്റാണ്. എപ്പോഴും 2 എന്ന് പറയുന്നത് തെറ്റാണ്. മൾട്ടിപ്പിൾ അലീൽസത്തിൽ നമുക്ക് മോർ ദാൻ 2 കാണാൻ പറ്റും. അടുത്ത ഇൻ ഹ്യൂമൻ ബീയിങ്സ് ദ ബ്ലഡ് ഗ്രൂപ്പ് അലീൽ I വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ആൻറ്റിജൻ. ശരി തന്നെയാണ്. അടുത്ത മൾട്ടിപ്പിൾ അലീൽസ് ക്യാൻ ബി ഫൗണ്ട് ഓൺലി വെൻ എ പോപ്പുലേഷൻ ഈസ് സ്റ്റഡീഡ്. പോപ്പുലേഷൻ സ്റ്റഡിയിൽ മാത്രമാണ് നമുക്ക് മൾട്ടിപ്പിൾ അലീൽസിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 മാത്രമാണ് റോങ് ആയിട്ട് വരിക. അപ്പോൾ ആൻസർ 2 ഓൺലി തന്നെയാണ്. ഓക്കെ. ക്രോമസോം തിയറി ഓഫ് ഹെറിഡിറ്റി പ്രൊപ്പോസ്ഡ് ഡ്യൂറിങ്. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഹെറിഡിറ്റി പ്രൊപ്പോസ്ഡ് ബൈ 1902. ആരാണെന്നറിയാലോ? സാട്ടൺ ആൻഡ് ബോവറി. സ്റ്റഡി ദ പെഡിഗ്രി ചാർട്ട് ഗിവൺ ബിലോ. വാട്ട് ഡസ് ഇറ്റ്? ഇതൊരു പെഡിഗ്രി ചാർട്ടാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പാരൻസിൽ 2 പേരിലും ഇല്ല, പക്ഷേ ഓസ്പ്രിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? റെസസീവ് ആണെന്നറിയാം. ശരിയല്ലേ? അപ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് എ കണ്ടീഷൻസിലേക്ക് ഫിനൈൽ കീറ്റോണിയ ആസ് ആൻ ഓട്ടോസോമൽ റെസസീവ്. ശരി തന്നെയാണ്. ഫിനൈൽ കീറ്റോണിയൂറിയ എന്ന് പറയുന്നത് ഓട്ടോസോമൽ റെസസീവ് തന്നെയാണ്. ദ പെഡിഗ്രി ചാർട്ട് ഈസ് റോങ് ആസ് ദിസ് നോട്ട് പോസിബിൾ. അത് റോങ് തന്നെയാണ്. അടുത്ത ഇൻഹെറിറ്റൻസ് ഓഫ് എ റെസസീവ് സെക്സ് ലിങ്ക്ഡ് ഡിസീസിലേക്ക് ഹീമോഫീലിയ. തെറ്റാണ്. അടുത്ത ഇൻഹെറിറ്റൻസ് ഓഫ് എ സെക്സ് ലിങ്ക്ഡ് ഇൻബോൺ ഡിസീസ്. ശരി തന്നെയാണ്. ആൻസർ ഇൻഹെറിറ്റൻസ് ഓഫ് എ ഇത് ഓട്ടോസോമൽ റെസസീവ് ആണ്. ഓട്ടോസോമൽ റെസസീവിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഡിസോർഡർ തന്നെയാണ് ഫിനൈൽ കീറ്റോണിയൂറിയ എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ. അടുത്തിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? ക്രോസിംഗ് ദ F1 ഹൈബ്രിഡ് വിത്ത് എ ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽ ഈസ് കാൾഡ് ടെസ്റ്റ് ക്രോസ്. ശരി തന്നെയാണ്. അടുത്ത ഫോർ സെക്സ് ലിങ്ക്ഡ് ട്രൈറ്റ്സ് റെസിപ്രോക്കൽ ക്രോസ് ഡോണ്ട് ഗിവ് ദ സെയിം റിസൾട്ട്. ഒരിക്കലും കിട്ടത്തില്ല. റെസിപ്രോക്കൽ ക്രോസ് മാറും. മെയിൽ ഫീമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്ക് സെക്സ് ലിങ്ക്ഡ് ആണെങ്കിൽ ഡിസോർഡറിൽ കിട്ടുന്ന ഡിഫറൻറ്റ് റേഷ്യോ തന്നെയാണ്. ടെസ്റ്റ് ക്രോസ് ഡിസ്റ്റിങ്ക്യൂഷ് ദ ഹോമോസൈഗോസിറ്റി ആൻഡ് ഹെട്രോസൈഗോസിറ്റി. ശരി തന്നെയാണ്. നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നു എന്ന് പറയുന്നത്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഇത് അല്ലെങ്കിൽ ടോളും കിട്ടും, ഡാർഫും കിട്ടും. അപ്പോൾ ഹെട്രോസൈഗസും ഹോമോസൈഗോസിറ്റിയും നമുക്കവിടെ കണ്ടുപിടിക്കാൻ പറ്റും. സിക്കിൾ സെൽ ട്രൈറ്റ് റെപ്രസെൻറ്റ്സ് ദ സിക്കിൾ സെൽ ട്രൈറ്റ് റെപ്രസെൻറ്റ്സ് ദ HBS. തെറ്റാണ്. സിക്കിൾ സെൽ ട്രൈറ്റ് എന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയ നമ്മൾ എടുത്താൽ നോർമൽ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് HbA ആണ്. ശരിയല്ലേ? അടുത്തത് എന്ന് പറയുന്നത് അഫക്റ്റഡ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് HbS. ഇവിടെ ക്യാരിയർ ഇല്ല, പകരം നമ്മൾ പറയുന്ന ട്രൈറ്റ് എന്നാണ്. അപ്പോൾ സിക്കിൾ സെൽ ട്രൈറ്റ് എന്ന് പറയുന്നത് HbSനെയാണ് നമ്മൾ സിക്കിൾ സെൽ ട്രൈറ്റ് എന്ന് പറഞ്ഞത്, അല്ല HbS അല്ല. അപ്പോൾ ഇറ്റ്സ് എ റോങ്. അപ്പോൾ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്?
ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെ എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. ആൻറ്റിറൈനം മേജസ്, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ, അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ, അല്ലെങ്കിൽ മിറാബിലസ് ജലാപ്പ, അതുമല്ലെന്നുണ്ടെങ്കിൽ 4 o'clock, അതുമല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇൻ പി. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇൻ പി ഉണ്ട്. സോ ആൻസർ ഈസ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇൻ പി. സപ്പോസ് എ പേഴ്സൺ ഈസ് ഹോമോസൈഗസ് ഫോർ എ ആൻഡ് ഡി ആൻഡ് ഹെട്രോസൈഗസ് ഫോർ ദ ജീൻ എഫ്. ഹൗ മെനി ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്? ഇവിടെ ഹോമോസൈഗസ് ആണ് പറഞ്ഞേക്കുന്ന, എയും ഡിയും ഹോമോസൈഗസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള എഫ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് 2 തന്നെയാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇത് ഹോമോസൈഗസ് ആണ്, അടുത്തതും ഹോമോസൈഗസ് ആണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹെട്രോസൈഗസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ADF എന്നും, അല്ലെങ്കിൽ AD സ്മാൾ എ സ്മാൾ ഡി ക്യാപിറ്റൽ എഫും സ്മാൾ എ സ്മാൾ ഡി സ്മാൾ എഫും. ആൻസർ 2 തന്നെയാണ്. ഓക്കെ, ആരൊക്കെയും ചോദിച്ചാൽ ഓക്കെ. ഓൾ ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ക്രോമസോം. ആര് പറഞ്ഞു? സട്ടൺ ബോറി പറഞ്ഞു. സിംഗിൾ ക്രോമസോം ഹാവ് മെനി ജീൻസ് വിച്ച് ആർ അറേഞ്ച്ഡ് ലീനിയർലി. ശരി, ആൾ ദ ജീൻസ് പ്രസൻറ്റ് ഇൻ സെയിം ക്രോമസോം ഈസ് കോൾഡ് ലിങ്ക്ഡ് ജീൻസ് ഈസ് എ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫോം ഓൺ ലിങ്കേജ് ഗ്രൂപ്പ്. ഫോംസ് ഓൺ ലിങ്കേജ് ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ? മെൻഡേലിയൻ ക്വസ്റ്റ്യൻ നമ്പർ 24. മെൻഡേലിയൻ റീഡിസ്കവറി ബൈ. മെൻഡേലിയൻ റീഡിസ്കവറി ചെയ്ത് ആരൊക്കെയാണ് നമുക്കറിയാം? ഡീവ്രസ്, കോറൻസ്, ഷെർമാർക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ആൻസർ നമുക്കറിയാം. ഡീവ്രസ്, കോറൻസ് ആൻഡ് ഷെർമാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ്, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് വീക്ക് ആവുന്നു. ലിങ്കേജ് വീക്ക് ആവുമ്പോൾ ക്രോസിംഗ് ഓവർ റേറ്റ് കൂടുന്നു. അപ്പോൾ എന്തും കൂടുന്നു? റീകോമ്പിനേഷൻ റേഷ്യോയും കൂടും. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് പെർസെൻറ്റേജ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. കൂടുമ്പോൾ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ റേറ്റ് കൂടും. സോ ആൻസർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ ആൻഡ് ദ റിമൈനിങ് ക്രോമസോംസ് വിച്ച് ആർ നോട്ട് ഇൻവോൾവ് ഇൻ ദ സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ കാണിക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? അലോസോം എന്ന് വിളിക്കാം. ബാക്കിയുള്ള ക്യാരക്ടർ, നോൺ സെക്ഷൽ ക്യാരക്ടർ കാണിക്കുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓട്ടോസോം എന്ന് വിളിക്കാം. അപ്പോൾ അലോസോമും ഓട്ടോസോമും ആയിരിക്കും ആൻസർ. സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് കൺട്രോൾഡ് ബൈ അലോസോംസ്. ശരിയല്ലേ? അതിൻ്റെ നോൺ സെക്ഷൽ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോസോംസ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസ് കണ്ടെയ്ൻ 23 pairs ഓഫ് ഓട്ടോസോംസ്. തെറ്റ്. ടോട്ടൽ 23 pair ആണ്. അതിൽ 22 pair എന്ന് പറയുന്നത് ഓട്ടോസോമാണ്. 1 pair എന്ന് പറയുന്നത് അലോസോമാണ്. അത് മെയിലാണെങ്കിൽ XY ആയിരിക്കും, ഫീമെയിലാണെങ്കിൽ XX ആയിരിക്കും. ഇവിടെ പറഞ്ഞാൽ 23 pair റോങ് തന്നെ. ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യ ഓൺലി 1 type ഓഫ് ഓവം. ശരി തന്നെയാണ്. XX ആയതുകൊണ്ട് അവിടെ നമുക്ക് X മാത്രമേ കിട്ടുന്നുള്ളൂ. അടുത്ത ജനറ്റിക് മേക്കപ്പ് ഓഫ് സ്പെം ഡിറ്റർമിൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. ശരി തന്നെയാണ്. ഹെട്രോഗമീറ്റ്സ് ആയിരിക്കും എപ്പോഴും സെക്സ് ഓഫ് ദ ചൈൽഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ശരിയല്ലേ? അടുത്ത ഇൻ മെയിൽസ് 2 types ഓഫ് ഗമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ശരിയല്ലേ? XY. പ്രൂവ് ദാറ്റ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ക്ലിയർ തന്നെയാണ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് പഠിക്കാനുള്ളത് ഓട്ടോസോമൽ ഡോമിനൻ്റ്, ഓട്ടോസോമൽ റെസസീവ്, സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ് റെസസീവ്. പിന്നെ നമുക്കുള്ളത് ക്രോമസോമൽ നമ്പർ ചേഞ്ചുള്ള അനീപ്ലോയിഡിൽ വരുന്ന ഹൈപ്പറിൻ്റെ 2 പേര് ഡൗൺ എന്ന് പറയുന്ന ഓട്ടോസോമലാണ്. പിന്നെ വരുന്ന ക്ലിൻഫിൽറ്റർ എന്ന് പറയുന്നത് അലോസോമലാണ്. പിന്നെ വരുന്നത് ഹൈപ്പോയിൽ വരുന്ന ഒരാളുണ്ട്, അതാണ് ടർണാസ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ഡിസീസാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ക്രിസ് ക്രോസ് എന്ന് പറയുന്ന വാക്ക് വന്നാൽ അപ്പോഴേ ഓർത്തോളുക ഇതൊരു സെക്സ് ലിങ്ക്ഡാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒന്നിൽ കളർ ബ്ലൈൻഡ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹീമോഫീലിയ ആയിരിക്കും. ദ പെഡിഗ്രി ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാരക്ടേഴ്സ് ലിങ്ക്ഡ് ടു എക്സ് ക്രോമസോം. ശരിയാവാം. ദ പെഡിഗ്രി ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് ലിങ്ക്ഡ് ബൈ Y ക്രോമസോം. തെറ്റാണ്. ദ പെഡിഗ്രി ഫോർ ക്യാരക്ടേഴ്സ് ലിങ്ക്ഡ് ടു എക്സ് ആൻഡ് Y. തെറ്റ് തന്നെയാണ്. ദ പെഡിഗ്രി ഫോർ ക്യാരക്ടേഴ്സ്
ലിങ്ക്ഡ് ടു എക്സ് ക്രോമസോം ആൻഡ് ഓട്ടോസോംസും തെറ്റ് തന്നെയാണ്. നമുക്ക് ക്രിസ് ക്രോസ് കിട്ടുന്നത് എപ്പോഴും സെക്സ് ലിങ്ക്ഡ് അഥവാ എക്സ് ലിങ്ക്ഡിൽ തന്നെയാണ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. എന്താണ് ക്രിസ് ക്രോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. മെയിലിൽ നിന്നും ഒരിക്കലും ആർക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ അച്ഛനിൽ നിന്നും ഒരിക്കലും ആർക്ക് കിട്ടുന്നില്ല, മകന് കിട്ടുന്നില്ല. പക്ഷേ മകൾ ക്യാരിയറായിട്ട് മാറാം, ആ മകൾക്ക് ജനിക്കുന്ന ആൺകുട്ടിക്ക് വരാം. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൽ നിന്നും ഗ്രാൻഡ് സണ്ണിലോട്ട് വരാം എന്ന്, സണ്ണിലോട്ട് വരുന്നില്ല, പകരം ഗ്രാൻഡ് സണ്ണിലോട്ട് പോകുന്നു എന്ന് പറയാം. ദറ്റ് ഇസ് എ ക്രിസ് ക്രോസ്. ആൾട്ടർനേറ്റ് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആർ ഡ്യൂ ടു. ഫ്രെയിം ഷിഫ്റ്റ് mRNA ആണ് ഇവിടുത്തെ ഫ്രെയിം എന്ന് നമുക്കറിയാം. ഈ mRNAയുടെ ഫ്രെയിം മൊത്തം മാറണം. അതായത് മ്യൂട്ടേഷൻ സംഭവിക്കുന്ന സ്ഥലത്ത് മുതൽ അങ്ങോട്ട്, മ്യൂട്ടേഷൻ എവിടെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്, ഫ്രം ദ മ്യൂട്ടേഷൻ തൊട്ട് അങ്ങോട്ട് mRNAയുടെ ഫ്രെയിം ഷിഫ്റ്റ് ചേഞ്ച് ആവണം. അങ്ങനെ വരണമെങ്കിൽ ഒന്നുകിൽ ഡിലീഷൻ നടക്കണം, അല്ലെങ്കിൽ ഇൻസർഷൻ നടക്കണം. ഇത് രണ്ടും നടന്നാൽ സംഭവിക്കാം. ഡിലീഷൻ ഇൻ 1 ബേസ് പെയർ ആവാം, അല്ലെങ്കിൽ 2 ബേസ് പെയർ ആവാം. അതേപോലെ ഇൻസർഷൻ എന്ന് പറയുന്ന 1 ബേസ് പെയർ ആവാം, 2 ബേസ് പെയർ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം മ്യൂട്ടേഷൻ സംഭവിക്കുന്ന 1 ബേസ് പെയറിനോ 2 ബേസ് പെയറിനോ ആണെങ്കിലാണ് ഫ്രെയിം ഷിഫ്റ്റ് നോർമലി നടക്കുക. 3യോ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം 1 ബേസ് പെയർ അഡീഷണലായിട്ട് വരികയോ അല്ലെങ്കിൽ 1 ബേസ് പെയർ അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോവുകയോ ചെയ്താൽ ഫ്രെയിം ഷിഫ്റ്റ് സംഭവിക്കാം. 2 ബേസ് പെയർ ഇൻസർഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഡിലീഷൻ സംഭവിക്കുകയോ ചെയ്താലും സംഭവിക്കാം. ശരിയല്ലേ? അപ്പോൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ 2 ചാൻസുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ 1ഓ 2ഓ, ഒന്നുകിൽ 1 ബേസ് പെയർ അല്ലെങ്കിൽ 2 ബേസ് പെയർ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 ബേസ് പെയർ അല്ലെങ്കിൽ 2 ബേസ് പെയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻവേർഷൻ ഓഫ് DNA ബേസ് പെയർ തെറ്റാണ്. ട്രാൻസ്ലൊക്കേഷൻ തെറ്റാണ്. അവിടെ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ലിങ്കേജ് ഗ്രൂപ്പുകൾ തമ്മിൽ മാറണം. ഡിലീഷൻ ആൻഡ് ഇൻസേർഷൻ ഓഫ് എ DNA ബേസ് പെയർസ് 1 or 2 ആയിരിക്കും. 1 or 2. ഡിലീഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ തെറ്റ്. അപ്പോൾ 1ഓ 2ഓ ബേസ് പെയറിൽ ഡിലീറ്റ് ആവുകയോ ഇൻസേർട്ട് ചെയ്യുകയോ സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ചേഞ്ച് ദ ഫ്രെയിം ഷിഫ്റ്റ് ഓഫ് ദ mRNA ഫ്രം ദ മ്യൂട്ടേറ്റഡ് റീജിയൻ. ഓക്കെ, അടുത്ത ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ സെൽ സൈക്കിൾ റിസൾട്ട് ഇൻ ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ് വിച്ച് ഈസ് കാൾഡ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ക്രോമസോമിൻ്റെ നമ്പറിലുള്ള ചേഞ്ചാണ്. ക്രോമസോമിൻ്റെ നമ്പറിലുള്ള ചേഞ്ചിന് നമ്മൾ പറയുന്ന പേരാണ് അനീപ്ലോയിഡി എന്ന് പറയുക. അത് കൂടുന്നു എങ്കിൽ നമ്മളതിനെ ഹൈപ്പർ, കുറഞ്ഞാൽ നമ്മളതിനെ ഹൈപ്പോ എന്നും പറയും. ഹൈപ്പർ അനീപ്ലോയിഡി ഇത് പറഞ്ഞേക്കുന്ന സെറ്റ് ഓഫ് ക്രോമസോം മാറുന്നതാണ് യൂപ്ലോയിഡി എന്ന് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്പറാണ്, നമ്പർ മാറിയാൽ നമ്മളതിനെ പറയുക അനീപ്ലോയിഡി എന്നാണ്. അത് കുറഞ്ഞാൽ നമ്മളതിനെ ഹൈപ്പോ അനീപ്ലോയിഡി, അതാണ് നമുക്ക് പഠിക്കാനുള്ള മോണോസോമി നള്ളിസോമി എന്ന് പറഞ്ഞാൽ. കൂടിയാൽ നമ്മളതിനെ പറയുന്ന ഹൈപ്പർ അനീപ്ലോയിഡി എന്നാണ്. അവിടെ പഠിക്കാനുള്ളത് ട്രൈസോമി ടെട്രാസോമി തന്നെയാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. A man whose father was colorblind marries a woman who had a colorblind mother and a normal father. What percentage of male children of this couple? നമുക്കറിയാം ഇതൊരു സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണെന്ന് അറിയാം, കളർ ബ്ലൈൻഡ്നെസ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എപ്പോഴും മെയിലോ ഫീമെയിലോ ചേർത്തിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും മെയിൽ ഓർ ഫീമെയിൽ, ടോട്ടൽ പ്രോജനി ഒരിക്കലും വരാറില്ല. ശരിയല്ലേ? ഇനി നമുക്ക് അറിയേണ്ടത് ഇതൊരു സെക്സ് ലിങ്ക്ഡ് ആണ്. ഇവിടെ നമ്മൾ XY എന്ന് പറയുന്ന മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക എന്ന് നമുക്കറിയാം. മെയിലിൻ്റെ പെഡിഗ്രിയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കൺസിഡർ ചെയ്യരുത്. ഫീമെയിൽ പെഡിഗ്രിയെ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് മെയിലിനുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാതെ ആ മെയിലിൻ്റെ ഫാദറിനോ മദറിൻ്റെ പെഡിഗ്രി ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഹൂസ് ഫാദർ വാസ് എ മേൻ ഹൂസ് ഫാദർ വാസ് കളർ മേൻ മീൻസ് ആ മേൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നോർമൽ തന്നെയാണ്. അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്? മദർ ആൻഡ് നോർമൽ ഫാദർ. അതായത് വുമൻ എന്ന് പറയുന്നത് ഹു ഹാഡ് എ കളർ ബ്ലൈൻഡ് മദർ. അപ്പോൾ ആ ഫീമെയിൽ എന്ന് പറയുന്നത്, ആ ക്രോസ് വരുന്ന ഫീമെയിൽ എന്ന് പറയുന്നത് ക്യാരിയറാണ്. ക്ലിയർ ആണല്ലോ? അതായത് മേനിൻ്റെ അല്ലെങ്കിൽ മെയിലിൻ്റെ പെഡിഗ്രി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അയാൾ നോർമലാണ്, അപ്പോൾ അയാൾ അങ്ങ് എടുക്കുക. അതേസമയം ഫീമെയിലിൻ്റെ പെഡിഗ്രി നമ്മൾ കൺസിഡർ ചെയ്യണം. ഫീമെയിലിൻ്റെ ഫാദറോ മദറോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫീമെയിൽ എപ്പോഴും ക്യാരിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? എ വുമൻ ഹൂ ഹാഡ് എ കളർ ബ്ലൈൻഡ് മദർ ആൻഡ് നോർമൽ ഫാദർ. അപ്പോൾ ആ ഫീമെയിൽ എന്ന് പറയുന്ന ക്യാരിയറായിട്ട് മാറും. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റേഷ്യോ കിട്ടും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇങ്ങനെ കിട്ടാം. ഇങ്ങനെ ഒരു പ്രോജനി ജനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫീമെയിലാണെന്നും അത് നോർമലാണെന്നും നമുക്ക് കിട്ടും. ഫീമെയിലാണ്, നോർമലാണ്. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടാം. അതായത് ഫീമെയിൽ തന്നെയാണ്, ക്യാരിയറാണ്. അടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടാം, മെയിലാണ്, നോർമലാണ്. അടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടാം, മെയിലാണ്, അഫക്റ്റഡ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്?
വാട്ട്സ് പെർസെൻറ്റേജ് ഓഫ് ദ മെയിൽ ചിൽഡ്രൻ. അപ്പോൾ ടോട്ടൽ മെയിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് 2 പേരാണ്, അതിലൊരാൾ. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 1/2 ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് 50% പറയാം. സോ ആൻസർ ഈസ് 50%. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. കളർ ബ്ലൈൻഡ് ഹീമോഫിലിയും വന്നു കഴിഞ്ഞാൽ അത് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണെന്നും അതിലൂടെ മാത്രമാണ് നമ്മൾ XY എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. 2, മെയിലിൻ്റെ പെഡിഗ്രി കൺസിഡർ ചെയ്യരുത്. മെയിലിന് ഉണ്ടോ ഇല്ലയോ അത്ര മാത്രം എടുത്താൽ മതി. അയാളുടെ അച്ഛനുണ്ടോ അമ്മയ്ക്കുണ്ടോ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഫീമെയിൽ അങ്ങനെയല്ല, നോർമൽ ഫീമെയിൽ വിത്ത് അല്ലെങ്കിൽ ഹൂസ് ഫാദർ വാസ് കളർ ബ്ലൈൻഡ് ഓർ മദർ വാസ് കളർ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ആരെന്ന് പറയുന്ന ആ ഫീമെയിൽ എപ്പോഴും ക്യാരിയറായിട്ടും വരും. ബാക്കി ക്രോസ് ചെയ്യുക. പിന്നെ മെയിൽ ഫീമെയിൽ എടുത്ത് മാത്രമേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനും പാടുള്ളൂ. കാരണം സെക്സ് ലിങ്ക് ഡിസോർഡർ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ടോട്ടൽ പ്രോജനി ചോദിക്കാറില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ. തലാസീമിയ ഇൻ ഹ്യൂമൻസ് ഈസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ബ്ലഡ് ഡിസോർഡർ. ശരി തന്നെയാണ്. ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം പേരൻസ് ടു ഓസ്പ്രിങ്സ് വെൻ ബോത്ത് പേരൻസ് ആർ അൺഅഫക്റ്റഡ്. കാരണം ഓട്ടോസോമൽ റെസസീവ് ആയതുകൊണ്ട് സംഭവിക്കാം. ശരി തന്നെയാണ്, ശരി തന്നെയാണ്. കോസ്ഡ് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഓർ ഡിലീഷൻ ഓഫ് വൺ ഓഫ് ദ ആൽഫ ഓർ ബീറ്റ ഗ്ലോബിൻ ചെയിൻ. ശരി തന്നെയാണ്. ഇവിടെ കണ്ടുപിടിച്ച് ചോദിച്ചിരിക്കുന്നത് തലാസീമിയ. അപ്പോൾ ആൻസർ എപ്പോഴും ഓൾ ഓഫ് ദി എബോവ് തന്നെയാണ്. തലാസീമിയ ആൽഫയുമുണ്ട് ബീറ്റയുമുണ്ട്. ആൽഫ എന്ന് പറയുന്ന 16 ക്രോമസോമിലാണ്, 2 ജീനുകളാണ്, HbA1 HbA2. അതേസമയം ബീറ്റ എന്ന് പറയുന്ന 11th ഓട്ടോസോമൽ ക്രോമസോംസിലാണ്, 1 ജീൻ തന്നെയാണ്, അത് HbB എന്ന് പറയുന്ന ജീനുമാണ്. ക്ലിയർ ആണല്ലോ? സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 32 ആണ്. ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്ന 4th ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33. കൺസിഡർ ദ ഫോളോയിങ് ഡിസോർഡേഴ്സ്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ട്, ഫിനൈൽ കീറ്റോണുറി ഉണ്ട്, മയോട്ടോണിക് ഡിസ്ട്രോഫി ഉണ്ട്, ആൽഫ തലാസീമിയ ഉണ്ട്, ബീറ്റ തലാസീമിയ ഉണ്ട്. ഹൗ മെനി ഓഫ് ദം ആർ ഓട്ടോസോമൽ റെസസീവ്? നമുക്കിവിടെ ഓട്ടോസോമൽ ഡിസോർഡർ നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെയും ചോദിച്ചാൽ ഡോമിനൻറ്റും ഉണ്ട്, റെസസീവും ഉണ്ട്. ഇവിടെ ഡോമിനൻ്റ് ഏതൊക്കെ വെച്ചാൽ മയോട്ടോണിക് ഡിസ്ട്രോഫി നമ്മൾ ഡിസീസായിട്ട് പറയുന്നുണ്ട്, മർഫാൻ ഡിസോർഡർ പറയുന്നുണ്ട് വേണമെങ്കിൽ. പിന്നെ ഉള്ളത് ഹണ്ടിങ്ടൺ ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ മയോട്ടോണിക് ഡിസ്ട്രോഫി മാത്രമേ ഉള്ളൂ, പക്ഷേ പഴയ ടെക്സ്റ്റിനകത്ത് 2 കൂടെ വേണമെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി റെസസീവിലാണ് നമുക്ക് കൂടുതൽ ഡിസോർഡേഴ്സ് ഉള്ളത്. ഒന്നെന്ന് പറയുന്ന സിക്കിൾ സെൽ അനീമിയ, 2 തലാസേമിയ, അവിടെ ആൽഫയും ബീറ്റയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഫിനൈൽ കീറ്റോണിയൂറിയ പറയുന്നുണ്ട്, അൽക്കാപ്റ്റോണൂറിയ പറയുന്നുണ്ട്, പിന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രമാണ് ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് പറയാൻ പറ്റുക. ഇത് റെസസീവ് തന്നെയാണ്, റെസസീവ് തന്നെയാണ്, റെസസീവ് തന്നെയാണ്, റെസസീവ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടുക 4 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് ആ ഹോൾ ചാർട്ട് വെച്ചിട്ട് പഠിക്കാം. അതായത് ജനറ്റിക് ഡിസോർഡേഴ്സ്, ജീനിലോ DNA-ലോ ക്രോമസോമിലോ എന്തെങ്കിലും അബ്നോർമാലിറ്റി കൊണ്ടുണ്ടാകുന്ന ഡിസോർഡർ നമ്മൾ പറയുന്നത് ജനറ്റിക് ഡിസോർഡർ എന്നാണ്. അതിന് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ജീൻ, ദാറ്റ് മീൻസ് മെൻഡേലിയൻ ഡിസോർഡർ. അവിടെ തന്നെ നമ്മൾ ഓട്ടോസോമൽ ഡോമിനൻറ്റിൽ 3 പേര് അല്ലെങ്കിൽ 2 പേര് അല്ലെങ്കിൽ ഒരാൾ, എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ആണെങ്കിൽ ഒരാൾ, മയോട്ടോണിക് ഡിസ്ട്രോഫി മാത്രം. പിന്നെ വേണമെങ്കിൽ മർഫാൻസ് ഹണ്ടിങ്ടണോ പഠിക്കാം. അത് കഴിഞ്ഞ് റെസസീവിനകത്ത് നമുക്ക് ഉള്ളത് സിക്കിൾ സെൽ അനീമിയ പറയുന്നുണ്ട്, തലാസെമിയ പറയുന്നുണ്ട്, സിസ്റ്റിക് ഫൈബ്രോസിസ് പറയുന്നുണ്ട്, അതേപോലെ ഫിനൈൽ കീറ്റോണിയ അൽക്കാപ്റ്റോണൂറിയ പറയുന്നുണ്ട്. ഇനിയുള്ളത് സെക്സ് ലിങ്ക്ഡ് റെസസീവാണ്. 2 പേരാണുള്ളത്, ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നസ്. പിന്നെയുള്ളത് ക്രോമസോമലാണ്. അവിടെ ഓട്ടോസോമലിൽ ഹൈപ്പറിൽ വരുന്ന ഒരാൾ ഡൗൺ അല്ലെങ്കിൽ മംഗോളിസം. അതേപോലെ തന്നെ അലോസോമലിൽ വരുന്ന ഹൈപ്പറിൽ വരുന്ന ഒരാളുണ്ട്, അത് ക്ലിൻഫിൽറ്ററാണ്. പിന്നെ വരുന്നത് അലോസോമലിൽ നമ്മളീ പറയുന്ന ഹൈപ്പോയിൽ വരുന്ന ഒരാളാണ്, അത് ടർണേഴ്സാണ്. ഇപ്പുറത്തെ 2 പേരും, അതായത് നമ്മളീ പറയുന്ന മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എടുത്താൽ ട്രൈസോമിയാണ്, 21st ക്രോമസാണ്, 2n+1 ആണ്, 47 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ്. ക്ലിൻഫിൽറ്റർ എടുത്താലും എന്ത് തന്നെയാണ്, 2n+1 അല്ലെങ്കിൽ ട്രൈസോമി തന്നെയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 47 തന്നെയാണ്. അത് കിട്ടുന്നു എന്ന് പറയുന്ന XXY ആണ്, X ആണ് അവിടെ. മറ്റേത് 21st ഓട്ടോസോംസ് ആണ്, ഇവിടെ XXY ആണ്. അതേസമയം ടർണേഴ്സ് എന്ന് പറയുന്നത് ഹൈപ്പോയാണ്, മോണോസോമിയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് 45 ആണ്. ശരിയാണല്ലോ? 44 ഓട്ടോസോംസ് പ്ലസ് X. ഇവിടുത്തെ ആൻസർ 4. ഫൈൻഡ് ദ ഇൻകറക്റ്റ് മാച്ച്. സിക്കിൾ സെൽ അനീമിയ ക്രോമോസോം നമ്പർ 11, ആൽഫ തലേസെമിയ ക്രോമോസോം നമ്പർ 11, ഫിനൈൽ കീറ്റോണിയൂറിയ ക്രോമോസോം നമ്പർ 12, സിസ്റ്റിക് ഫൈബ്രോസിസ്. നമുക്ക് അറിയാൻ പറ്റും ഇവിടെ റോങ് എന്ന് പറയുന്നത് ആൽഫ തലേസെമിയ എന്ന് പറയുന്നത് 11 അല്ല വരേണ്ടത്, 16 ആണ് വരേണ്ടത്. ബീറ്റയാണ് ഏതിൽ വരേണ്ടത്, 11ൽ വരേണ്ടത്. അതുകൊണ്ട് റോങ് എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഇത് ക്രോമോസോം നമ്പർ നമ്മൾ ഡിസോർഡറിൽ പഠിക്കുന്നതാണ്, ചാർട്ട് പഠിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 35. Daughters born to hemophilia
father and normal mother. Hemophilic father and normal mother. അവിടെ ഉണ്ടാകുന്ന ഫീമെയിൽ ഓസ്പ്രിങ്സിനെ കുറിച്ചാണ്, ഡോട്ടറിനെ കുറിച്ചാണ് ചോദിച്ചത്. നമുക്ക് കൊടുത്താൽ കിട്ടുന്ന റിസൾട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മാൾ എച്ച്. അടുത്ത എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മാൾ എച്ച്. അടുത്തത് ഇവിടെ കിട്ടുന്നത് എക്സ് ക്യാപിറ്റൽ എച്ച് വൈ, എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. കാരണം സെയിം ആയതുകൊണ്ട് ഒറ്റ ജീൻ എടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയേ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന ഇതിൽ എങ്ങനെയാണ് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഫീമെയിലാണ്, ഇത് ക്യാരിയറാണ്. ഇവിടെയും ഫീമെയിലാണ് വരുന്നത്, ക്യാരിയറാണ്. മെയിലെന്ന് പറയുന്നത് നോർമലാണ്. അപ്പോൾ ഒരു ക്യാരിയർ ഫീമെയിലും അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള മെയിലുമായിരിക്കും വരിക. സോ ആൻസർ ഡോട്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ക്യാരിയർ തന്നെയായിരിക്കും. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 36. മെൻ മോർ സഫർ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് ദാൻ ഫീമെയിൽ അല്ലെങ്കിൽ വുമൻ ബിക്കോസ് നമുക്കറിയാം, ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ എടുത്താൽ മെയിൽ എന്ന് പറയുന്നത് ഒന്നുകിൽ നോർമലായിരിക്കും അല്ലെങ്കിൽ അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ അഫക്റ്റഡ് ആവാനും നോർമൽ ആവാനുള്ള ചാൻസ് 50% ആണെന്ന് പറയാം. ശരി. അതേസമയം നമ്മൾ ഫീമെയിലാണ് എടുക്കുന്നതെങ്കിൽ നോർമൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം, പിന്നെ ക്യാരിയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം, അഫക്റ്റഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം. അപ്പോൾ അഫക്റ്റഡ് ആയാലും നോർമൽ ആവാനുള്ള ചാൻസ് 33% ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫീമെയിലിൽ കുറവാണ്, മെയിലിൽ കൂടുതലാണ്. കാരണം എന്ന് ചോദിച്ചാൽ ഇവൻ ഹെമിസൈഗസ് ആയതുകൊണ്ടാണ്. ശരി. എക്സ് വൈ സിംഗിൾ ജീൻ മാത്രമാണ് എക്സ്പ്രസ്, ദാറ്റ് ഇസ് കാൾഡ് ഹെമിസൈഗസ്. ആ ഹെമിസൈഗസ് ആയതുകൊണ്ടാണ് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ കൂടുതൽ ആർക്ക് വരാൻ ചാൻസ്? മെയിലിന് വരാൻ ചാൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. വുമൻസ് ആർ മോർ റെസിസ്റ്റൻറ്റ് ടു ദ ഡിസീസ്. തെറ്റാണ്, അതൊരു ചാൻസ് ഒന്നുമില്ല. മെൻ ആർ ഹെമിസൈഗസ് ഫോർ ദ ലോക്കസ് ആൻഡ് വൺ ഡിഫക്റ്റീവ് അലീലിയസ് ഇനഫ് ടു മേക്ക് ദം എ കളർ ബ്ലൈൻഡ്. ശരി തന്നെയാണ്. ഹെമിസൈഗസ് ആണ് ഒരിടത്ത് വന്നാൽ മതി, അത് എക്സ്പ്രസ് ചെയ്യും. മെയിൽ സെക്സ് ഹോർമോൺസ് തെറ്റാണ്, ഇത് തെറ്റാണ്. ആൻസർ സെക്കൻഡ് വൺ തന്നെയാണ്. കാരണം ഹെമിസൈഗസ് ആയതുകൊണ്ട് അവിടെ രണ്ടേ ഉള്ളൂ, ഒന്നുകിൽ നോർമൽ അല്ലെങ്കിൽ അഫക്റ്റഡ്. ഒരിക്കലും ക്യാരിയർ എന്ന് പറയുന്ന കണ്ടീഷൻ ആർക്കില്ല? മെയിലിനകത്തില്ല, സെക്സ് ലിങ്ക്ഡ് ഡിസോർഡറിൽ. ഓക്കെ. ക്യാരിയർ ടൈപ്പ് ഓഫ് ടർണേഴ്സ് എന്ന് പറയുന്നത്, ടർണർ ഡിസീസ് എന്ന് പറയുന്നത് അതൊരു അനീപ്ലോയിഡിയാണ്. ക്രോമസോം നമ്പറിലുള്ള ചേഞ്ച് അത് ഹൈപ്പോയാണ്, ഹൈപ്പോ അനീപ്ലോയിഡിയാണ്. അതുകൊണ്ട് തന്നെ 2n-1 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം 46 - 1 എന്ന് പറയുന്നത് 45. സോ ആൻസർ ഈസ് 45. ബീറ്റാ തലാസീമിയ ഇൻ ഹ്യൂമൻ ഈസ് കൺട്രോൾഡ് ബൈ ബീറ്റാ തലാസീമിയ ആൽഫ. ആൽഫ തലാസീമിയ എന്ന് പറയുന്നതും ബീറ്റാ തലാസീമിയ എന്ന് പറയുന്നത്. ആൽഫ തലാസീമിയ എന്ന് പറഞ്ഞാൽ 2 ജീനുകളാണ് പങ്കെടുക്കുക. ഇവിടെ വരണം, ഇവിടെ വരണം. ഇത് HbA1 HbA2, ഇവിടെയും HbA1 HbA2. അപ്പം 2 ജീനുകളായിരിക്കും വരിക. അതുകൊണ്ട് 4 അലീലായിരിക്കും. അതേസമയം ബീറ്റാ തലേസീമിയ, ആൽഫ തലേസീമിയ കാണപ്പെടുന്ന 16th ഓട്ടോസോംസിലാണ്, ബീറ്റ കാണപ്പെടുന്ന 11th ഓട്ടോസോംസിനകത്താണ്. ഇവിടെയാണെങ്കിൽ സിംഗിൾ ജീനുകളാണ്, അതാണ് HBB. 2 അലീലുകളാണ്, ഒരു ജീനാണ്. ഇനി നമുക്ക് നോക്കാം. ബീറ്റാ തലേസീമിയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. HbA2 ജീൻ ഓൺ ദ ക്രോമസോം. HbA2 അതിന് വരേണ്ട കാര്യമില്ല. HBB ജീൻ ഓൺ ദ HbA1 വരേണ്ട കാര്യമില്ല, HbA1 വരേണ്ട കാര്യമില്ല. HbA1 HbA2 ഒക്കെ വരേണ്ടത് ആൽഫ തലേസീമിയയിലാണ്. എത്രയാണ്? 16th ഓട്ടോസോംസിലാണ്. അതേസമയം ബീറ്റാ തലേസീമിയയിൽ സിംഗിൾ ജീനാണ്, അത് HBB ആണ്, അത് കാണപ്പെടുന്നത് 11th ക്രോമസോമിലാണ്. ഓക്കെ. ചൂസ് ദ കറക്റ്റ് റിഗാർഡിംഗ് ഹണി ബീസ്. ശരി. മെയിൽസ് ഹാവ് ഓൺലി സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം. ശരി തന്നെയാണ്. മെയിൽ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് തന്നെയാണ്, ഒരു സെറ്റ് ക്രോമസോം തന്നെയാണ്. മെയിൽസ് ആർ ഹാപ്ലോയിഡ്, അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഫീമെയിൽസ് പ്രൊഡ്യൂസ് എ ഗമീറ്റ് ബൈ മിയോസിസ്. ഫീമെയിൽ ഗമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് തന്നെ മിയോസിസ് വഴി തന്നെയാണ്.
ഹണി ബി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ്, ശരിയല്ലേ? ക്രോമസോം നമ്പർ N എന്ന് പറയുന്നത് 16 ആണ്. ഫീമെയിൽ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, 2n = 32 ആണ്, ശരിയല്ലേ? ഇവിടെ രണ്ടിടത്തും ഗ്യാമറ്റോജനസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഗ്യാമറ്റോജനസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഉണ്ടാകുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്നത് N തന്നെയാണ്, 16 തന്നെയാണ്, ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ നടക്കുന്നത് മിയോസിസ് ആണ്. അപ്പോൾ നമുക്ക് N16 ഇങ്ങനെ കിട്ടും, ശരിയല്ലേ? ഇങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ ഫീമെയിലായിരിക്കും, ശരിയാണല്ലോ? അതേസമയം ഇത് വിത്തൗട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സിംഗമി വഴി ഫീമെയിൽ ഉണ്ടാവും, പാർത്തനോജനസ് വഴി മെയിൽ ഉണ്ടാവും, ശരിയാണല്ലോ? അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കണം. ചൂസ് ദ കറക്റ്റ് റിഗാർഡിങ് മെയിൽസ് ഹാവ് എ ഓൺലി സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം, ശരി തന്നെയാണ്. അടുത്ത ഹാപ്ലോയിഡ് ആണ്, ശരി. ഫീമെയിൽസ് പ്രൊഡ്യൂസ് എ ഗമീറ്റ് ബൈ മിയോസിസ്. ആൻസർ ഈസ് 1, 2, 3. All are correct. Okay. Question number 40. If two persons with a AB blood group marry and have a sufficiently large number of children, കുഴപ്പമില്ല, these children can be classified as a A blood group, AB blood group and B blood group. 1:2:1 ratio. Modern technique of protein electrophoresis reveals the presence of both A and B type proteins in AB blood group individuals. This is an example of, simple ആണ് question. എബിയും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ A ആവാം, അല്ലെങ്കിൽ B ആവാം, അല്ലെങ്കിൽ AB ആവാം. ഇവിടെ റേഷ്യോ ഒക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. 1:2:1 ഇതൊന്ന് നോക്കിയിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ ഒരു കാര്യവുമില്ല. പറയുന്നത് A നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻറ്റിജൻ A മാത്രമാണ് കാണുക, ഇവിടെ ആൻറ്റിജൻ B മാത്രമാണ് കാണുക. ഇവിടെ നമുക്ക് കാണുന്ന പ്രോട്ടീൻ, ആൻറ്റിജൻ ഇസ് എ പ്രോട്ടീൻ, കാണുന്ന Aയും കാണും Bയും കാണും. ഈ രണ്ടുപേരും ഉണ്ട്, രണ്ടുപേരും കോമൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അതുകൊണ്ട് AB എന്ന് പറയുന്ന ഏതിന് എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്? കോ ഡോമിനൻസിന് എക്സാമ്പിളാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. പാർഷ്യൽ ഡോമിനൻസ് അല്ല, കംപ്ലീറ്റ് ഡോമിനൻസ് അല്ല, കോ ഡോമിനൻസ് ഇസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? AB ബ്ലഡ് ഗ്രൂപ്പ് 2 പ്രോട്ടീനെയും കാണിച്ചു, അതിന് കാരണം രണ്ടുപേരും ഈക്വലി എക്സ്പ്രസ് ചെയ്തു എന്നാണ്. ആ ഫിനോമിന നമ്മൾ പറയുന്ന പേരാണ് കോഡോമിനൻസ്. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ, കോഡോമിനൻസ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 41. വാട്ട് മാപ്പ് യൂണിറ്റ്സ് സെൻറ്റിമോർഗൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ജനറ്റിക് മാർക്കർ? നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസിനെ നമ്മൾ സ്റ്റർട്ടീവൻ്റ് കൊണ്ടുവന്നതാണ് ക്രോമസോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡിസ്റ്റൻസിനെ നമ്മൾ എടുക്കുന്ന 1% സെൻറ്റിമോർഗനായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ശരിയല്ല? ഡയറക്റ്റ് പ്രിൻസിപ്പിളാണത്. എ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ഓൺ ദ ക്രോമസോം റെപ്രസെൻറ്റിംഗ് ദ 1% ക്രോസ് ഓവർ. 50 തെറ്റാണ്, 10 തെറ്റാണ്. എ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 എക്സ്പ്രസ്ഡ് ജീൻസ് 100%. ആൻസർ 1%. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇഫ് എ റെപ്രസെൻറ്റ്സ് ഡോമിനൻ്റ് ജീൻ, എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഡോമിനൻ്റ് ആണ്, സ്മാൾ എ എന്ന് പറയുന്നത് റെസസീവ് ആണെന്നും പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ദ മോസ്റ്റ് ലൈക്ലി റിസൾട്ട് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ്സ്പ്രിങ്സ് വെൻ ക്യാപിറ്റൽ എ സ്മാൾ എ? ഓക്കെ, ഇങ്ങനെ ക്രോസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. ശരിയല്ലേ? ഓൾ വിൽ എക്സ്പെക്റ്റ് ഡോമിനൻ്റ് ഫിനോടൈപ്പ്, തെറ്റാണല്ലോ. ഓൾ വിൽ എക്സിബിറ്റ് റെസസീവ് ഫിനോടൈപ്പ്, തെറ്റാണല്ലോ. ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ഫിനോടൈപ്സ് ഇൻ 50-50% ആണല്ലോ. അടുത്ത ഡോമിനൻ്റ് ഫിനോടൈപ്പ് ഇൻ 75%, തെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ ഏതേ കിട്ടുള്ളൂ? തേർഡ് വൺ മാത്രമേ കിട്ടുള്ളൂ. ശരിയാണല്ലോ? സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 43. എ ബ്ലഡ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 43. ഇഫ് ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് പേരൻസ് ആർ AB and O, then blood group of the offsprings cannot be. ശരിയാണല്ലോ? അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് IA, IB, ഇവിടെ IO ആണ്. അപ്പോൾ എന്തൊക്കെ നമുക്കിവിടെ ഉണ്ടാകാം?
ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, പിന്നെ ഉള്ളത് ഈ ഒരു ചാൻസാണ്. എയും ഉണ്ടാവാം ബിയും ഉണ്ടാവാം. ശരിയാണല്ലോ. അപ്പോൾ എ ബി ഒരിക്കലും ഉണ്ടാകത്തില്ല. അടുത്ത എന്തുണ്ടാവാം? ഒയും ഉണ്ടാകില്ല. എയും ബിയും ഉണ്ടാവാം. അപ്പോൾ ആൻസർ കനോട്ട് ബി ആണ്. കനോട്ട് ബി എന്ന് പറഞ്ഞാൽ ബോത്ത് 1 and 2. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 44 അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അസർഷൻ നമുക്ക് വായിക്കാം. അലീൽസ് ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം പേരൻസ് ടു പ്രോജനി വിത്തൗട്ട് വേരിയേഷൻ. ട്രൂ തന്നെയാണ്. അസർഷൻ ഈസ് ട്രൂ. സെക്കൻഡ് വൺ റീസൺ അലീൽസ് ഓഫ് എ ഡിഫറൻറ്റ് ജീൻസ് കുഡ് ബി ലിങ്ക്ഡ്. ശരി തന്നെയാണ്. ഒരു ക്രോമസോമിനകത്ത് ഒരുപാട് ജീനുകൾ അല്ലെങ്കിൽ ഒരുപാട് അലീൽസുകളുണ്ട്. അവർ എന്തായിരിക്കും? ഫിസിക്കലി അസോസിയേറ്റ് ലിങ്കേജ് പങ്കെടുക്കും. അതുകൊണ്ട് ലിങ്ക്ഡ് ജീൻസ് തന്നെയാണ്. ലിങ്കേജ് ഗ്രൂപ്പ് ശരി തന്നെയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് അല്ലെങ്കിൽ അസർഷൻ ആൻഡ് ആർ അല്ലെങ്കിൽ റീസൺ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. തെറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഇടും ട്രൂ തന്നെയാണ്, പക്ഷേ എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല. ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ശരി തന്നെയാണ്. എ ഈസ് ട്രൂ, ഇത് തെറ്റ് തന്നെയാണ്, ഇതും തെറ്റ് തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ടേംസ് ഇൻ കോളം എ അല്ലെങ്കിൽ ഫസ്റ്റ് വിത്ത് ദെയർ ഡിസ്ക്രിപ്ഷൻ ഇൻ കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. TH മോർഗൻ. നമുക്കറിയാം ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത ആളാണ് TH മോർഗൻ. എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഫോർ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് 2. അടുത്ത സട്ടൻ ആൻഡ് ബോവറി. എന്താ കൊണ്ടുവന്ന? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പോൾ B3. അടുത്ത സ്റ്റാർട്ടീവൻസ്. ക്രോമസോമൽ മാപ്പ് അല്ലെങ്കിൽ ജീനോമിക് മാപ്പൊക്കെ കൊണ്ടുവന്നത്, ജനറ്റിക് മാപ്പൊക്കെ കൊണ്ടുവന്നത് ആര് തന്നെയാണ്? സ്റ്റാർട്ടീവൻ്റ് തന്നെയാണ്. അടുത്ത ഹെൻകിങ്. നമുക്കറിയാം എക്സ് ബോഡി എന്ന് പറയുന്ന സംഭവമാണ് ഹെൻകിങ്ങിൻ്റെത്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് 2 വരണം, പിന്നെ ബി എന്ന് പറയുന്ന 3 വരണം, സി എന്ന് പറയുന്ന 4 വരണം, ഡി എന്ന് പറയുന്ന 1 വരണം. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിയുന്നു. അപ്പോൾ എല്ലാം എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. നമ്മളിന്ന് ZEOTS-ൻ്റെ ഡിസ്കഷനാണ്. നിങ്ങൾ എല്ലാവരും ZEOTS എക്സാം എഴുതിയിട്ടുണ്ടാകും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 90% of a first order reaction was completed in 10 minutes. Calculate the time taken for 99.99% completion of the reaction. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ 99.99%ഉം 90% തമ്മിലൊരു റിലേഷൻ ഉണ്ട്. T99.99% എന്ന് പറഞ്ഞാൽ 4T90% ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ മാത്രമേ ഈ റിലേഷൻ പറ്റത്തുള്ളൂ. അപ്പോൾ T99.99% എന്ന് പറഞ്ഞാൽ 4T90% ആണ്. അപ്പോൾ 4 × T90% തന്നിട്ടുണ്ട്. 10 minutes ആണ്. സോ 40 minutes. So the correct answer is third option, 40 minutes. ഇതിൽ വരുന്ന മറ്റുള്ള റിലേഷൻ ഇതാണ്. T99% എന്ന് പറഞ്ഞാൽ 2T90% ആണ്. T99.9% എന്ന് പറഞ്ഞാൽ 3T90% ആണ്. അതുപോലെ വരുന്ന ഒരു റിലേഷനാണ് T99.99% എന്ന് പറയുമ്പോൾ 4T90. അപ്പോൾ 99 പോയിൻ്റ് കഴിഞ്ഞിട്ട് ഓരോ 9 വരുമ്പോഴും T90 ഒരെണ്ണം കൂടി വരും. അപ്പോൾ ആ രീതിയിലാണ് റിലേഷൻ വരിക. അപ്പോൾ ഈ റിലേഷൻ അറിയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 5 years. റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫാണ് തന്നിരിക്കുന്നത്. ദറ്റ് ഈസ് 5 years. 5 years. The total amount of substance left after 15 years when the initial amount is 64 gram. ഇനീഷ്യലായിട്ട് നമ്മൾ 64 ഗ്രാം എടുക്കുന്നു. 15 വർഷം കഴിയുമ്പോൾ എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ബാക്കിയുണ്ടാകും? ഈ 15 വർഷത്തിൽ എത്ര ഹാഫ് ലൈഫ്സ് ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് നോക്കുമ്പോൾ ടോട്ടൽ ടൈം 15 years ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് 5, ദറ്റ് ഈസ് 3 ആണ് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എന്ന് പറയുന്നത്. അപ്പം 3 ഹാഫ് ലൈഫാണുള്ളത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്.
ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഈ 64 ഗ്രാം എന്ന് പറയുന്നത് 32 ഗ്രാം ആയിട്ട് മാറും. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഈ 32 ഗ്രാം എന്ന് പറയുന്നത് 16 ഗ്രാം ആയിട്ട് മാറും. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഈ 16 എന്ന് പറയുന്നത് 8 ഗ്രാം ആയിട്ട് മാറും. അപ്പോൾ 3 ഹാഫ് ലൈഫ് ആയാലും ഇതൊരു ഹാഫ് ലൈഫ്, ഇതൊരു ഹാഫ് ലൈഫ്, ഇതൊരു ഹാഫ് ലൈഫ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 8 ഗ്രാം. ദറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ എല്ലാം എന്തോന്നാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ് വരിക. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. For the reaction 4KClO3 gives 3KClO4 plus KCl. If rate of disappearance of KClO3 equal to K1 into molar concentration of KClO3 raised to 4, rate of appearance of KClO4 equal to K2 into molar concentration of KClO3 raised to 4, rate of appearance of KCl equal to K3 into molar concentration of KClO3 raised to 4, the correct relation between K1, K2 and K3. നമുക്ക് തന്നിരിക്കുന്ന ആ റിലേഷൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് ആ KClO3 എന്ന് പറഞ്ഞ റിയാക്ടൻ്റെ ടേംസിലും KClO4 KCl എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ടേംസിലും നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ KClO3യുടെ ടേംസിൽ എഴുതുമ്പം റിയാക്റ്റൻ്റ് ആണ് മൈനസ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം 1/4 d/dt ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് KClO3 ഈക്വൽ ടു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്ലസ് 1/3 d/dt ഓഫ് KClO4 ഈക്വൽ ടു KCl അതും പ്രോഡക്റ്റ് ആണ്, അതിൻ്റെ കോഎഫിഷ്യൻ 1 അപ്പോൾ d/dt ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് KCl മൈനസ് d/dt ഓഫ് KClO3യുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് K1 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് KClO3 റൈസ് ടു 4 ടൈംസ്, ഇവിടെ ഒരു 4 ഉണ്ട്, ഈക്വൽ ടു d/dt ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് KClO4 തന്നിട്ടുണ്ട് K2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് KClO3 റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, ഈക്വൽ ടു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് KCl K3 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് KClO3 റൈസ് ടു 4. ഇതിൽ KClO3 റൈസ് ടു 4 ടൈംസ് കോമൺ ആയിട്ടിരിപ്പുണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 4, ഇവിടെ 3, അപ്പോൾ കോമൺ ആയിട്ട് വരുമ്പം 12 കൊണ്ട് ഗുണിക്കുന്നു, 12 കൊണ്ട് ഗുണിക്കുമ്പം ദറ്റ് ഈസ് 3K1 എന്ന് വരും, ഈക്വൽ ടു 12, 4ഉം 3ഉം 12ഉം 3ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4K2 ഈക്വൽ ടു 12K3 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 3K1 4K2 ഈക്വൽ ടു 12K3. ദറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ, തേർഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. Next question, question number 4. Consider a first order gas phase decomposition reaction given below. A gas gives B gas plus C gas. The initial pressure of the system before decomposition of A was Pi. After lapse of time T, total pressure of the system increased by X units and become PT. The rate constant K for the reaction is given as. നമുക്കൊരു gaseous first order reaction തന്നിട്ടുണ്ട്. A gas gives B gas plus C gas. അതിൻ്റെ ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് Pi. ബിയുടെയും സിയുടെയും പ്രഷർ 0 ആണ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല. ആഫ്റ്റർ ടൈം ടി ഒരു പർട്ടിക്കുലർ ടൈം ടി എന്ന് പറഞ്ഞ ഒരു ടൈം കഴിയുമ്പോൾ ആഫ്റ്റർ ടൈം ടി ഈ എയുടെ പ്രഷർ എ കുറച്ച് റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യും. എക്സ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റാണ് ഡിക്രീസ് ചെയ്യണമെന്ന് വെച്ച്, അപ്പോൾ ആഫ്റ്റർ ടൈം ടി ബാലൻസ് ഇരിക്കുന്ന എ എന്ന് പറഞ്ഞാൽ Pi മൈനസ് എക്സ് ആണ്. ഇനി എ എക്സ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ബി എത്ര ഉണ്ടാകും, സി എത്ര ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിനെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ 1 ആയ സ്ഥിതിക്ക് ഇത് എക്സ് റിയാക്ട് ചെയ്യുമ്പോൾ എക്സ് ബി ഉണ്ടാകും, എക്സ് സി ഉണ്ടാകും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ലാപ്സ് ഓഫ് ടൈം ടി ടോട്ടൽ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഇൻക്രീസ്ഡ് ബൈ എക്സ് യൂണിറ്റ് ആൻഡ് ബിക്കം PT. Total pressure of the system after time t is PT. PT equal to ഇതിൻ്റെ എല്ലാത്തിനെയും സമ്മാണ്, ദാറ്റ് ഈസ് Pi മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ ഒരു എക്സും പോയി, ദാറ്റ് ഈസ് PT ഈക്വൽ ടു Pi പ്ലസ് എക്സ് ആണ്, എക്സ് ഈക്വൽ ടു PT മൈനസ് Pi. ഇനി നമുക്ക് പ്രഷർ ഓഫ് എ
പ്രഷർ ഓഫ് എ ആഫ്റ്റർ ടൈം ടി കണ്ടുപിടിക്കണം. ആഫ്റ്റർ ടൈം ടി ഈക്വൽ ടു പി ഐ മൈനസ് എക്സ് ആണല്ലേ. അതിൽ എക്സിന് പകരം ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പി ഐ മൈനസ് പി ടി മൈനസ് പി ഐ അല്ലേ. അപ്പോൾ പി ഐ മൈനസ് പി ടി പ്ലസ് പി ഐ ദാറ്റ് ഈസ് 2pi മൈനസ് പി ടി. നെക്സ്റ്റ് വൺ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ നമുക്കറിയാം. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഇതാണ്. കെ ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ അറ്റ് ടൈം ടി. അതിൽ നമ്മൾ കോൺസെൻട്രേഷന് പകരം പ്രഷർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കെ ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ സ്ഥലത്ത് ഇനീഷ്യൽ പ്രഷർ ദാറ്റ് ഈസ് പി ഐ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ആഫ്റ്റർ ടൈം ടി, അതിന് പകരം പ്രഷർ ഓഫ് റിയാക്റ്റൻ ആഫ്റ്റർ ടൈം ടി ദാറ്റ് ഈസ് പി ഐ മൈനസ് എക്സ്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് 2pi മൈനസ് പി ടി. So the correct answer is K equal to 2.303 divided by T log Pi divided by 2Pi minus Pt. That is second option is the correct answer. Second option. Okay, next one. Question number 5. Rate constant of two reactions are given below. Identifying their order of reaction. രണ്ട് റിയാക്ഷനുകളുടെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അതിലിരുന്ന് അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക. റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് വെച്ചിട്ടാണ് ഓർഡർ കണ്ടുപിടിക്കുക. നമുക്ക് അറിയാം റേറ്റ് കോൺസ്റ്റൻറ്റ് ജനറലായിട്ടുള്ള യൂണിറ്റിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, മോൾ പെർ ലിറ്റർ റൈസ് ടു 1 മൈനസ് എൻ സെക്കൻഡ് റൈസ് ടു -1. എൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റിയാക്ഷനാണ്. ആദ്യത്തെ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ലിറ്റർ പെർ മോൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 1 മൈനസ് എൻ ഓരോന്നിനും പ്രത്യേകിച്ച് കൊടുക്കുകയാണെങ്കിൽ മോൾ റൈസ് ടു 1 മൈനസ് എൻ, ലിറ്റർ റൈസ് ടു n-1, സെക്കൻഡ് റൈസ് ടു -1 അല്ലേ. അപ്പോൾ ആദ്യത്തെ തന്നിരിക്കുന്ന യൂണിറ്റിൽ മോളിൻ്റെ പവർ എത്രയാണ്? -1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 1 മൈനസ് എൻ ഈക്വൽ ടു -1 ആണ്. അപ്പോൾ n ഈക്വൽ ടു 1 + 1 2. സോ ഫസ്റ്റ് ഇത് സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ നോക്കുമ്പം സെക്കൻഡ് റൈസ് ടു -1 ഉള്ളൂ. അപ്പോഴേ തന്നെ നമുക്കറിയാം അത് ഫസ്റ്റ് ഓർഡർ ആണ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് എന്നിൻ്റെ വാല്യൂ അവിടെ 0 ആയത് കാരണമാണ് അതിൻ്റെ ടേം അവിടെ വരാത്തത്, മോളിൻ്റെ പവർ വരാത്തത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ n ഈക്വൽ ടു എന്നൊന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. സോ സെക്കൻഡ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ അതാണ് ആൻസർ. ഏറ്റവും ആദ്യത്തത് സെക്കൻഡ് ഓർഡറും അടുത്തത് ഫസ്റ്റ് ഓർഡറുമാണ് വരേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ. Question number 6. In a reaction, 2A gives products. The concentration of A decreases from 0.5 molar to 0.38 molar in 10 minutes. What is the rate of the reaction in mole per liter per second during this interval? നമുക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2A gives products. 2A gives products. എയുടെ കോൺസെൻട്രേഷൻ 0.5 മോളാറിൽ നിന്ന് 0.38 മോളാറായിട്ട് 10 മിനിറ്റ്സിൽ ഡിക്രീസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ റേറ്റ് എഴുതുമ്പോൾ റേറ്റ് ഈക്വൽ ടു -1/2 ഡെൽറ്റ ബൈ ഡെൽറ്റ ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ. ദറ്റ് ഈസ് 1/2 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ദറ്റ് ഈസ് 0.5 നിന്ന് 0.38 ആയിട്ട് കുറയുന്നു. അപ്പോൾ 0.12 ഡിവൈഡഡ് ബൈ ടൈം 10 മിനിറ്റ്സ് ആണ്. പക്ഷേ നമുക്ക് റേറ്റ് സെക്കൻഡ്സിലാണ് വേണ്ടത്. അപ്പം 10 മിനിറ്റ്സിനെ സെക്കൻഡ്സിലോട്ട് മാറ്റും. 10 × 60. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ 1 × 10⁻⁻⁴ എന്ന് വരും. 1 × 10⁻⁻⁴. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ, 1 × 10⁻⁻⁴. നെക്സ്റ്റ് വൺ. Question number 7. For a first order reaction, the rate constant is 6.909 per minute. The time taken for 75% conversion in minutes is. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 75%ൻ്റെ ആവശ്യമായിട്ടുള്ള സമയം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലോഗരിതം ടേമിലേന് ഓപ്ഷൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഇതാണ്. K ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആഫ്റ്റർ ടൈം ടി. നമുക്ക് T 75% ആണ് കണ്ടുപിടിക്കേണ്ടത്. T 75% ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു. അപ്പോൾ K ഇവിടെ വരും. Kക്ക് പകരം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട് 6.909 ഇൻറ്റു ലോഗ് R0 ഇനീഷ്യലായിട്ട് നമ്മൾ 100% എടുക്കുന്നു. R എന്ന് പറയുന്നത് 75% റിയാക്ട് ചെയ്യുന്നു.
ടൈം ടേക്കൺ ഫോർ 75% കൺവേർഷനാണ്. 75% റിയാക്ട് ചെയ്താൽ ബാക്കി ഇരിക്കുന്നത് 25%. അപ്പം ഇനീഷ്യൽ 100 എടുത്തു, 75% റിയാക്ട് ചെയ്യുന്നു. നമ്മളിവിടെ R എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആഫ്റ്റർ ടൈം ടി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന റിയാക്ടൻറ്റുകളുടെ കോൺസെൻട്രേഷനാണ്. 75% റിയാക്ട് ചെയ്താൽ ബാക്കി 25% കാണത്തുള്ളൂ. സോ 4 ദാറ്റ് ഈസ് ഇത് 3 ആണല്ലേ. അപ്പോൾ 1/3 log 4 log 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 2 log 2 2/3 log 2 ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. 2/3 log 2 that is third option is the correct answer. 2/3 log 2. Next one, question number 8. The rate of the reaction A gives products at the initial concentration of 3.24 into 10 raised to minus 2 molar is 9 times its rate at another initial concentration of 1.2 into 10 raised to minus 3 molar. The order of the reaction. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. A gives products. A gives products. അവിടെ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ റേറ്റിലാണ് നമ്മൾ എഴുതുമ്പോൾ R = K × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A raised to n എന്ന് എഴുതാം. n എന്ന് പറഞ്ഞാൽ ഓർഡറാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ ഇരിക്കുന്ന റേറ്റിനെ കമ്പയർ ചെയ്യുമ്പം മറ്റൊരു ഹയർ കോൺസെൻട്രേഷനിൽ അതിൻ്റെ റേറ്റ് 9 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 9 ടൈംസ് വരുന്നത് റേറ്റ് 9 ടൈംസ് 9R വരുന്നത് K × കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ എത്രയാണ്? 3.24 × 10 raised to minus 2 മോളാർ ഉള്ളപ്പോഴാണ് raised to n. ഇത് ഒന്നാമത്തത്. മറ്റ് ഒരു കോൺസെൻട്രേഷൻ 1.2 × 10 raised to minus 3 ആണ്. അവിടെ റേറ്റ് 6 ആണ്. 6 ആകുമ്പോഴാണല്ലോ ഇത് 9 ടൈംസ് 9R ആകുന്നത്. R = K × 1.2 × 10 raised to minus 3 raised to n. നമ്മൾ ഈ റിയാക്ഷൻ്റെ റേറ്റിൽ ഇങ്ങനെ എഴുതി R = K × മോളാർ കോൺസെൻട്രേഷൻ A raised to n. n ഓർഡറാണ്, അറിയത്തില്ല, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഹയർ കോൺസെൻട്രേഷനിൽ അതിൻ്റെ റേറ്റ് 9 ടൈംസ് ആകുന്നു, ലോവർ കോൺസെൻട്രേഷനിൽ ഇരുന്നതിനേക്കാളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 1/2 എടുക്കും. 1/2 എടുക്കുമ്പം 9R / R 9 എന്ന് വരും. കെയും ക്യാൻസൽ ആയി പോവും. 3.24 × 10 raised to minus 2 divided by 1.2 × 10 raised to minus 3 the whole raised to n എന്ന് വരും അല്ലേ. നമ്മൾ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ K ക്യാൻസൽ ആയി പോകും, R ക്യാൻസൽ ആയി പോകും, ഇത്രയും വരും. 9 = ഇത് 10 raised to minus 3 മുകളിലോട്ട് വരുമ്പോൾ 10 raised to plus 3, അപ്പോൾ 10 ബാക്കി വരും. 32.4 divided by 1.2 × the whole raised to n എന്ന് വരും. പോയിൻ്റ് കളയാം. പോയിൻ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ 324 നോക്കുകയാണെങ്കിൽ പോയിൻ്റ് കളഞ്ഞു. 12 32ൽ 2 പ്രാവശ്യമുണ്ട്, ദാറ്റ് ഈസ് 24, 8 27 എന്ന് വരും. അപ്പം 9 = 27 raised to n എന്ന് വരും. ഇനി അടുത്ത് നോക്കിയേ, 9നെ 3 സ്ക്വയർ എന്ന് എഴുതാം, 27നെ 3 ക്യൂബ് എന്ന് എഴുതാം, 3 ക്യൂബ് raised to n അല്ലേ. അപ്പോൾ 3 സ്ക്വയർ = 3 raised to 3n എന്ന് എഴുതാം. അപ്പോൾ അതിലിരുന്ന് 3n = 2 എന്ന് എഴുതാമല്ലോ. n = 2/3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 2/3. 2/3. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗിവൺ ദ ഫോളോയിങ് ഡേറ്റ ഫോർ ദ റിയാക്ഷൻ. ഡേറ്റയാണ്, ഡേറ്റ അല്ല, ഡേറ്റ ഫോർ ദ റിയാക്ഷൻ. x + y gives z. നമുക്ക് ഒരു 4 എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വൈയുടെയും കോൺസെൻട്രേഷൻ റേറ്റും. വിച്ച് വൺ ഇസ് ദ റേറ്റ് ലോ ഇക്വേഷൻ? നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്, x + y gives z. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ലോ എഴുതുമ്പോൾ R = K × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് x raised to a × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് y raised to b. A എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു x, b എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു y. എയും ബിയും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ ആദ്യം എക്സിൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വൈയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എടുക്കുക. വൈയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് 1 and 2, ഫസ്റ്റും സെക്കൻഡ്. ഫ്രം എക്സ്പെരിമെൻറ്റ് 1 and 2, ഒന്നാമത്തെ ഇതനുസരിച്ച് നമ്മൾ റേറ്റ് 0.25 ആണ് അല്ലേ. റേറ്റ് 0.25.
0.25 ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എത്രയാണെന്ന് പറഞ്ഞാൽ 1 ആണ്. 1/A. വൈയുടെ കോൺസെൻട്രേഷൻ എഴുതണ്ട. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വൈയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇതായി പോകും. അതുകൊണ്ട് വൈയുടെ കോൺസെൻട്രേഷൻ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് 1. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് റേറ്റ് എഴുതുമ്പോൾ 0.5 ഈക്വൽ ടു കെയുടെ വാല്യൂ. എയുടെ കോൺസെൻട്രേഷൻ അവിടെ 2 ആണ്, 2/A. അവിടെയും വൈയുടെ കോൺസെൻട്രേഷൻ എഴുതേണ്ട, സെയിം ആണല്ലോ. വൈയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ടുള്ള രണ്ട് എക്സ്പെരിമെൻറ്റിൽ എടുത്തത്. അപ്പോൾ ഇത് 2/1 എടുക്കുക. 2/1 എടുക്കുമ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 0.25 ഈക്വൽ ടു കെയും ക്യാൻസൽ ആയി പോകും. 2/1/A എന്ന് വരും. ഇത് 2 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു 2/A. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ 1. എയുടെ വാല്യൂ 1 വരുന്ന, എക്സിൻ്റെ പവർ 1 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വൈയുടെ ഓർഡറും കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. വൈയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന രണ്ട് എക്സ്പെരിമെൻ്റ് എടുക്കുന്നു. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന രണ്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണിലും എക്സിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന രണ്ട് എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റും തേർഡ് എക്സ്പെരിമെൻറ്റ്. അതിൽ വൈയുടെ കോൺസെൻട്രേഷൻ ഇരട്ടിയാകുന്നു, പക്ഷേ റേറ്റിന് ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ. റേറ്റിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഓർഡർ എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സിൻ്റെ പവർ എയുടെ വാല്യൂ 1, വൈയുടെ പവർ 0 ആണ്. ആ 0 എന്ന് പറഞ്ഞ് റേറ്റ് മാറുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അവിടെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റും കമ്പയർ ചെയ്താൽ മതി. അവിടെ എക്സിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണ്, വൈയുടെ കോൺസെൻട്രേഷൻ ഇരട്ടിയാകുന്നു, പക്ഷേ റേറ്റിന് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ റേറ്റിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ വൈയുടെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ്റെ റേറ്റിന് എന്തോന്നും ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഓർഡർ 0 ആണ്. ദാറ്റ് ഈസ് ബിയുടെ വാല്യൂ എന്തോന്നാണെന്ന് പറഞ്ഞാൽ 0 ആണ്. അത്രയേ ഉള്ളൂ. അത് കാരണമാണ് അത് എഴുതേണ്ട കാര്യമില്ല. ഇതുപോലും എഴുതേണ്ട കാര്യമില്ല, നമ്മൾ നോക്കി കണ്ടുപിടിക്കാനേ ഉള്ളൂ. എന്നാലും ഈ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 10. 60% of a first order reaction was completed in 12 minutes. Calculate the time taken for 84% completion. First order reaction integrated rate expression ഇതാണ്. K equal to 2.303 divided by T log initial concentration divided by concentration of reactant after time T. 60% കംപ്ലീറ്റ് ചെയ്യാൻ 12 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. K equal to 2.303 divided by 60% കംപ്ലീറ്റ് ചെയ്യാൻ 12 മിനിറ്റ് അല്ലേ. അപ്പോൾ T 12 ലോഗ് ഇനീഷ്യലായിട്ട് 100%, 60% കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഇരിക്കുന്നത് 40%. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും 60 അല്ല എഴുതേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. 60% കംപ്ലീറ്റഡ് ആകുമ്പോൾ ബാക്കി ഇരിക്കുന്ന 40 ആണ് എഴുതേണ്ടത്. 5/2 ലോഗ് 5/2 അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ഇതേ റിയാക്ഷനിൽ തന്നെ നമ്മൾ T84% കണ്ടുപിടിക്കാം. T84% ഈക്വൽ ടു T ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു. അപ്പോൾ 2.303 ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ, കെ താഴെ വരുമല്ലോ, കെയുടെ വാല്യൂ ഇതാണ്. കെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.303 ഡിവൈഡഡ് ബൈ 12 ലോഗ് 5/2. ലോഗ് 5/2ൻ്റെ വാല്യൂ ഒന്നും ഇടണ്ട, അത് ക്യാൻസൽ ആയിപ്പോവും. അത് കാരണമാണ്. അപ്പോൾ ഇതേ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് അതേ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ തന്നെ കെ ഒരിക്കലും മാറത്തില്ലല്ലോ. T ടൈം റിക്വയർഡ് ഫോർ 84% കണ്ടുപിടിച്ചു. ഇത് 60% കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ് 12 മിനിറ്റ്. അത് വെച്ചിട്ട് കെ കണ്ടുപിടിച്ചു. അതിൽ കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇന്ന് ലോഗ് ഇത് 84% ആണ്. അപ്പോൾ ഇനീഷ്യൽ 100 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആഫ്റ്റർ ടൈം T 84% റിയാക്ട് ചെയ്താൽ ബാക്കി 16 വരത്തുള്ളൂ. ഇതാണ് ശരി. ഇനി ഇത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നോക്കിയേ, 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഈ ലോഗ് 25 ഡിവൈഡഡ് ബൈ 4 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ഇതും പോയി അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും 12 ഡിവൈഡഡ് ബൈ ലോഗ് 5/2 എന്ന് ബാക്കിയുണ്ട്. 12 തിരിഞ്ഞ് വരും. ലോഗ് 25/4 ലോഗ് 5/2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ലോഗ് A റൈസ് ടു ബി അല്ലേ. അപ്പോൾ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. 12 ഗുണം 2 ലോഗ് 5/2 ഡിവൈഡഡ് ബൈ ലോഗ് 5/2 എന്ന് വരും. അപ്പോൾ ലോഗ് 5/2 ക്യാൻസൽ ആയി പോകും.
told 24 minutes. That is, so the answer is second option, 24 minutes. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ. നമ്മൾ ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കും. ആദ്യത്തെ കണ്ടീഷനിൽ ടൈം ഉപയോഗിച്ച് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു, എന്നിട്ട് രണ്ടാമത്തെ കണ്ടീഷനിൽ ആ കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അത് ലോഗ് 5/2 അതിൻ്റെ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വല്ലതും ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും വരിക പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമുക്ക് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 11. The rate of reaction is doubled for every 10 degree rise in temperature. The increase in reaction rate as a result of temperature rise from 10 degrees Celsius to 70 degrees Celsius. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴും റേറ്റ് ഡബിൾ ആകുന്നു. 10 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റിന് എന്ത് സംഭവിക്കും? 10 to 70 ആക്കുമ്പോൾ അവിടെ എത്ര ടെമ്പറേച്ചറാണ് ഇൻക്രീസ് ചെയ്യുന്നത് പറഞ്ഞാൽ 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ഓരോ 10 ഡിഗ്രിക്കും ടെമ്പറേച്ചർ ഡബിൾ ആകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 60 ഡിഗ്രിയിൽ എത്ര 10 ഉണ്ടെന്ന് നോക്കണം. 6 10 ഉണ്ടല്ലേ. അപ്പോൾ 2⁻6 ടൈംസ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. 2⁻6 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 32 × 2 64 times. That is, fourth option is the correct answer. അപ്പോൾ ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴും ഡബിൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 10-ലിരുന്ന് 70 ആക്കുന്നത്. അപ്പോൾ എത്ര ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടെന്ന് നോക്കണം. 60 ആണ്. ആ 60-ൽ എത്ര 10 ഉണ്ട്? 60-ൽ 6 10 ഉള്ളത്. ഓരോ 10 ഡിഗ്രിക്കും ഡബിളാണ് ആകുന്നത്. അപ്പോൾ 6 10 ആകുമ്പോൾ 2⁻6 ആ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. At 500 Kelvin, the half-life period of a gaseous reaction at the initial pressure of 80 kilopascal is 350 seconds. When the pressure is 40 kilopascal, the half-life period is 175 seconds. The order of the reaction is. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹാഫ് ലൈഫാണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ പ്രഷർ ഹാഫ് ലൈഫ് രണ്ടുമാണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ പ്രഷർ 80 kilopascal ആകുമ്പോൾ അവിടെ ഹാഫ് ലൈഫ് 350 സെക്കൻഡാണ്. വെൻ ദ പ്രഷർ ഈസ് 40 kilopascal, ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 175 സെക്കൻഡാണ്. ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ പ്രഷർ പകുതിയായിട്ട് കുറയുമ്പോൾ ഹാഫ് ലൈഫും പകുതിയായിട്ട് കുറഞ്ഞിരിക്കുന്നല്ലേ. ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് റിയാക്ഷൻ്റെ കേസിൽ പ്രഷർ മറ്റേ റിയാക്ഷനിലെ കോൺസെൻട്രേഷന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ടി ഓഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ പ്രഷർ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനീഷ്യൽ പ്രഷറിന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടി ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത് 0 ഓർഡർ റിയാക്ഷനാണ്. ഇവിടെ ഇനീഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 0 ഓർഡർ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇനീഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഇനീഷ്യൽ പ്രഷറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഹാഫ് ലൈഫ്. അപ്പോൾ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രഷർ പകുതിയാകുമ്പോൾ ഹാഫ് ലൈഫും പകുതിയാകും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പം ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് എങ്ങനെ പറയുന്നു, അതുപോലെ തന്നെ 0 ഓർഡർ റിയാക്ഷന് ഹാഫ് ലൈഫ് ഇനീഷ്യൽ പ്രഷറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ 0 ഓർഡർ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. The activation energy for a reaction at temperature T Kelvin was found to be 2.303 R into T joule per mole. The ratio of the rate constant to Arrhenius factor is. Arrhenius equation എന്ന് പറഞ്ഞാൽ ഇതാണ്. K equal to A into E raised to minus EA by RT. ഇതാണ് Arrhenius equation. Temperature dependence of rate of a reaction is given by Arrhenius equation. K equal to A into E raised to minus EA by RT. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് the ratio of rate constant to Arrhenius factor, അതാണ് കണ്ടുപിടിക്കേണ്ടത്. K by Aയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എ ലെഫ്റ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ K by A equal to E raised to minus EA by RT എന്ന് വരും അല്ലേ. ഇവിടെ E raised to ഇയുടെ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. എത്ര? 2.303 R into T ഡിവൈഡഡ് ബൈ RT. അപ്പോൾ ആറും ടിയും RT ക്യാൻസലായി പോയി. എന്നിട്ട് ഇത് രണ്ട് സൈഡും നമ്മൾ നാച്ചുറൽ ഓവർന്ന് എടുക്കും.
രണ്ട് സൈഡും നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പം ln k/a ഈക്വൽ ടു എങ്ങനെ വരും? ln e റൈസ് ടു മൈനസ് 2.303 എന്ന് വരും. ഇതിൻ്റെ ബേസ് ഇ ആണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞുള്ള രീതിയിൽ എഴുതുമ്പം ln k/a ഈക്വൽ ടു മൈനസ് 2.303 ln e. അതിൻ്റെ ബേസ് ഇ ആണ്. ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ln k/a ഈക്വൽ ടു മൈനസ് 2.303 എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ ലോഗ് ടു ദി ബേസ് 10 ആക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2.303 ലോഗ് k/a ഈക്വൽ ടു മൈനസ് 2.303. ഈ 2.3 റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പം ലോഗ് k/a ഈക്വൽ ടു മൈനസ് 2.303 ഡിവൈഡഡ് ബൈ 2.303. അപ്പോൾ ലോഗ് k/a ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും. അപ്പോൾ k/a എന്ന് പറഞ്ഞാൽ ആൻറ്റി ലോഗ് ഓഫ് -1. ദാറ്റ് ഈസ് 10 റൈസ് ടു -1 ആണ്. 10 റൈസ് ടു -1. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. What would be the rate equation of the reaction A plus B gives products if following data is collected experimentally? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഒരു റിയാക്ഷന് 3 എക്സ്പെരിമെൻ്റൽ ഡേറ്റ തന്നിട്ടുണ്ട്. റിയാക്ഷൻ ഇതാണ്, A plus B gives products. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയേറ്റിലായി എഴുതുമ്പോൾ R equal to K into molar concentration of A raised to X into molar concentration of B raised to Y. എക്സിൻ്റെ വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ, വൈ എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. നമ്മൾ എയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ ബിയുടെ കോൺസെൻട്രേഷൻ ഒരുപോലെ വരുന്ന 2 എക്സ്പെരിമെൻ്റ് എടുക്കണം. ബിയുടെ കോൺസെൻട്രേഷൻ ഒരുപോലെ വരുന്ന 2 എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും. അപ്പോൾ അവിടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നിന്ന്, അപ്പോൾ ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് റേറ്റ് എന്ന് പറയുന്നത് R equal to 2.1 into 10 raised to -3 equal to K into എയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.1 റൈസ് ടു എക്സ്. ബിയുടെ കോൺസെൻട്രേഷൻ എഴുതണ്ട, ബിയുടെ കോൺസെൻട്രേഷൻ രണ്ടിലും സെയിം ആയിട്ട് വരുമ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസലായി പോകും. അപ്പോൾ ഇത് ഒന്നാമത്തത്. രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ഇരുന്ന് നോക്കുമ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 8.4 into 10 raised to -3 equal to K into എയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.2 റൈസ് ടു എക്സ് ആണ് 2. ഇനി വലിയ വാല്യൂ ഇതാണ്. അപ്പോൾ 2/1 എടുക്കുക. 2/1 എടുക്കുമ്പോൾ 8.4 into 10 raised to -3 ഡിവൈഡഡ് ബൈ 2.1 into 10 raised to -3 ഈക്വൽ ടു K ക്യാൻസലായി പോകും. 0.2 ഡിവൈഡഡ് ബൈ 0.1 റൈസ് ടു എക്സ് എന്ന് വരും. ഇത് 4 ടൈംസ് ആണല്ലേ. അപ്പോൾ 4 ഈക്വൽ ടു ഇത് 2 ടൈംസ് 2 റൈസ് ടു എക്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എക്സ് 2. ഇനി അടുത്തത് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിക്കാൻ, ദാറ്റ് ഈസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എടുക്കുക. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന ഈ 2 എക്സ്പെരിമെൻ്റാണ്. ഈ 2 എക്സ്പെരിമെൻറ്റിൽ നമ്മൾ നോക്കുമ്പം റേറ്റ് നോക്കുമ്പോൾ അപ്പോഴേ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്, ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആകുന്നു, 1 2 ആകുന്നു, ചേഞ്ച് വരുന്നു, പക്ഷേ റേറ്റിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. റേറ്റിൽ ചേഞ്ച് വരുന്നില്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബി ഓർഡർ എത്രയാണ്? 0 ആണ്. ദാറ്റ് ഈസ് വൈയുടെ വാല്യൂ 0 ആയിട്ടാണ് വരിക. വൈയുടെ വാല്യൂ എന്തോന്നായിട്ടാണ് വരിക? 0 ആയിട്ടാണ് വരിക. എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്, ബിയുടെ കോൺസെൻട്രേഷനാണ് ചേഞ്ച് വരുന്നത്, പക്ഷേ റേറ്റിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി ഓർഡർ 0 ആണ്. സോ ദ റേറ്റ് ലോ ഈസ് R equal to K into മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A raised to 2. B raised to 0 ആണെങ്കിൽ പിന്നെ എഴുതേണ്ട കാര്യമില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ, R equal to K into മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A raised to 2. നെക്സ്റ്റ്, N2 plus 3H2 gives 2NH3 plus 22 kilocalories. The activation energy for the forward reaction is 50 kilocalories. What is the activation energy for the backward reaction? നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. N2 plus 3H2 gives 2NH3. അവിടെ പ്ലസ് 22 kilocalories. അതിൻ്റെ മീനിങ് ഡെൽറ്റ H equal to -22 kilocalories എന്നാണ് മീനിങ്. ഒരു റിയാക്ഷനിൽ പ്രോഡക്റ്റിൻ്റെ കൂടെ എഴുതി തന്നിരിക്കുമ്പോൾ പ്ലസ് ആണ് എഴുതി തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ട് അമോണിയയും ഇത്രയും ഹീറ്റും ലിബറേറ്റ് ചെയ്യണമെന്നാണ് മീനിങ്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ.
നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷനും ആക്ടിവേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ മൈനസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -22, ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ 50 കിലോ കാലറീസ്, ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ടു 50 + 22, that is 72 കിലോ കാലറീസ് പെർ മോൾ. +72 ആണ്, that is fourth option is the correct answer, +72 കിലോ കാലറീസ് പെർ മോൾ. Okay, next one. Question number 16, match the following. കോളം 1 റിയാക്ഷൻ തന്നിട്ടുണ്ട്, കോളം 2 ഓർഡർ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർഡറിൻ്റെ എക്സാമ്പിൾ, ഓർഡർ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ആദ്യത്തെ റിയാക്ഷൻ അമോണിയ പ്ലാറ്റിനം സർഫസിൽ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് ഡീകമ്പോസിഷൻ ആകുന്ന റിയാക്ഷൻ. സാധാരണ അത് സീറോ ഓർഡർ റിയാക്ഷനാണ്. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കണ്ടീഷനിലാണ് സീറോ ഓർഡർ ആകുന്നത്. സം എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷനും മെറ്റൽ കാറ്റലൈസ്ഡ് റിയാക്ഷനും ആണ് സീറോ ഓർഡർ ആകുക. ഇവിടെ ഡീകമ്പോസിഷൻ ഓഫ് ഗേഷ്യസ് അമോണിയ ഓൺ ഹോട്ട് പ്ലാറ്റിനം സർഫസ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഹൈ പ്രഷറിൽ വരുമ്പം അത് സീറോ ഓർഡർ ആണ്. സോ എ ഈസ് ആർ, എ ആർ ആണ്. നെക്സ്റ്റ് വൺ, N2O5യുടെ ഡീകമ്പോസിഷൻ. N2O5 ഡീകമ്പോസിഷനായി NO2O2 ആയിട്ട് മാറുന്നു. N2O5യുടെ ഡീകമ്പോസിഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ ബി എന്ന് പറയുന്നത് പി ആണ്. ക്ലോറോഫോം ക്ലോറിനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ടെട്രാക്ലോറൈഡും HCl ഉണ്ടാകുന്ന റിയാക്ഷൻ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്. ദറ്റ് ഈസ് 1½ ആണ്. അത് 1½ ആണ്. അത് ആ പ്രിൻറ്റിങ്ങിൽ 1/12 എന്നായിപ്പോയി. അങ്ങനെ ഒരു ഓർഡർ വരത്തില്ല. 1½ ആണ്. 1 ദറ്റ് ഈസ് 3/2 അതാണ് വരിക. ദറ്റ് ഈസ് ക്ലോറോഫോം ക്ലോറിനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനാണ്. നമുക്ക് ഫ്രാക്ഷണൽ ഓർഡർ എക്സാമ്പിളായിട്ട് NCERT ടെക്സ്റ്റിൽ ആകെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ARBQ, ARBPCQ. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ, ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, the rate expression for the reaction A plus B gives C is rate equal to K into molar concentration of A raised to 1/2 B square. What change in the rate occurs if initial concentration of A and B increase by factors 4 and 2 respectively? നമുക്ക് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ലാ തന്നിട്ടുണ്ട്. റേറ്റ് ലാ എന്ന് പറഞ്ഞാൽ R equal to K into molar concentration of A raised to 1/2 into molar concentration of B square. എന്താണ് റേറ്റിൽ നടക്കുന്ന ചേഞ്ച്? എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ 4 ടൈം 2 ടൈംസ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ റേറ്റ് R എന്ന് വയ്ക്കുക. R equal to K ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ സ്മോൾ എ എന്ന് എടുക്കുക, A raised to 1/2, ബിയുടെ കോൺസെൻട്രേഷൻ സ്മോൾ ബി എന്ന് എടുക്കുക 2. ഇതാണ് ഇനീഷ്യൽ റേറ്റ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ R' എന്ന് വയ്ക്കുക. R' equal to K ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ടൈംസ് ആക്കുന്നു. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ 4 ടൈംസ് ആക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഇരുന്ന സ്മോൾ എ 4A raised to 1/2 എന്നാക്കുന്നു. ബിയുടെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആക്കുന്നു. അപ്പോൾ 2B raised to 2 എന്ന് പറയും. അപ്പോൾ R' equal to K ഇൻറ്റു 4 raised to 1/2 2 ആണ്. ദാറ്റ് ഈസ് A raised to 1/2. 2 സ്ക്വയർ 4 ആണ്, B സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ 2 × 4 8. 8 ഇൻറ്റു K ഇൻറ്റു A raised to 1/2 B raised to 2. R' equal to 8 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 6 അല്ലേ? അപ്പോൾ 8 ടൈംസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 8 ടൈംസ്. അത്രയും 8 ടൈംസ്. നമ്മൾ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ സ്മോൾ എ എന്നും ബി എന്നും എടുത്തു. എന്നിട്ട് R' കണ്ടുപിടിക്കാൻ, R' എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ 4 ടൈംസ് ആക്കി, കോൺസെൻട്രേഷൻ ഓഫ് ബി 2 ടൈംസ് ആക്കി. എന്നിട്ട് നമ്മൾ റേറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ 8 R എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 8 ടൈംസ്. Next one, in the Arrhenius plot of lnk versus 1/t, a linear plot is obtained with a slope of -2 × 10⁻⁴ Kelvin. The energy of activation of the reaction in kilojoule per mole is, R value is 8.3 joule per Kelvin per mole. ഈ അറീനിയസ് പ്ലോട്ട് അനുസരിച്ചിട്ട് നമ്മൾ lnk വേഴ്സസ് 1/t നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -EA/R ആണ്. -EA/R. ഇവിടെ lnk വേഴ്സസ് 1/t ആണ് പ്ലോട്ട് വരച്ചിരിക്കുന്നത്.
സ്ലോപ്പ് തന്നിട്ടുണ്ട് -2 × 10⁻⁴ ആണ്. അപ്പോൾ -EA/R. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 8.3 ജൂൾസിലാണ് തന്നിരിക്കുന്നത് അല്ലേ, ജൂൾസിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആക്ടിവേഷൻ എനർജി ഏതിലാണ് ചോദിച്ചിട്ടുള്ളത്, കിലോ ജൂൾസിലാണ്. സോ ഇതിനെ നമ്മൾ കിലോ ജൂൾസിലോട്ട് മാറ്റിയിട്ടുണ്ട്. 8.3 × 10⁻⁻3. ഇതിലൊന്ന് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിച്ചാൽ മതി, മൈനസ് ക്യാൻസൽ ആയി പോകും. ദറ്റ് ഈസ് 2 × 10⁻⁴ × 8.3 × 10⁻⁻3. ഇതും പോകുമ്പോൾ ഒരു 10 ബാക്കിയുണ്ട്. ദറ്റ് ഈസ് 83 × 2 166 കിലോ ജൂൾ പെർ മോൾ. 166. So second option is the correct answer. 166. Okay, next one. Question number 19. In the zero order reaction, X gives products. The rate constant is 10⁻⁻2 mole per liter per second. If initial concentration is 10 moles in 1 liter vessel, how many moles of X would be left after 10 minutes? നമുക്കൊരു സീറോ ഓർഡർ റിയാക്ഷനാണ് തന്നിട്ടുള്ളത്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഇതാണ്. K = കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആഫ്റ്റർ ടൈം ടി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇവിടെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് 10⁻⁻². ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10 moles in 1 liter vessel, that is 10 തന്നെ. കോൺസെൻട്രേഷൻ ഹൗ മെനി മോൾസ് ഓഫ് എക്സ് വുഡ് ബി ലെഫ്റ്റ് ആഫ്റ്റർ 10 minutes ആണ്. അപ്പോൾ 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 10 minutes ആണ് കണ്ടുപിടിക്കേണ്ടത്, 10 മിനിറ്റിൽ. പക്ഷേ ഇവിടെ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 10 minutesനെ സെക്കൻഡ്സിലോട്ട് മാറ്റി എഴുതണം. ദറ്റ് ഈസ് 10 × 60. അപ്പോൾ ഇത് 10 × 60 ദറ്റ് ഈസ് 600 × 10⁻⁻² ഈക്വൽ ടു 10 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആഫ്റ്റർ ടൈം ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. 10 മൈനസ് ദറ്റ് ഈസ് 6 ദറ്റ് ഈസ് 4 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ്, ഇതിൻ്റെ വാല്യൂ 6 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ. Question number 20. The rate of a gaseous reaction is given by the expression R = K into molar concentration of A into molar concentration of B. If the volume of the reaction vessel is suddenly increased to 4 times of the initial volume, the reaction rate relative to the original rate will be. നമുക്കൊരു റിയാക്ഷൻ്റെ റേറ്റിലാണ് തന്നിട്ടുണ്ട്. R = K into molar concentration of A into molar concentration of B. നമ്മൾ ഇതിൽ എയുടെ കോൺസെൻട്രേഷൻ സ്മോൾ എ എന്നും ബിയുടെ കോൺസെൻട്രേഷൻ സ്മോൾ ബി എന്നും എടുക്കുമ്പം റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, KAB. ഇങ്ങനെ ആയിരിക്കും റേറ്റ്. എയുടെ കോൺസെൻട്രേഷൻ സ്മോൾ എ എന്നും ബിയുടെ കോൺസെൻട്രേഷൻ സ്മോൾ ബി എന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വോളിയം ഓഫ് ദ റിയാക്ഷൻ വെസൽ ഈസ് സഡൻലി ഇൻക്രീസ് ടു 4 times. വോളിയം 4 times ആക്കുന്നു. വോളിയം 4 times ആക്കുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ 1/4 ആയിട്ട് കുറയും. 4ൽ 1 പങ്കായിട്ട് കുറയും. വോളിയമും മോളാർ കോൺസെൻട്രേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരിക. അപ്പോൾ വോളിയം 4 times ആക്കുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ 1/4 ആയിട്ട് മാറും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് 4 മോൾ 1 ലിറ്ററിലിരിക്കുന്നു. അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ വോളിയം 4. അതേ 4 മോൾ തന്നെയായിരിക്കും നമ്മൾ വോളിയം ഓഫ് ദ വെസൽ 4 ഇരട്ടിയാക്കുമ്പോഴും ഇരിക്കുന്നത്. 4 ലിറ്ററിലിരിക്കുന്നു. അപ്പോൾ വോളിയം ഓഫ് ദ വെസൽ 4 ഇരട്ടിയാക്കി. അപ്പോഴേ തന്നെ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 4/4 ആണ്. ദറ്റ് ഈസ് 1 ആണ്. അപ്പോൾ കണ്ടില്ലേ, വോളിയം 4 times ആക്കിയപ്പോൾ ഇത് 1/4, 4ൽ 1 പങ്കായിട്ട് കുറഞ്ഞു. 4 എന്നുള്ളത് 1 ആയിട്ട്, അപ്പോൾ 1/4. എയുടെ കോൺസെൻട്രേഷനും 1/4 ആയിട്ട് മാറും, ബിയുടെ കോൺസെൻട്രേഷനും 1/4 ആയിട്ട് മാറും. അതാണ് വേറൊരു പ്രത്യേകത. അപ്പം ഫൈനൽ റേറ്റ് R' എന്ന് പറഞ്ഞാൽ K × A/4 ആകും. മറ്റത് B/4 ആകും. അപ്പോൾ R' = 4 × 4 1/16 KAB, ദറ്റ് ഈസ് 1/16 R എന്നാകും. അപ്പം ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇരുന്നതിനേക്കാളും 1/16 ആകും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1/16. നെക്സ്റ്റ് വൺ. Question number 21. The rate of a reaction can be increased in general by all the factors except. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഫാക്ടർ കൊണ്ടാണ് റേറ്റ് ഇൻക്രീസ് ആകാത്തത്? അതാണ് ക്വസ്റ്റ്യൻ. ക്യാൻ ബി ഇൻക്രീസ് ഇൻ ജനറൽ ബൈ ഓൾ ദ ഫാക്ടേഴ്സ് എക്സെപ്റ്റ്.
യൂസിങ് എ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആകുമ്പോൾ റേറ്റ് ഇൻക്രീസ് ആകും തീർച്ചയായിട്ടും. കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജിയെ ലോവർ ചെയ്തുകൊണ്ട് റിയാക്ഷൻ റേറ്റിനെ വർദ്ധിപ്പിക്കും. ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ആകും. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഓരോ 10 ഡിഗ്രി റൈസ് ചെയ്യുമ്പോഴും റിയാക്ഷൻ റേറ്റ് ഡബിളാണ് ആകുന്നത്. ഇൻക്രീസിങ് ദ ആക്ടിവേഷൻ എനർജി, ദാറ്റ് ഈസ് ദ ആൻസർ. എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ഇൻക്രീസ് ചെയ്താൽ റിയാക്ഷൻ റേറ്റ് കൂടത്തില്ല. ആക്ടിവേഷൻ എനർജി ഡിക്രീസ് ചെയ്താൽ മാത്രമേ റിയാക്ഷൻ റേറ്റ് കൂടത്തുള്ളൂ. ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, അവിടെയും റിയാക്ഷൻ റേറ്റ് കൂടും. അപ്പോൾ അവിടെ ആക്ടിവേഷൻ എനർജി ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻക്രീസിങ് ദി ആക്ടിവേഷൻ എനർജി. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 22. ഫോർ വാട്ട് ഓർഡർ റിയാക്ഷൻ does the half life get longer as the initial concentration increases? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹാഫ് ലൈഫ് ലോങ്ങർ ആയിട്ട് വരുന്നത് ഏതാണ്? ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഏത് റിയാക്ഷൻ വരുന്നോ അതിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ഒറ്റ റിയാക്ഷനേ ഉള്ളൂ, അത് സീറോ ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ സോ കറക്റ്റ് ആൻസർ ഈസ് 0th ഓർഡർ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ അങ്ങനെയല്ല, ഹാഫ് ലൈഫ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഹാഫ് ലൈഫ് കൂടണം, അതാണ് ലോങ്ങർ ഇൻക്രീസസ്. സോ ഇറ്റ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 23. ഫോർ ദ റിയാക്ഷൻ, ഇത് ഒരു റിവേഴ്സിബിൾ ആരോ ആണ്, അതവിടെ മിസ്സായിട്ടുണ്ട്. നമുക്കൊരു റിയാക്ഷൻ ഇങ്ങനെ തരുന്നു, 2NO ഗ്യാസ് പ്ലസ് Br2 ഗ്യാസ് gives 2NOBr ഗ്യാസ്. ദ പോസിബിൾ മെക്കാനിസം ഈസ്, ഈ റിയാക്ഷൻ്റെ മെക്കാനിസം പറഞ്ഞിട്ടുണ്ട്, NO ഗ്യാസ് പ്ലസ് Br2 ഗ്യാസ് റിവേഴ്സിബിൾ NOBr2 ഗ്യാസ്. അടുത്ത സ്റ്റെപ്പിൽ NOBr2 ഗ്യാസ് പ്ലസ് NO ഗ്യാസ് gives 2NOBr. The second step is the rate determining step. സെക്കൻഡ് സ്റ്റെപ്പ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് എൻ്റെ മീനിങ്. അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു NO ഈസ്, സെക്കൻഡ് സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ അതിൽ നിന്ന് റേറ്റിലായിരുന്നുമ്പോൾ R equal to K into molar concentration of NOBr2 concentration of NOBr2 into concentration of NO. പക്ഷേ ഇത് നമുക്ക് റേറ്റിലായിട്ട് പറയാൻ പറ്റത്തില്ല, ഇതിൽ ഇൻ്റർമീഡിയറ്റ് ഇരിപ്പുണ്ട്. ഈ റിയാക്ഷനിൽ ഉള്ള റിയാക്ടൻ ഇത് രണ്ടുമാണ്, അതിൽ NOBr2 ഇല്ല. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ഒരു സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ ഇരുന്ന് റേറ്റിലായി എഴുതുമ്പോൾ അതിൽ ഏതെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്യാൻ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിലിരുന്ന് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം ഇതിൻ്റെ ഇത് K ഡാഷ് എന്ന് വയ്ക്കുക, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ K ഡബിൾ ഡാഷ് എന്ന് എടുക്കുക. ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ ഇരുന്നാലും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് അറ്റ് ഇക്വിലിബ്രിയം ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അറ്റ് ഇക്വിലിബ്രിയം ആണ് എഴുതാറുള്ളത്. ഇതിലിരുന്ന് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NOBr2 അതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NOBr2 അത് കണ്ടുപിടിക്കുമ്പോൾ NOBr2 ഈക്വൽ ടു K ഡബിൾ ഡാഷ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Br2 ആണല്ലോ. ഇതിലിരുന്ന് ഇതിൻ്റെ കോൺസെൻട്രേഷൻ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം R ഈക്വൽ ടു K ഡാഷ് ഉണ്ട്, NOBr2ൻ്റെ കോൺസെൻട്രേഷൻ ഇതാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K ഡബിൾ ഡാഷ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Br2. ഇനി ഇവിടെ അല്ലെങ്കിൽ ഒരു NO ഉണ്ട്. സോ R ഈക്വൽ ടു K ഡാഷ് ഇൻറ്റു K ഡബിൾ ഡാഷ് K എന്ന് എഴുതുക. രണ്ടും കോൺസ്റ്റൻ്റ് അല്ലേ, രണ്ട് കോൺസ്റ്റൻ്റ് കുടിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO സ്ക്വയർ ഇവിടെ ഒരെണ്ണമുണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Br2. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു NO ഓർഡർ എത്രയാണെന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2. ഓവറോൾ ഓർഡർ അല്ല ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു NO മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓവറോൾ റിയാക്ഷൻ ആണെങ്കിൽ ഓർഡർ 3 ആണ്, 2 വിത്ത് റെസ്പെക്ട് ടു NO 2ഉം വിത്ത് റെസ്പെക്ട് ടു ബ്രോമിൻ 1. അപ്പോൾ അങ്ങനെ 3 ആണ് വരിക. ഇല്ലാതെ ഇവിടെ ഇരുന്ന് ഇത് ഒന്നും എഴുതാൻ പറ്റത്തില്ല, ഇത് റിയാക്റ്റൻ്റ് അല്ല, ഇത് ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ടാകും, അതിലിരുന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് എക്സ്പെരിമെൻ്റലായിട്ട് ഒരു റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Half-life period of a first order reaction is 1386 seconds. The specific reaction rate is. Specific reaction rate എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ when the concentration of reactants unity ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് R = K ആകും. അതിനെയാണ് സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. കെയുടെ വിളിക്കുന്ന പേര് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് K = 0.693 ഡിവൈഡഡ് ബൈ T ഹാഫ് ആണ്. നമുക്ക് 0.693 ഡിവൈഡഡ് ബൈ T ഹാഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1386. ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് 0.5 × 10⁻³ എന്ന് വരും. 0.5 × 10⁻³ സോ ദ കറക്റ്റ് ആൻസർ ഈസ് 0.5 × 10⁻³ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. 693 × 10⁻³ എന്ന് എഴുതുക, 1386 1/2 0.5 × 10⁻³. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Question number 25. Compounds A and B react according to the following chemical equation. A gas plus 2B gas gives 2C gas. Concentration of either A or B were changed, keeping the concentration of one of the reactant constant, and rates were measured as a function of initial concentration. Following results were obtained. Choose the correct option for the rate equation for this reaction. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനീഷ്യൽ റേറ്റ് മെത്തേഡിൽ രണ്ട് റിയാക്ടൻ്റ് എയും ബിയും 3 എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ആ റിയാക്ഷൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. A + 2B gives 2C. ഈ റിയാക്ഷൻ്റെ റേറ്റിലാണ് നമുക്കിങ്ങനെ എഴുതാം. R = K × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A⁻x × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B⁻y. നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എക്സും എയും വൈ എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബിയും ആണ്. അപ്പോൾ എയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എടുക്കുക. ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 and 3 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇതിലിരുന്ന് ഇതിൻ്റെ റേറ്റ് എഴുതുമ്പോൾ 0.1 റേറ്റ് എന്ന് പറഞ്ഞാൽ 0.3 സോറി ഇനി 0.1 ലാസ്റ്റാണ് എഴുതിക്കുന്നത്. 0.1 = K × എയുടെ കോൺസെൻട്രേഷൻ 0.3⁻x. ബിയുടെ കോൺസെൻട്രേഷൻ എഴുതേണ്ട കാര്യമില്ല. ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്. നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. സെയിം കോൺസെൻട്രേഷൻ. എയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് ആണ് എടുത്തത്. അപ്പോൾ ഇത് 1. ഇനി മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് ഇരുന്ന് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.2 = K × എയുടെ കോൺസെൻട്രേഷൻ 0.6⁻x. 2/1 എടുക്കുക. 2/1 എടുക്കുമ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 0.1 = K ക്യാൻസൽ ആയി പോകും. 0.6 ഡിവൈഡഡ് ബൈ 0.3 x എന്ന് വരും. 2 = ഇതും 2 x. അപ്പോൾ x = 1 എന്ന് വരും. x = 1. ഇനി നമുക്ക് ബിയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എടുക്കുക. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻറ്റ്. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഉം 2 ആണ്. 1 and 2 വെച്ചിട്ട് ഒന്നാമത്തേൻ്റെ ഇത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 = K × എയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്, അത് എഴുതണ്ട. ബിയുടെ കോൺസെൻട്രേഷൻ 0.3⁻y അത് 3 എന്ന് വയ്ക്കുക. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ഇരുന്ന് റേറ്റ് 0.4 ആണ് = K × എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് എഴുതേണ്ട, ക്യാൻസൽ ആയി പോകും. ബിയുടെ കോൺസെൻട്രേഷൻ 0.6⁻y 4. ഇവിടെ നോക്കുകയാണെങ്കിൽ 4/3 എടുക്കുക. 4/3 എടുക്കുമ്പം 0.4 ഡിവൈഡഡ് ബൈ 0.1 = K ക്യാൻസൽ ആയി പോകും. 0.6 ഡിവൈഡഡ് ബൈ 0.3⁻y എന്ന് വരും അല്ലേ. ദറ്റ് ഈസ് ഇത് 4 = ഇത് 2⁻y. അപ്പോൾ y = 2 എന്ന് വരും. x 1 y 2. അപ്പോൾ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R = K × A⁻1 B⁻2. സോ ദ കറക്റ്റ് ആൻസർ ഈസ് rate = K × A⁻1 B². That is second option is the correct answer. Next one. Question number 26. For the reaction N2O5 gas gives 2NO2 gas plus half O2 gas. The value of rate of disappearance of N2O5 is given as 6.25 × 10⁻³ mole per liter per second. The rate of formation of NO2 and O2 is given respectively as. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്. N2O5 gives 2NO2 plus half O2.
ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ റേറ്റിലാണ് എഴുതുമ്പോൾ -d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഈക്വൽ ടു 1/2 d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് NO2 ഈക്വൽ ടു 1/1/2 2 d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് O2. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 ആണ് തന്നിരിക്കുന്നത്, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 ഈക്വൽ ടു ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2 റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 അല്ലേ. 2 റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് 6.25 × 10⁻³ that is 12.5 × 10⁻³ that is 1.25 × 10⁻². 1.25 × 10⁻², രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യണം. അടുത്തത് വേണ്ടത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2 ആണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. അപ്പോൾ d/dt ഓഫ് O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ഈ രണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/2 -d/dt ഓഫ് N2O5 ആണ് അല്ലേ. അപ്പോൾ 1/2 × 6.25 × 10⁻³ that is 3.125 × 10⁻³ എന്ന് വരും. So the correct answer is 1.25 × 10⁻² and 3.125 × 10⁻³. Third option is the correct answer. Third option. ഇത് -2 ആണ്, ഇത് -3 ആണ്. Okay. Next one. Question number 27. If A is the initial concentration of a substance which reacts according to zero order kinetics and K is the rate constant, the time for the reaction to go to completion. To go to completion എന്ന് പറഞ്ഞാൽ 100% ആണ്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് അറ്റ് ടൈം T ഡിവൈഡഡ് ബൈ T. T 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T 100%, അതാണ് ഗോ ടു കംപ്ലീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. ടൈം ഫോർ ദ റിയാക്ഷൻ ടു ഗോ ടു കംപ്ലീഷൻ T 100%. T 100% എന്ന് പറഞ്ഞാൽ R0 ഇനീഷ്യൽ എ എന്ന് പറഞ്ഞിട്ടുണ്ട്, എ മൈനസ് ആർ കാണത്തില്ല, 0 ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ റിയാക്ടൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആഫ്റ്റർ ടൈം T. 100% റിയാക്ട് ചെയ്താൽ പിന്നെ ഒന്നും കാണത്തില്ലല്ലോ. ഡിവൈഡഡ് ബൈ T നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുത്തപ്പോൾ K താഴോട്ട് വരും. സോ A/K, that is the answer. A/K. That is first option is the correct answer. First option. Next one. Question number 28. What is the energy of activation of a reaction if its rate doubles when the temperature is raised from 290 Kelvin to 300 Kelvin? 290 നിന്ന് 300 Kelvinലോട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴും അവിടെ എനർജി ഓഫ് ആക്ടിവേഷൻ എത്ര, റേറ്റ് ഡബിൾ ആകുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ 10 ഇൻക്രീസ് ചെയ്യുമ്പം റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും, ഡബിൾ ആകും. നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ആക്ടിവേഷൻ എനർജിയുമായിട്ട് K1 K2 ആയിട്ട് അറീനിയസ് ഇക്വേഷൻ ഇങ്ങനെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടാകും. log K2/K1 ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഡിവൈഡഡ് ബൈ 2.303 × R × T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. ഇതാണ് ഇവിടെ റിയാക്ഷൻ റേറ്റ് ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K1 ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആകുമ്പോഴാണ് റേറ്റ് ഡബിൾ ആകുക. അപ്പോൾ K2 എന്ന് പറഞ്ഞാൽ 2K1 ആണ്. അപ്പോൾ K2/K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ log 2 ഈക്വൽ ടു EA/2.303. ആറിൻ്റെ വാല്യൂ ഇവിടെ കിലോ കാലറീസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കാലറീസിൽ 2 ആണ്, കിലോ കാലറിയിലാകുമ്പോൾ 10⁻³ കൂടെ ഇടണം. 2 × 10⁻³ ടെമ്പറേച്ചർ ഡിഫറൻസ് 290 300 ആണ്. അപ്പോൾ 10 ആണ്. 290 × 300 അല്ലേ. ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു log 2. log 2ൻ്റെ വാല്യൂ 0.3010 × 2.303 × 2 × 10⁻³ ഇതിൽ ഈ ഒരു 0 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 29 × 300 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ചെയ്ത് നോക്കിയാൽ മതി. 0.3 അതിൽ ഈ ഒരു 0 കൊണ്ട് നമ്മൾ 3 എന്ന് എഴുതാം. ഇനി ഇത് 2.3 എന്ന് മാത്രം എടുത്താൽ മതി. ഈ ഒരു 0 ഒരു 10 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ അതിനെ 23 എന്ന് എഴുതാം. × 2 × 10⁻³ × 29 × 3. ഓക്കെ.
0.3010 അതിനെ ഞാൻ അപ്രോക്സിമേറ്റ്ലി 0.3 എന്ന് മാത്രമേ എടുത്തു. അവിടുത്തെ ഒരു 10 കൊണ്ട് ഗുണിച്ചിട്ട് 3 എന്ന് എഴുതി. 2.303 അതിനെ 2.3 എന്ന് എടുത്തു. അതിനെ അവിടുത്തെ ഒരു 10 കൊണ്ട് ഗുണിച്ചിട്ട് 23 എന്ന് എഴുതി. ഇനി നോക്കുകയാണെങ്കിൽ 6 3 6 6നെ 23 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 3 18 1 6 12 12 13 138 ഇത് ഇത്രയും ഗുണിച്ചു. ഇനി 29നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 3 27 2 8 87 ഇൻറ്റു 10⁻⁻3 138നെ 87 കൊണ്ട് ഗുണിച്ചാൽ മതി. 138 87 8 56 5 21 26 2 9 8 64 6 3 24 30 3 11 6 10 1 10 10⁻⁻3 ഉണ്ട്. അപ്പോൾ 12.006 കിലോ കാലറീസ്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി വളരെ സിമ്പിളായിട്ട് 12 കിലോ കാലറീസ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 29. For the reaction AA plus BB gives CC. നമുക്കൊരു റിയാക്ഷൻ AA plus BB gives CC. അതിൻ്റെ റേറ്റിൻ്റെ എക്സ്പ്രഷനാണ് തന്നിട്ടുള്ളത്. -3 ഇൻറ്റു DA/dt ഈക്വൽ ടു -d/dt ഓഫ് B ഈക്വൽ ടു +1.5 d/dt ഓഫ് C. എയും ബി സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ റേറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ കോഎഫിഷ്യൻ്റ് റെസിപ്രോക്കലാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ 1/a ആണ് ഈ 3, 1/a ആണ് 3, 1/b ആണ് 1, 1/c ആണ് 1.5. നമുക്ക് എ ബി സി ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എ ബി സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1.5 എന്ന് പറഞ്ഞാൽ 1/aയുടെ വാല്യൂ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എ 1 ആകും, ബി 3 ആകും, സി 2 ആകും, 132. സോ ദ കറക്റ്റ് ആൻസർ ഈ തേർഡ് ഓപ്ഷൻ 132. എല്ലാത്തിനെയും നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനെയാണ് 3 കൊണ്ട് ഗുണിക്കും ഇൻറ്റു 3. അപ്പോൾ 132 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 30. For two gaseous reaction, following data are given. A gives B, K1 equal to 10⁻10 into e⁻⁻20,000 divided by T. C gives D, K2 equal to 10⁻12 e⁻24,606 divided by T. The temperature at which K1 becomes equal to K2. രണ്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും K1ൻ്റെയും K2ൻ്റെയും എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് K1 K2 ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ഏത്. അപ്പോൾ K1ൻ്റെ വാല്യൂ ഇതാണ് 10⁻10 e⁻20,000 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു K2ൻ്റെ വാല്യൂ 10⁻12 e⁻24,606 ഡിവൈഡഡ് ബൈ T. ഇത് K1ഉം K2ഉം ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ. നമ്മൾ എക്സ്പോണൻഷ്യലെല്ലാം ഒരു സൈഡിലും 10ൻ്റെ പവറെല്ലാം ഒരു സൈഡിലും കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ഈ 10⁻10 അപ്പുറത്തും e⁻20 അത് ലെഫ്റ്റ് സൈഡും കൊണ്ടുവരും. 20,000 ഡിവൈഡഡ് ബൈ T ഡിവൈഡഡ് ബൈ e⁻24,606 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു 10⁻12 ഡിവൈഡഡ് ബൈ 10⁻10. അപ്പോൾ ഇത് 2⁻20,000 ഡിവൈഡഡ് ബൈ T ഇത് മുകളിലോട്ട് പോകുമ്പോൾ പ്ലസ് ആകും. 24,606 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു ഇത് മുകളിലോട്ട് പോകുമ്പോൾ 10² എന്നാകും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് e⁻4,606 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു 10². നമ്മൾ രണ്ട് സൈഡും നാച്ചുറൽ ലോഗരിതം എടുക്കുന്നു. ln e⁻4,606 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു ln 10². അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4606 ഡിവൈഡഡ് ബൈ T ആണ്. ഇത് 2 ln 10 എന്ന് എഴുതാം. ഇനി ഇതിന് നാച്ചുറൽ ലോഗരിതം log to the base 10 ആയിട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ ആകും. 4,606 divided by T equal to 2 into 2.303 log 10 ആകും. log 10ൻ്റെ വാല്യൂ 1 ആണ്. അപ്പം 4,606 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു 4.303 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ 1 ആയിപ്പോയി. അപ്പോൾ T ഈക്വൽ ടു 4,606 ഡിവൈഡഡ് ബൈ ഇത് 4.303 അല്ല
ഇത് 4.606. 4.606. അപ്പോൾ that is 1000. That is second option is the correct answer. 1000 Kelvin. Second option. Next one. Question number 31. What percentage of a radioactive material will persist after 80 minutes if its half-life is 20 minutes? Radioactive material എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിൻ്റെ ഹാഫ് ലൈഫ് 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ്സ്. 80 മിനിറ്റ്സ് കഴിയുമ്പോൾ ടോട്ടൽ ടൈം 80 മിനിറ്റ്സ് ആണ്. എത്ര പെർസെൻറ്റേജ് ബാക്കിയുണ്ടാകും? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എല്ലാം ഡിസിൻറ്റഗ്രേഷൻ ആകുന്ന എല്ലാം ഫസ്റ്റ് ഓർഡറിന് എക്സാമ്പിളാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 80 മിനിറ്റ്സിൽ എത്ര ഹാഫ് ലൈഫ്സ് ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് നോക്കുമ്പോൾ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ടോട്ടൽ ടൈം 80 ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് 20, ദാറ്റ് ഈസ് 4 ഹാഫ് ലൈഫ്സ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലായിട്ട് 100% ആണ് ഇരിക്കുക. അത് ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? 50% കുറയും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അത് കാരണം ഇങ്ങനെ ആരോ മാർക്കിട്ട് എഴുതാൻ പറ്റും. അടുത്തൊരു ഹാഫ് ലൈഫ് കഴിയുമ്പം ഈ 50% എന്ന് പറഞ്ഞാൽ 25% ആയിട്ട് കുറയും. പകുതിയായിട്ടല്ലേ മാറുക. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പം ഈ 25% എന്ന് പറഞ്ഞാൽ 12.5% ആയിട്ട് മാറും. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അതെന്തോന്നായിട്ട് മാറും? 6.25% ആയിട്ട് മാറും. അപ്പോൾ 4 ഹാഫ് ലൈഫ് ആയില്ലേ? 1, 2, 3, 4. 4 ഹാഫ് ലൈഫാണ് ഇവിടെ ഉള്ളത്. So the answer is 6.25%. Fourth option is the correct answer. Okay. Next one. Question number 32. The reaction A gives B follows first order kinetics. The time taken for 0.8 mole of A to produce 0.6 mole of B is 1 hour. What is the time taken for conversion of 0.9 mole of A to produce 0.675 mole of B? A gives B. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ദ ടൈം ടേക്കൺ ഫോർ 0.8 മോൾ ഓഫ് എ. 0.8 മോൾ എ എടുക്കുന്നു, ബി ഇല്ല. 0.6 മോൾ ഓഫ് ബി ഉണ്ടാകുന്നു, അതിന് 1 മണിക്കൂർ എടുക്കുന്നു. 0.6 മോൾ ഓഫ് ബി ഉണ്ടാകുമ്പോൾ ഇതിലിരുന്ന് 1 മോൾ എ റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ ബി അല്ലേ. അപ്പോൾ 0.6 മോൾ ബി ഉണ്ടാകണമെങ്കിൽ ഇതിലിരുന്ന് 0.6 മോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ബാക്കിയിരിക്കുന്ന എ എന്ന് പറഞ്ഞാൽ 0.2 മോളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 0.8 മോൾ എ ഇനീഷ്യൽ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ 0.6 മോൾ ബി ആയിട്ട് മാറുന്നെങ്കിൽ ബാക്കിയിരിക്കുന്ന എ എത്രയാണെന്ന് പറഞ്ഞാൽ 0.2 എ കാണത്തുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഇതാണ്. K = 2.303 ഡിവൈഡഡ് ബൈ T ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ റിയാക്റ്റൻ ആഫ്റ്റർ ടൈം T. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ K കണ്ടുപിടിക്കണം. K = 2.303 ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ 1 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. 1 അവർ. അവറിൽ തന്നെ എഴുതുക. എല്ലാ ആൻസറും അവറിൽ തന്നെ ഇരിക്കുന്നത്. ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.8 ആണ്. ആഫ്റ്റർ 1 അവർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ 0.2 ആണ് എഴുതേണ്ടത്. 0.6 എഴുതരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്ന് പറഞ്ഞാൽ 0.6 മോൾ ബി പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 1 മോൾ എ 1 മോൾ ബി ഉണ്ടാകുന്നു. അപ്പോൾ 0.6 മോൾ ബി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 0.6 മോൾ എ റിയാക്ട് ചെയ്യണം. 0.8 ഉണ്ടായിരുന്നു, 0.2 ആണ് ബാക്കിയിരിക്കുക. അപ്പോൾ ഇത് ലോഗ് 4. ഇത് കെയുടെ വാല്യൂ അങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ കൺവേർഷൻ ഓഫ് 0.9 മോൾ എ 0.675 മോൾ ബി ഉണ്ടാകണം. എ 0.9 എടുത്തും ബി കാണത്തില്ല. പക്ഷേ 0.675 മോൾ ബി ഉണ്ടാവണമെങ്കിൽ ഇത് 1 1 അതേ റിയാക്ഷൻ അല്ലേ. അപ്പോൾ 0.675 ഇതിലിരുന്ന് റിയാക്ട് ചെയ്യണം. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ 0.9 - 0.675 0.225 മോൾ എ ബാക്കി ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി T കണ്ടുപിടിക്കണം. T = 2.303 ഡിവൈഡഡ് ബൈ ഈ Kക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.303 ലോഗ് 4 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വേണമെങ്കിൽ ലോഗ് 4ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് Kക്ക് പകരം T = K ലോഗ് R0. അവിടെ R0 0.9. R എന്ന് പറഞ്ഞാൽ 0.225 ആണ്. ഈ 0.225ൻ്റെ 4 ടൈംസ് ആണ് 0.9. അപ്പോൾ ലോഗ് 4ഉം ക്യാൻസൽ ആയിപ്പോയി. 2.303 ടൈം 1 അവർ തന്നെ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1 അവർ. ഇനി അല്ലെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 0.8 ഉണ്ടായിരുന്നു, 1 മണിക്കൂർ കഴിയുമ്പോൾ 0.2 ആയിട്ട് മാറുന്നു. 0.8 ഉണ്ടായിരുന്നു,
ഒരു മണിക്കൂർ കഴിയുമ്പോൾ 0.2 ആയിട്ട് മാറുന്നു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ 0.8 ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 0.4 ആയിട്ട് മാറും, മറ്റൊരു ഹാഫ് ലൈഫ് കഴിയുമ്പം അത് 0.2 ആയിട്ട് മാറും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ 0.8 0.2 ആയിട്ടാണ് മാറുന്നതെന്ന് അറിയണം. 0.6 മോൾ ബി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 0.2 മോൾ എ ബാക്കി കാണത്തുള്ളൂ എന്ന് അറിയണം. അപ്പോൾ 0.8 ഇരുന്ന് 0.4 ആകാൻ ഒരു ഹാഫ് ലൈഫ്, അത് വീണ്ടും 0.2 ആകാൻ രണ്ട് ഹാഫ് ലൈഫ് കൂടി ചേർത്ത് ഒരു മണിക്കൂറാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ നോക്കിയേ 0.9 ആദ്യത്തെ ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 0.45 ആയിട്ട് മാറും. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അത് അതിൻ്റെ പകുതിയായിട്ട് മാറും 0.225. അപ്പോൾ അവിടെയും രണ്ട് ഹാഫ് ലൈഫ് തന്നെ. അപ്പോൾ രണ്ട് ഹാഫ് ലൈഫ് ഇവിടെയും രണ്ട് ഹാഫ് ലൈഫ്. അപ്പോൾ അതും ഒരു മണിക്കൂർ തന്നെ ആൻസർ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂകൾ ബിയുടെ നമ്പർ ഓഫ് മോൾസ് ആണ്. നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിലൊക്കെ ബിയുടെ അല്ല, പ്രോഡക്റ്റിനല്ല എ ബാക്കി എത്ര ഇരിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത്. 0.8 മോൾ ഉണ്ടായിരുന്നു, 0.6 മോൾ ബി ഉണ്ടാകുമ്പോൾ 0.6 മോൾ എ റിയാക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 0.2 മോൾ എ ബാക്കി ഉണ്ടാകുള്ളൂ. ആ ഒരു ഇത് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. രണ്ട് രീതിയിൽ ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 33. Half-life periods of a zeroth order reaction and first order reaction are found to be same. Ratio of initial rate of zero order to first order reaction will be, assuming initial concentrations are same. Zero order reaction first order reaction half-life same ആണ്. Zero order reaction half-life എന്ന് പറഞ്ഞാൽ ഇതാണ്. Half-life equal to R0 by 2K. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ വാല്യൂ R0 by 2T off. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ കെ. അപ്പോൾ അവിടെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഹാഫ് ലൈഫ് സെയിം ആണെന്ന് പറഞ്ഞിട്ട് ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റേഷ്യോ ഓഫ് ഇനീഷ്യൽ റേറ്റ് ഓഫ് സീറോ ഓർഡർ ടു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്കിങ്ങനെ ഒരു റിയാക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് ആർ ഗീവ്സ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ഇനിഷ്യൽ റേറ്റ് ഓഫ് സീറോ ഓർഡർ ടു ഫസ്റ്റ് ഓർഡർ രണ്ട് റിയാക്ഷനുണ്ട്. അതിൽ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് അത് R0 എന്ന് എഴുതുക, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് R1 എന്ന് എഴുതുക. നമ്മൾ രണ്ടും R എന്ന് എഴുതി കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ഡിഫറൻസ് കൊണ്ട് നമ്മളിങ്ങനെ എഴുതുന്നു. R0 സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ്. സീറോ ഓർഡറിൻ്റെ റിയാക്ഷൻ്റെ റേറ്റിൽ കെ മാത്രമേ കാണത്തുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റിൻ്റെ എക്സ്പ്രഷനിൽ കെ ഇൻറ്റു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പവർ ഒന്നായിരിക്കും. ഇനീഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പവർ ഒന്നായിരിക്കും. ഇതിലേക്ക് നമ്മൾ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൻ്റെ വാല്യൂ ഒന്നായി പോകും. R0 ഈക്വൽ ടു കെ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. അത്രയേ ഉള്ളൂ. ഇനീഷ്യൽ റേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അപ്പോഴും ആ സമയത്ത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പവർ ഒന്നായിരിക്കും. അതാണ് കെയുടെ വാല്യൂ. സീറോ ഓർഡർ R0 by 2T off. ഇനി കെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ വാല്യൂ 0.693 ഡിവൈഡഡ് ബൈ ടി ഓഫ് ആണ്. അപ്പോൾ മുകളിലോട്ട് പോകും ഇൻറ്റു R0. ടി ഓഫ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാൻസൽ ചെയ്ത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്ത് 1/2 ഇൻറ്റു 0.693. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. 1/2 into 0.693. Next one. For a first order reaction, the plot of log k against 1/t is a straight line. The slope of the line is equal to. Arrhenius equation plot ആണ്. log k versus 1 temperature ആണ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഈക്വൽ ടു -EA by 2.303 R. So the correct answer is fourth option. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് വരുന്നത് -EA by 2. എല്ലാം കെ ആണെങ്കിൽ -EA by RA വരത്തുള്ളൂ, 2.303 വരത്തുള്ളൂ. നെക്സ്റ്റ് വൺ. Question number 35. A first order reaction was started with a decimolar solution of the reactant. 8 minutes
and 20 seconds later, its concentration was found to be m by 100. So the rate constant of the reaction is. First order reaction rate constant expression is k equal to 2.303 divided by t log r0 by r. Rate constant ആണ് കണ്ടുപിടിക്കേണ്ടത് 2.303 divided by. Rate constant എല്ലാം per second ലാണ് ഇരിക്കുന്നത്. നമ്മൾ 8 minutes and 20 seconds. 8 minutes and 20 seconds. 8 minutes എന്ന് പറഞ്ഞാൽ 8 into 60 minutes plus 20 seconds. That is 8 into 480 plus 20. 500 seconds ആണ്. അപ്പോൾ നമ്മൾ ടൈം സെക്കൻഡ്സിൽ ഇടുന്നു 500 into log. Initial concentration decimolar എന്ന് പറഞ്ഞാൽ 0.1 molar ആണ്. Divided by concentration after 8 minutes 20 seconds m by 100. m by 100 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. 0.01. That is 10. log 10 1 ആണ്. അപ്പോൾ ഇവിടെ റേറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂ 2.303 divided by 500 അത്രയേ ഉള്ളൂ. ഇത് ചെയ്താൽ മതി. That is 4.606 into 10 raised to 4.606 into 10 raised to minus 3 എന്ന് വരും. So third option is the correct answer. Third option. Next one. Question number 36. The rate of a reaction 2x plus y gives products. The gives ആണ് 2x plus y gives products. dy by dt k into x square into y മൈനസ് ഡി വൈ ബൈ ഡി ടി ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ y റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ സമയം കുറയുക. ഇഫ് എക്സ് ഈസ് പ്രസൻറ്റ് ഇൻ ലാർജ് എക്സസ്, എക്സ് ലാർജ് എക്സസ് ഇരിക്കുന്നു, അപ്പോൾ എക്സിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. വൈയുടെ പവർ 1. സോ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ ഒരു റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എക്സസ് എമൗണ്ട് ഇരിക്കുവാണെങ്കിൽ അത് റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സോ എക്സിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ വൈയുടെ പവർ 1. സോ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 1. Question number 37. During the complete combustion of C3H8, the rate of formation of CO2 is 1.8 into 10 raised to minus 4 moles per liter per second. The rate of disappearance of O2 is. Complete combustion of C3H8. C3H8 combustion ആകുമ്പോൾ അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും, ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് മാറും. ബാലൻസ് ചെയ്യുമ്പോൾ 3 കാർബൺ 3 CO2, 8 ഹൈഡ്രജൻ 4H2O, ഓക്സിജൻ 3 ഗുണം 2 6 4 10, അപ്പോൾ 5O2. ഇവിടെ ഫോർമേഷൻ ഓഫ് CO2 തന്നിട്ടുണ്ട്, O2ൻ്റെ ഡിസപ്പിയറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ റേറ്റ് ലോ എഴുതുമ്പോൾ മൈനസ് 1/5 ഡി ബൈ ഡി ടി ഓഫ് O2 ഈക്വൽ ടു 1/3 ഡി CO2 ബൈ ഡി ടി അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് CO2. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് O2 ആണ് വേണ്ടത്. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് O2 എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് പോകുമ്പോൾ 5 ഇൻറ്റു ബൈ 3 ഇൻറ്റു റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് CO2 1.8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4. ദറ്റ് ഈസ് ഇത് 0.6 ആണ്. 5 ഇൻറ്റു 0.6 0.6 3 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 mole per liter per second. So the correct answer is 3 into 10 raised to minus 4. That is second option. Second option is the correct answer. Okay. Very simple question. Next one. Question number 38. A first order reaction is 75% completed in 90 minutes. Calculate the time in minutes taken for 60% completion. ഇത് നമ്മൾ ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യനും നേരത്തെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഇതാണ് k ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0 ബൈ R. 75% കംപ്ലീറ്റ് ചെയ്യാനാണ് 90 മിനിറ്റ്സ്. സോ അത് വെച്ചിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 2.303 ഡിവൈഡഡ് ബൈ 90 ലോഗ് ഇനിഷ്യൽ 100. 75% കംപ്ലീറ്റ് ചെയ്താൽ ബാക്കി 25% ലോഗ് 4. k ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 90 ലോഗ് 4ന് 2 ലോഗ് 2 എന്ന് എഴുതാം. ലോഗ് 2 സ്ക്വയർ എന്ന് എഴുതിയിട്ട് 2 ലോഗ് 2 എന്ന് എഴുതി വയ്ക്കുക. വേണമെങ്കിൽ ഈ 2ഉം
19 ക്യാൻസൽ ചെയ്ത് 45 എന്ന് എഴുതി വയ്ക്കുക. ശരി, അടുത്ത 60% കംപ്ലീഷൻ. ഇതേ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ T60% കണ്ടുപിടിക്കണം. T60% ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ. കെയുടെ വാല്യൂ ഇതെടുക്കുക. 2.303 ഡിവൈഡഡ് ബൈ 45 log 2 അല്ലേ. ലോഗ് 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇനീഷ്യൽ ഉണ്ടായിരുന്നു, ഫൈനലായിട്ട് 40. ദറ്റ് ഈസ് 4/10 2.5 log 2.5. log 2.5യുടെ log 2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ 2.303 പോയി 45. log 2.5യുടെ വാല്യൂ എത്ര? 0.4. log 2ൻ്റെ വാല്യൂ 0.3. ദറ്റ് ഈസ് 45 into 4 divided by 3. 15 into 4. 60 minutes. So the correct answer is fourth option, 60 minutes. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ കെയുടെ വാല്യൂ ഉപയോഗിച്ച് വീണ്ടും ടൈം കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 39. ദ റേറ്റ് of the time required for 3/4 of the reaction of first order to complete to that required for half of the reaction is. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിൻ്റെ T 3/4 T 1/2 തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് T 3/4 എന്ന് പറഞ്ഞാൽ 2T½ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2/1. ദറ്റ് ഈസ് 2:1. വളരെ സിമ്പിളാണ്. 2:1. ഓക്കെ, next one, question number 40. The rate constant of the reaction at temperature 200 Kelvin is 10 times less than the rate constant at 400 Kelvin. What is the activation energy of the reaction? രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റൻ്റ് കണക്ട് ചെയ്യുന്ന അറീനിയസ് ഇക്വേഷൻ log K2/K1 ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. 200 Kelvin ടെമ്പറേച്ചറിൽ 10 ടൈംസ് ലെസ് ദാൻ റേറ്റ് കോൺസ്റ്റൻ്റ് അറ്റ് 400 Kelvin ടെമ്പറേച്ചറാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 400 Kelvin ടെമ്പറേച്ചറിൽ 10 ടൈംസ് അധികമായിരിക്കും. K2/K1 എന്ന് പറഞ്ഞാൽ 10 ആണ്. K2/K1 10 അതാണ്. അപ്പോൾ log 10 ഈക്വൽ ടു അല്ലെങ്കിൽ 1/1/10 അത് തന്നെ log 10 എന്നാകുക. ആക്ടിവേഷൻ എനർജി ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു R. ടെമ്പറേച്ചർ ഡിഫറൻസ് 200 400 അപ്പോൾ 200 ആണ്. ഡിവൈഡഡ് ബൈ 200 400 ഒരെണ്ണം ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു log 10 1 ആണ്. 2.303 R ഇൻറ്റു 400. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 230.3 ഇൻറ്റു 4 R. ആറിൻ്റെ ടേംസിൽ തന്നെ തന്നിട്ടുണ്ട്. 3 4 12 1 12 1 921.2 R. That is second option is the correct answer. Second option 921.2 R. Second option. വേറെ ആറിൻ്റെ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 41. ഫോർ ദ റിയാക്ഷൻ P plus Q gives 2R plus S. Which of the following statement is incorrect? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഡിസപ്പിയറൻസ് വെച്ചിട്ടാണ്. നമുക്ക് ആദ്യം ആ റിയാക്ഷൻ എഴുതിയിട്ട് ആ റിയാക്ഷൻ്റെ റേറ്റ് പിയുടെ റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ടേംസിൽ എഴുതാം. -d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പി ഈക്വൽ ടു -d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ ഈക്വൽ ടു 1/2 d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എസ്. അല്ലേ, ഇന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് പി ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എസ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് പി ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എസ്. കോഎഫിഷ്യൻ്റ് ഒന്നാമത് സെയിം ആണ്. സെക്കൻഡ് വൺ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ക്യൂ dq/dt 2 ഇൻറ്റു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ആർ. അത് തെറ്റാണ്. 1/2 ഇൻറ്റു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ആർ ആണ്. സോ ദാറ്റ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് പറയേണ്ടത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ക്യൂ ഈക്വൽ ടു 1/2 ഇൻറ്റു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ആർ എന്നാണ് പറയേണ്ടത്. ബാക്കി എല്ലാ ഓപ്ഷനും കറക്റ്റാണ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് പി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ക്യൂവിന് ഈക്വൽ ആണ്. രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം ആണ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ക്യൂ ഈക്വൽ ടു 1/2 ഇൻറ്റു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ആർ. നമ്മൾ രണ്ടാമത്തെ കറക്റ്റ് ചെയ്ത് നാലാമത്തെ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് വൺ, Question number 42. In the presence of a catalyst, the heat evolved or absorbed during the reaction.
ഹീറ്റ് evolved or observed, that is enthalpy of reaction എന്ത് ചെയ്യും? ഇൻക്രീസസ് അല്ല, ഡിക്രീസസ് അല്ല, റിമൈൻസ് അൺചേഞ്ച്ഡ്. ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ, റിമൈൻസ് അൺചേഞ്ച്ഡ്. ഒരിക്കലും ഒരു കാറ്റലിസ്റ്റ് ആഡ് എന്ന് പറഞ്ഞ് ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറയും, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറയും. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഒരിക്കലും എന്തോന്നും വരത്തില്ല, ചേഞ്ച് വരത്തില്ല. ഡെൽറ്റ ജി ഓഫ് ദ റിയാക്ഷൻ ഒരിക്കലും വരത്തില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല, ആൾട്ടർ ചെയ്യത്തില്ല. ഇതൊക്കെ കാറ്റലിസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ്. നെക്സ്റ്റ് വൺ, question number 43. For a first order reaction A gives B, the reaction rate at reactant concentration of 0.01 molar is found to be 2 into 10 raised to minus 5 mole per liter per second. The half life period of the reaction is. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്, എ ഗിവ്സ് ബി. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എഴുതുക, റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു 1. ഇതാണ് അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട് 0.01 മോളാർ കോൺസെൻട്രേഷനിൽ. റേറ്റ് എന്ന് പറഞ്ഞാൽ 2 into 10 raised to minus 5 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും തന്നിട്ടുണ്ട് 0.01, ദാറ്റ് ഈസ് 10 raised to minus 2. അപ്പോൾ കെയുടെ വാല്യൂ എഴുതുമ്പോൾ 2 into 10 raised to minus 5 ഡിവൈഡഡ് ബൈ 10 raised to minus 2. ഇത് മുകളിലോട്ട് വരുമ്പോൾ 2 into 10 raised to minus 3 എന്ന് വരും. അപ്പോൾ ഇതാണ് റേറ്റ് കോൺസ്റ്റൻ്റെ വാല്യൂ. ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് ദ റിയാക്ഷൻ ആണ് വേണ്ടത്. ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് ദ റിയാക്ഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. അപ്പോൾ 0.693 ഡിവൈഡഡ് ബൈ 2 into 10 raised to minus 3. ഇത് മുകളിലോട്ട് വരുമ്പോൾ 10 raised to plus 3 ആകും. 693 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് 346.5 seconds. That is 347 seconds. That is fourth option is the correct answer, 347 seconds. Next one. Question number 44. A reaction involving two different reactants can never be. രണ്ട് ഡിഫറെൻറ്റ് റിയാക്ടൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ, എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്ട്സ്, ഇങ്ങനെ ഇരിക്കും. ഇത് നെവർ ബി. ബൈമോളിക്കുലർ റിയാക്ഷൻ, രണ്ട് ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ബൈമോളിക്കുലർ ആണ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ ആകാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതും ആകാം. ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. യൂണിമോളിക്കുലർ റിയാക്ഷൻ, നെവർ ബി യൂണിമോളിക്കുലർ റിയാക്ഷൻ. രണ്ട് ഡിഫറെൻറ്റ് റിയാക്ഷൻസ് വരുമ്പോൾ ഒരിക്കലും അത് യൂണിമോളിക്കുലർ റിയാക്ഷൻ ആകാൻ പറ്റത്തില്ല. അതെന്തോന്നേന് ബൈമോളിക്കുലർ റിയാക്ഷൻ തന്നെയായിരിക്കും. അതുപോലെ സെക്കൻഡ് ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ, തേർഡ് ഓർഡർ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 45. The rate law for a reaction between the two substances A and B is given by rate equal to K into molar concentration of A raised to N into molar concentration of B raised to M. On doubling the concentration of A and halving the concentration of B, the ratio of the new rate to the earlier rate of the reaction will be. നമുക്കൊരു റിയാക്ഷൻ്റെ റേറ്റ് ലാ തന്നിട്ടുണ്ട്, R equal to K into molar concentration of A raised to N into molar concentration of B raised to M. On doubling the concentration of A and halving the concentration of B, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുന്നു, ബിയുടെ കോൺസെൻട്രേഷൻ പകുതിയാക്കുന്നു, ന്യൂ റേറ്റ് ടു ദ ഏർലിയർ റേറ്റ് വിൽ ബി. ആദ്യം റേറ്റ് എഴുതുമ്പം എയുടെ കോൺസെൻട്രേഷൻ സ്മോൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ AN, ബിയുടെ കോൺസെൻട്രേഷൻ സ്മോൾ ബി എന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ഇനി എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്ത് ബിയുടെ കോൺസെൻട്രേഷൻ പകുതിയാക്കിയതിന് ശേഷം അതിൻ്റെ റേറ്റ് R ഡാഷ് എന്ന് വയ്ക്കുക. K ഈക്വൽ ടു എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കുമ്പോൾ 2A റൈസ് ടു N എന്ന് എഴുതും. ബിയുടെ കോൺസെൻട്രേഷൻ പകുതിയാക്കുമ്പോൾ B/2 റൈസ് ടു M എന്ന് എഴുതും. അപ്പോൾ R ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു 2 റൈസ് ടു N ഇൻറ്റു A റൈസ് ടു N ഇൻറ്റു P റൈസ് ടു M 1/2 റൈസ് ടു M അല്ലേ. അപ്പോൾ ഇതിൽ 2 റൈസ് ടു N 1/2 റൈസ് ടു M K ഇൻറ്റു A റൈസ് ടു N B റൈസ് ടു M. ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, 2 റൈസ് ടു N, ഇത് 2 റൈസ് ടു മൈനസ് M, അപ്പോൾ 2 റൈസ് ടു N മൈനസ് M അങ്ങനെ എഴുതാം. ഇൻറ്റു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ A റൈസ് ടു N മോളാർ കോൺസെൻട്രേഷൻ B റൈസ് ടു M 2/M എടുക്കും, 2/1 എടുക്കുമ്പോൾ ഓക്കെ. R ഡാഷ് ബൈ R ഈക്വൽ ടു K ഇൻറ്റു A റൈസ് ടു N B റൈസ് ടു N, അത് ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? 2 റൈസ് ടു N മൈനസ് M ബൈ 1 എന്ന് വരും. മറ്റതെല്ലാം ഇത് ക്യാൻസലായി പോകും. ഇത് ഇതിലിരിക്കുകയാണ്, ഇതിലിരിക്കുകയാണ് അല്ലേ, ക്യാൻസലായി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 2 റൈസ് ടു N മൈനസ് M, ദാറ്റ് ഈസ് ദ ആൻസർ. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ, 2 റൈസ് ടു N മൈനസ് M. അപ്പോൾ ഇത്രയാണ്
നമ്മളെ ഡിസ്കഷൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞ CO2 എക്സാമിൻ്റെ ആ ഒരു 45 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഏതാണെന്ന് അറിയാമല്ലോ, അത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആംബിയർ സർക്യൂട്ട് ലോ ക്യാൻ ബി ഡെറൈവ്ഡ് ഫ്രം. നമുക്കറിയാം ആംബിയർ സർക്യൂട്ട് ഡെറൈവ് ചെയ്യുന്ന ഏതാണ്? നമുക്ക് ബയോസവാർട്സ് വെച്ചിട്ടാണ് നമ്മൾ ആംബിയർ സർക്യൂട്ട് ഡെറൈവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. Current through ABC and A dash B dash C dash is I. What is the magnetic field at P? BP is equal to PB dash is equal to R. Here C dash B dash PBC are collinear. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വയറിൽ കൂടി കറണ്ടുകൾ എങ്ങനെയാണ്? സെയിം ആണ്. ഇപ്പോൾ ഇവിടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഈ കറണ്ട് ഐയും ഈ കറണ്ട് സെയിം കറണ്ടാണ്. പിന്നെ ഇവിടെ അടുത്ത വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് എങ്ങനെയാണ്? ഇവിടെ കറണ്ട് ഐ ആണ്. ഇതാണ് നമ്മുടെ പോയിൻറ്റ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് സെപ്പറേഷനും 6 തന്നെയാണ്. അപ്പോൾ ഇത് ഈ സെപ്പറേഷൻ 6 ആണ്, ഈ സെപ്പറേഷനും എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഈ സി ബി പറയുകയാണെങ്കിൽ ഈ സി ബിയുടെ ആക്സിൽ പോയിൻ്റാണ് ഈ പി എന്ന് പറയുന്നത്. സി ബിയുടെ ആക്സിൽ പോയിൻ്റാണ് ബി. അപ്പോൾ ഈ സി ബി മൂലവും സി ഡാഷ് ബി ഡാഷ് അതും ആക്സിൽ പോയിൻ്റായിട്ട് വരും. അപ്പോൾ സി ബി മൂലവും സി ഡാഷ് ബി ഡാഷ് മൂലവും എന്തായിരിക്കും? ഇവിടെ ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഫീൽഡ് ഡ്യൂ ടു സി ബി എത്ര ആയിരിക്കും? ഫീൽഡ് ഡ്യൂ ടു സി ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ ഫീൽഡ് ഡ്യൂ ടു സി ഡാഷ് ബി ഡാഷ് എത്ര തന്നെയായിരിക്കും? 0 ആയിരിക്കും, ബിക്കോസ് ആക്സിൽ പോയിൻ്റാണ്. അതുപോലെ തന്നെ ഫീൽഡ് ഡ്യൂ ടു എ ബി എടുക്കുകയാണെങ്കിൽ അത് എന്താണ്? ഒരു ഇൻഫിനിറ്റ് ലെങ്ത് വരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീൽഡ് ഡ്യൂ ടു എ ബി എന്ന് പറയുമ്പോൾ μ0 n പോയിൻ്റ് ആയതുകൊണ്ട് μ0 I/4πr ആയിരിക്കും. μ0 I/4πr. ഇത് നമുക്കറിയാം കറണ്ട് ഇങ്ങനെ താഴെയാണ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ താഴേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഫീൽഡ് അങ്ങോട്ട് വരും, അകത്തേക്ക് വരും. അപ്പോൾ ഇവിടെ ക്രോസ് കൊടുക്കും, ക്രോസ് ആയിരിക്കും. ഇനി അടുത്ത കറണ്ട് ഡ്യൂ ടു എ ഡാഷ് ബി ഡാഷ് എടുക്കാം. അപ്പോൾ ഫീൽഡ് ഡ്യൂ ടു എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുമ്പോൾ അതും വരും μ0 I/4πr വരും. μ0 I/4πr. അതായത് ഫീൽഡ് കറണ്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്കാണ്, പോയിൻ്റ് മേളിലേക്കാണ്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഫീൽഡ് അങ്ങോട്ട് വരും, ഈ ഫീൽഡും അകത്തേക്ക് തന്നെ വരും. ഇപ്പോൾ രണ്ട് ക്രോസ് കിട്ടി. അപ്പോൾ ടോട്ടൽ ഫീൽഡിനോട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് μ0 I/4πr പ്ലസ് μ0 I/4πr എന്ന് വരും. അപ്പോൾ μ0 ഇനി 2 I/4πr എന്ന് വരും. μ0 ഇനി 2 I/4πr. അതും ക്രോസ് തന്നെ ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഏതായിരിക്കും? 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. A coil of one loop is made by a wire of length L and thereafter a coil of 2 loops is made by the same wire. The ratio of magnetic field at the center of the coils is respectively. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു കോയിലിനെ 1 ടേൺ ആയിട്ട് ഒരു വയർ നമ്മൾ 1 ടേൺ ആയിട്ട് ചുറ്റിയെടുത്തു. അതിനുശേഷം നമ്മളതിനെ അൺവൈൻഡ് ചെയ്തിട്ട് നമ്മളിതിനെ n ടേൺസ് ആയിട്ട് ചുറ്റിയെടുക്കുകയാണെങ്കിൽ ആ സെൻറ്ററിലെ ഫീൽഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫൈനൽ ഫീൽഡ് ബി ഡാഷും ഇനീഷ്യൽ ഫീൽഡ് ബിയും ആണെങ്കിൽ സെൻറ്ററിലെ ഫീൽഡ് റേഷ്യോ എന്ന് പറയുന്നത് n² എന്നായിരിക്കും. അപ്പോൾ ബി ഡാഷ് ബൈ ബി എത്ര കിട്ടും? n² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിഷ്യൽ ഫീൽഡ് ബിയും ഫൈനൽ ഫീൽഡ് ഏതാണ്? ബി ഡാഷുമാണ്. ഓക്കെ, അപ്പോൾ ആ ഫീൽഡ് റേഷ്യോ എത്രയാണ്? n² ആണ്. ഇവിടെ നമുക്ക് 2 ലൂപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലൂപ്പാക്കി, പിന്നെ എത്ര ആക്കി? പിന്നെ നമ്മൾ 2 ലൂപ്സാക്കി മാറ്റി. അപ്പോൾ ഇവിടെ ബി ഡാഷ് ബൈ ബി എന്ന് പറയുമ്പോൾ നമുക്ക് 2² എന്ന് കിട്ടും. 2² എന്ന് പറയുമ്പോൾ ഇവിടെ 4 ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇനിഷ്യൽ ഫീൽഡ് ആൻഡ് ഫൈനൽ ഫീൽഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനിഷ്യൽ ഫീൽഡ് ബിയും ഫൈനൽ ഫീൽഡ് ബി ഡാഷുമാണ്. അപ്പോൾ ഇത് ആൻസർ 1/4 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. Two parallel wires in free space are 10 cm apart and each carries a current of 10 ampere in the same direction. The magnetic force per unit length of each wire is. ഇപ്പോൾ 2 വയേഴ്സ് ആണ്. ഇവിടെ സെപ്പറേഷൻ പറയുന്നത് 10 cm ആണ്. കറണ്ടുകൾ 10 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ F/L ആണ് വേണ്ടത്. അപ്പോൾ F/L is equal to μ0 2π ഇൻറ്റു I1 I2/R എന്നാണ്. ഇത് 2 ഇൻറ്റു 10⁻⁷ ഇൻറ്റു I1 എത്രയാണ്? I1 10 ആണ്, I2 10 ആണ്. ബൈ സെപ്പറേഷനും 10 cm. അപ്പോൾ 10 ഇൻറ്റു 10⁻² വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വരും. പിന്നെ ഇവിടെ എന്താണ്? 2 കറണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് എന്താണ്? ഇത് അട്രാക്ഷനായിരിക്കും. അപ്പോൾ ആൻസർ അട്രാക്ഷനായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ടു പാരലൽ ബീംസ് ഓഫ് പോസിട്രോൺസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഒരേ ലൈക്ക് ചാർജുകൾ പാരലൽ മൂവ് ചെയ്താൽ എന്തായിരിക്കും? അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ 2 പ്ലസ്സുകൾ, ഇപ്പം പോസിട്രോൺസ് പറയുമ്പോൾ 2 പോസിറ്റീവ് ചാർജുകളാണ്. അപ്പോൾ നമുക്ക് ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ പാരലായിട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇലക്ട്രിക് ഫോഴ്സും വരും, മാഗ്നറ്റിക് ഫോഴ്സും വരും. പക്ഷേ ഇലക്ട്രിക് ഫോഴ്സ് ആയിരിക്കും വലുത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ആയിരിക്കും.
അപ്പോൾ ഇത് പ്ലസും ആയതുകൊണ്ട് എന്തായിരിക്കും ഇത് റിപ്പൽഷൻ ആയിരിക്കും. സോ ഇത് റിപ്പൽ ഈച്ചതായിരിക്കും ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. An electron is traveling horizontally towards east. A magnetic field in vertically downward direction exerts a force on the electron along. ഇപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഈ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റൂമിൽ ഈ ബോർഡെന്ന് പറഞ്ഞാൽ നോർത്തും, ഇപ്പം നിങ്ങൾ ഈ ബോർഡിനെ നോക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡ് എന്തായിരിക്കും ഈസ്റ്റ് ആയിരിക്കും, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് വെസ്റ്റ് ആയിരിക്കും, നിങ്ങൾ സൗത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോൺ നമ്മൾ എല്ലാ റൂളും പറയുന്നത് പോസിറ്റീവ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് പോകുമായിരുന്നെങ്കിൽ ഇപ്പം ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടാണ്, ടുവാർഡ്സ് ഈസ്റ്റ് ആണ്. അപ്പോൾ ഒരു പോസിറ്റീവ്, സപ്പോസ് ഒരു പോസിറ്റീവ് ഈസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും, ഒരു പോസിറ്റീവ് ഈസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഏതാണ്, ഈ മിഡിൽ ഫിംഗർ എന്തായിരിക്കും, വെലോസിറ്റി ആയിരിക്കും. മിഡിൽ ഫിംഗർ വെലോസിറ്റി ആണ്. അപ്പം പോസിറ്റീവ് ഈസ്റ്റിലേക്ക്, നിങ്ങൾ റൈറ്റിലേക്ക്, ഇതാണ് ഈസ്റ്റ്, പോസിറ്റീവ് ഈസ്റ്റിലേക്ക് പോകുന്നു. ഫീൽഡ് എലോങ് വെർട്ടിക്കലി ഡൗൺ വേണം. അപ്പോൾ ഫീൽഡ് താഴേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ മിഡിൽ ഫിംഗർ എന്താണ് താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക, അല്ല 4 ഫിംഗർ താഴേക്ക് വെക്കുക. അപ്പോൾ 4 ഫിംഗർ താഴേക്ക്, മിഡിൽ ഫിംഗർ റൈറ്റിലേക്ക് വയ്ക്കുക. അപ്പോൾ ഈ തമ്പ് ബോർഡിലേക്ക് വരും. അപ്പം ഫോഴ്സ് ഓൺ പോസിറ്റീവ് എങ്ങോട്ടായിരിക്കും, ബോർഡിലേക്കായിരിക്കും. ഫോഴ്സ് ഓൺ പോസിറ്റീവ്, ബോർഡ് എന്ന് പറഞ്ഞാൽ നോർത്താണ്. അപ്പോൾ ഫോഴ്സ് ഓൺ പോസിറ്റീവ് ബോർഡിലേക്കാണെങ്കിൽ ഈ ഇലക്ട്രോണിലെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, അത് സൗത്തിലേക്കായിരിക്കും. അപ്പോൾ ഇലക്ട്രോണിലെ ഫോഴ്സ് സൗത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്തായിരിക്കും, ആൻസർ ടുവാർഡ്സ് സൗത്ത് ആയിരിക്കും. അത് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഇത് നോർത്താണ്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, സൗത്ത്. അപ്പോൾ ഇത് വരുന്നത് എങ്ങോട്ടാണ്, ഇത് ഫീൽഡ് അപ്വേർഡാണ്. ഫീൽഡ് അപ്വേർഡും ഇത് വരുന്നത് ഒരു പോസിറ്റീവ് അതിൻ്റെ വെലോസിറ്റി ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫീൽഡ് അപ്വേർഡ് ആണെങ്കിൽ ഈ പോസിറ്റീവ് ഫോഴ്സ് വരുന്നത് നോർത്തിലേക്കായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ആണെങ്കിൽ ഫോഴ്സ് എന്താണ്, ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ എങ്ങോട്ടായിരിക്കും, സൗത്തിലേക്കായിരിക്കും. അത് യൂസിങ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. A circular coil of 25 turns and radius at 12 cm is placed in a uniform magnetic field of 0.5 Tesla normal to the plane of coil. If the current in the coil is 6 ampere, then the total torque acting on the coil. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ കോയിലിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ, ഓക്കെ, നോർമൽ ഈ ബോർഡിന് പുറത്തേക്കായിരിക്കും. അപ്പോൾ ഈ നോർമലും ഈ ഫീൽഡും, ഇപ്പോൾ ഡോട്ട് വന്നാലും ക്രോസ് വന്നാലും എന്തായിരിക്കും, ഇത് ഡോട്ടാണെങ്കിൽ ഈ ഫീൽഡും ഈ നോർമലും എങ്ങനെയായിരിക്കും, ഈ ഫീൽഡും ഈ നോർമലും പാരലായിരിക്കും. ഈ ഫീൽഡും ഈ നോർമലും പാരലായിരിക്കും. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ NIAB സൈൻ തീറ്റ എന്നാണ്. പക്ഷേ ഇവിടെ തീറ്റ 0 ആയതുകൊണ്ട് സൈൻ തീറ്റ 0 ആയിരിക്കും. സോ ആൻസർ ഈസ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. A horizontal overhead power line is at a height 4 meter from the ground and carries a current of 10 ampere from east to west. The magnetic field directly below it on the ground is. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഇവിടെ എങ്ങോട്ട് പാസ് ചെയ്യുന്നു, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. നമുക്ക് ഫീൽഡ് ഡയറക്ട്ലി ബിലോ ഇറ്റാണ്. അപ്പോൾ ഒരു കറണ്ട്, ഒരു കമ്പി, ഒരു വയറ്, അത് ഇതാണ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. നിങ്ങളുടെ റൈറ്റ് ലെഫ്റ്റ് നമുക്കറിയാം, നിങ്ങളുടെ റൈറ്റാണ് ഈസ്റ്റ്. അപ്പോൾ ഇവിടെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് കറണ്ട്. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് പോകുന്നത്, കറണ്ട് പോകുന്നത്. ഫീൽഡ് ഡയറക്റ്റ്ലി ബിലോ, താഴേക്കാണ് നമ്മൾ ഈ ഫിംഗേഴ്സിനെ താഴേക്ക് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുന്ന ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ഈ ഫിംഗേഴ്സ് ടുവാർഡ്സ് യു വരും. ഈ യു എന്ന് പറഞ്ഞാൽ എന്താണ്, സൗത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, ഫീൽഡ് എന്ന് പറയുമ്പോൾ μ0I എത്ര ആയിരിക്കും, 2πr ആയിരിക്കും. μ0I/2π ആയിരിക്കും. μ0/2π എന്ന് പറയുമ്പോൾ 2 × 10⁻⁷ ആണ്. ഇവിടെ കറണ്ട് 10 ആണ്. ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്, 6, 4 മീറ്റർ ബിലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 5 × 10⁻⁻. സോറി, ഇവിടെ കറണ്ട് 100 ആണ്. ഓക്കെ, സോറി, കറണ്ട് 100 ആണ്. അപ്പം 100, അപ്പം 100 ഇപ്പം 200/4 വരും. എന്നുവെച്ചാൽ 5 × 50 × 10⁻⁵ വരും, അല്ലെങ്കിൽ 5 × 10⁻⁶ വരും. അപ്പം 5 × 10⁻⁶ ടെസ്ല വരും. സോ ആൻസർ എങ്ങോട്ടായിരിക്കും, ഈ ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഈ ഫീൽഡ് ടുവാർഡ്സ് സൗത്ത് ആയിരിക്കും. അപ്പം ടുവാർഡ്സ് സൗത്ത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഇത് ടുവാർഡ്സ് സൗത്ത് ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. A current of 1/4π ampere is flowing through a toroid. It has 1000 number of turns per meter and then the value of magnetic field along its axis. അപ്പോൾ ഒരു ടൊറോയിഡിൻ്റെ കേസിൽ നമുക്കറിയാം ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ, ഫീൽഡ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ μ0 എന്നാണ്. μ0 NI/2πr. ഓക്കെ, ഇവിടെ 1000 നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഈ N/2πr ആണ്. ഈ N/2πr ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ. അപ്പോൾ N/2πr ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ.
അപ്പോൾ μ0 നമുക്കറിയാം 4π × 10⁻⁷ ആണ് μ0. ഈ n/2πr പറയുന്നുണ്ട് 1000 ആണ്. 1000 ഈ കറണ്ടിൻ്റെ വാല്യൂ 1/4π ആണ്. 1/4π. അപ്പോൾ ഈ 4π ക്യാൻസൽ. അപ്പോൾ ആൻസർ നമുക്ക് 10⁻⁴ ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. following charge has maximum frequency rotation in uniform transverse magnetic field. നമുക്കറിയാം സൈക്ലോട്രോണിൻ്റെ കേസ് അല്ലെങ്കിൽ സർക്കുലർ പാത്തിൻ്റെ കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ QB/2πm എന്നാണ്. അപ്പോൾ ഈ 4 ചാർജുകളിൽ മാസ് കുറഞ്ഞ ചാർജിനായിരിക്കും, മാസ് കൂടിയ ചാർജിന് ഫ്രീക്വൻസി കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഫ്രീക്വൻസി മാക്സിമം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി മാസും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ മാസ് ഏറ്റവും ലീസ്റ്റ് ആർക്കാണ്? അപ്പോൾ പ്രോട്ടോൺ, ആൽഫ പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇതിൽ മാസ് ഏറ്റവും ലീസ്റ്റ്. അപ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ ലെസ് ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ ലെസ് ദാൻ മാസ് ഓഫ് ന്യൂട്രോൺ, മാസ് ഓഫ് ന്യൂട്രോൺ ലെസ് ദാൻ മാസ് ഓഫ് ആൽഫ എന്നാണ്. അപ്പോൾ ഇവിടെ മാസ് ആൽഫയ്ക്ക് ഏറ്റവും കുറവാണ്, ഇലക്ട്രോൺ ഏറ്റവും കുറവാണ് മാസ്, ആൽഫയ്ക്കാണ് ഏറ്റവും മാസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് ഏറ്റവും കുറവായതുകൊണ്ട് ഫ്രീക്വൻസി ആർക്ക് കൂടുതലായിരിക്കും? ഇലക്ട്രോൺ കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ഫ്രീക്വൻസി ഓഫ് പ്രോട്ടോൺ ഗ്രേറ്റർ ഫ്രീക്വൻസി ഓഫ് ന്യൂട്രോൺ ഗ്രേറ്റർ ഫ്രീക്വൻസി ഓഫ് ആൽഫ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ആർക്കായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P due to എ ഫൈനൈറ്റ് ലെങ്ത് വയർ LN. ഇവിടെ ഒരു വയർ പറഞ്ഞുകൊണ്ട് LN, അപ്പോൾ അതിന് ഒരു ഫൈനൈറ്റ് ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഫൈനൈറ്റ് ലെങ്ത് വയറാണെങ്കിൽ നമുക്കറിയാം ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. എന്താണ്? μ0I/4πr × sin θ1 + sin θ2 എന്നാണ് നമ്മുടെ ഫോർമുല. എന്തായാലും ഈ ഒരു ലെങ്ത് പറയുന്നുണ്ട്. ഈ ഒരു ലെങ്ത് എത്രയാണ്? ഈ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ 3a/4 ആണ്. 3a/4 ഈ ഒരു സെപ്പറേഷൻ A ആണ്. നമുക്ക് ഈ പോയിന്റ് Pയിലാണ് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ സെപ്പറേഷൻ ആയതുകൊണ്ട് ഇത് 4a/3 ആണ്. ഇത് 4a/3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് θ1 എടുക്കാം. ഇത് θ1 ഇത് എത്രയാണ്? θ2 ആണ്. θ1 θ2. ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. കറണ്ട് I ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഈ sin θ1 കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ലെങ്ത് എത്ര വരും? ഇതെന്ന് പറയുമ്പോഴത്തേക്കും √ ഇതായിരിക്കും a² + ഇത് വരും 9a² വരും. 9a²/16. ഇത് 5a/4 എന്ന് വരും. ഈ സെപ്പറേഷൻ 5a/4. ഓക്കെ, അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് √ ഏത് വരും? a² + 4a/3 എന്ന് വെച്ചാൽ 16a²/9 വരും. ഇത് എത്രയാണ്? ഇതും വരും 5a/3 വരും. 5a/3. ഇപ്പോൾ ഇവിടുന്ന് sin θ1 എത്ര കിട്ടും? sin θ1 = ഓപ്പോസിറ്റ് 3a/4/5a/4 വരും. അപ്പോൾ ഇത് 3/5 വരും. അതുപോലെ sin θ2 ആണെങ്കിൽ sin θ2 = 4a/3. 4a/3/5a/3 വരും. ഇത് 4/5 വരും. ഇനി ഫീൽഡിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ μ0I/4πr. പക്ഷേ ഇവിടെ ആറിന് വരെ A ആണ്. ഈ R A ആണ്. അപ്പോൾ 4πa × sin θ1 + sin θ2 എന്ന് വരും. sin θ1 + sin θ2. ഇപ്പോൾ ഇവിടെ sin θ1 എന്ന് പറയുമ്പോൾ 3/5 ആണ്. അപ്പം μ0I/4πa × 3/5 + 4/5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് 7/5 വരും. അപ്പോൾ ഇത് നമുക്ക് 7 μ0I/20πa എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. A long horizontal wire A is rigidly fixed and another wire B which is placed directly below and parallel to wire A. Wire B remains suspended in air due to magnetic attraction. If direction of current is reversed in any one of wire, then due to gravity instantaneous acceleration of free wire B is. ഇപ്പോൾ നമുക്ക് 2 വയർ ഉള്ളതായിരിക്കുക. ഇത് ഫസ്റ്റ് വയർ, അതായിട്ടൊരു ചെറിയ വയറുണ്ട്, സെക്കൻഡ് വയർ. പക്ഷേ ഈ സെക്കൻഡ് വയർ നോക്കി ഇവിടെ കറണ്ട് ഉണ്ട്. ഇവിടെ കറണ്ട് I1 ഇവിടെ കറണ്ട് I2 എന്നിരിക്കട്ടെ. എന്തായാലും ഈ സെക്കൻഡ് വയറിൻ്റെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. അപ്പോൾ ഈ വയർ ഫ്രീ ആയിട്ട് ഇനിഷ്യലി വയർ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ വയറിനകത്ത് മേലേക്കൊരു അട്രാക്ഷൻ വരും. ഈ അട്രാക്ഷൻ ആരെ ബാലൻസ് ചെയ്യും? ഈ അട്രാക്ഷൻ ഈ mg ബാലൻസ് ചെയ്യുമ്പോഴാണ് ഇത് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ ഇതാണ്, ഈ എഫ് mgക്ക് ഈക്വൽ ആണെങ്കിൽ എന്താണ്? വെയിറ്റ് ബാലൻസ്ഡ് ആവും. അപ്പോൾ ഈ വയറിന് ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇതിൽ കറണ്ടിൻ്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്താൽ
ഈ I1 ഞാൻ റിവേഴ്സ് ചെയ്തു, പക്ഷേ ആ സമയത്ത് I2 സെയിം തന്നെയാണ്. ഈ I1 റിവേഴ്സ് ചെയ്തു, ആ സമയത്ത് I2 കറണ്ട് നമ്മൾ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പോൾ ഈ അട്രാക്ഷൻ എന്നുള്ളത് എന്തായിട്ട് മാറി? റിപ്പൾഷനായിട്ട് മാറി. അപ്പോൾ ഈ ഫോഴ്സ് എങ്ങോട്ട് വരും? ഈ റിപ്പൾസീവ് ഫോഴ്സ് താഴേക്ക് വരും. അതുപോലെ മാത്രമല്ല വെയിറ്റും താഴേക്ക് വരും. അപ്പോൾ ഈ താഴേക്കുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F+mg ആയിരിക്കും. താഴേക്കുള്ള നെറ്റ് ഫോഴ്സ് FA+mg ആയിരിക്കും. പക്ഷേ നമുക്കറിയാം ഈ F ആർക്ക് ഈക്വലാണ്? mg ഈക്വലാണ്. അപ്പോൾ ഇത് mg+mg എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് 2mg എന്ന് വരും. 2mg. അപ്പോൾ നെറ്റ് ഫോഴ്സ് താഴേക്കുള്ളത് 2mg കിട്ടി. ഇത് m/a എന്ന് എടുക്കാം. അപ്പോൾ m/a ആണ് 2mg. അപ്പോൾ നമുക്ക് a എത്ര കിട്ടും? ആക്സലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2g എന്ന് കിട്ടും. അപ്പോൾ ഇതിന് താഴേക്കുള്ള ഡൗൺവേർഡ് ആക്സലേഷൻ എത്ര കിട്ടി? 2g കിട്ടി. അപ്പോൾ 2g ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. If in a circular coil A of radius R, current I is flowing, and in other coil B of radius 2R, a current 2I is flowing, then the ratio of magnetic fields BA and BB produced by them will be. അപ്പോൾ നമുക്ക് 2 കോയിൽസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോയിലിൽ കറണ്ട് Iയും റേഡിയസ് R ആണ്. ഇപ്പോൾ നമുക്ക് ഒരു കോയിലിൻ്റെ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് μ0I/2R എന്നാണ് ഫോർമുല. μ0I/2R ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ B പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? I/R ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് B1/B2 എടുക്കുമ്പോൾ ഫസ്റ്റ് കോയിലിനകത്ത് കറണ്ട് Iയും റേഡിയസ് R ആണ്. പക്ഷേ സെക്കൻഡ് കോയിലിനകത്ത് കറണ്ട് 2Iയും റേഡിയസ് 2Rമാണ്. അപ്പോൾ ഈ റേഷ്യോ നമുക്ക് 1:1 കിട്ടും. സോ ദ ആൻസർ ഈസ് എത്രയായിരിക്കും? ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. If an electron and a proton having same momentum enter perpendicular to a magnetic field, then ഇപ്പോൾ നമുക്കറിയാം ഒരു ചാർജ് ഫീൽഡിനെ പെർപെൻഡിക്കുലർ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും റേഡിയസ് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്. റേഡിയസിൻ്റെ ഫോർമുല mv/qb എന്നാണ്. mv/qb. ഇപ്പോൾ ഇത് മൊമെൻറ്റം/qb എന്ന് വരും. മൊമെൻറ്റം/qb. ഓക്കെ, അപ്പോൾ mv/qb അല്ലെങ്കിൽ മൊമെൻറ്റം/qb. പക്ഷേ ഇവിടെ ആരൊക്കെയാണ്? ഇലക്ട്രോണും പ്രോട്ടോണാണ്. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ചാർജ് എങ്ങനെ ആയിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ചാർജ് സെയിം ആണ്, പക്ഷേ സൈന് വ്യത്യാസമുള്ളൂ. ഇനി ഫീൽഡ് സെയിം ഫീൽഡിലേക്കാണ് കയറുന്നത്. അതുപോലെ മൊമെൻറ്റവും സെയിം ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സെയിം ആയതുകൊണ്ട് ഈ ആറിൻ്റെ വാല്യൂ രണ്ടുപേർക്കും എങ്ങനെ ആയിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ സെയിം റേഡിയസ് ആയിരിക്കും. അപ്പോൾ 6 സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലോക്ക് വൈസ് കറങ്ങുകയാണെങ്കിൽ ഒന്ന് ആൻറ്റി ക്ലോക്ക് കറങ്ങും. പക്ഷേ ഡയറക്ഷൻ സെൻസർ റൊട്ടേഷൻ വ്യത്യാസമായിരിക്കും. പക്ഷേ രണ്ടുപേർക്കും ഒരേ കർവേച്ചർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ടുപേർക്കും റേഡിയസ് ഓഫ് പാത്ത് എങ്ങനെ ആയിരിക്കും? സെയിം ആയിരിക്കും. സോ ദ ആൻസർ ഈസ് കർവ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ വിൽ ബി സെയിം, ഇഗ്നോറിംഗ് ദ സെൻസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. If a current is passed through a spring, then the spring will. അപ്പോൾ നമുക്കറിയാം സ്പ്രിങ്ങിൽ കൂടി ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്പ്രിങ്ങിൽ കൂടി അല്ലെങ്കിൽ സോളിനോടെ ഷേപ്പ്, ഇതാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടി നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഈ എല്ലാ ടേണുകളിലും അഡ്ജസൻറ്റ് ടേണുകളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ കറണ്ടുകൾ ഒരേ ദിശയിലായതുകൊണ്ട് ഈ അഡ്ജസൻറ്റ് ടേണുകൾ പരസ്പരം എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ടേണിനെ സെക്കൻഡ് ടേൺ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ടേണുകളും പരസ്പരം അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ടേണുകൾ അടുത്തേക്ക് വരും. അങ്ങനെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പം ഈ സ്പ്രിങ് എന്ത് ചെയ്യപ്പെടും? കംപ്രസ് ചെയ്യപ്പെടും. സോ ദ ആൻസർ ഈസ് കംപ്രസസ് എന്നായിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ടൈം പീരീഡ് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ അണ്ടർഗോയിങ് എ സർക്കുലർ മോഷൻ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. നമുക്കറിയാം ഈ ടിയുടെ ഫോർമുല എന്താണ്? T = 2πm/qb എന്നാണ്. അപ്പം ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ 2πm/qb എന്നാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് വരുന്നില്ല, പക്ഷേ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്, മാസ് വരുന്നുണ്ട്, ചാർജ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏതായിരിക്കും? വെലോസിറ്റി ഓഫ് സ്പീഡ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. എ പാർട്ടിക്കിൾ ഓഫ് mass m and charge q moving with velocity v describes a circular path of radius r when subjected to a uniform transverse magnetic field of induction b. The work done by the field when the particle completes one full circle is. അപ്പോൾ നമുക്കറിയാം ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ F = q × v×b എന്നാണ് ഫോർമുല. q × v×b. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റി. ഇപ്പോൾ ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ചാർജ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഈസ് 0 ആയിരിക്കും. ബിക്കോസ് ഫോഴ്സും വെലോസിറ്റി എങ്ങനെയാണ്? പെർപെൻഡിക്കുലറാണ് ആക്ട് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് 0. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് 3 cm at a point on the axis at a distance of 4 cm from the center is 54 microtesla. What will be its value at the center of the loop?
അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പാണ്. അതിൻ്റെ റേഡിയസ് പറയുന്നുണ്ട് എത്ര 3 സെൻറ്റിമീറ്ററും ആക്സിൽ ഡിസ്റ്റൻസ് പറയുന്നുണ്ട് എത്ര 4 സെൻറ്റിമീറ്ററുമാണ്. ഇപ്പോൾ നമുക്കൊരു സർക്കുലർ ലൂപ്പിൻ്റെ കേസിൽ ബി സെൻറ്റർ ബൈ ബി ആക്സിസ്, അപ്പോൾ ബി സെൻറ്റർ ബൈ ബി ആക്സിസിൻ്റെ ഫോർമുല എന്താണ്? ബി സെൻറ്റർ ബൈ ബി ആക്സിസ് = 1 + x² / r² ഹോൾ റേസ് ടു 3/2 എന്നാണ് ഫോർമുല. ഇവിടെ 1 + x എത്രയാണ്? റേഡിയസ് 3ഉം, അപ്പോൾ 3² സെപ്പറേഷൻ ഫ്രം സെൻറ്റർ 4ഉമാണ്, the whole raised to 3/2. അപ്പോൾ ഇത് 25/16 the whole raised to 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് 5/3 the whole cube എന്നാണ്. 5 the whole cube, that is 125/27 വരും. അപ്പോൾ ഇതാണ് ബി സെൻറ്റർ ബൈ ബി ആക്സിസ്. അപ്പോൾ നമുക്ക് ബി സെൻറ്റർ എത്ര കിട്ടും? ബി സെൻറ്റർ ഈസ് ഈക്വൽ ടു ബി ആക്സിസ് ഇൻറ്റു 125/27 വരും. അപ്പോൾ അത് 54 മൈക്രോ ഇൻറ്റു 125/27 വരും. അപ്പോൾ ആൻസർ നമുക്ക് 250 മൈക്രോ ടെസ്ല എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. In a region, a steady and uniform electric and magnetic fields are present. These two fields are parallel to each other. A charged particle is released from rest in this region. The path of the particle will be, നമുക്കറിയാം, നമുക്കൊരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, പക്ഷേ രണ്ടും പാരലാണ്. ഇവിടെ നമ്മളൊരു ചാർജിനെ റിലീസ് ചെയ്താൽ ഇവിടെ ചാർജ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ആ റിലീസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫോഴ്സ് എത്ര ആയിരിക്കും? വെലോസിറ്റി 0 ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷേ ഈ ചാർജിനകത്ത് ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ദിശയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ചാർജ് എങ്ങനെ മൂവ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ പാരലായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? വെലോസിറ്റി വരുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലായിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് മൂവ് ചെയ്യുന്നത് പാരലായിട്ട് പോകും. പക്ഷേ പാരലായിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ എല്ലാ സമയത്തും മാഗ്നറ്റിക് ഫോഴ്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ അതിൻ്റെ വെലോസിറ്റി ആർക്ക് പാരലായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ആ വെലോസിറ്റി പാരലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ പാതായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. A long solenoid has 200 turns per centimeter and carries a current I. The magnetic field at its center is 6.28 × 10⁻²2 Weber per meter square. Another long solenoid has 100 turns per centimeter and it carries a current I/3. The value of magnetic field at its center. ഇപ്പോൾ നമുക്ക് സോളിനോഡിൻ്റെ കേസാണ്. ഇപ്പോൾ ഒരു സോളിനോഡിൻ്റെ കേസിൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ് ഫീൽഡ് B = μ0 × small n എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസും കറണ്ടും എങ്ങനെയാണ്? കറണ്ടും വ്യത്യാസമാണ്. അപ്പോൾ B പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? B പ്രപ്പോർഷണൽ ടു n × I എന്ന് വരും. അപ്പോൾ നമുക്ക് സെക്കൻഡിൻ്റെ കേസ് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ B2/B1 = N2I2/N1I1 എന്ന് വരും. ഇവിടെ N2 എത്രയാണ്? N2 എന്ന് പറയുമ്പോൾ 100 ടേൺസ് ആണ്. N1 200 ടേൺസ്. അപ്പോൾ 100/200 ഇൻറ്റു I2 എന്ന് പറയുമ്പോൾ I/3ഉം I1 I-യുമാണ്. ഓക്കെ, ഇത് 1/6 എന്ന് വരും. 1/6. അപ്പോൾ B2 എത്ര കിട്ടും? ഇപ്പോൾ B2 = B1/6 വരും. ഇപ്പോൾ B1 എത്ര? 6.28 ഇൻറ്റു 10⁻² എന്ന് വരും. അപ്പോൾ ആൻസർ ക്ലോസ് ടു 1.05 ഇൻറ്റു 10⁻² ടെസ്ല അല്ലെങ്കിൽ വീബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. A long straight wire of radius A carries a steady current I. The current is uniformly distributed across its cross section. The ratio of the magnetic field at A/2 and 2A. ഇപ്പോൾ റേഡിയസ് ഇപ്പോൾ ഒരു സോളിനോഡാണ്. ഒരു സിലിണ്ടറിക്കൽ വയറാണ്. ഇതിൻ്റെ റേഡിയസ് പറയുന്നുണ്ട് എത്ര? റേഡിയസ് A ആണ്. പക്ഷെ നമുക്ക് അകത്തൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റിൻ്റെ സെപ്പറേഷൻ എത്രയാണ്? ഈ സെപ്പറേഷൻ A/2ഉം ഇനി പുറത്തൊരു പോയിൻ്റ് ഉണ്ട്. ആ സെപ്പറേഷൻ എത്ര? 2A-യുമാണ്. അപ്പം നമുക്ക് ആ ഫീൽഡുകളുടെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പുറത്തൊരു അകത്തുള്ള പോയിൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് B1 എടുക്കാം. ഈ B1 = μ0 I × R/2πr² എന്നായിരിക്കും ഇതിൻ്റെ ഫോർമുല. അപ്പോൾ ഇത് μ0 I × small a/2/2πa² എന്ന് വരും. അപ്പോൾ B1 എന്ന് പറയുമ്പോൾ μ0 I/2 × 2πa എന്ന് വരും. μ × 2 × 2πa. ഓക്കെ, ഇനി B2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇത് പുറത്തുള്ള പോയിൻ്റാണ്. അപ്പോൾ B2 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫോമിൽ എന്തായിരിക്കും? μ0 I/2π × small r എന്നാണ് ഫോമില. സ്മോൾ r. പക്ഷെ ഇവിടെ r എന്ന് പറയാം 2a ആണ്. അപ്പോൾ μ0 I/2
2 pi into 2 എന്ന് വെച്ചാൽ 4 pi എന്ന് വരും, 4 pi a. ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് രണ്ടും ഈക്വലാണ്. സോ ഈ B1/B2 എടുക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. എ ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഡയറക്ഷൻ. ദെൻ നമുക്കറിയാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരിക്കലും ഇപ്പം ചാർജ് എങ്ങനെ എൻ്റർ ചെയ്താലും എന്താണ് സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ചാർജ് ഫീൽഡിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്താലും സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി അതായത് ½ m v² എങ്ങനെ ആയിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സ്പീഡ് കോൺസ്റ്റൻറ്റ്, കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യും? നമുക്കറിയാം പെർപെൻഡിക്കുലർ എൻ്റർ ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ ഡിറക്ഷൻ മാറും. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. പക്ഷേ വെലോസിറ്റിയുടെ വാല്യൂ അതായത് സ്പീഡ് ചേഞ്ച് ചെയ്യത്തില്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. സോ മൊമെൻറ്റം ചേഞ്ചസ്. ഓക്കെ, അപ്പം മൊമെൻറ്റം ചേഞ്ച് ചെയ്യും, പക്ഷേ കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് എന്താണ്? ദ മൊമെൻറ്റം ചേഞ്ചസ് ബട്ട് കൈനറ്റിക് എനർജി ഈസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. Question number 23. A current I flows in an infinitely long wire with the cross section in the form of a semicircular ring of radius r. In the magnitude of magnetic induction along its axis is. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു വയറിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെമി സർക്കുലർ പോർഷനാണ്. എന്ന് വെച്ചാൽ ഒരു വയറിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പം ഫുൾ സിലിണ്ടർ അല്ല, ഹാഫ് സിലിണ്ടറാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ സെമി സർക്കുലർ പോർഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് വയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. ഈ ക്രോസ് സെക്ഷനിൽ കൂടി കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ πr എന്ന് പറയുന്ന ആ ഒരു ലെങ്തിൽ അതിലാണ് ഈ കറണ്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ഈ ക്രോസ് സെക്ഷൻ മാത്രം ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോഴത്തേക്കും ശരിക്കും ബോർഡിൽ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഹൊറിസോണലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കിങ്ങനെ ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ ഇരിക്കട്ടെ. ക്രോസ് സെക്ഷൻ ഇതാണ് എൻ്റെ റേഡിയസ്. ഇത് റേഡിയസ് ആണ്. അപ്പം ഞാൻ ഈ പോർഷനിൽ ഒരു ചെറിയ പോർഷൻ, അതായത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ, ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ, ഞാൻ ഇത്രയൊരു പോർഷൻ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഇത്രയൊരു പോർഷൻ, ഈ ആർക്കിൻ്റെ ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യുന്ന ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ആ ആർക്ക്. ഇതാണ് ആർക്ക്. ഈ ആർക്കിൽ കൂടി നമുക്കറിയാം കറണ്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും. കറണ്ട് ഇതിൽ കൂടി ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. ഇവിടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ ഞാൻ ഡി തീറ്റയെന്ന് എടുത്തു. ഡി തീറ്റ ഈ ആർക്കിൻ്റെ പോർഷൻ. അപ്പോൾ ഇത് റേഡിയസ് r ആണെങ്കിൽ ഈ ആർക്ക് എത്ര ആയിരിക്കും? ഈ ആർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോമിൽ എന്താണ്? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ? ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ആർക്ക് ഞാൻ ഡി എൽ എന്നെടുത്തു. ദാറ്റ് ഈസ് r ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വെർട്ടിക്കൽ സെക്ഷനിലേക്ക് നോക്കുക. അവിടെ ഈ വെർട്ടിക്കൽ സെക്ഷനകത്ത് ഈ πr എന്ന് പറയുന്ന റീജിയനിൽ, ഈ πr എന്ന് പറഞ്ഞ ടോട്ടൽ ലെങ്തിൽ കൂടി ഇതിങ്ങനെ പോകുന്ന കറണ്ടാണ് എത്ര? I. ഈ എല്ലാ കറണ്ടും ചേർത്താണ് I എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ πrന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പോൾ πrന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് എത്രയാണ്? I ആണെങ്കിൽ യൂണിറ്റ് ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് I/πr ആയിരിക്കും. അപ്പോൾ നമ്മൾ കൺസിഡർ ആർക്കിൻ്റെ കറണ്ട്, ആർക്കിലെ കറണ്ട് DI എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് ലെങ്തിൽ I/πr ആണെങ്കിൽ ആർക്കിൽ ആ ആർക്ക് ലെങ്ത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആർക്കിൽ കൂടിയുള്ള കറണ്ട് DI ഈസ് ഈക്വൽ എന്ത് വരും? I/πr ഇൻറ്റു r d തീറ്റ എന്ന് വരും. r d തീറ്റ. അപ്പോൾ ഈ r മാറി ക്യാൻസലായി പോയിട്ട് DI എത്ര കിട്ടും? I/π ഇൻറ്റു d തീറ്റ എന്ന് കിട്ടും. ഇനി അപ്പോൾ ഈ കറണ്ട് മൂലം നമുക്കറിയാം കറണ്ട് ഇങ്ങനെ ഇപ്പം മേലേക്ക് ഇങ്ങനെ വരികയാണ്. കറണ്ട് ഇങ്ങനെ വരുവാണെങ്കിൽ കറണ്ട് ഇങ്ങനെ മേലേക്ക്, അല്ലെങ്കിൽ കറണ്ട് ഇവിടെ താഴേക്ക്, മേലേക്ക് താഴേക്കാണെങ്കിൽ കറണ്ട് ഇപ്പോൾ താഴേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ കറണ്ട് താഴേക്കായിരുന്നെങ്കിൽ, ഇപ്പോൾ കറണ്ട് ഇവിടെ താഴേക്കായിരുന്നെങ്കിൽ നമ്മൾ ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിപ്പം ഈ ടോപ്പ് ക്രോസ് സെക്ഷനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ഇതിന് താഴേക്കോ അല്ലെങ്കിൽ മേലേക്കായിരിക്കും കറണ്ട് വരിക. അപ്പോൾ ഇവിടെ കറണ്ട് താഴേക്കാണെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ പോയിലേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ആറിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ആര് വരിക? ഫീൽഡ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീൽഡ് DB എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിൾ തീറ്റ എടുക്കുകയാണെങ്കിൽ ഈ DBക്ക് 2 കമ്പോണൻറ്റ് വരും. ഇതേതാണ്? ഇത് DB സൈൻ തീറ്റയും വരും. ഈ DB ഈ കമ്പോണൻറ്റ് ഏതായിരിക്കും? DB കോസ് തീറ്റ ആയിരിക്കും. പക്ഷേ
നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷൻ്റെ ഫീൽഡ് എങ്ങോട്ട് വരും? ഈ സെക്ഷൻ മൂലം, ഈ സെക്ഷൻ DL ഡാഷ് ആണെങ്കിൽ ഈ സെക്ഷൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതാണ് നമ്മുടെ DB ഡാഷ്. ഈ സെക്ഷൻ മൂലം ഫീൽഡ് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ DB ഡാഷും DB ഐഡൻറ്റിക്കലായിരിക്കും, പക്ഷേ അതിൻ്റെയും എന്താണ്, അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് ഏതായിരിക്കും? DB ഡാഷ് കോസ് തീറ്റ വരും. DB ഡാഷ് കോസ് തീറ്റ. അപ്പോൾ ഈ കമ്പോണൻ്റ് ഏതായിരിക്കും? DB ഡാഷ്. അപ്പോൾ ഈ DB സൈൻ തീറ്റയുടെ കൂടെ ഏത് വരും? DB ഡാഷ് സൈൻ തീറ്റ വരും. അപ്പോൾ എല്ലാ കമ്പോണൻറ്റുകളുടെയും അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റുകളുടെയും സൈൻ കമ്പോണൻറ്റ് സെയിം ഡയറക്ഷൻ വരും. പക്ഷേ ഈ DB ഡാഷ് കോസ് തീറ്റയും ഈ DB കോസ് തീറ്റയും എന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ നമ്മൾ ഫീൽഡിൻ്റെ ഏത് കമ്പോണൻറ്റ് ആഡ് ചെയ്യണം? സൈൻ കമ്പോണൻറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് DB കണ്ടുപിടിക്കാം. ഈ DB എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സെഗ്മെൻറ്റ് പോലും ഉണ്ടാകുന്ന ഫീൽഡ് അല്ലേ. അപ്പോൾ DB = μ0 കറണ്ട് DI അല്ലേ. അപ്പോൾ μ0 DI/2πr എന്നായിരിക്കും. DI/2πr. ഈ Dക്ക് പകരം I/πd തീറ്റ. അപ്പോൾ DB = μ0/2πr I/πd തീറ്റ എന്ന് വരും. ഇതിൻ്റെ സൈനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എവിടെ നിന്ന് വേണം വരാം? 0 മുതൽ. നമുക്ക് ഇവിടെ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ നമ്മൾ ഈ ഒരു എൻഡ് മുതൽ ഈ എൻഡ് വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 0 മുതൽ π വരെ 180 വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ B കണ്ടുപിടിക്കാൻ ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഈ DBയുടെ സൈൻ കമ്പോണൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ DB സൈൻ തീറ്റ അത് ഇൻ്റഗ്രൽ 0 to π ആയിരിക്കും. അപ്പോൾ ഇത് μ0/2πr ഇൻറ്റു I/π ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഫ്രം എന്താണ് d തീറ്റ ഫ്രം 0 to π. അപ്പോൾ സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് വരും. എന്തായാലും ഇത് μ0I/2π² വരും. ഇൻറ്റു എന്ത് വരും? ഈ സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് വരും, മൈനസ് കോസ് വരും. മൈനസ് കോസ് തീറ്റ ലിമിറ്റ് 0 to π കൊടുക്കുക. അപ്പോൾ ഇത് എന്ത് വരും? മൈനസ് വരുമ്പോഴത്തേക്കും ഇത് μ0I/2π² ഇൻറ്റു ഇത് ആദ്യം π കൊടുക്കുമ്പോഴത്തേക്കും കോസ് π 1 മൈനസ് ഓഫ് ആൻസർ 1 + 2 വരും. അപ്പോൾ ഇത് ആൻസർ വന്നിട്ട് μ0I/π² എന്ന് വരും. μ0I/π². അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ഈ വരച്ചിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ടോപ്പ് പോർഷനാണ്. വയറിൻ്റെ ടോപ്പ് ക്രോസ് സെക്ഷനായി വരച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മളൊരു ആർക്ക് കൺസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. Question 24. A thin circular disk of radius r is uniformly charged with a density sigma greater than 0 per unit area. The disk rotates about its axis with a uniform angular speed omega. The magnetic moment of the disk. ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു ഡിസ്ക് നമ്മളിങ്ങനെ യൂണിഫോമായിട്ട് ചാർജ് ചെയ്തു. ആ ഡിസ്ക് തന്നെ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇത് കറങ്ങുമ്പോൾ ഫുൾ ചാർജാണ്. ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ഇത് കറങ്ങുന്ന സ്പീഡ് പറയുന്നുണ്ട് ഒമേഗ, ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പ് എക്സ് റേഡിയസ് ഉള്ള ഒരു സ്ട്രിപ്പ് കൺസ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ DX ആണ്. വിഡ്ത്ത് DXും ആ സ്ട്രിപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് Xും ആണ്. ഈ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? R ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറിയ സ്ട്രിപ്പിനകത്തുള്ള ചാർജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ DA എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് എത്ര ആയിരിക്കും? ചാർജ് ഇൻറ്റു DA ആയിരിക്കും. ഇതാണ് DQ. ഓക്കെ, ഇനി ഈ D എന്തായിരിക്കും? ആ സ്ട്രിപ്പിൻ്റെ ഏരിയ ആണ്. ഈ സ്ട്രിപ്പിൻ്റെ പെരിമീറ്റർ എത്രയാണ്? സ്ട്രിപ്പിൻ്റെ പെരിമീറ്റർ 2πx, നീളം 2πx, വിഡ്ത്ത് DX ആണെങ്കിൽ വാട്ട്സ് ഏരിയ സ്ട്രിപ്പ്? 2πx ഇൻറ്റു DX ആയിരിക്കും അല്ലേ. 2πx ഇൻറ്റു DX ആണ് അതിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് ഈ DQ എത്ര കിട്ടും? DQ = 2π സിഗ്മ x dx എന്ന് കിട്ടും. 2π സിഗ്മ x dx. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് dQ/dt ആണ്. ഈ 1 ടൈം ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇത് DQ ഇൻറ്റു ഫ്രീക്വൻസി വരും. ഈ DQന് വരെ നമുക്ക് 2π സിഗ്മ x dx ഇൻറ്റു ഫ്രീക്വൻസി. ഈ 2πf എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. അപ്പോൾ I = 2πf ഇൻറ്റു
സിഗ്മ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. ഇത് ഒമേഗ സിഗ്മ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി ഈ സ്ട്രിപ്പ് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് പൈ എക്സ് സ്ക്വയർ. നമുക്കറിയാം ആ ഒരു റീജിയൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ ആ ഒരു റീജിയൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അത് കറണ്ട് ഇൻറ്റു ഏരിയ ആയിരിക്കും. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു സിഗ്മ എക്സ് ഡി എക്സ് ഇൻറ്റു ഏരിയ പൈ എക്സ് സ്ക്വയർ ആണ്. പൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒമേഗ സിഗ്മ പൈ എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരും. നമുക്ക് ടോട്ടൽ മൊമെൻറ്റം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ റേഡിയസിനെ 0 മുതൽ 6 വരെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒമേഗ ഇൻറ്റു സിഗ്മ ഇൻറ്റു പൈ ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരും. അവിടെ ഈ എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ്റ്റ് 4/4 എന്ന് വരും. അപ്പോൾ ഒമേഗ സിഗ്മ പൈ ഇൻറ്റു എക്സ് റേസ്റ്റ് 4/4 വരും. എക്സ് റേസ്റ്റ് 4/4 ലിമിറ്റ് കൊടുക്കുക, 0 to 6 കൊടുക്കുക. അപ്പോൾ ഇത് പൈ r/4 പൈ r/4/4 ഇൻറ്റു ഒമേഗ സിഗ്മ എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ 25. പ്രോട്ടോൺ, ഡ്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഓഫ് ദി സെയിം കാരിയർ എനർജി ആർ മൂവിംഗ് ഇൻ circular trajectories in a constant magnetic field. The radii of proton, neutron and alpha particle are respectively Rp, Rd and R alpha. Which one of the following relations is correct? അപ്പോൾ റേഡിയസിൻ്റെ ഫോമിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ടൈംസ് ഓഫ് കാരിയർ എനർജി ആർ ഈസിയിൽ എന്താണ് ഇൻ ടൈംസ് ഓഫ് മൊമെൻറ്റ് ഇറ്റ് ഈസ് P/QB എന്നാണ്. P/QB ഇറ്റ് ഈസ് റൂട്ട് ഓഫ് ഏത് വരും 2mE/QB റൂട്ട് ഓഫ് 2mE/QB എന്ന് വരും. ഇപ്പോൾ പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ അല്ല ഇതിന് എന്താണ് ഇവിടെ നമുക്ക് ഈ രണ്ട് പേർക്കും ഇപ്പോൾ എല്ലാവർക്കും എനർജി സെയിം ആയിരിക്കും. അപ്പോൾ എനർജി സെയിം ആണ്. ഓക്കെ, പിന്നെ ഈ പ്രോട്ടോണും ഡ്യൂട്രോണും എന്താണ് ചാർജുകൾ സെയിം ആണ്. ചാർജുകൾ സെയിം ആയിരിക്കും. പിന്നെ നമുക്ക് പ്രോട്ടോണിൻ്റെ ഡ്യൂട്രോണിൻ്റെ ആൽഫയുടെ ചാർജ് ആ റേഡിയസിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഈ ആർ എങ്ങനെയായിരിക്കും പ്രൊപ്പോർഷണൽ? ആർ പ്രൊപ്പോർഷണൽ റൂട്ട് m/q എന്ന് വരും. ഓക്കെ, അപ്പോൾ ആർ പ്രോട്ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ എടുക്കാം ആർ ഈസിക്കലിൻ്റെ കോൺസ്റ്റൻറ്റ് k ഇൻറ്റു റൂട്ട് m/q എന്ന് വരും. അപ്പോൾ ആർ പ്രോട്ടോൺ ഈസിക്കലി കോൺസ്റ്റൻറ്റ് ഇൻറ്റു റൂട്ട് m/e വരും. ആർ ഡ്യൂട്രോൺ ഈസിക്കലി കോൺസ്റ്റൻറ്റ് k ഇൻറ്റു ഡ്യൂട്രോയുടെ മാസ് 2m ആണ്. അപ്പോൾ ഇത് 2m/e എന്ന് വരും. ആർ ആൽഫ എന്ന് പറഞ്ഞാൽ k ഇൻറ്റു റൂട്ട് ഓഫ് 4m/2e എന്ന് വരും. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ k ഇൻറ്റു റൂട്ട് ഓഫ് 2m/e വരും. അപ്പോൾ ഇവിടെ ആരൊക്കെ ഈക്വലാണ്? ഇവിടെ ആൽഫയും ആർ പ്രോട്ടോണും ഈക്വൽ ആയിരിക്കും. അത് ആരെക്കാളും കൂടിയിരിക്കും? ആർ ഡിയേക്കാളും RP പ്രോട്ടോണിനേക്കാളും കൂടുതലായിരിക്കും. ഇത് അപ്പോൾ ആർ ആൽഫ ആർ ഡി സെയിം ആണ്. അപ്പോൾ ആർ ആൽഫ ഈസ് ആർ ഡി. ആർ ആൽഫ ഈസിൽ ആർ ഡി ഗ്രേറ്റർ ദാൻ RP ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് വരുന്നത്. ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 25. പ്രോട്ടോൺ, ഡ്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഓഫ് സെയിം കൈൻഡ് എനർജി ആർ മൂവിംഗ് ഇൻ സർക്കുലർ ട്രാജക്ടറീസ് ഇൻ എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. ദ റേഡിയസ് ഓഫ് പ്രോട്ടോൺ, ഡ്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ആർ റെസ്പെക്റ്റീവ്ലി RP, RD ആൻഡ് R alpha. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്? ഇപ്പോൾ ആർ ഈസിക്കൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് റൂട്ട് ഓഫ് 2mE/QB എന്നാണ് റിലേഷൻ. അപ്പോൾ ഈ ആർ പ്രപ്പോർഷണൽ ടു റൂട്ട് m/q വരും. റൂട്ട് m/q അല്ലെ ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് k ഇൻറ്റു റൂട്ട് m/q എന്ന് വരും. റൂട്ട് m/q. അപ്പോൾ നമുക്ക് ആർ പ്രോട്ടോൺ എഴുതുകയാണെങ്കിൽ ആർ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് m/e എന്ന് എടുക്കാം. ആർ ഡ്യൂട്രോൺ ആകുമ്പോഴത്തേക്കും k ഇൻറ്റു റൂട്ട് 2m/e എന്ന് എടുക്കാം. ഇനി ആർ ആൽഫ എന്ന് പറയുമ്പോൾ k ഇൻറ്റു റൂട്ട് 4m/2 എന്ന് എടുക്കാം. ഇത് k ഇൻറ്റു റൂട്ട് m/e എന്ന് വരും. അപ്പോൾ ആർക്ക് ഈക്വലാണ്? അപ്പോൾ ആർ പിയും ആർ ആൽഫ ഈക്വൽ ആയിരിക്കും. സോ ആർ ആൽഫ ഈസ് ഈക്വൽ ടു RP ആയിരിക്കും. പക്ഷേ ഇത് ആരെക്കാളും കുറവായിരിക്കും? RDയേക്കാളും കുറവായിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 26.
A uniform magnetic field B of 0.3 Tesla is along the posi z direction. A rectangular loop of sides 10 cm into 5 cm carries a current of 1 of 12 ampere. Out of the following different orientations, which one corresponds to stable equilibrium. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. നമുക്കറിയാം യു എന്ന് പറയുമ്പോൾ -mb cos θ ആണ്. -mb cos θ. അപ്പോൾ ഇത് നെഗറ്റീവ് എണ്ണം മിനിമം ആയിരിക്കണം. എന്ന് വെച്ചാൽ കോസ് തീറ്റ 1 ആയിരിക്കണം. എന്ന് വെച്ചാൽ തീറ്റ എങ്ങനെ ആയിരിക്കണം? 0 ഡിഗ്രി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് പാരലൽ ടു ഫീൽഡ് ആയിരിക്കണം. രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഫീൽഡ് അലോങ് എങ്ങനെയാണ്? ഫീൽഡ് അലോങ് ഇസ്ഡ് ആക്സ് ആണ്. ഫീൽഡ് അലോങ് ഇസ്ഡ് ആക്സ്. ഈ ലൂപ്പിൽ കറണ്ട് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. ലൂപ്പിൽ ഇങ്ങനെ കറണ്ട് ക്ലോക്ക് വൈസ് ആണ് അല്ലേ? അപ്പോൾ ഈ ലൂപ്പിൽ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് മൊമെൻറ്റ് എങ്ങോട്ട് വരും? മൊമെൻറ്റ് മേലേക്ക് വരും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് എങ്ങോട്ടായിരിക്കും? മേലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ തീറ്റ എത്ര ആയിരിക്കും? തീറ്റ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എനർജി എങ്ങനെയായിരിക്കും? മിനിമം ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഏതായിരിക്കും? 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. Two particles A and B of masses MA and MB respectively and having the same charge are moving in a plane. A uniform magnetic field exists perpendicular to this plane. The speeds of the particles are VA and VB respectively and the trajectories are shown in figure. Then അപ്പോൾ ഈ ഒരു ഫിഗർ അനുസരിച്ച് എയുടെ റേഡിയസ് എങ്ങനെയാണ്? റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ഓഫ് എ എന്ന് പറയുമ്പോഴത്തേക്കും ആരെക്കാളും കൂടുതലാണ്? ബിയേക്കാളും കൂടുതലാണ്. ഓക്കെ, പക്ഷേ അവർക്ക് മാസുകൾ ഡിഫറൻ്റ് ആണ്. സെയിം ചാർജ് ആണ്. നമുക്ക് റേഡിയസിൻ്റെ ഫോമിൽ എന്ന് പറയുമ്പോൾ R ഈസ് ഈക്വൽ ടു mv/qb ആണ്. mv/qb. ഇത് മൊമെൻറ്റം ബൈ ക്യൂബി എന്ന് പറയും. മൊമെൻറ്റം ബൈ ക്യൂബി. ഓക്കെ, അപ്പോൾ സെയിം ചാർജ് ആണ്. അപ്പോൾ സെയിം ചാർജ് സെയിം ഫീൽഡും അല്ലേ? സെയിം ചാർജും സെയിം ഫീൽഡും ആണ്. പക്ഷേ ഈ R അപ്പോൾ ആർക്ക് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആയിരിക്കും? ഈ R പ്രപ്പോർഷണൽ ടു മൊമെൻറ്റം ആയിരിക്കും. അപ്പോൾ R ഓഫ് എ ആരെക്കാളും കൂടുതലാണ്? R ഓഫ് എ ഗ്രേറ്റർ ദാൻ R ഓഫ് ബി ആണ്. അപ്പോൾ മൊമെൻറ്റം ഫോർ എ ഗ്രേറ്റർ ദാൻ മൊമെൻറ്റം ഫോർ ബി ആയിരിക്കും. എന്ന് വെച്ചാൽ MA/VA ആരെക്കാളും കൂടുതലായിരിക്കും? MA/VA ഗ്രേറ്റർ MB/VB ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. If a particle of charge 10⁻⁻² coulomb moving along the x direction with velocity 10⁵ meter per second experiences a force of 10⁻10 Newton in y direction due to a magnetic field, then the minimum magnetic field is. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം മിനിമം ഫീൽഡ് ആകുമ്പോഴത്തേക്കും എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് F=QVB സൈൻ തീറ്റ എന്നാണ്. F=QVB സൈൻ തീറ്റ. അപ്പോൾ ഈ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? B=F/QV സൈൻ തീറ്റ വരും. QV സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് മിനിമം ആണെങ്കിൽ സൈൻ തീറ്റ 1 ആണ്. ഈ ബി മിനിമം ആണെങ്കിൽ സൈൻ തീറ്റ മാക്സിമം 1 ആണ്. അപ്പോൾ ബി മിനിമം ആണെങ്കിൽ സൈൻ തീറ്റ 1 ആയിരിക്കണം. എന്ന് വെച്ചാൽ തീറ്റ എത്ര ആയിരിക്കണം? തീറ്റ 90 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ നമ്മൾ എക്സ് വൈസിൽ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ആ ഫോഴ്സ് വരുന്ന വൈയിലേക്കാണ്. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. അപ്പോൾ ഫോഴ്സ് വരുന്ന എങ്ങോട്ടാണ്? ഫോഴ്സ് വൈയിലേക്കാണ്. ഈ ചാർജ് വരുന്നത് വെലോസിറ്റി എങ്ങോട്ടാണ്? വെലോസിറ്റി വരുന്നത് എന്താണ്? എക്സിലേക്കാണ്. അപ്പോൾ ഫീൽഡ് എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം ഫീൽഡ് വന്നിട്ട് വി ക്രോസ് ബി ആണ് ഫീൽഡ്. അല്ലെങ്കിൽ വി ക്രോസ് ബി ആണ് നമുക്ക് ഫോഴ്സ് വരുന്നത്. വി ക്രോസ് ബി ആണ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ബി എങ്ങനെ പറഞ്ഞു? ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എക്സിലേക്കും ഫോഴ്സ് വൈയിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാം F=Q × V ക്രോസ്. അപ്പോൾ വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ ആയിരിക്കും ഏത്? ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഈ ഫോഴ്സ് ബി എന്ന് പറയുമ്പോഴത്തേക്കായിരിക്കും B=F/QV അല്ലേ? അപ്പോൾ എഫ് എത്ര? എഫ് എന്ന് പറയുമ്പോഴത്തേക്കും 10⁻10 ആണ് ബൈ Q 10⁻12 ഇൻറ്റു വെലോസിറ്റി എത്ര? 10⁵ ആണ്. 10⁵. ഇപ്പോൾ ആൻസർ നമുക്ക് 10⁻³ ടെസ്ല കിട്ടും. പക്ഷേ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്? നമുക്കിവിടെ വെലോസിറ്റി റൈറ്റിലേക്ക് ഈ ഫോഴ്സ് വന്നിരിക്കുന്നത് എങ്ങോട്ടാണ്? ഫോഴ്സ് മേലേക്കാണെങ്കിൽ ഈ 4 ഫിംഗർ നമുക്ക് ബോർഡിനകത്തേക്ക് വരും. ഈ ബോർഡിനകത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നെഗറ്റീവ് ഇസ് ഡയറക്ഷനെ വരത്തുള്ളൂ. നെഗറ്റീവ് ഇസ് ഡയറക്ഷനാണ് വരുന്നത്. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഇവിടെ ഇസഡ് എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്ലസ് എടുക്കാം. കാരണം ആക്ച്വലി ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇസഡിലേക്കാണ് ഈ ഫീൽഡ് വരുന്നത്. പക്ഷേ ഇവിടെ എല്ലാ ഓപ്ഷനകത്തും ഇസഡ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇസഡ് ആക്സിസ് എടുക്കാം. അപ്പോൾ ഇസഡ് ഡയറക്ഷൻ എടുക്കാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എന്തെടുക്കാം? 4 എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. Two identical wires A and B, each of length L carries the same current I. Wire A is bent into a circle of radius R and where B is bent form of a square of side A. If BA and BB are the values of magnetic field at the centers of the circle and square respectively, then the ratio of BA by BB.
അപ്പോൾ നമ്മൾ എൽ ലെങ്തിന് ആദ്യം എന്താക്കി മാറ്റി, ഒരു സ്ക്വയറാക്കി മാറ്റി, ഓക്കെ. അത് സർക്കിളാക്കി മാറ്റി, എൽ ലെങ്തിനെ നമ്മൾ സർക്കിളാക്കി മാറ്റി. അപ്പോൾ ഈ എൽ ലെങ്ത് എന്നുള്ളത് എന്തായിട്ട് മാറി, 2 പെയറായിട്ട് മാറി. പിന്നെ റേഡിയസ് 6 ആണെങ്കിൽ ഈ എൽ ലെങ്ത് 2 പെയറായിട്ട് മാറി. അപ്പോൾ എൽ ഈസ് ഈക്വൽ എന്നാണ് 2 പെയർ ആയിരിക്കും. അപ്പോൾ ആർ ഈസ് എന്താണ്, ആർ ഈസ് ഈക്വൽ L/2π വരും, L/2π. ഇനി ഫീൽഡിന് ഇക്വേഷൻ ആയിരിക്കും, ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0I/2r എന്നാണ്, μ0I/2r. അപ്പോൾ ഇത് B1 എന്നാണ്, B1 ഈസിൽ μ0I/2r, ഇത് μ0I/2 × r പകരം L/2π. ഇപ്പോൾ 2 to ക്യാൻസൽ. അപ്പോൾ ഇത് μ0πI/L എന്ന് വരും. ഇതാണ് B1ൻ്റെ ഇക്വേഷൻ, B1, ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മൾ ഈ സെയിം വയറിനെ വീണ്ടും സ്ക്വയർ ആക്കി മാറ്റി. ആ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്, സ്ക്വയറിൻ്റെ സൈഡ് പറയുന്നുണ്ട് എത്രയാണ്, A ആണ്. ഈ A എന്ന് പറഞ്ഞാൽ L/4 ആയിരിക്കും, ബിക്കോസ് ടോട്ടൽ ലെങ്ത് L ആണ്, L/4 ആയിരിക്കും. ഇവിടെ നോക്കി കറണ്ട്, ഇവിടെ കറണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് മൂലം ഫീൽഡ്, ഇതിൻ്റെ ഒരു സൈഡ് മൂലം B സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും μ0I/, ഈ സെപ്പറേഷനാണ് 6. ഈ സെപ്പറേഷൻ 6 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, L/8 ആയിരിക്കും. ഇത് മൊത്തം L/4 അല്ല, അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഈ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 6 എത്രയാണ്, ഇവിടെ 6 എന്ന് പറഞ്ഞാൽ L/8 ആണ്. അപ്പോൾ μ0I/4πr, r പകരം L/8 × sin 45 + sin 45, sin θ1 + sin θ2 എന്നാണ്. ഇപ്പോൾ sin 45 + sin 45 2/√2 വരും, 2/√2. ഓക്കെ, അങ്ങനെ 4 സൈഡ് ഉള്ളതുകൊണ്ട് ഫീൽഡ് എന്തായിരിക്കും, B = 4 × B സൈഡ് ആയിരിക്കും, 4 × ഫീൽഡ് ഡ്യൂ ടു 1 സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 4 × μ0I/4πL, ഈ 8 ഒക്കെ മേളിൽ വരും. അപ്പം 16/√2 എന്ന് വരും. ഓക്കെ, 16/√2. അപ്പോൾ 4π എന്തായിപ്പോയി, ക്യാൻസലായി പോയി. അപ്പോൾ 4 ക്യാൻസൽ, ഇറ്റ് ഈസ് μ0I/πL × 8√2 എന്ന് വരും. ഇതാണ് B ഡ്യൂ ടു, ഇത് B2 എടുക്കാം, സ്ക്വയറിൻ്റെ ഫീൽഡാണ് B2. ഓക്കെ, നമുക്ക് B1/B2 ആണ് വേണ്ടത്. സോ B1/B2 എടുക്കുമ്പോൾ എന്ത് വരും, ഇത് μ0π it is equal to μ0πI/L divided by 8√2 μ0I/πL എന്ന് വരും. ഈ പൈ മേളിൽ വന്നിട്ട് ഇത് π²/8√2 എന്ന് വരും. ഇതായിരിക്കും ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. The coil of a galometer consists of 100 turns and the effective area of 1 cm square. The restoring couple is 10⁻⁸ Newton meter per radian. The magnetic field between poles is 5 Tesla. Current sensitivity of the galometer. അപ്പോൾ നമുക്ക് ഗാലോമീറ്ററിൻ്റെ കറണ്ട് ഇക്വേഷൻ ആയിരിക്കും. കറണ്ട് I = C/NAB × θ എന്നാണ്, C/NAB × θ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫ്ലക്ഷൻ ഫോർ യൂണിറ്റ് കറണ്ടാണ്. θ/I ആണ് IS, അത് NAB/C എന്ന് വരും, NAB/C. അപ്പോൾ N എത്രയാണ്, N എന്ന് പറയുമ്പോൾ 100 ടേൺസ് ആണ്. അപ്പോൾ 100 × ഏരിയ എന്ന് പറയുമ്പോൾ 1 cm², അപ്പോൾ 10⁻⁴ വരും. ബിയുടെ വാല്യൂ 5 ആണ്, ബൈ C എന്ന് പറയുമ്പോൾ 10⁻⁸ ആണ്, 10⁻⁸. അപ്പോൾ ഇത് 5 × ഇതാണ് 10⁻², ഇതിപ്പോൾ 10⁻²ഉം 10⁻⁸. ഇപ്പോൾ 5 × 10⁻10 അത്രയും ആംബിയർ അല്ലേ, അല്ലെങ്കിൽ ആംബിയർ പെർ, അല്ലെങ്കിൽ റേഡിയൻ പെർ ആംബിയർ തരും, റേഡിയൻ പെർ ആംബിയർ. ഓക്കെ, നമുക്ക് ആൻസർ ഇടുന്നത് 5 × 10⁻10 × 10⁻⁴ വരും കേട്ടോ. അപ്പോൾ 5 × ഈ ആൻസർ എന്ന് പറഞ്ഞാൽ 5 × 10⁻²/10⁻8 എന്ന് വരും. അപ്പോൾ ഇത് 5 × 10⁻, അല്ലെങ്കിൽ 10⁻6 വരും, അല്ലെങ്കിൽ 5/10⁻6 വരും. 5/10⁻6
അത്രയും എന്താണ് റേഡിയൻ പെർ ആംപിയർ ആയിരിക്കും. റേഡിയൻ പെർ ആംപിയർ. അപ്പോൾ ഈ 10⁻⁶ ആംപിയർ എന്ന് പറഞ്ഞാൽ മൈക്രോ ആംപിയർ ആണ്. അപ്പോൾ 5 റേഡിയൻ പെർ മൈക്രോ ആംപിയർ, 5 റേഡിയൻ പെർ മൈക്രോ ആംപിയർ തരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ 5 1 അല്ല, ഓപ്ഷൻ 4 ആയിരിക്കും വരുന്നത്. 5 റേഡിയൻ പെർ മൈക്രോ ആംപിയർ ആണ്. 5 റേഡിയൻ പെർ മൈക്രോ ആംപിയർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 31. റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആൻഡ് കറണ്ട് സെൻസിറ്റിവിറ്റി ഫോർ എ ഗാലോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് G ohm. അതായത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫ്ലക്ഷൻ ഫോർ യൂണിറ്റ് കറണ്ടാണ്. ഡിഫ്ലക്ഷൻ ഫോർ യൂണിറ്റ് വോൾട്ടേജ് ആണ്. ഇറ്റ് ഈസ് ഡിഫ്ലക്ഷൻ ബൈ വോൾട്ടേജ് വരാൻ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് G എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ θ/I/G വരും. ഈ θ/I എന്ന് പറഞ്ഞാൽ അത് കറണ്ട് സെൻസിറ്റിവിറ്റിയാണ്. അപ്പം ഇറ്റ് ഈസ് IS/G എന്ന് വരും. IS/G. ഇവിടെ അപ്പോൾ വി എസ് എത്ര കിട്ടും? അപ്പോൾ VS ഈസ് ഈക്വൽ ടു IS/G എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ VS/G അല്ലെങ്കിൽ എന്താണ് ഇവിടെ SI, ഇവിടെ പക്ഷേ VS വരാം ഈ ഒരു ഇക്വേഷൻ. അത് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇത് നമ്മുടെ ഫോമിൽ ഇതാണ് VS ഈസ് ഈക്വൽ IS/G എന്ന് വരും. പക്ഷേ ഇവിടെ IS വരെ SI എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്, SIയും SPയും. അപ്പോൾ ഇവിടെ VS വരെ അവിടെ കൊടുത്തിരിക്കുന്നത് SP എന്നും IS വരാം SI എന്നുമാണ്. അപ്പോൾ SI/G എന്ന് വരും. അപ്പോൾ SI/G ആണ് SP. അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 32. ഇൻ എ ഹൈഡ്രജൻ ആറ്റം ദ ഇലക്ട്രോൺ ഈസ് മേക്കിംഗ് 6.6 × 10⁻15 RPS. ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ഈസ് 0.53 × 10⁻10 മീറ്റർ. ദെൻ ഈക്വലൻ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി. ഇവിടെ മാഗ്നറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കറണ്ടിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ്. അപ്പോൾ കറണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് കറണ്ട് ഇൻറ്റു ഏരിയ. അപ്പോൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ ചാർജിൻ്റെ ഫ്രീക്വൻസിയാണ് കറണ്ട്. അപ്പോൾ EF ആണ് ഫ്രീക്വൻസി ഇൻറ്റു ഏരിയ സർക്കുലർ പാത്തില്ല. അപ്പോൾ πr² ആയിരിക്കും. ഇത് 1.6 × 10⁻19 ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ് ഇവിടെ 6.6 × 10⁻15. പിന്നെ 3.14 ആണ്. 3.14 ഇൻറ്റു റേഡിയസ് 0.53 ഇൻറ്റു 10⁻10 അത്രയും അതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ ഈ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ 10⁻23 നമുക്ക് ആംപിയർ മീറ്റർ സ്ക്വയർ വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 33. If a proton is projected in a direction perpendicular to a uniform magnetic field with velocity v and electron is projected along the lines of force, what will happen to the proton and electron? അപ്പം ഇവിടെ പ്രോട്ടോൺ വരുന്നത് എങ്ങനെയാണ്, ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം പ്രോട്ടോണിൻ്റെ പാത്തിൻ്റെ ഷേപ്പ് പറഞ്ഞാൽ സർക്കുലർ പാത്തായിരിക്കും. പക്ഷേ ഇലക്ട്രോൺ ഈസ് പ്രൊജക്റ്റഡ് എലോങ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ആയതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ പാത്തിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ പാത്തായിരിക്കും. അപ്പോൾ പ്രോട്ടോണിന് സർക്കുലർ പാത്തും വരും, ഇലക്ട്രോണിന് സ്ട്രെയിറ്റ് ലൈൻ പാത്തും വരും. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ദ പ്രോട്ടോൺ വിൽ മൂവ് ഇൻ എ ഡയറക്ഷൻ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് ദർ വിൽ ബി നോ എഫക്റ്റ് ഓൺ ദി മോഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഫീൽഡും പാരലൽ ആയതുകൊണ്ട് ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയിലോ അല്ലെങ്കിൽ ഡയറക്ഷനകത്തോ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ പ്രോട്ടോൺ വിൽ മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. പക്ഷേ ആ പ്രോട്ടോണിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എങ്ങനെ ആയിരിക്കും, അത് വെലോസിറ്റി മാറും പക്ഷേ സ്പീഡ് എങ്ങനെ ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 34. എ പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ എൻ്റർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് സെയിം വെലോസിറ്റി. ദ പീരീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വിൽ ബി. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രോട്ടോൺ ആൽഫ എൻ്റർ ചെയ്യുന്നു, സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിം വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം വെലോസിറ്റിയാണ്, സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം വെലോസിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടിയുടെ ഇക്വേഷൻ ആയിരിക്കും T = 2πm/qb എന്നായിരിക്കും. 2πm/qb. അപ്പോൾ ഈ T പ്രപ്പോർഷണൽ ടു m/q ആയിരിക്കും. അപ്പോൾ T ആൽഫ/T പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ മാസ് ഓഫ് ആൽഫ ബൈ മാസ് ഓഫ് പ്രോട്ടോൺ ബൈ ചാർജ് ഓഫ് ആൽഫ ബൈ ചാർജ് ഓഫ് പ്രോട്ടോൺ വരും. ഇത് 4m/m വരും ബൈ 2q അല്ലെങ്കിൽ 2e/e വരും. അപ്പോൾ ഇത് 2 ടൈംസ് വരും. അപ്പോൾ T ആൽഫ എത്ര വരും, T ആൽഫ ഈസ് 2 × T പ്രോട്ടോൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 2 ടൈംസ് ദി ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് പ്രോട്ടോൺ ആയിരിക്കും ആൽഫയ്ക്ക് ഉണ്ടാകുന്ന ടൈം പീരീഡ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 35. എ കണ്ടക്റ്റിംഗ് സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് R carries a constant current I. It is placed in a uniform
magnetic field B such that B is perpendicular to plane of loop, the magnetic force acting on the loop. അപ്പോൾ നമുക്കറിയാം ഒരു ലൂപ്പിൻ്റെ പ്ലെയിന് ഇങ്ങനെ പെർപെൻഡിക്കുലർ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു കേസിൽ ഇവിടെ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പർ ഒരു റീജിയനിൽ ഒരു സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ കറണ്ട് റൈറ്റിലേക്ക് ക്ലോക്ക് വൈസ് ആണ്, പിന്നെ ഫീൽഡ് അകത്തേക്ക് അപ്പോൾ ഈ ഫോഴ്സ് എങ്ങോട്ട് വരും, ഇവിടെ ഫോഴ്സ് പുറത്തേക്ക് വരും. അതിന് ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, അതും പുറത്തേക്കായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൽ ക്യാൻസൽ ആവും. അങ്ങനെ ഈ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് വരുന്ന എല്ലാ ഫോഴ്സിലും പരസ്പരം എന്തായി പോകും, ക്യാൻസലായി പോകും. ഇങ്ങനെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് വരുന്ന ഫോഴ്സിലെല്ലാം ക്യാൻസലായി പോയിട്ട് നെറ്റ് ഫോഴ്സ് ഓൺ ദി ലൂപ്പ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 36. A circular coil of wire carries a current. PQ is a part of a very long wire carrying a current and passing close to the circular coil. If the directions of currents are those shown in figure, what is the direction of force acting on PQ? അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പിൽ ആ ലൂപ്പിലെ കറണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ കറണ്ട് എങ്ങനെയാണ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു വയറാണ്, പക്ഷേ ഈ വയർ ഈ ലൂപ്പായിട്ട് ടച്ച് ചെയ്യുന്നില്ല, പക്ഷേ നിയർ ദി ലൂപ്പാണ് ഈ വയർ ഇരിക്കുന്നത്. ഈ വയറിൽ കറണ്ട് വന്നിട്ട് താഴേക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഇവിടെ 2 ഹാഫ് ഉണ്ട്. ഈ നമ്മൾ ഈ ലെഫ്റ്റ് പോർഷൻ, ഈ ലൂപ്പിൻ്റെ ലെഫ്റ്റ് പോർഷൻ എടുക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് പോർഷനിൽ കറണ്ട് എങ്ങനെയാണ്, ഇവിടെ കറണ്ട് താഴേക്കാണ്, ഇവിടെയും കറണ്ട് എങ്ങനെയാണ്, താഴേക്കാണ് അല്ലേ. അല്ലെങ്കിൽ ഈ ലൂപ്പ് മൂലം ഫീൽഡ് എങ്ങോട്ടായിരിക്കും, നമുക്കറിയാം ഈ ക്ലോക്ക് വൈസ് ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഫീൽഡ് എങ്ങോട്ട് വരും, ഫീൽഡ് ഡോട്ട് വരും. പക്ഷേ ഈ ലൂപ്പ് മൂലം ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഡോട്ടായിരിക്കും, അത് ഈ ബോർഡിന് പുറത്തേക്കായിരിക്കും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഫീൽഡ് ബോർഡിന് പുറത്തേക്ക് വരും. ഇവിടെ കറണ്ട് എങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ ഈ ബോർഡിന് പുറത്തേക്കാണ് ഫീൽഡ്, പിന്നെ ഇവിടെ കറണ്ട് എങ്ങോട്ടാണ്, കറണ്ട് താഴേക്കാണ്. അപ്പോൾ ബോർഡിന് പുറത്തേക്കാണ് ഫീൽഡ്, കറണ്ട് താഴേക്കാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ തമ്പ് എങ്ങോട്ട് വരും, ഈ തമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ ഈ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദി വയറായിരിക്കും, പക്ഷേ ടുവാർഡ്സ് എങ്ങോട്ടായിരിക്കും, ടുവാർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് ആംഗിൾസ് ടു PQ, അപ്പോൾ ഈ PQന് പെർപെൻഡിക്കുലർ ആയിരിക്കും, റൈറ്റ് ആംഗിൾസ് ടു വയറായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും ഫോഴ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 37. 2 thick wires and thin wires, all same material and same length, form a square in 3 different ways. P, Q and R are shown in figure. With the correct connections shown, the magnetic field at the center of the square is 0 in case of, നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ആ സെൻറ്ററിൽ 0 ആണെങ്കിൽ ഈ അത് മേളിലേക്കും താഴേക്കും കറണ്ട് സ്പ്ലിറ്റായി പോകും. പക്ഷേ ആ 2 കേസ് നമുക്കറിയാം. ഫസ്റ്റ് കേസിൽ ഇവിടെ കറണ്ട് എങ്ങനെയാണ്, കറണ്ട് ഇങ്ങനെ, ഇത് തിക്ക് വയറാണ്, ഇതും തിക്ക് വയറാണ്. അപ്പോൾ ഈ 2 പാർട്ടിലും ഈ അപ്പർ റീജിയനിലും ലോവർ റീജിയനിലും റെസിസ്റ്റൻസ് നോക്കി, ഇവിടെ റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. നോക്കി ഇത് തിക്കും തിന്നുമാണ്, ഇത് തിക്കും തിന്നും. അതുകൊണ്ട് ഈ മേളത്തെയും താഴത്തെ 2 പാത്തിൽ ഇപ്പോൾ കറണ്ട് ഒന്ന് സ്പ്ലിറ്റായി പോകുമ്പോൾ ഈ 2 പാത്തിലേക്കും കയറുന്ന കറണ്ടുകൾ എങ്ങനെയായിരിക്കും, ഈ കറണ്ടും ഈ ഒരു കറണ്ടും എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ബിക്കോസ് റെസിസ്റ്റൻസുകൾ സെയിം ആയിരിക്കും. അങ്ങനെ വന്നാൽ ഇവിടെ ഫീൽഡ് എന്തായിരിക്കും, സെൻറ്ററിലെ ഫീൽഡ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഫിഗറിൽ ഈ അപ്പർ പോർഷനിൽ തിക്ക് വയേഴ്സ്, 2 തിക്ക് വയേഴ്സാണ്. അപ്പോൾ ഈ അപ്പർ പോർഷനിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, ലോവർ പോർഷനിൽ തിൻ വയറായതുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ലോവർ പോർഷനിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഇവിടെ കറണ്ട് I വന്നാൽ ഇവിടെ കറണ്ട് I' വരത്തുള്ളൂ. പക്ഷേ ഈ ഫസ്റ്റ് ഫിഗറിൽ ഇവിടെ കറണ്ട് I വന്നാൽ ഇവിടെ I വരും, ബിക്കോസ് 2 പാത്തിലും റെസിസ്റ്റൻസുകൾ സെയിം ആയിരിക്കും. അങ്ങനെ വന്നാൽ ഇവിടെ B എന്താവില്ല, ഇവിടെ B നോട്ട് ഈക്വൽ ടു 0 വരും, B 0 ആവില്ല. അപ്പോൾ സെൻട്രൽ കറണ്ട് ഫീൽഡ് സെൻട്രൽ 0 ആവണമെങ്കിൽ കറണ്ട് മേലേക്കും താഴേക്കും എന്താണ്, ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആവണം. ഓക്കെ. ഇനി അടുത്ത ഫിഗറിൽ ഇപ്പോൾ ഇത് P ആണ്, ഇത് Q ആണ്. ഇനി അടുത്ത ഫിഗറിൽ എങ്ങനെയാണ്, ഇവിടെ തിക്ക് വയറാണ്, ഇത് തിക്ക് വയർ, പിന്നെ ഒരു തിൻ വയർ, പിന്നെ വീണ്ടും തിൻ വയർ, തിക്ക് വയർ. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ 2 പാത്തിലെയും റെസിസ്റ്റൻസുകൾ എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ ഇവിടെ കറണ്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഈ സെൻറ്ററിൽ ഫീൽഡ് എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ ഈ Pയിലും Rലും എന്താണ്, B 0 ആയി പോകും. അവൻ്റെ കണ്ടീഷൻ ഇതാണ്, ഇവിടെ കറണ്ട് മേലേക്കും താഴേക്കും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആയാൽ മാത്രമേ എന്താണ് സെൻട്രൽ ഫീൽഡ് 0 ആവത്തുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് കേസിലും ലാസ്റ്റ് കേസിലും കറണ്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആവുന്നതുകൊണ്ട് അവിടെ ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 38. An electron moves with a constant speed v along a circle of radius r. Its magnetic moment will be. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോഴത്തേക്കും മാഗ്നറ്റിക് മൊമെൻറ്റ് ബൈ ആംഗുലർ മൊമെൻറ്റം, മാഗ്നറ്റിക് മൊമെൻറ്റ് ബൈ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ Q/2m അല്ലെങ്കിൽ E/2m എന്നായിരിക്കും. അപ്പോൾ ഈ M എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, E/2m ഇൻറ്റു L വരും. ഈ L എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റമാണ്. ഈ ആംഗുലർ മൊമെൻറ്റം MVR ആണ്, MVR. അപ്പോൾ മാസ് ക്യാൻസൽ, ഇത് എന്ത് വരും,
EVR/2 എന്ന് വരും. ഇപ്പോൾ M ക്യാൻസൽ ആയി പോയിട്ട് ദ ആൻസർ ഈസ് EVR/2 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. എ പ്രോട്ടോൺ മൂവിങ് ഇൻ എ perpendicular magnetic field B possesses energy E if the magnetic field increases 8B and the particle is constrained to move in the path of same radius, the kinetic energy will be. ഇപ്പോൾ റേഡിയസും കിനറ്റിക് റിലേഷൻ ആയിരിക്കും R is equal to root of 2ME ഡിവൈഡഡ് ബൈ QB എന്നാണ് അല്ല. ഇവിടെ നമ്മൾ ഫീൽഡ് എത്ര ആക്കി? ഫീൽഡ് ഇൻക്രീസസ് 8B എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു, ബാക്കി R റേഡിയസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടുന്ന് B പ്രപ്പോർഷണൽ ടു നമുക്ക് √E എന്ന് എഴുതാം. അപ്പോൾ E പ്രപ്പോർഷണൽ ടു നമുക്ക് B² എന്ന് എഴുതാം. അപ്പോൾ E2/E1 എടുക്കുകയാണെങ്കിൽ എന്ത് വരും? B2/B1 the whole square എന്ന് വരും. ഇത് E2B/B the whole square എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 64 എന്ന് വരും. അപ്പോൾ E2 എത്ര കിട്ടും? അപ്പോൾ E2 ഈസിക്കൽ 64E1 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇൻക്രീസസ് ടു 64 ടൈംസ് ആയിരിക്കും. ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. A straight wire of mass 200 gram and length 1.5 meter carries a current of 2 ampere. It is suspended in mid-air by a uniform horizontal magnetic field B. The magnitude of B. ഇപ്പോൾ ഒരു വയറിൻ്റെ മാസ് പറയുന്നുണ്ട്, അതിൻ്റെ ലെങ്ത് അറിയാം, അത് എയറിൽ സസ്പെൻഡ് ആവുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ വയറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു, നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കൂടെ ആയിരിക്കും, വെയിറ്റ് താഴേക്ക് ആയിരിക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് മേലേക്ക് വന്നാൽ മാത്രമേ ഇത് ബാലൻസ്ഡ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സ് മേലേക്ക് വരണമെങ്കിൽ എന്താണ്? നമ്മൾ ഫീൽഡ് ഇവിടെ ക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യണം, ഫീൽഡ് അകത്തേക്ക് അപ്ലൈ ചെയ്യണം. ഇതാണ് ഫീൽഡ് B. അപ്പോൾ ഇവിടെ ഇക്വൽ കണ്ടീഷൻ ആയിരിക്കും. MG ആര് ബാലൻസ് ചെയ്യണം? ILB ബാലൻസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് B കണ്ടുപിടിക്കണം. B എന്ന് പറയുമ്പോൾ mg/I/L ആയിരിക്കും. mg/I/L. ഇവിടെ മാസ് എത്രയാണ്? മാസ് 200 ഗ്രാമാണ്. അപ്പോൾ 200 × 10⁻³ ജിയുടെ വാല്യൂ 10 ഓ 9.8 ബൈ കറണ്ട് എത്ര? 2 × ലെങ്ത് 1.5 ആണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആൻസർ നമുക്ക് 0.66 ടെസ്ല എന്ന് കിട്ടും. 0.66 ടെസ്ല. ഓക്കെ, അപ്പോൾ ഇത് 2/3 എന്ന് വരും. 2/3 0.6 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാണ്? 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. ദ ഗിവൺ ഫിഗർ ദ ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഡിഫ്ലക്സ് ഇൻ ഡിറക്ഷൻ. അപ്പോൾ ഇലക്ട്രോൺ വരുന്നത് ഇങ്ങോട്ട് നമുക്കറിയാം. ഒരു പോസിറ്റീവ് ചാർജ്, സപ്പോസ് ഇവിടെ ഫീൽഡ് ക്രോസ് ആണ്, ഒരു പോസിറ്റീവ് ചാർജ് റൈറ്റിലേക്ക് വന്നിരുന്നെങ്കിൽ, വെലോസിറ്റി റൈറ്റിലേക്കാണ്, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൂടി യൂസ് ചെയ്യാം. എന്താണ് ഇവിടെ എക്സും വൈയും പറയുന്നുണ്ട്. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് ആണ്, ഇസഡ്. അപ്പോൾ ഒരു പോസിറ്റീവ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, ഫീൽഡ് ക്രോസ് ആണെങ്കിൽ ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് മേലേക്കായിരിക്കും അല്ലേ? അപ്പോൾ പോസിറ്റീവിൽ ഫോഴ്സ് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മേലേക്കാണ്. പോസിറ്റീവിൽ ഫോഴ്സ് മേലേക്കാണെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവിൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. ഇതാണ് ഫോഴ്സ് ഓൺ നെഗറ്റീവ്. ഓക്കെ, ഫോഴ്സ് ഓൺ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവിൽ ഫോഴ്സ് മേലേക്കാണെങ്കിൽ നെഗറ്റീവിൽ ഫോഴ്സ് താഴേക്കായിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അത് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്താൽ മതി. അടുത്ത 42. എ സോളിനോട് 1.5 meter long and 0.4 centimeter in diameter possesses 10 turns per centimeter. A current of 5 ampere flows through it. The magnetic field at the axis inside the solenoid. സോളിനോട് അകത്തുള്ള ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? B = μ0 × സ്മോൾ n എന്നായിരിക്കും. ഈ μ0 4π × 10⁻⁷ ആണ്. എന്നിൻ്റെ വാല്യൂ നമ്പർ ഓഫ് ടേൺസ് പെർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ഒരു സെൻറ്റിമീറ്ററിൽ 10 ആണെങ്കിൽ ഒരു മീറ്ററിനകത്ത് ആയിരിക്കും ×100 ആയിരിക്കും. ഒരു സെൻറ്റിമീറ്ററിൽ 10 ആണെങ്കിൽ ഒരു മീറ്ററിനകത്ത് ×100 ഇൻറ്റു കറണ്ട് എത്ര? കറണ്ട് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2π × 10⁻³ ടെസ്ല എന്ന് വരും. 2π × 10⁻³ ടെസ്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. A wire of length 2 meter carrying a current of 1 ampere is bent to form a circle in the magnetic moment of coil. ഇപ്പോൾ ഒരു വയർ അതിൻ്റെ L ലെങ്ത് ആണ്, പാസ് ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ നമ്മൾ അതിനെ സർക്കിളാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ ഈ L ലെങ്ത് എന്തായിട്ട് മാറി? ഈ L ലെങ്ത് എന്നുള്ളത് 2πr ആയിട്ട് മാറി. അപ്പോൾ R എന്തായിരിക്കും? R = L/2π ആയിരിക്കും. L/2π. ഇനി മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ കറണ്ടിൻ്റെ ഏരിയ ആണ്. കറണ്ടിൻ്റെ ഏരിയ πr². ഈ ആറിന് പകരം L/2π, I × π × L/2π the whole square എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് IL²/4π. ഇത് IL²/4π. ഇവിടെ കറണ്ട് എത്രയാണ്? കറണ്ട് 1 ആണ്. 1 × ലെങ്ത് 2²
4 pi. It is 1 by pi എന്ന് കിട്ടും. 1 by pi ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. A long straight wire is turned into a loop of radius 10 cm. If a current of 8 ampere is passed through the loop, then the value of magnetic field and the direction at the center C of the loop shall be closed. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് വയറിനെ നമ്മളിങ്ങനെ വളച്ച് ഒരു സർക്കുലർ ഷേപ്പിലേക്ക് ഇങ്ങനെ മാറ്റി വീണ്ടും നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഫുൾ ലൂപ്പായിരിക്കും, ഫുൾ ലൂപ്പാണ്. പിന്നെ കറണ്ട് ഇങ്ങനെ മേലേക്ക് പാസ് ചെയ്യുന്നു. നമുക്കാണെങ്കിൽ 3 പോർഷനായിട്ട് കൺസിഡർ ചെയ്യാം. കറണ്ട് ഇങ്ങനെ വന്നിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു റേഡിയസ് ഇതാണ്, ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഈ സെപ്പറേഷൻ 6 തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കറണ്ട് I ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ, ഇത് ഫസ്റ്റ് പോർഷനാണ്. ഇത് ഫസ്റ്റ് പോർഷൻ, ഇത് ഫസ്റ്റ് പോർഷൻ, ഇത് സെക്കൻഡ് പോർഷൻ, ഇത് സെക്കൻഡ് പോർഷൻ, തേർഡ് പോർഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ്റെ എന്താണ് ആക്സിൽ പോയിന്റ്, നമുക്കറിയാം ഈ ഫസ്റ്റ് പോർഷൻ മൂലം നമുക്ക് ഇതിൻ്റെ എൻഡ് പോയിൻ്റാണ് ഇത്. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ മൂലം ഫീൽഡ് അകത്തേക്കായിരിക്കും. ഈ സെക്കൻഡ് പോർഷൻ്റെയും എൻഡ് പോയിൻ്റാണ്. അപ്പോൾ അതുമൂലം ഫീൽഡ് അകത്തേക്കായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോർഷൻ്റെ ഫീൽഡ് B1 എടുക്കുവാണെങ്കിൽ ഈ B1 എന്ന് പറയുമ്പോൾ μ0I/4πr അത് ക്രോസ് വരും, വെച്ചാൽ അകത്തേക്കായിരിക്കും. B2 അത് തന്നെയായിരിക്കും, μ0I/4πr അത് ക്രോസ് വരും അല്ലേ. പക്ഷേ ഇവിടെ ഈ ഫുൾ ലൂപ്പ് മൂലം ഫീൽഡ് അങ്ങോട്ടായിരിക്കും. നമുക്കറിയാം ഇത് കറണ്ട് ആൻറ്റി ക്ലോക്ക്വൈസ് ആയതുകൊണ്ട് ഫുൾ ലൂപ്പ് മൂലം ഫീൽഡ് പുറത്തേക്കായിരിക്കും. അപ്പോൾ ഈ തേർഡ് പോർഷൻ മൂലം B3 മൂലം എന്തായിരിക്കും, μ0I/2r അത് ഡോട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ B1 ഉം B2 ആഡ് ചെയ്യും. അപ്പോൾ ഈ B1 ഉം B2 ആഡ് ചെയ്ത് ഇപ്പോൾ B1 + B2 എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, B1 + B2 എന്ന് പറയുമ്പോൾ μ0I/2πr വരും. അത് ക്രോസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ അതിനേക്കാളും വലുതാണ് ഇത് B3. അപ്പോൾ B3 ആരെക്കാളും വലുതായിരിക്കും. B3 > B1 + B2 ആയതുകൊണ്ട് നമ്മൾ B3 ഇത് കുറയ്ക്കും. അപ്പോൾ നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു B3 - B1 + B2 ആയിരിക്കും. ഇപ്പോൾ രണ്ടിൽ ഏത് കോമൺ വരും, μ0I/2r രണ്ടിലും കോമൺ, പിന്നെ 1 - 1/π എന്ന് വരും. പക്ഷെ ഇവിടെ ഡോട്ടാണ് കൂടുതൽ. അപ്പോൾ ഡോട്ട് കൂടുതലാണ്, ആൻസർ തന്നെയായിരിക്കും, ഡോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് μ0/2 എത്രയാണ്, μ0/2 എന്ന് പറയുമ്പോൾ 2π × 10⁻⁷ ഇൻറ്റു കറണ്ട് 8 ആണ്. അപ്പോൾ 8 റേഡിയസ് 10 സെൻറ്റിമീറ്റർ വെച്ചാൽ 10⁻1 വരും. ഇൻറ്റു 1 - 1/π അല്ല എന്ന് വെച്ചാൽ 2.14/π വരും. അപ്പോൾ ഈ പൈ ക്യാൻസലായി പോയിട്ട് നമുക്ക് ആൻസർ 3.4 × 10⁻5 Nm/Am എന്ന് കിട്ടും. ഇതിപ്പോൾ എങ്ങനെയാണ്, ഈ ബോർഡിന് പുറത്തേക്കാണ്, അപ്പോൾ നിങ്ങൾ ബുക്കിലാണ് ഇത് വരയ്ക്കുന്നതെങ്കിൽ ബുക്കിന് മേലേക്കായിരിക്കും. ബോർഡിന് പുറത്തേക്കാകുമ്പോൾ നിങ്ങളുടെ ബുക്കിൻ്റെ മേലേക്ക് വരും. അപ്പോൾ ഇത് ഡോട്ട് എന്ന് ഇവിടെ അപ്പ് വേർഡ് ആയിരിക്കും, ബുക്കിൻ്റെ മേലേക്ക് വരും. അപ്പോൾ ഇത് അപ്പ് വേർഡ് വരും, അല്ലെങ്കിൽ നോർമലി ഔട്ട് വേർഡ് ആയിരിക്കും. അപ്പോൾ ഇത് ആൻസർ അപ്പ് വേർഡ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. PQ and RS are long parallel conductors separated by certain distance. M is the midpoint between them. The net magnetic field at M is B. The current is 2 ampere is switched off. The field at M now becomes. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ ഈ രണ്ട് കറണ്ട് എങ്ങനെയാണ്, ഈ രണ്ട് കറണ്ടുകളും മേലേക്കാണ്. അപ്പോൾ ഇത് 2 ആമ്പിയർ മേലേക്ക്, 1 ആമ്പിയറും മേലേക്ക്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ മിഡ് പോയിൻറ്റിൽ ഫസ്റ്റ് വയർ മൂലം ഫീൽഡ് എന്നോട് വരും. ഫസ്റ്റ് വയർ മൂലം ഫീൽഡ് ക്രോസ് ആയിരിക്കും. ഈ സെക്കൻഡ് വയർ മൂലം ഫീൽഡ് എന്ന് വരും. സെക്കൻഡ് വയർ മൂലം ഫീൽഡ് ഡോട്ട് വരും. ഫസ്റ്റ് മൂലം ക്രോസും സെക്കൻഡ് മൂലം ഡോട്ടും വരും. അപ്പോൾ ഈ പക്ഷേ ഇവിടെ I1 എന്നാണ്, ഇത് I1 ആണ്. അപ്പോൾ I1 2 ആമ്പിയറും ഇത് I2 അത് 1 ആമ്പിയറും ആയിരിക്കും. പക്ഷേ ഇവിടെ I1 കൂടുതലായതുകൊണ്ട്, I1 I2-നേക്കാളും കൂടുതലായതുകൊണ്ട് ഈ B2 ആരെക്കാളും കൂടുതലായിരിക്കും B1-നേക്കാളും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ B1 കൂടുതലായിരിക്കും അല്ലേ. I1 കൂടുതലായതുകൊണ്ട് B1 കൂടുതലായിരിക്കും. അപ്പോൾ B1 ആരെക്കാളും കൂടുതലായിരിക്കും B2-നേക്കാളും. അപ്പോൾ നെറ്റ് ഫീൽഡ് B net ഈസ് ഈക്വൽ ടു B1 - B2 എന്ന് പറയും. B1 - B2. അപ്പോൾ ഇത് സെപ്പറേഷൻ ആൻഡ് ഈക്വൽ അല്ലേ. ഇതൊക്കെ ഇതാണ് ഈ സെപ്പറേഷൻ 6 എന്ന് എടുക്കുകയാണെങ്കിൽ ഈ B1 എന്തായിരിക്കും, B1 എന്ന് പറഞ്ഞാൽ μ0 × 2πr എന്നല്ലേ, 2πr - μ0 × 1, ഇവിടെ കറണ്ട് 1 ആണ്, /2πr
ഇത് μ0 ഇൻറ്റു 1/2πr എന്ന് വരും. ഇതാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ബി എന്ന് തന്നിരിക്കുന്നത്. ഈ ഫീൽഡാണ് ബി. ഇനി നമ്മൾ രണ്ടാമത്തെ കേസിൽ ഏതിന് ഓഫ് ചെയ്ത് ഈ 2 ആമ്പിയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് മാത്രമേ ഉള്ളൂ? ഈ 2 ആമ്പിയർ ഓഫ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ 1 ആമ്പിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ആമ്പിയർ, ഇത് 1 ആമ്പിയർ ആണ്. അതിൽ നിന്ന് 6 അകലെയായിരിക്കും ഈ പോയിൻറ്റ്. 2 ആമ്പിയർ ഇല്ല. അപ്പോൾ ഫീൽഡ് ബി ഡാഷ് എടുക്കുകയാണെങ്കിൽ വട്ട് ഈസ് ബി ഡാഷ്? μ0ൻ്റെ ഐ എത്ര? 1 അല്ലേ? ബൈ 2πr വരും. അപ്പോൾ ഈ രണ്ട് ഫീൽഡുകൾ സെയിം ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓൾസോ ഈക്വൽ ടു എന്നായിരിക്കും? ബി തന്നെ ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏത് വരും? 2 വരും. അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടാത്ത സൊല്യൂഷൻസ് ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.